ഇനി നമുക്ക് ധ്യാനത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ നേരത്തെ ധ്രുവൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞതാണ് ധ്യാനത്തെക്കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് ചിന്തിക്കാമെന്ന്. അപ്പം ധ്യാനം എന്തിനാണ്, എങ്ങനെയാണ്, വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണ്, അതിൻ്റെ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ വളരെ വിസ്തരിച്ചിട്ടല്ല, എന്നാൽ ഒരുമാതിരി നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ചിന്തിക്കാം. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും അവരുടെ ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്നത് സുഖം, സന്തോഷം, സമാധാനം എന്നിവയുണ്ടാവാനാണ്. സമാധാനത്തിന് വേണ്ടി, സുഖം ഉണ്ടായാൽ സമാധാനം ഉണ്ടാവും, സമാധാനം ഉണ്ടായാൽ സുഖം ഉണ്ടാവും. ഇതിനു വേണ്ടിയിട്ടാണ് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും. ഇപ്പം നമുക്ക് തത്കാലം മനുഷ്യരുടെ കാര്യം എടുക്കാം. ഉറപ്പിച്ച് നമുക്ക് മനുഷ്യരുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവരൊക്കെ അങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഒരു അനുമാനം മാത്രമാണ്. അപ്പോൾ മനുഷ്യരെല്ലാവരും സുഖം ആണ് ആഗ്രഹിക്കുന്നത്. പല രീതികളിലൂടെ മനുഷ്യൻ സദാ അന്വേഷിച്ച് നടക്കുന്നത് സുഖമാണ്. സുഖം വേണ്ട എന്ന് പറയുന്ന ആരെയും, സമാധാനം വേണ്ട എന്ന് പറയുന്ന ആരെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ പറ്റി മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. തനിക്ക് സുഖം വേണ്ട, ദുഃഖം മതി, വിപത്തുകൾ ധാരാളം തൻ്റെ ജീവിതത്തിലുണ്ടായിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാളെ പറ്റി മാത്രമേ നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. അത് വ്യാസഭഗവാന്റെ കുന്തിദേവിയാണ്. കുന്തിദേവിയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ധാരാളം വിപത്തുക്കൾ ഉണ്ടായിക്കൊള്ളട്ടെ. വിപത്തുക്കൾ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? സമാധാനക്കേട്, സങ്കടം, ഇവയാണ് ഉണ്ടാവുക. തൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിക്കൊള്ളട്ടെ എന്നാണ് ദേവി ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രാർത്ഥിച്ചത്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദേവി എന്തുകൊണ്ടാണ് ദുഃഖം വേണം എന്ന് അഭ്യർത്ഥിച്ചത്? ഈ വിപത്തുക്കളൊക്കെ അനുഭവിക്കുമ്പോൾ വാസ്തവത്തിൽ അനുഭവിക്കുന്നത് ദുഃഖമാണല്ലോ. അപ്പോൾ ദുഃഖം വേണം എന്ന് ദേവി, ആവശ്യത്തിന് ദുഃഖം ഇല്ലാഞ്ഞിട്ടാണോ കുന്തിദേവി ദുഃഖം മതി എന്ന് പ്രാർത്ഥിച്ചത്? കുന്തിദേവിയുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം: ബാല്യം, യൗവനം, വാർദ്ധക്യം. അപ്പോൾ ബാല്യകാലത്തിൽ ദേവി ദുർവാസാവ് മഹർഷിയെ പരിചരിക്കാൻ ഇടവരികയാണ്. ആകസ്മികമായി തൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി വന്ന ദുർവാസാവിനെ പരിചരിക്കുവാൻ അച്ഛൻ ഏൽപ്പിച്ചതിന് പ്രകാരം ഭംഗിയായി ദുർവാസാവ് മഹർഷിയെ ദേവി പരിചരിക്കുകയാണ്. ദുർവാസാവിനെ പരിചരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. യാതൊരു വിധത്തിലുള്ള റാഷണാലിറ്റിക്കും വിധേയനാകാത്ത ഒരു മഹത് വ്യക്തിയാണ് ദുർവാസാവ്. റാഷണാലിറ്റി എന്ന് പറയുന്നത് വളരെ പരിമിതമായതാണ്. സമൂഹത്തിൻ്റെ ഒരു സംഭാവനയാണ് ഈ റാഷണാലിറ്റി. അപ്പം സമൂഹാതീതമായ ബോധത്തോടു കൂടിയ ഒരാളുടെ പ്രവൃത്തിയെ, സമൂഹാധിഷ്ഠിതമായ മനസ്സോടുകൂടിയ ഒരാൾ വിശകലനം ചെയ്യുമ്പോൾ, വിചിന്തനം ചെയ്യുമ്പോൾ ആ ആളുടെ പ്രവൃത്തി യുക്തിരഹിതമാണ്, യുക്തി അതീതമാണ് എന്നൊക്കെ നമുക്ക് തോന്നാം. അതുകൊണ്ട് ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള റാഷണൽ രീതികളുമില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ അദ്ദേഹം ദേഷ്യപ്പെടും. അതിൻ്റെ വരുംവരായികകളെക്കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിക്കാറില്ല. അദ്ദേഹത്തിന് സന്തോഷം വന്നാൽ അദ്ദേഹം അനുഗ്രഹിക്കും. അതിൻ്റെയും വരുംവരായികകളെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തകളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഭാവം അദ്ദേഹം പ്രകടിപ്പിക്കും. ഇതാണ് ദുർവാസാവ്.
അതുകൊണ്ട് ദുർവാസാവിനെ ശുശ്രൂഷിക്കുമ്പം വളരെ സൂക്ഷിക്കണം. മിക്കവാറും അദ്ദേഹത്തിന് ദേഷ്യമാണ് ഉണ്ടാവുക. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ കുന്തിദേവി ദുർവാസാവിനെ അതിഭംഗിയായി പരിചരിച്ചു. കുന്തിദേവിയുടെ പരിചരണത്തിൽ സന്തുഷ്ടനായ ദുർവാസാവ് വരുംവരായികകളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ബാലികയായ യൗവനയുക്തയായി കാണണം ആ സമയത്ത്, എന്നാലും ബാലികയാണ്. ആ പെൺകൊടിക്ക് ഒരു വരം കൊടുത്തു, ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഏതൊരു ദേവതയെയാണോ നീ സ്മരിക്കുന്നത് ആ ദേവതയിൽ നിനക്ക് ഒരു സന്തതി ഉണ്ടാകും. ആ വരം കൊടുത്തു. അതിൻ്റെ വരുംവരായികളെക്കുറിച്ചൊന്നും ദുർവാസാവ് ചിന്തിച്ചില്ല. ദുർവാസാവ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പരിമിതമായ സാമൂഹിക ബോധത്തിനകത്ത് നിന്ന് ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥവും ഇല്ല. എന്തായാലും വരം കിട്ടിയപ്പോൾ ബാലസഹിതമായ കൗതുകം കുന്തിദേവിയിൽ ഉണർന്നു. സഹജമാണത്, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൗതുകം മാത്രമേ കുന്തിദേവിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ മന്ത്രമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഫലിക്കുമോ എന്ന് മന്ത്രം കിട്ടിയിട്ടുള്ള ആരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത മാത്രമേ കുന്തിദേവിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ നമ്മൾ വേറൊരു കാര്യവും കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദുർവാസാവ് ഉപദേശിച്ച മന്ത്രം ലഭിച്ച മാത്രയിൽ തന്നെ സിദ്ധമായ മന്ത്രമാണ്. അത് അഭ്യസിക്കാനൊന്നും ദുർവാസാവ് പറഞ്ഞിട്ടില്ല. ആവശ്യമുള്ളപ്പോൾ പ്രയോഗിക്കാൻ മാത്രമാണ് ദുർവാസാവ് പറഞ്ഞത്. അല്ലാതെ ഉപദേശിച്ചു കൊടുത്ത മന്ത്രം നിത്യവും അഭ്യസിച്ച് സ്വായത്തമാക്കണം എന്നൊന്നും ദുർവാസാവ് നിർദ്ദേശിച്ചിട്ടില്ല. ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു, അത് പഠിപ്പിച്ചു, അതെപ്പം വേണമെങ്കിലും പ്രയോഗിക്കാമെന്നും പറഞ്ഞു. അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കുന്തിദേവി ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ടപ്പോൾ ആ സൂര്യൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി ഒന്ന് മന്ത്രം ജപിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പം അവിടെ ഒന്നും യുക്തിക്ക് വലിയ പ്രാധാന്യമില്ല. മനസ്സിൽ ആ ചിന്ത വന്നു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് അതിനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. ആ ചിന്ത വളർന്നു. സൂര്യനെ നോക്കി, സൂര്യൻ്റെ മനോഹാരിതയെ നോക്കി കുന്തിദേവി മന്ത്രം ജപിച്ച് ഒരു സന്തതി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു. കുന്തിദേവി ഗർഭിണിയായി. വിവാഹിതയല്ലാത്തയാൾ ഗർഭിണിയായാൽ ഇന്നത്തെ പോലെ തന്നെ അന്നും വലിയ പ്രശ്നം തന്നെയാണ് സമൂഹത്തിൽ. അതുകൊണ്ട് ആ ഗർഭം വീട്ടുകാർ പോലും അറിയാതെ, പിന്നെയല്ലേ നാട്ടുകാർ, വീട്ടുകാർ പോലും അറിയാതെ കുന്തിദേവി രഹസ്യമാക്കി വെച്ചു. അതിന് കുന്തിദേവിയുടെ ഒരു പരിചാരികയുടെ സഹായവും ഉണ്ടായിരുന്നു. അങ്ങനെ 9 ശിൽവാനം മാസം കഴിഞ്ഞപ്പോൾ കുന്തിദേവി പ്രസവിച്ചു. കർണകുണ്ടലങ്ങളോടുകൂടിയ അതിസുന്ദരനായ ഒരു കുഞ്ഞ്, ആൺകുഞ്ഞ്. സൂര്യഭഗവാനെ വാർത്തെടുത്തു വെച്ചതുപോലെ ചൈതന്യത്തോടു കൂടിയ ജീവസുറ്റ ഒരു കുഞ്ഞ്. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ വളർത്തണം എന്ന് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിനെ വളർത്താൻ ഉള്ള സാഹചര്യം കുന്തിദേവിക്കുണ്ടായിരുന്നില്ല. ആ ജനിച്ച കുഞ്ഞിനെ വെള്ളത്തിൽ ഒഴുക്കി വിടേണ്ടി വന്നു. പരിചാരികയുടെ ഉപദേശവും ഉണ്ടായിരുന്നിരിക്കാം ഈ ചെയ്തിയുടെ പിന്നിൽ. നാട്ടിലെ മാന്യത, വീട്ടുകാരുടെ മാന്യത, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ ആ ബാലികയുടെ, യൗവനയുക്തയായിരിക്കുന്ന ആ കുന്തിദേവിയുടെ മനസ്സിനെ മഥിച്ചിട്ടുണ്ടാകണം. ഏതായാലും ആ കുഞ്ഞിനെ വെള്ളത്തിൽ ഒഴുക്കി കളയാം, ഒരു കൊട്ടയിലാക്കി വെള്ളത്തിൽ ഒഴുക്കി കളയാം എന്ന് തീരുമാനിച്ചു. വെള്ളത്തിൽ ഒഴുക്കി കളയാനുള്ള തീരുമാനമെടുത്ത് അത് പ്രാവർത്തികമാക്കിയ നിമിഷം മുതൽ ആ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ അമ്മയായ കുന്തിദേവിയുടെ മനസ്സ് നീറിയിട്ടുണ്ടാകണം. നീറ്റിലൊഴുക്കിക്കളഞ്ഞ കുഞ്ഞിനെക്കുറിച്ചിട്ടുള്ള ഓർമ്മ ഒരു നീറലായിട്ട് ജീവിതാവസാനം വരെ ഈ അമ്മയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകണം. കാലചക്രം മുന്നോട്ട് ഉരുണ്ടു. കുന്തിദേവി വിവാഹിതയായി. അങ്ങനെ പാണ്ഡു മഹാരാജാവിൻ്റെ പത്നിയായി, പട്ടമഹിഷിയായി ഹസ്തിനാപുരിയിലേക്ക് എത്തുകയാണ്.
ഭർത്താവിൻ്റെ കൊള്ളരുതായ്മ കാരണം വനവാസം അനുഭവിക്കേണ്ടി വരികയാണ്. അവിടെ വെച്ച് കുന്തിദേവിയുടെ സഹപത്നിയായ മാദ്രിയുമുണ്ട്. ഈ മന്ത്രം വീണ്ടും പ്രയോഗിച്ച് 3 കുഞ്ഞുങ്ങൾ കുന്തിദേവിക്കും 2 കുഞ്ഞുങ്ങൾ മാദ്രിക്കും ജനിക്കുകയാണ്. ഭർത്താവിൻ്റെ ചപലമായ മനസ്സിൻ്റെ പ്രവർത്തനം കാരണം അദ്ദേഹം അകാല മരണത്തിന് വിധേയനാവുകയാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിക്കുകയാണ്. ഭർത്താവിൻ്റെ മരണം തൻ്റെ കാരണം കൊണ്ടല്ല, നേരത്തെ കുഞ്ഞിനെ നീറ്റിലൊഴുക്കി കളയേണ്ടി വന്നതിൻ്റെ കാരണം താൻ തന്നെയാണ്. തൻ്റെ ചപലമായ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ പോയതുകൊണ്ട് വന്ന ഒരു കാര്യമാണ്. പക്ഷെ രണ്ടാമത്തെ സംഭവം തൻ്റെ ചാപല്യം കൊണ്ടല്ല, തൻ്റെ ഭർത്താവിൻ്റെ ചാപല്യം കൊണ്ടാണ്. അപ്പം അവനവൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് മാത്രമല്ല ദുഃഖം ഉണ്ടാവുക, മറ്റുള്ളവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടും ഒരാൾക്ക് ദുഃഖം ഉണ്ടാകാം. അങ്ങനെ ഭർത്താവിൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് ദുഃഖമുണ്ടായി. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് മാദ്രി അന്നത്തെ ആചാരപ്രകാരം ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യുകയാണ്. 5 കുഞ്ഞുങ്ങളെയും വളർത്തേണ്ടുന്ന ഉത്തരവാദിത്തം ഈ കുന്തിദേവിയിലേക്ക് എത്തിച്ചേരുകയാണ്. വളരെ പ്രയാസപ്പെട്ടിട്ടായിരുന്നിരിക്കണം ആ കാട്ടിൽ നിന്ന് ഈ 5 കുഞ്ഞുങ്ങളെ കൊണ്ടും ഹസ്തിനാപുരിയിലേക്ക് എത്തിയത്. ആ ഹസ്തിനാപുരിയിൽ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും ഔദാര്യത്തിൻ്റെ കീഴിൽ കുന്തിദേവി തൻ്റെ മക്കളെ പോറ്റി വളർത്തുകയാണ്. അങ്ങനെ ഹസ്തിനാപുരിയിലെ ചക്കളത്തിൽ പോര്, ഗാന്ധാരിയുടെ മക്കളുടെ കുത്തുവാക്കുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും സഹിച്ചിട്ടായിരുന്നിരിക്കണം കുന്തിദേവി അവിടെ കഴിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ മക്കളെല്ലാം വളർന്നു വലുതായി കാര്യപ്രാപ്തിയുള്ളവരായി അവരുടെ കഴിവുകൊണ്ട് അവർ ഇന്ദ്രപ്രസ്ഥം വലിയൊരു കൊട്ടാരമൊക്കെ കെട്ടി വളരെ സുഖമായിട്ട് അമ്മയായപ്പോൾ കുന്തിദേവിക്ക് ജീവിക്കാൻ സാധിച്ചു. പക്ഷെ കുറച്ചു കാലമേ അത് നിന്നുള്ളൂ. തൻ്റെ മൂത്ത മകൻ്റെ ചൂതിനോടുള്ള അമിതമായ ആസക്തി കാരണം, ഗാംബ്ലിങ്ങിനോടുള്ള ആസക്തി കാരണം ഇവരുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുകയാണ്. കുന്തിദേവിക്ക് സുഖമായി രാജമാതാവായി കഴിഞ്ഞിരുന്ന കുന്തിദേവി മകൻ്റെ യുധിഷ്ഠിരരുടെ കൊള്ളരുതായ്മ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആസക്തി കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട് മക്കളെല്ലാം വനവാസത്തിന് പോവുകയാണ്. അപ്പോൾ ഈ 3 അവസ്ഥകളിലും കുന്തിദേവി അനുഭവിച്ചിട്ടുള്ള ദുഃഖം അസാമാന്യമാണ്. അതുപോലെ ഒരു പക്ഷേ ഒരു മനുഷ്യനും ഒരു കാലത്തും അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല. ഇത് ആരോടെങ്കിലുമൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുമോ? തൻ്റെ കൊള്ളരുതായ്മയെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമോ? തൻ്റെ ഭർത്താവിൻ്റെ കൊള്ളരുതായ്മയെക്കുറിച്ച്, തൻ്റെ മക്കളുടെ കൊള്ളരുതായ്മയെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ആരോടും പറയാൻ പറ്റാതെ ഈ വികാരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നീറിപ്പുകഞ്ഞ് കഴിയുകയാണ് കുന്തിദേവി. ആ കുന്തിദേവി ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദുർവാസാവ് മഹർഷിയെ കണ്ട് മുട്ടുന്നത് വരെ, ആ പരിചരിച്ച ആ മന്ത്രം ദാനമായി കിട്ടുന്നത് വരെ ബാലികയായി കുന്തിദേവി അതിസുഖത്തിൽ തന്നെയാണ് കഴിഞ്ഞത്. ഭർത്താവിൻ്റെ ചപലത കാരണം കാട്ടിലേക്ക് പോകുന്നത് വരെ രാജമഹിഷിയായി, പട്ടമഹിഷിയായി അതിസുഖത്തിൽ തന്നെയാണ് കൊട്ടാരത്തിൽ വാണത്. മകൻ്റെ കൊള്ളരുതായ്മ കാരണം ചൂതിലെല്ലാം നഷ്ടപ്പെടുന്നത് വരെ രാജമാതാവായി അതിസുഖത്തോടുകൂടി തന്നെയാണ് കുന്തിദേവി കഴിഞ്ഞത്. അപ്പോൾ സുഖം അതിൻ്റെ മാക്സിമത്തിലും ദുഃഖം അതിൻ്റെ മാക്സിമത്തിലും കുന്തിദേവി അനുഭവിച്ചിട്ടുണ്ട്. മറ്റാരോടും പറയാൻ പറ്റാത്ത തെറ്റുകുറ്റങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ, മനസ്സ് ചിന്തകളുടെ നീർച്ചുഴിയിൽപ്പെട്ടുഴറുമ്പോൾ, ഒരേ ചിന്ത തന്നെ വീണ്ടും വീണ്ടും പല വ്യാഖ്യാനങ്ങളോടുകൂടി മനസ്സിനെ വന്ന് ഗ്രസിക്കുമ്പോൾ, അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, ഇന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തുടങ്ങിയ ചിന്തകളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കങ്ങളിലും പെട്ട് വിഷമിച്ച്
കഴിയുന്ന സമയത്ത് ആരായാലും അറിയാതെ ഈശ്വരനെ വിളിച്ചു പോകും. ഈശ്വരൻ്റെ ആവശ്യകത അവിടെയാണ്. സ്വസ്ഥമായിരിക്കുന്ന ഒരു മനസ്സിന് സത്യത്തിൽ ഈശ്വരൻ്റെ തുണ ആവശ്യമില്ല. വിഷമങ്ങളോടെ നെടുവീർപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിസ്സഹായാവസ്ഥയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ലാതാക്കുന്ന വിധത്തിൽ അനിവാര്യമായി വരുന്നതാണ് ഈശ്വര സങ്കല്പം. അതൊരു പിടിവള്ളിയാണ്. ദൗർബല്യമായിരിക്കാം, പക്ഷേ ആ ദൗർബല്യത്തിൽ മുറുക്കെ പിടിക്കുന്നത് കൊണ്ടാണ് പല മനുഷ്യരും മാനസിക രോഗങ്ങൾക്ക് വിധേയരായി ഡിപ്രഷൻ, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, മൂഡ് സ്വിങ്സ് തുടങ്ങിയ അഗാധമായ മനോരോഗങ്ങളുടെ കയങ്ങളിലേക്ക് വീണു പോകാതിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുന്തിദേവിയും മനസ്സ് വല്ലാതെ മഥിക്കപ്പെടുന്ന സമയത്ത് ഈശ്വരനെ സ്മരിച്ചിട്ടുണ്ടാകണം. കുന്തിദേവിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷനായ ഈശ്വരനായിരുന്നു ശ്രീകൃഷ്ണ പരമാത്മാവ്. അപ്പോൾ മനസ്സിൽ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളോടുകൂടി ചിന്തകൾ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും നടത്തുന്ന സമയത്ത് ആ ചിന്തകളിൽ നിന്നൊക്കെ മനസ്സിനെ വിടുവിപ്പിക്കുവാൻ അവർ കൃഷ്ണനാമം ജപിച്ചിട്ടുണ്ടാകണം. ചെറുപ്പകാലം മുതലേ അവർ ഈശ്വരനാമസ്മരണം നടത്തിയിട്ടുണ്ടാകണം. വെള്ളം കാണുമ്പോഴെല്ലാം ഈ കുന്തിദേവി നീറ്റിലൊഴുക്കിക്കളഞ്ഞ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാകണം. വെള്ളം കാണുമ്പോഴെല്ലാം ആ കുന്തിദേവി ഈശ്വരനാമവും ജപിച്ചിട്ടുണ്ടാകണം. അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങൾ ഉണർത്തുന്ന പഴയ ഓർമ്മകളുടെ ദുഃഖക്കയത്തിൽപ്പെടുന്ന സമയത്ത് ഒരു പിടിവള്ളിയായി കുന്തിദേവി നിരന്തരം ഈശ്വരനാമസ്മരണ നടത്തിയിട്ടുണ്ടാകണം. നിരന്തരമായി നടത്തിയിട്ടുള്ള ഈശ്വരനാമസ്മരണ കുന്തിദേവിയിൽ അത്ഭുതങ്ങളെ സംഭാവന ചെയ്തു. ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ ഉറവയായി നിൽക്കുന്ന ആനന്ദം അത് പൊട്ടി പുറപ്പെടാൻ തുടങ്ങി. എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് പലതരത്തിലുള്ള ചിന്തകളും വിചാരങ്ങളും കൊണ്ട് മൂടിക്കിടക്കുന്നതാണ്. ചാരം മൂടിക്കിടക്കുന്ന കനൽക്കട്ട പോലെ മൂടിക്കിടക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആനന്ദത്തിൻ്റെ ഉറവ. നിരന്തരമായ ഏകാഗ്രതയോടുകൂടിയ ഈശ്വരനാമസ്മരണ ആ ഉറവയെ ഉണർത്തി ദേവി മറ്റൊന്നിൽ നിന്നും ലഭിക്കാത്ത ആനന്ദലബ്ധി അനുഭവിച്ചിട്ടുണ്ടാകണം. പ്രാപഞ്ചികമായ ഭൗതികമായ സുഖവും അതിൻ്റെ പാരമ്യതയിൽ തന്നെ ഒട്ടും കുറയാതെ രാജകുമാരിയായിരുന്നപ്പോൾ, രാജപത്നിയായിരുന്നപ്പോൾ, രാജമാതാവായിരുന്നപ്പോൾ കുന്തിദേവി അനുഭവിച്ചിട്ടും ഉണ്ട്. അപ്പോൾ ഈ പ്രാപഞ്ചികമായിട്ടുള്ള സുഖവും ആന്തരികമായ സുഖവും തമ്മിൽ തുലനം ചെയ്തു നോക്കിയിട്ടുണ്ടായിരിക്കണം കുന്തിദേവി. ആ തുലനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന തിരിച്ചറിവിൻ്റെ പ്രതിഫലനമാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന. അല്ലയോ ഭഗവാനെ, എനിക്ക് ധാരാളം വിപത്തുക്കൾ ഉണ്ടാകട്ടെ. എനിക്ക് എപ്പോഴെല്ലാം വിപത്തുക്കൾ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അങ്ങയെ സ്മരിക്കുകയും എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുകയും ആ അനുഭവത്തിലൂടെ ആനന്ദം അനുഭവിക്കുകയും ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സദാ ആനന്ദാനുഭൂതി ഉണ്ടാകാൻ ബാഹ്യമായിട്ടുള്ള വിപത്തുക്കൾ ധാരാളം ഉണ്ടാകട്ടെ എന്ന് ദേവി പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. അതാണ് കുന്തിദേവി ദുഃഖം മതി, കുഴപ്പങ്ങൾ ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ പൊരുള്. അപ്പോൾ ദുഃഖം വേണം, അല്ലെങ്കിൽ വിപത്തുക്കൾ ഉണ്ടാകട്ടെ ധാരാളമായിട്ട് എന്ന് പ്രാർത്ഥിച്ച കുന്തിദേവി പോലും വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചാൽ ആനന്ദത്തെയാണ് സ്വീകരിച്ചത്. ആ ആനന്ദമാണ്, ആ സന്തോഷമാണ്, ആ സമാധാനമാണ് എല്ലാ മനുഷ്യരും ലക്ഷ്യമാക്കുന്നത്. സന്തോഷം വേണ്ട എന്ന് പറയുന്ന ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ചിലർക്ക് സങ്കടം സന്തോഷകരമായിരിക്കാം. അങ്ങനെ സാഡിസ്റ്റുകളുണ്ട്. സാഡിസ്റ്റുകൾ പോലും വാസ്തവത്തിൽ സന്തോഷത്തെ തന്നെയാണ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സന്തോഷം നമുക്ക് ഇല്ലാതെയാകുന്നത് നമ്മളിൽ പലർക്കും
സ്വതസിദ്ധമായിട്ടുള്ള സന്തോഷം ഇല്ലാതെയാകുന്നത് ചിന്തകളുടെ ബാഹുല്യം കാരണമാണ്. നമ്മൾ ചിന്തകളുടെ കടന്നൽ കൂട്ടത്തിന് വിധേയരാകാതെ ഒരു നിമിഷം പോലും ഇരിക്കാറില്ല. നമ്മളെപ്പോഴും ഉറക്കത്തിൽ പോലും ചിന്തകളുടെ ഒരു 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 മൂളക്കമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. ഈ നിരന്തരമായ മിക്കവാറും ഒരു 99% ആവശ്യമില്ലാത്ത ചിന്തകളാണ്. പക്ഷെ ആവശ്യമില്ലാത്ത ചിന്തകളുടെ പിടിയിൽ നിന്ന് മോചിതരാകാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം ചിന്തകൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയരായിട്ടല്ല ഉരുത്തിരിഞ്ഞു വരുന്നത്. അടുത്ത നിമിഷത്തിൽ എന്താ ചിന്തിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഏത് നിമിഷം വേണമെങ്കിലും ചിന്തകൾ ഉണർത്തുന്ന വികാരവിക്ഷോഭത്തിന് വിധേയരായി തീരും നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചിന്തകളുടെ കാരുണ്യത്തിലാണ് കഴിയുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ വരാതിരുന്നാൽ സന്തോഷവും സമാധാനവും. ആവശ്യമില്ലാത്ത ചിന്തകളാണ് മനസ്സിൽ ചേക്കേറുന്നതെങ്കിലോ അന്നത്തെ ദിവസം പോക്കാം. ഈ ചിന്തകൾ ചാരം പോലെയാണ്, നമ്മളിലുള്ള ആനന്ദത്തെ മൂടിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ചിന്തകളെ നമുക്കൊന്ന് ഒതുക്കാൻ സാധിച്ചാൽ മാത്രമേ, ഈ ചിന്തകളെ നമുക്കൊന്ന് കുറയ്ക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ചിന്തകളെ ഒതുക്കാൻ, കുറയ്ക്കാൻ ആണ് ധ്യാനം ഉപയോഗിക്കുന്നത്. ധ്യാനത്തിലൂടെ നമ്മളിൽ ഓരോരുത്തരിലും സഹജമായിട്ടുള്ള ആനന്ദാവസ്ഥയെ അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. എവല്യൂഷൻ തിയറി അനുസരിച്ച്, ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി അനുസരിച്ചിട്ട് ഓരോ ജീവനും നിലനിൽക്കുന്നത് സ്വസംരക്ഷണത്തിനും അതിൻ്റെ സ്പീഷീസിൻ്റെ സംരക്ഷണത്തിനുമാണ്. സ്വസംരക്ഷണത്തിലൂടെ വംശസംരക്ഷണവും വംശസംരക്ഷണത്തിലൂടെ സ്വസംരക്ഷണവുമാണ് ജീവൻ്റെ ഉദ്ദേശം. എല്ലാ സ്പീഷീസിൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ്, മനുഷ്യൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ്. പക്ഷേ മനുഷ്യൻ്റെ തലച്ചോറിന് മറ്റ് ജീവജാലങ്ങളുടെ തലച്ചോറിനേക്കാൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ സെൽഫ് സർവൈവലും റീപ്രൊഡക്ഷനും, നിലനിൽപ്പും പ്രത്യുൽപാദനവും, അതുമാത്രമാണ് ഡാർവിൻ പറഞ്ഞതുപോലെ സകല ജീവജാലങ്ങളെ കൊണ്ടും പ്രകൃതി ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഈ പുറം ഭാഗം കോർട്ടക്സ് അത് ഉരുത്തിരിഞ്ഞ് വരേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം സ്വരക്ഷയ്ക്കും പ്രത്യുൽപാദനത്തിനും സർവൈവലിനും റീപ്രൊഡക്ഷനും വാസ്തവത്തിൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള ലിംബിക് ഏരിയ വരെയുള്ളത് മതിയാകും. അമിഗ്ഡല എന്ന് പറയുന്ന ആ ഭാഗം വരെയുള്ളത് മതിയാകും. കാരണം സ്വസംരക്ഷണത്തിനും പ്രത്യുൽപാദനത്തിനും ബ്രെയിനിൻ്റെ ആ ഭാഗം മാത്രം പര്യാപ്തമാണ്. അതിൻ്റെ പുറത്തേക്കൊരു ഭാഗം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്, കോർട്ടക്സ് ഉരുത്തിരിഞ്ഞ് വരേണ്ടെന്ന ഒരാവശ്യകതയില്ല. അപ്പോൾ മനുഷ്യനിൽ മറ്റു ജന്തുക്കളിലൊന്നുമില്ലാത്ത ഒരു സവിശേഷതയാണ് ഈ കോർട്ടക്സ്. ഈ കോർട്ടക്സ് ഉള്ളതുകൊണ്ട് ഈ പുറത്തെ തലച്ചോറിൻ്റെ ഭാഗം അങ്ങനെ 3 തലമായിട്ട് വേണമെങ്കിൽ തലച്ചോറിനെ നമുക്ക് വിഭജിക്കാം. അത് പൂർണ്ണമായിട്ടും ശാസ്ത്രീയമല്ല എങ്കിലും അങ്ങനെ പഠനാർത്ഥം വിഭജിക്കാറുണ്ട്, ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ നോൺ വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, നമ്മുടെ താപനില, രക്തസമ്മർദ്ദം, ഹൃദയത്തിൻ്റെ മിടിപ്പ്, നമ്മുടെ പല അവയവങ്ങളുടെയും പ്രവർത്തനം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല നടക്കുന്നത്. അതിനെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ബ്രെയിൻ സ്റ്റെം, ഏറ്റവും താഴെയുള്ള ഭാഗം. പിന്നെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഈ പ്രത്യുൽപാദനത്തിനുമൊക്കെ നമ്മളെ സഹായിക്കുന്നത് ലിംബിക്, മിഡ് ബ്രെയിൻ, നടുക്കുള്ള
തലച്ചോറിൻ്റെ ഭാഗം, ആ ഭാഗം, ഇത് രണ്ടും മതി വാസ്തവത്തിൽ ഒരു ജീവൻ നിലനിൽക്കാനും വംശത്തെ നിലനിർത്താനും. പക്ഷെ മനുഷ്യൻ്റെ തലച്ചോറിനൊരു മൂന്നാമത്തെ തലം കൂടിയുണ്ട്, കോർട്ടെക്സ്. മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഈ സെൽഫ് അവയർനെസ്. വേറൊരു ജന്തുവിനും സെൽഫ് അവയർനെസ് ഇല്ല, മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനുഷ്യനെ ഉരുത്തിരിച്ചു കൊണ്ടുവന്ന പ്രകൃതി മനുഷ്യനിലൂടെ മറ്റെന്തൊക്കെയോ മറ്റ് ജന്തുക്കളെ കൊണ്ട് ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് മനുഷ്യൻ്റെ ജന്മോദ്ദേശം മറ്റ് ജന്തുക്കളുടെ ജന്മോദ്ദേശം പോലെ സ്വരക്ഷയും പ്രത്യുൽപാദനവും മാത്രം ആയിരിക്കുകയില്ല. അതുകൊണ്ട് സ്വരക്ഷയും പ്രത്യുൽപാദനവും ഉണ്ട് മനുഷ്യൻ്റെ പ്രോട്ടോക്കോളിനകത്ത്. പക്ഷെ അത് മാത്രം ആയിരിക്കുകയില്ല. അതിനപ്പുറം ഉള്ള എന്തൊക്കെയോ മനുഷ്യനിലൂടെ പ്രകൃതി വിഭാവന ചെയ്തിട്ടുണ്ടാകണം. നമ്മുടെ പരമ്പരാഗതരായിട്ടുള്ള മഹർഷീശ്വരന്മാരുടെ അഭിപ്രായപ്രകാരം അത് സ്വയം അറിയുക എന്നുള്ളതാണ്. മനുഷ്യന് മാത്രമേ സ്വയം അറിയുവാൻ സാധിക്കുകയുള്ളൂ. സ്വയം അറിയുമ്പോൾ താൻ ആനന്ദസത്തയാണ് എന്ന് തിരിച്ചറിയുകയും ആ ആനന്ദാനുഭൂതിയിൽ നീരാടാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ഓരോരുത്തർക്കും അവരവരെ തിരിച്ചറിയുവാൻ ധ്യാനം വളരെ എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ്. ധ്യാനത്തിന് പല രീതികളുണ്ട്, പല രീതിയിൽ ധ്യാനിക്കാം. പ്രയത്നപൂർവം ധ്യാനിക്കാം, പ്രയത്നരഹിതമായും ധ്യാനിക്കാം. അതിൽ പ്രയത്നരഹിതമായ ധ്യാനമാണ് അത്യുത്തമം. പ്രയത്നപൂർവം ഉള്ള ധ്യാനത്തെ അത്ര ഉത്തമമായിട്ട് കണക്കാക്കുന്നില്ല. ആയാസരഹിതമായി പ്രയത്നരഹിതമായിട്ടാണ് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കേണ്ടത്. എല്ലാവർക്കും അങ്ങനെ സാധിച്ചു കൊള്ളണമെന്നില്ല. ചിലർക്ക് പ്രയത്നപൂർവമുള്ള സാധനകളിലൂടെയായിരിക്കാം ഈ പ്രയത്നരഹിതമായ സാധനയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അപ്പം പ്രയത്നപൂർവവും പ്രയത്നരഹിതവുമായിട്ടുള്ള ധ്യാന രീതികൾ ഉണ്ട്. അതിൽ നമ്മൾ പ്രയത്നരഹിതമായതിലാണ് ഊന്നുക. പ്രയത്നപൂർവമായ ധ്യാന രീതികൾ പലതുമുണ്ട്. അതിനെക്കുറിച്ചുമൊക്കെ നമ്മുടെ പലതരത്തിലുള്ള ചർച്ചകളിൽ വന്നിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ അതാത് സ്ഥലങ്ങളിൽ വേണ്ടതുപോലെ വിശദീകരിച്ചിട്ടും ഉള്ളതാണ്. ഇവിടെ നമ്മൾ ഊന്നാൻ പോകുന്നത് പ്രയത്നരഹിതമായിട്ടുള്ള ഒരു ധ്യാന രീതിയിൽ ആണ്. ധ്യാനിക്കണമെങ്കിൽ ഒരു ധ്യാന വിഷയം വേണം. കുന്തിദേവിയുടെ ഉദാഹരണം നേരത്തെ പറഞ്ഞത് ആ കഥയിലൂടെ ധ്യാനത്തിലേക്ക് എത്താനും കൂടിയാണ്. ജീവിതത്തിൽ ദുഃഖകരമായിട്ടുള്ള ചിന്തകൾ അലട്ടുന്ന സമയത്ത് ദേവി ഈശ്വരനാമത്തിൻ്റെ അഭയത്തിൽ ചേക്കേറി. അപ്പം ചിന്തകളെ പതുക്കെ വിടുവിപ്പിച്ചിട്ട് ഈശ്വരനാമത്തിലേക്ക് വീണ്ടും 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 കൊണ്ടുവന്നു. അങ്ങനെ ചിന്തകളിൽ നിന്ന് മനസ്സിനെ ബലം പ്രയോഗിക്കാതെ വിടുവിച്ച് പതുക്കെ ധ്യാന വിഷയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ ലക്ഷ്യം. അപ്പം അതിനൊരു ധ്യാന വിഷയം വേണം, ഒരു ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ വേണം. അതെന്തുമാകാം, ഇന്നതേ പാടുള്ളൂ എന്നില്ല, എന്തും ആകാം. അതിന് കാരണം ഈശ്വരനല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തിനെ ധ്യാന വിഷയമാക്കിയാലും അറിഞ്ഞാലും അറിയാതെയായാലും അത് ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരു വസ്തുവിനെ നമുക്ക് ധ്യാന വിഷയമായി തിരഞ്ഞെടുക്കാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ, വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകളുടെ ഒരുപാട് എന്താ പറയുക, വള്ളിപ്പടർപ്പുകളോട് കൂടിയതായിരിക്കും.
നമുക്കിഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഇഷ്ടമുള്ള ഒരു 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 വസ്തു എന്ന് പറഞ്ഞാൽ അത് ഓർമ്മകളുടെ വള്ളിപ്പടർപ്പുകളും കൂടി പടർന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചിന്തകളിൽ നിന്ന് വേർപെടുത്തി ആ വിഷയത്തിലേക്ക് മാത്രമായിട്ട്, ധ്യാന വിഷയത്തിലേക്ക് മാത്രമായിട്ട് വരിക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. ഏതും എടുക്കാം, ഏത് വസ്തുവിനെ വേണമെങ്കിലും ധ്യാന വിഷയമാക്കാം, ആരെ വേണമെങ്കിലും ധ്യാന വിഷയമാക്കാം. ഈ ഓർമ്മകളുടെ വള്ളിപ്പടർപ്പുകൾ ഉണ്ടാകാം, പക്ഷെ ക്രമേണ അതിനെയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഒഴിവാക്കാൻ സാധിക്കും. സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 3 ധ്യാന വിഷയങ്ങളെയാണ് പ്രതിപാദിക്കാൻ പോകുന്നത്. അതിലേത് വേണമെങ്കിലും നമുക്കെടുക്കാം. 3ഉം പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും ഒന്നിലേക്ക് എത്തിച്ചേരുകയും ആകാം. അതിനൊന്നും നിയമങ്ങളൊന്നുമില്ല. അതായത് ഇത് 3ഉം ഒന്ന് പരീക്ഷിച്ചതിന് ശേഷം അതിലേതാണോ നമുക്ക് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം. കുറച്ച് സമയം കൊടുക്കണം എന്ന് മാത്രം. അതിലൊന്ന്, ആദ്യത്തേത് ഒരു രൂപം ധ്യാനിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു രൂപം തിരഞ്ഞെടുക്കാം. കഴിയുന്നതും നമ്മളുടെ ഓർമ്മകളുടെ കടന്നൽ കൂട്ടങ്ങളെ ഇളക്കാത്ത ഒരു വസ്തുവിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. പൊതുവെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം ഈശ്വര രൂപങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ദേവതയുടെ രൂപം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇനി നമുക്ക് നിലവിലുള്ള ഈശ്വര രൂപങ്ങളൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഈശ്വര രൂപത്തെ ഉരുത്തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാം. ഇപ്പം കൃഷ്ണൻ്റെ രൂപമാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് എന്ന് വിചാരിക്കുക. കൃഷ്ണൻ്റെ ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ്റെ രൂപം തന്നെ തിരഞ്ഞെടുത്തു കൊള്ളണമെന്നില്ല. ദേവിയുടെ രൂപമാകാം, ശിവൻ്റെ രൂപമാകാം, ഗണപതിയുടെ രൂപമാകാം, ലോകത്തുള്ള ഏതു ദേവതയുടെ രൂപവും ആകാം. ഞാനൊരു ഉദാഹരണത്തിന് കൃഷ്ണൻ എന്നെടുക്കുന്നേ ഉള്ളൂ. കൃഷ്ണൻ്റെ ഒരു രൂപം നമ്മൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. കൃഷ്ണൻ്റെ നിലവിലുള്ള ഒരു ചിത്രങ്ങളും ബിംബങ്ങളും നമുക്ക് ഇഷ്ടവുമല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ, രൂപത്തിൽ കൃഷ്ണനെ നമുക്ക് ധ്യാന വിഷയമാക്കാം. വൈഷ്ണവ സംഹിതകളിൽ അതിനുള്ള അനുവാദവും തന്നിട്ടുണ്ട്. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഈശ്വരനെ നമുക്ക് ധ്യാനിക്കാം. ഏത് രൂപത്തിൽ വേണമെങ്കിലും. 4 പോസ്റ്റേഴ്സാണ് ഉള്ളത്. ആ 4-ൽ ഏതിൽ വേണമെങ്കിലും ധ്യാനിക്കാം. 4 പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇരിക്കുന്നത്, മറ്റൊന്ന് നിൽക്കുന്നത്, ഇനി ഒന്ന് നടക്കുന്നത്, മറ്റൊന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ നടക്കുന്ന രൂപത്തിൽ ഈശ്വരനെ എങ്ങനെയാണ് ധ്യാനിക്കുക? നടനം എന്ന് പറഞ്ഞാൽ ചലനമാണ്. നടക്കുക എന്ന് പറഞ്ഞാൽ ചലിക്കുക എന്നർത്ഥമാണ്. ചലനമാണ് നൃത്തം. അപ്പം നൃത്തഭാവത്തിലുള്ള ഈശ്വരൻ്റെ രൂപത്തെ ധ്യാന വിഷയമാക്കുന്നത് ചലനാത്മകമായ ഡൈനാമിക് ആയിട്ടുള്ള മെഡിറ്റേഷനാണ്. മറ്റത് 3ഉം സ്റ്റാറ്റിക് ആയിട്ടുള്ളത്. അത് ഇരിക്കുക, നിൽക്കുക, കിടക്കുക എന്നുള്ളതൊക്കെ സ്റ്റാറ്റിക് ആയിട്ടുള്ള രൂപങ്ങളാണ്. അപ്പം സ്റ്റാറ്റിക് ആയിട്ടോ ഡൈനാമിക് ആയിട്ടോ ഉള്ള ഒരു രൂപം തിരഞ്ഞെടുക്കാം. ശരിക്കും വേണ്ടത് അവരവരുടേതായിട്ടുള്ള ഒരു രൂപം ഉരുത്തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോരുത്തരും കലാകാരന്മാരായി, കലാകാരികളായി നമ്മുടെ മനസ്സാകുന്ന ക്യാൻവാസിൽ നമ്മളുടേതായിട്ടുള്ള ഈശ്വര രൂപത്തെ വരച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സാകുന്ന കല്ലിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഈശ്വര രൂപത്തെ കൊത്തി എടുക്കണം. ഞാൻ ഒരു ഈശ്വര രൂപത്തെ ധ്യാനിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല, ഭാവന ചെയ്യുന്നത് പോലെ ആയിരിക്കുകയില്ല. നിങ്ങൾ അതേ ഈശ്വര രൂപത്തെ ധ്യാനിക്കുകയോ ഭാവന ചെയ്യുകയാണെങ്കിലോ ചെയ്യുക.
അപ്പം കൃഷ്ണനെ ഞാൻ ധ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ധ്യാന രൂപത്തിലുള്ള കൃഷ്ണനായിരിക്കുകയില്ല നിങ്ങളുടെ ധ്യാന രൂപത്തിലുള്ള കൃഷ്ണൻ. ഒരു പക്ഷെ ഞാനും നിങ്ങളും പാർത്ഥൻ്റെ സാരഥിയായിരിക്കുന്ന കൃഷ്ണനെ ആയിരിക്കാം ധ്യാനിക്കുന്നത്, അല്ലെങ്കിൽ വെണ്ണ കക്കുന്ന കൃഷ്ണനെ ആയിരിക്കാം ധ്യാനിക്കുന്നത്. പക്ഷെ എൻ്റെ കൃഷ്ണനും നിങ്ങളുടെ കൃഷ്ണനും വ്യത്യസ്തം ആയിരിക്കും. അപ്പം ആ വ്യത്യാസങ്ങൾക്കെല്ലാം ഇവിടെ പ്രസക്തിയുണ്ട്. അപ്പം അവരവരുടേതായിട്ടുള്ള ഒരു രൂപത്തെയാണ് ഉരുത്തിരിച്ചു കൊണ്ടുവരേണ്ടത്. അതിന് സഹായകമാണ് ഈ ധ്യാന ശ്ലോകങ്ങളിലെ വർണ്ണനകളെല്ലാം. ധ്യാന ശ്ലോകങ്ങളുടെ ഉദ്ദേശം അത്രമേ ഉള്ളൂ. ഒരു വെയ്ഗായിട്ടുള്ള ഔട്ട്ലൈൻ വിവരിച്ചു തരികയാണ് ധ്യാന ശ്ലോകം ചെയ്യുന്നത്. ആ ഔട്ട്ലൈനിനെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു രൂപത്തെ നാം ഉരുത്തിരിച്ച് എടുക്കേണ്ടതാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഈ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പലർക്കും സാധ്യവുമല്ല. കലാകാരന്മാർക്ക് അത് എളുപ്പം സാധിക്കും, പ്രത്യേകിച്ചും ചിത്രരചന ചെയ്യുന്നവർക്ക്, ശില്പികൾക്ക്, അവർക്കൊക്കെ ഇത് എളുപ്പം സാധിക്കും. അല്ലാത്തവർക്ക് ഇത് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ വിഷ്വലൈസേഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? രൂപത്തെ ധ്യാനിക്കണമെന്നുമുണ്ട്, അതേ സമയത്ത് നമ്മുടേതായിട്ടുള്ളൊരു രൂപത്തെ ഉരുത്തിരിച്ചെടുക്കുവാൻ പ്രയാസമാണ് താനും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സമയത്ത് നമുക്കിഷ്ടമുള്ള ഒരു രൂപം ബിംബമായോ ചിത്രമായോ ഉപാധിയായി സ്വീകരിക്കാം. നമ്മൾ ധ്യാനിക്കണമെന്ന് വിചാരിച്ച ഈശ്വരൻ്റെ, നമ്മൾ ധ്യാനിക്കണമെന്ന് വിചാരിക്കുന്ന രൂപത്തെ നമുക്ക് ഉപാധിയായിട്ട്, നമുക്ക് ഇഷ്ടമുള്ള, നമ്മുടെ മനസ്സിന് അത്യാവശ്യം ആകർഷണീയമായി തോന്നുന്ന ഒരു ചിത്രത്തെയോ ബിംബത്തെയോ ഉപാധിയായിട്ട് നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളോ ബിംബങ്ങളോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടമാണ്, സാങ്കേതികത വളരെയധികം വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളടങ്ങിയ ഒരു ചിത്രത്തെ നമുക്ക് രൂപീകരിക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് നിർദ്ദേശം കൃത്യമായിട്ട് കൊടുക്കുകയാണ് എങ്കിൽ നമ്മുടെ മനസ്സിന് രമണീയമായിട്ടുള്ള ചിത്രം ഒരു നല്ല കമ്പ്യൂട്ടർ വരച്ചു തരും. ആ ചിത്രത്തെ നമുക്കൊരു ഉപാധിയായിട്ട് സ്വീകരിക്കാം. അപ്പം അത് ആണ് രൂപത്തെ ആണ് നമ്മൾ ധ്യാന വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ചെയ്യേണ്ടത്. അതിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. ഇനിയും ചിലപ്പോൾ നമുക്ക് തോന്നും, എനിക്ക് നിൽക്കുന്നതാണോ ഇരിക്കുന്നതാണോ കിടക്കുന്നതാണോ നടക്കുന്നതാണോ വേണ്ടതെന്ന് അറിയില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യണം? അതിന് ട്രയൽ ആൻഡ് എറർ ചെയ്യണം. സമയമെടുക്കും ഇതിനെല്ലാം. നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് സ്വയം എത്തിച്ചേരുന്നതിന് കാലം എടുക്കും. ആ സമയം ഇതിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഇത് ഇൻസ്റ്റൻറ്റ് സംഭവമല്ല. ഇപ്പം എല്ലാം ഇൻസ്റ്റൻ്റ് ആണല്ലോ. ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് ടീ, ഇൻസ്റ്റൻറ്റ് ഫുഡ്, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് എല്ലാം ഇൻസ്റ്റൻ്റ് ആണെന്ന്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. അപ്പോൾ നമുക്ക് തോന്നും, ഒരു ഗുരുവിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ആ ഗുരുവിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരാൻ സാധിക്കില്ലേ? സാധിച്ചു കൊള്ളണമെന്നില്ല. ഗുരുവിൻ്റെ കയ്യിലുള്ള സ്റ്റോക്കാണ് അവർ ഈ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. വരുന്നയാളുടെ ഓരോരുത്തരുടെയും വൈയക്തികമായിട്ടുള്ള മനോഘടനയെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടുന്നത് കൊടുക്കുവാൻ പര്യാപ്തരായ ഗുരുക്കന്മാരുടെ അഭാവമുണ്ടെന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരാളില്ല ഇവിടെ. ഈ ഉപദേശമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ഗുരുക്കന്മാർ കൊടുക്കുന്നതെല്ലാം അവരുടെ കയ്യിലുള്ള ഓൾഡ് സ്റ്റോക്കാണ്. അതിനെ പരിഷ്കരിക്കാൻ പോലും പാവങ്ങൾ പലർക്കും അറിയുകയില്ല. അത് നമുക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് അത് എത്ര ലക്ഷം ഉരുവിട്ടാലും എത്ര കോടി ഉരുവിട്ടാലും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ആ സമയത്തിൻ്റെ പകുതി ചെലവഴിച്ചാൽ മതി
അവരവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരും. ഇന്നത്തെ കാലഘട്ടത്തെ പെട്ടിക്കടകൾ നടത്തുന്ന ഗുരുക്കന്മാരെ ആശ്രയിച്ച് ലഭിക്കുന്ന മന്ത്രങ്ങൾ കോടിക്കണക്കിന് ഉരുവിട്ടാലും ഫലം കിട്ടുകയില്ല. ആ കോടിക്കണക്കിന് ഉരുവിടുന്ന സമയത്തിൻ്റെ 1/4 പകുതി മതിയാകും അവരവരുടെ വഴി കണ്ടെത്തുവാൻ. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസമുണ്ടാകണം. അവരവരുടെ കഴിവുകളിൽ വിശ്വാസമില്ലാത്തവർക്കു പറഞ്ഞിട്ടുള്ളതല്ല ആധ്യാത്മിക മാർഗം. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളിൽ ഒരു വിശ്വാസമുണ്ടാകും എന്ന ഒരു ഉറപ്പിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ഈ കാര്യങ്ങളൊന്നും. അതിന് നിങ്ങൾ വേറെ എവിടെയെങ്കിലുമാണ് പോകേണ്ടത്. അങ്ങനെ പോയതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വിയോജിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഇതിൽ നിൽക്കുന്ന രൂപമാണോ വേണ്ടത്, കിടക്കുന്ന രൂപമാണോ വേണ്ടത്, ഇത് നമുക്ക് ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കാമല്ലോ. നിൽക്കുന്ന കൃഷ്ണനെ കുറച്ച് കാലം ധ്യാനിക്കുക, ശരിയാവുന്നില്ല. എന്നാൽ ഇരിക്കുന്ന കൃഷ്ണൻ, എല്ലാ രീതിയിലും കൃഷ്ണനുണ്ട്. ഇരിക്കുന്ന കൃഷ്ണനുണ്ട്, നിൽക്കുന്ന കൃഷ്ണനുണ്ട്, നടക്കുന്ന കൃഷ്ണനുണ്ട്, കിടക്കുന്ന കൃഷ്ണനുണ്ട്. ഏതൊക്കെ ഭാവത്തിലാണ് കൃഷ്ണനുള്ളത്? നടു നിവർത്തിയിരിക്കുന്ന കൃഷ്ണനുണ്ട്, നടു വളഞ്ഞിരിക്കുന്ന കൃഷ്ണനുണ്ട്, ഗോപികമാരോടൊപ്പം ഇരിക്കുന്ന കൃഷ്ണനുണ്ട്, ഒറ്റയ്ക്കിരിക്കുന്ന കൃഷ്ണനുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അതെല്ലാ ദേവീദേവന്മാർക്കും ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രൂപം ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല രൂപങ്ങളുമായിട്ട് കുറച്ച് സമയം ചെലവഴിച്ച് നോക്കുക. അതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിലെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രൂപധ്യാനം വേണം എന്ന ആഗ്രഹവുമുണ്ട്. പക്ഷെ ഏത് രൂപത്തെയാണ്, ആരുടെ രൂപത്തെയാണ് ധ്യാനിക്കേണ്ടത് എന്നൊരു പിടിയുമില്ല. ദേവിയെയും ഇഷ്ടമാണ്, ശിവനെയും ഇഷ്ടമാണ്, വിഷ്ണുവിനെയും ഇഷ്ടമാണ്, ഗണപതിയെയും ഇഷ്ടമാണ്, സുബ്രഹ്മണ്യനെയും ഇഷ്ടമാണ്. ഈ ഇഷ്ടങ്ങൾ പലപ്പോഴും പുറത്തു നിന്ന് ഇവരുടെ മാഹാത്മ്യങ്ങളെ പലരിൽ നിന്നും വളരെ സൂപ്പർലേറ്റീവായിട്ട് ശ്രവിച്ചതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാകാം. പക്ഷെ എന്നാലും ഇതിലെല്ലാം ഇഷ്ടമുണ്ട്. അപ്പം ഇതിന് ശരിക്കും എനിക്ക് ഇഷ്ടമുള്ളത് ആരാ, അതെനിക്കറിയില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? അപ്പം ഇവരോടെല്ലാം ഈ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന, എന്നാൽ ശരിക്കും ഇഷ്ടം ഏതിനോടാണ് എന്ന് തിരിച്ചറിയാത്ത രൂപങ്ങളെയെല്ലാം ധ്യാന വിഷയമാക്കുക. കുറച്ച് ദിവസങ്ങൾ ഇതിൽ ഓരോ രൂപവുമായിട്ട് ധ്യാനത്തിന് ചെലവഴിക്കുക. കുറച്ച് ദിവസങ്ങൾ ഗണപതിയെ ധ്യാനിക്കുക, കുറച്ച് ദിവസങ്ങൾ സുബ്രഹ്മണ്യനെ ധ്യാനിക്കുക, കുറച്ച് ദിവസം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇവരിൽ ഓരോരുത്തരെയും ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്നിലേക്ക് സ്വാഭാവികമായിട്ടും മനസ്സ് കേന്ദ്രീകരിക്കും. വെള്ളം താഴ്ന്ന നിലത്തിലേക്ക് സ്വാഭാവികമായിട്ട് ഒഴുകിപ്പോകുന്നത് പോലെ ഇതിലേതെങ്കിലും ഒരു രൂപത്തിലേക്ക് നമ്മളുടെ മനസ്സ് താനേ ക്രമീകരിക്കും. അപ്പോൾ ഇതിനെല്ലാം സമയം കൊടുക്കണം. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്ന സംഗതിയല്ല. എന്നാൽ അല്പതപസഫലം, ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. എളുപ്പമാക്കാൻ പറ്റിയ, മറ്റൊരാളുടെ മനോഘടനയെ തിരിച്ചറിയാൻ പറ്റിയ ഒരു ഗുരുവും ഇന്ന് ഇവിടെ ഇല്ല. അവരെല്ലാം തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞതുപോലെ പഠിച്ചത് പാടുന്നു എന്നുള്ളതിനപ്പുറം അപ്പുറത്തിരിക്കുന്ന ആളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടുന്നത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയൊന്നുമില്ല. വൈദ്യശാസ്ത്രത്തിൽ പോലുമില്ല അത്, പിന്നെയല്ലേ ആധ്യാത്മികതയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടത് എന്താണ് എന്ന് കണ്ടെത്തുവാനുള്ള പരിശ്രമം നടത്തണം. ആ പരിശ്രമവും തനിക്ക് വേണ്ടതെന്താണ് എന്ന് തിരിച്ചറിയുവാൻ നടത്തുന്ന പരിശ്രമവും തപസ്സാണ്. ഇതുവരെ നമ്മൾ ദേവതാരൂപങ്ങളിൽ ഏതിനെയാണ്, എങ്ങനെയാണ് ധ്യാന വിഷയമായി തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് കേട്ടത്. കുറച്ച് സമയമെടുക്കും നമുക്ക് ഇഷ്ടമുള്ള രൂപം, ഇഷ്ടമുള്ള ഭാവം ഇവയൊക്കെ കണ്ടെത്താൻ. ആ സമയമെടുത്ത് നമുക്ക് ദേവതകളിൽ ഏത് ദേവതയെ വേണമെങ്കിലും
ഏത് രൂപത്തിൽ വേണമെങ്കിൽ ഏത് ഭാവത്തിൽ വേണമെങ്കിലും നമുക്ക് ധ്യാന വിഷയമാക്കാം. ഇനി ചിലർക്ക് ദേവതകളുടെ രൂപങ്ങളുമായിട്ട് ഇടപെടാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരും ഉണ്ടാവും. എല്ലാവർക്കും ദേവതാരൂപങ്ങൾ ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ദേവതാരൂപങ്ങൾ ഇഷ്ടമല്ല എന്നാൽ ധ്യാനിക്കാൻ താല്പര്യവുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദേവതാരൂപങ്ങളല്ലാത്ത മറ്റേത് രൂപം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പൂക്കളെ വിടർന്ന പൂക്കളെ തിരഞ്ഞെടുക്കാം. വിടർന്നത് തന്നെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. കൂമ്പി നിൽക്കുന്ന പൂക്കളാണ് ഇഷ്ടമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. പർവ്വതങ്ങളെ തിരഞ്ഞെടുക്കാം. ഹിമാലയത്തെയൊക്കെ ധ്യാന വിഷയമാക്കാം. മരങ്ങളെ, ഒരു പാടത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഉജ്ജ്വലമായി അഭിമാനത്തോടു കൂടി നിൽക്കുന്ന മരത്തെ ധ്യാന വിഷയമാക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് രൂപം വേണമെങ്കിലും ധ്യാന വിഷയമാക്കാം. പണ്ഡിറ്റ് ഗോപീകൃഷ്ണൻ, അദ്ദേഹം ഒരു കാശ്മീരി ആയിരുന്നു. കുണ്ടലിനിയെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ പഠിച്ച് അനവധി ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് പണ്ഡിറ്റ് ഗോപീകൃഷ്ണൻ. അദ്ദേഹം ധ്യാന വിഷയമാക്കിയിരുന്നത് വിടർന്ന താമരപ്പൂവിനെയാണ്. എന്നും രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ, അദ്ദേഹത്തിന് അതാണ് താല്പര്യമുള്ള സമയം, ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ എന്നും രാവിലെ സ്വന്തം ശിരസിൽ വിടർന്ന ഒരു താമരപ്പൂവിനെ അദ്ദേഹം ധ്യാനിക്കുമായിരുന്നു. ഏകദേശം 3 മണിക്കൂറോളം അദ്ദേഹം ഏകാഗ്രതയോടുകൂടി ധ്യാനിക്കുമായിരുന്നു. അതിന് അദ്ദേഹത്തിന് സാധിച്ചത് ക്രമേണയായിരിക്കും അദ്ദേഹത്തിന് അത് സാധിച്ചത്, ഒരു സുപ്രഭാതത്തിൽ സാധിച്ചതായിരിക്കില്ല. അങ്ങനെ അനവധി നാൾ, കുറേ കാലം ഏകാഗ്രതയോടുകൂടി ഈ താമരപ്പൂവിനെ ധ്യാന വിഷയമാക്കിയപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതകരമായ ഒരു അനുഭവമുണ്ടായി. അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ താഴെ നിന്ന് ഒരു ശക്തി മുകളിലേക്ക് ഉയർന്ന്, അതിശക്തമായിട്ട് മുകളിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കുണ്ടലിനി ഉത്ഥാപനമാണ് അദ്ദേഹം അനുഭവിച്ചത്. പിന്നെ അത്ഭുതകരങ്ങളായിട്ടുള്ള പല അനുഭവങ്ങളും സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുമുണ്ട്. അപ്പം അവിടെ അദ്ദേഹം ദേവതാരൂപങ്ങളെ ഒന്നുമല്ല ധ്യാന വിഷയമാക്കിയത്, ഒരു വിടർന്ന താമരപ്പൂവിനെയാണ് ധ്യാന വിഷയമാക്കിയത്. താമരപ്പൂ തന്നെ ആകണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഏത് പൂ വേണമെങ്കിലും ആകാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പർവ്വതമാകാം, അല്ലെങ്കിൽ ഒരു പാറക്കഷ്ണമാകാം, ഒരു പെബിൾ, ഒരു നമുക്കിഷ്ടമുള്ള ആകൃതിയിലുള്ള ഒരു പാറക്കഷ്ണമാകാം, ക്രിസ്റ്റലുകളാകാം, വടി ആകാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് രൂപത്തെയും ധ്യാന വിഷയമാക്കാം. കാരണം നമ്മൾ ഈ ഏത് രൂപത്തെയും ധ്യാന വിഷയമാക്കാം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നിന്നൊക്കെ മാറിപ്പോകും. ഏത് രൂപമായാലും കുഴപ്പമൊന്നുമില്ല. ഏത് രൂപവും ഈശ്വരൻ്റെ രൂപം തന്നെയാണ്. ഏതൊരു രൂപത്തിലാണോ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും നിശ്ചലമാവുന്നത്, അത് ശിവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ മനസ്സിനെ നിർത്താനാണ് വിജ്ഞാന ഭൈരവ തന്ത്രം ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഏത് രൂപത്തെ വേണമെങ്കിലും ശിവനായി കണ്ടുകൊണ്ട് ആരാധിക്കാം. ഏത് രൂപത്തെ വേണമെങ്കിലും ധ്യാന വിഷയമാക്കാം. യോഗസൂത്രം 1-ാം പാദത്തിൽ പതഞ്ജലി മഹർഷിയും ഇതേ കാര്യം പറയുന്നുണ്ട്. ഏത് രൂപം വേണമെങ്കിലും എടുക്കാം. ഇനി രൂപം ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. എല്ലാവർക്കും രൂപം ഇഷ്ടമായിക്കൊള്ളണം എന്നൊന്നുമില്ല. എല്ലാവർക്കും രൂപത്തിൽ താല്പര്യമുണ്ടായിക്കൊള്ളണം എന്നില്ല. പൊതുവേ കലാബോധമുള്ളവർക്കാണ്, കലാകാരന്മാരും കലാകാരികൾക്കുമാണ്, പ്രത്യേകിച്ചും വരയ്ക്കുവാനും ശില്പരചനയ്ക്കും ഒക്കെ കഴിവുള്ളവർക്കാണ് ഈ രൂപം ധ്യാനിക്കാൻ എളുപ്പമായിട്ടുള്ളത്. അതിൽ താല്പര്യമില്ല. ചിലർക്ക് ശബ്ദങ്ങളിലായിരിക്കും താല്പര്യം. അങ്ങനെ ശബ്ദങ്ങളിൽ താല്പര്യമുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ദേവതയുടെ നാമങ്ങളോ ബീജാക്ഷരങ്ങളോ തിരഞ്ഞെടുക്കാം. ബീജാക്ഷരം എന്ന് പറയുന്നത് ഒരൊറ്റ ശബ്ദമാണ്. അതാണ് ബീജാക്ഷരം. അതൊരു ശബ്ദമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ബീജാക്ഷരം തിരഞ്ഞെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദ സമൂഹത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതിന് ഉപദേശം വേണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ ഇതിനൊക്കെ ഉപദേശം തരാൻ പറ്റിയവർ ഇന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ഇതിനൊക്കെ ഉപദേശം തരാൻ പറ്റുന്നവർ വരുന്നത് വരെ കാത്തു നിൽക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്. കാരണം നമ്മുടെ കാറ്റ് എപ്പോഴാണ് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട്
ഇതിനൊക്കെ ഉപദേശം തരത്തക്ക യോഗ്യതയുള്ളവർ വരുന്നവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദത്തെ തിരഞ്ഞെടുക്കാം. ഈശ്വരനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നതിനാണ്, അടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഈശ്വരനുമായിട്ട് അടുക്കുവാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ ഈശ്വര കോപമുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതൊരു വൈരുദ്ധ്യമല്ലേ? നമ്മൾ ഈശ്വരനെ അറിയുവാനും ഈശ്വരനായി തീരുവാനും ഈശ്വരനോട് അടുക്കുവാനും പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ബീജാക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നത്. അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ദേവൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് ഉപദേശം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളോട് ക്രുദ്ധരാകുമെങ്കിൽ, ഏതെങ്കിലും ഒരു ദേവത ക്രുദ്ധരാകുമെങ്കിൽ അതൊരു വൈരുദ്ധ്യമാണ്. അതൊന്നും നമ്മൾ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ കേൾക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദത്തെ തിരഞ്ഞെടുത്തു. നാമമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 2, 3, 4 അക്ഷരങ്ങൾ, അതിൽ കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആവർത്തിക്കാൻ എളുപ്പം ആയിട്ടുള്ളത് 2, 3, 4 അക്ഷരങ്ങളാണ്, അല്ലെങ്കിൽ ഏകാക്ഷരങ്ങളായിട്ടുള്ള ബീജാക്ഷരങ്ങൾ. അതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. മന്ത്രശാസ്ത്രത്തിൻ്റെ രീതിയിലല്ല നമ്മൾ അഭ്യസിക്കാൻ പോകുന്നത് ഇത്. അതുകൊണ്ട് ബീജാക്ഷരം തിരഞ്ഞെടുത്താലും നാമങ്ങൾ തിരഞ്ഞെടുത്താലും ഇതൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇനി ബീജാക്ഷരങ്ങളും നാമങ്ങളും ഒന്നുമല്ല, നമുക്ക് ചില ശബ്ദങ്ങൾ ഇഷ്ടമാണ്. നമുക്കിഷ്ടമുള്ള ശബ്ദമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിലോ അതും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നമുക്കിഷ്ടമുള്ള ഒരു ശബ്ദമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലോ അതിലും കുഴപ്പമൊന്നുമില്ല. ഈ ബീജാക്ഷരങ്ങൾക്കൊന്നും പണ്ട് വലിയ അർത്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മനുഷ്യൻ കൽപ്പിക്കുന്ന അർത്ഥങ്ങളില്ലാത്ത ശബ്ദങ്ങളായിരുന്നു ബീജാക്ഷരങ്ങൾ. പിന്നീട് മനുഷ്യന് എല്ലാം അവരുടെ ബുദ്ധിക്കകത്താക്കുന്നതിൽ ഉള്ള വ്യഗ്രത കാരണം ഈ ബുദ്ധിക്കതീതമായിട്ടുള്ള തലത്തെ വെളിപ്പെടുത്തി തരുവാൻ ശക്തമായ ശബ്ദ സമൂഹത്തിന് ബുദ്ധിപരമായിട്ട് അർത്ഥം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ബുദ്ധി ഇടപെട്ട് ഈ ശബ്ദ സമൂഹങ്ങൾക്ക് അർത്ഥം കൊടുക്കാൻ തുടങ്ങിയപ്പം മുതൽ ഈ ശബ്ദങ്ങളൊക്കെ നിഷ്ഫലമാകാനും തുടങ്ങി. അതുകൊണ്ടാണ് ഇതിൽ പല ശബ്ദങ്ങൾ എത്ര ആവർത്തിച്ചാലും ഒരു ഗുണവുമില്ലാത്തത്. ഇപ്പം ബീജാക്ഷരങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരുന്ന ബീജനിഘണ്ടുക്കളെല്ലാം ഉണ്ട്. ഇപ്പം എന്തിനേയും ബുദ്ധിക്കകത്താക്കാനുള്ള ഒരു വ്യഗ്രത മനുഷ്യന് സ്വാഭാവികമായിട്ടുമുണ്ട്. ബുദ്ധിക്കകത്താക്കുമ്പോൾ ബുദ്ധി പരിമിതമായതുകൊണ്ട് അപരിമിതമായതിനെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ഫലരഹിതമായി തീരും. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും അർത്ഥം നോക്കേണ്ട ആവശ്യമില്ല. ശബ്ദമാണ് പ്രധാനം. ആ ശബ്ദത്തിനൊരു രൂപം ഉണ്ടായിക്കൊള്ളണം എന്നില്ല, രൂപത്തിനൊരു ശബ്ദവും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മൾ രൂപത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ശബ്ദഭാഗത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. ശബ്ദത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ രൂപഭാഗത്തെ പറ്റിയും നമ്മൾ ചിന്തിക്കുന്നില്ല. ഉദാഹരണത്തിന് രാമ എന്ന ശബ്ദമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വിചാരിക്കുക. അതിന് ഒരു രൂപവുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിക്കുന്നില്ല. ആ ശബ്ദം മാത്രമാണ് പ്രധാനം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ശബ്ദം 1, 2, 3, 4 അക്ഷരങ്ങൾ, അതിൽ കൂടുതലായാൽ ആവർത്തിക്കാൻ പ്രയാസമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. നമുക്കിഷ്ടം ഇതിലേതാണ് എന്ന് നമുക്കൊരു ഒരു 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 പിടിയില്ലെങ്കിലോ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് പരീക്ഷിച്ച് നോക്കുക. രൂപങ്ങളെ പരിശോധിച്ച് നോക്കിയതുപോലെ തന്നെ ശബ്ദത്തെയും പരിശോധിച്ച് നോക്കാം. ഇതിനൊന്നും ആരും നമ്മുടെ ചെവിക്ക് പിടിക്കാൻ പോകുന്നില്ല. കുറച്ച് സമയമെടുക്കും. 40 തപസഫലം ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സാധിക്കുന്നതല്ല. അതുകൊണ്ട് സമയമെടുത്തോട്ടെ. പക്ഷെ നമുക്ക് യോജിച്ചതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. അത് ഒടുക്കമല്ല, തുടക്കം മാത്രമാണ്. അങ്ങനെ നമുക്ക് ഇനി ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ല, രൂപവും ഇഷ്ടമല്ല, ശബ്ദവും ഇഷ്ടമല്ലെങ്കിലോ നമുക്ക് ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമായിട്ട് എടുക്കാം. അതാണ് ശരിക്കും ഏറ്റവും പഴയ ധ്യാന വിഷയം. ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ, ശ്രീബുദ്ധൻ്റെ കാലഘട്ടത്തിന് മുമ്പ് മുതലേ ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമാക്കുന്ന ഒരു രീതി ഈ സൗത്ത് ഏഷ്യൻ ഭൂവിഭാഗത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അന്ന് ഭാരതം ഒന്നും ഉണ്ടായിരുന്നില്ല.
ഈ ഒരു സമ്പ്രദായം ഉരുത്തിരിഞ്ഞു വന്നത് കാശ്മീർ, നേപ്പാൾ, തിബറ്റൻ, ഗാന്ധാര ഭാഗങ്ങളിലാണ്. അവിടെയാണ് ഈ സമ്പ്രദായങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ശ്വാസോച്ഛ്വാസ പ്രക്രിയ, ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമാക്കുന്ന പ്രക്രിയ പിന്നീട് ലോകമെമ്പാടും പ്രസിദ്ധമായി. ഈ ഒരു വിഷയത്തെ മറ്റ് മിസ്റ്റിക്കൽ സമ്പ്രദായങ്ങൾ സ്വാംശീകരിച്ചു. സൂഫിസത്തിൽ നമുക്ക് ഈ ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമാക്കുന്നത് കാണാൻ സാധിക്കും. ഹെസിക്കാസം, ബൈസാൻറ്റൈൻ ദ്വീപുകളിലുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സമൂഹം, അവർ ധ്യാനനിരതരായിട്ടുള്ള ഒരു കൂട്ടരാണ്. അവരിലെ പ്രഗത്ഭന്മാർ രചിച്ചതാണ് ഫിലോകാലിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥ സമുച്ചയം. പലരെഴുതിയതിൻ്റെ ഒരു കളക്ഷനാണത്. അപ്പം അവരെല്ലാം അതിലെ ആ ഫിലോകാലിയയിലെ ഒരു ഭാഗം മലയാളത്തിലേക്ക് സിദ്ധിനാഥാനന്ദ സ്വാമി തർജ്ജമ ചെയ്തിട്ടുണ്ട്, ഒരു സാധകൻ്റെ സഞ്ചാരം. അതിനൊരു രണ്ടാം ഭാഗവും ഉണ്ട്, സാധകൻ സഞ്ചാരം തുടരുന്നു. അതും സിദ്ധിനാഥാനന്ദ സ്വാമി തന്നെയാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അതിൽ ശ്വാസോച്ഛ്വാസത്തെയും പ്രാർത്ഥനയെയും കൂടി ക്രമീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ശ്വാസോച്ഛ്വാസത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് പിന്നീട് ലോകമെമ്പാടുമുള്ള മിസ്റ്റിക്കൽ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി തീർന്നു. പൈത്താഗറസ്, ഗ്രീക്ക് ഫിലോസഫർ, അദ്ദേഹം ഇത് അഭ്യസിക്കുകയും സമാധിയുടെ വിവിധ തലങ്ങളിലേക്ക് അദ്ദേഹം കടന്നു പോവുകയും ചെയ്തിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമ്പ്രദായം അതിപ്രാചീനമായ സമ്പ്രദായമാണ്. ഒരു പക്ഷേ ആദ്യത്തെ ധ്യാനാത്മകത ശ്വാസോച്ഛ്വാസത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ശ്വാസോച്ഛ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വേദങ്ങളിൽ സൂക്തങ്ങൾ കാണാം. അഥർവവേദത്തിൽ അതിപ്രസിദ്ധമായിട്ടുള്ള പ്രാണസൂക്തം, പ്രാണന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഛാന്തോക്യോപനിഷത്തിൽ പരാമർശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രാണനെ കുറിച്ചിട്ട് ഉപനിഷത്തുക്കളിൽ, വേദസംഹിതകളിൽ, ബൗദ്ധ ഗ്രന്ഥങ്ങളിൽ, ജൈന വചനങ്ങളിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഏറ്റവും പഴക്കമുള്ളത് ശ്വാസോച്ഛ്വാസമാണ്. സൂക്ഷ്മമായതാണ്, അത് തിരഞ്ഞെടുക്കാം. അതും നമുക്ക് ഇഷ്ടമാണെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇതിൽ നമ്മൾ ഒരുപാട് കാട് കയറി ചിന്തിക്കുന്നവരാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവരായിരിക്കും മിക്കവാറും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറിയ പങ്കാൾക്കാരും. അങ്ങനെ കാടുകയറി ചിന്തിക്കുന്ന ശീലമുള്ളവരാണ് നമ്മളെങ്കിൽ നമുക്ക് യോജിച്ച വിഷയം, ധ്യാന വിഷയം ശ്വാസോച്ഛ്വാസമാണ്. നമ്മുടെ മനസ്സ് ചിന്നിച്ചിതറി പോകാതെ അതിനെ സ്വരുക്കൂട്ടുന്നതിൽ ശ്വാസോച്ഛ്വാസം വലിയ സഹായമാകും. അപ്പോൾ ശ്വാസോച്ഛ്വാസത്തെ നമുക്ക് ധ്യാന വിഷയം ആക്കാം. ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. കുറച്ച് കാലം രൂപം ധ്യാനിച്ച് പിന്നെ ശബ്ദത്തിലേക്ക് വന്ന് പിന്നീട് ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരാം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം. പക്ഷെ ക്രമേണ നമ്മൾ ഒരു 3 മാസം 6 മാസത്തിനകം നമുക്ക് പറ്റിയ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരാം. അതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ 3 മാസം 6 മാസത്തിനകം നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം ധ്യാന വിഷയം നമ്മൾ തിരഞ്ഞെടുത്തു. ഇനി ധ്യാന വിഷയവുമായിട്ട് സംവദിക്കണം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാന വിഷയവുമായിട്ട് ധ്യാതാവിൻ്റെ സംവാദമാണ് ധ്യാനം. അപ്പം ഇനി ധ്യാനിക്കണം. അതെങ്ങനെയാണ് ധ്യാനിക്കുക? 4 രീതിയിലാണ് നമ്മൾ ഏത് വിഷയമായിട്ടും ഇടപഴകുമ്പോൾ നമ്മുടെ ശരീരത്തെ ക്രമീകരിക്കുന്നത്. 4 രീതികളിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മുടെ ശരീരം ഉണ്ടാവുക. നമ്മൾ വിഷയങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ നിൽക്കുക, നടക്കുക, ഇരിക്കുക, കിടക്കുക, ഈ 4 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് എപ്പോഴും സംവദിക്കുന്നത്. അതുകൊണ്ട് ഈ 4 രീതികളിൽ ഏതു വേണമെങ്കിലും നമുക്ക് ധ്യാനിക്കുവാൻ സ്വീകരിക്കാം. നിന്ന് ധ്യാനിക്കാം, നടന്ന് ധ്യാനിക്കാം. നടന്ന് ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി പിന്നീട് കേൾക്കാം. ഇരുന്ന് ധ്യാനിക്കാം, കിടന്നും ധ്യാനിക്കാം. അതിൽ നിന്ന് ധ്യാനിക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പലപ്പോഴും കണ്ണടച്ചായിരിക്കാം നിൽക്കുന്നത്. അതുകൊണ്ട് ബാലൻസ് പോകാനുള്ള സാധ്യതയുണ്ട്. വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം.
അപ്പോൾ അതുകൊണ്ട് നിൽക്കുന്നത് ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം നിൽക്കുന്നത്. നിന്നാണ് ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയാകാം. ഇനി നമ്മൾ ഇതിൽ ഏത് രീതിയിൽ ധ്യാനം പരിശീലിച്ചാലും പിന്നീട് ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് മുഴുവനായിട്ടും കൊണ്ടുവരും. ജീവിതത്തിൻ്റെ ഒരു കോണിൽ അഭ്യസിക്കുന്ന അഭ്യാസത്തെ നമ്മൾ ജീവിതത്തിലുടനീളം നമ്മൾ പരത്തും. ബ്രെഡിൽ ജാം പുരട്ടുന്നത് പോലെയാണ്. ജാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും പുരട്ടുന്നത്. അവസാനം അതിനെ എല്ലായിടത്തേക്കും ഒരേപോലെ ആക്കുന്നത് പോലെയാണ് ഈ ധ്യാനം. അത് എള്ളെണ്ണ എള്ളിൽ എല്ലായിടത്തും ഉള്ളതുപോലെ ജീവിതം മുഴുവനും വ്യാപിക്കും. അപ്പം നിന്നും ഇരുന്നും കിടന്നും നടന്നും ഒക്കെ നമ്മൾ ധ്യാനിക്കാൻ ശീലിക്കും. പക്ഷെ ആദ്യം നമ്മളിതിൽ ഏതെങ്കിലും ഒരു പോസ്ചർ അഡോപ്റ്റ് ചെയ്യണം. അപ്പം നിന്ന് ധ്യാനിക്കാം, കിടന്ന് ധ്യാനിക്കാം. കിടന്ന് ധ്യാനിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കിടക്കുന്നത് ഒന്ന് അസുഖം വരുമ്പോഴാണ് കിടക്കുക. ശരീരത്തിന് ക്ഷീണം വരുമ്പം അസുഖം വരുമ്പോഴാണ് കിടക്കുക. 2 ഉറങ്ങാനാണ് കിടക്കുക. പിന്നെ മൂന്നാമതൊരു കിടത്തമുണ്ട്, മരിച്ചു കഴിഞ്ഞാലൊരു കിടത്തം. കിടന്നുകൊണ്ട് മരിച്ചു കൊള്ളണം എന്നില്ല. മരിക്കുന്നത് ഈ 4 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ശരീരം ഇരിക്കുമ്പോഴാകാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കിടത്തും. എല്ലാ സമ്പ്രദായങ്ങളിലും കിടത്തും. യോഗികളെ മാത്രമേ ഇരുത്തുള്ളൂ, ബാക്കി എല്ലാവരും കിടക്കുക ചെയ്യുക. അപ്പം അതുകൊണ്ട് ഈ കിടപ്പ് എപ്പോഴും വളരെ തഴക്കം വന്ന അഭ്യാസികൾക്കല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കിടന്ന് ധ്യാനിക്കാം. ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ കിടന്ന് ധ്യാനിക്കാം. ഒരുപാട് ചിന്തിക്കുന്നവരാണ് നമ്മളെന്ന് വിചാരിക്കുക. എങ്കിൽ കിടന്നാൽ അത്ര പെട്ടെന്ന് ഉറക്കമൊന്നും വരില്ല. അപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നവർക്ക് ചിലരുടെ അഭിപ്രായ പ്രകാരം ഏറ്റവും ഉത്തമമായത് കിടന്ന് ധ്യാനിക്കുക എന്നുള്ളതാണ്. കിടന്ന് ധ്യാനിക്കാൻ ഉപയോഗിക്കുന്നതാണ് ശവാസനം. ശവം പോലെ കിടന്ന് മനസ്സിനെ ധ്യാന വിഷയത്തിൽ വ്യാപരിക്കുക. അപ്പം അങ്ങനെ കിടന്ന് ധ്യാനിക്കാം. പൊതുവെ നമ്മൾ സ്വീകരിക്കുന്നത് ഇരുന്ന് ഉള്ള ധ്യാനമാണ്. നമ്മൾ ഇരിക്കുകയാണ് കൂടുതൽ ഒരു ദിവസം നമ്മൾ ചെയ്യുക, ഇരിക്കുക എന്നുള്ളതാണ്. ഇരുന്നാണ് ധ്യാനിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇരിക്കേണ്ടത്? താഴെയാണ് പണ്ടിരിക്കാറ്. സാമ്പ്രദായികമായിട്ടുള്ളൊരു രീതി പറയാം, പിന്നെ അല്ലാത്ത ഒരു രീതിയും പറയാം. പണ്ട് കസേരയൊന്നുമില്ല, അപ്പം നമ്മൾ താഴെയാണ് ഇരിക്കുക. പണ്ട് കസേരയൊന്നുമില്ല എന്ന് പറയുമ്പോഴും പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാറകളിൽ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്, അതിനെപ്പറ്റിയും നമുക്ക് പരാമർശിക്കാം. അപ്പം താഴെയാണ് ഇരിക്കുക. താഴെ എങ്ങനെയാണ് ഇരിക്കുക? ചമ്രം പടിഞ്ഞാണ് പണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കാം. പത്മാസനം, സിദ്ധാസനം, ഭദ്രാസനം, സ്വസ്തികാസനം ഇവയിൽ ഏതെങ്കിലും ഒന്നിലും ആകാം. അതിനായിട്ട് ഇനി ഇതൊക്കെ അഭ്യസിച്ചെടുക്കണം എന്നൊന്നുമില്ല. പത്മാസനത്തിലിരുന്നാൽ 2 പോയിന്റ് കൂടുതൽ കിട്ടുക അങ്ങനെയൊന്നുമില്ല. ഇരിപ്പ് സുഖമുള്ളതായിരിക്കണം. ഇരിപ്പ് ഇളക്കം തട്ടാത്തതും ആയിരിക്കണം. സ്ഥിര സുഖം ആസനം, സ്ഥിരതയുള്ളതും സുഖം ഉള്ളതും ആയിരിക്കണം ഇരിപ്പ്. കംഫർട്ടബിൾ ആയിരിക്കണം, അറ്റ് ഈസ് ആയിരിക്കണം ഇരിപ്പ്. അതുകൊണ്ട് ആ രീതിയിൽ നമുക്കിരിക്കാം. വജ്രാസനത്തിലിരിക്കാം. സെൻ ബുദ്ധിസ്റ്റുകളെല്ലാം വജ്രാസനത്തിലാണ് ഇരിക്കുക. കാല് പുറകോട്ട് മടക്കി മുട്ടുകുത്തി നിന്ന് കാലിൻ്റെ മുകളിലേക്ക് ഇരിക്കുക. വജ്രാസനത്തിലിരിക്കാം. സെൻ ബുദ്ധിസ്റ്റുകൾ അങ്ങനെയാണ് ഇരിക്കുക. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇരിക്കുക, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ താഴെ ഇരിക്കുമ്പോൾ ക്രോസ് ലെഗ്ഡ് ആയിട്ടാണ് ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞാൽ നടുവ് നിവർത്തി ഇരിക്കണം എന്നാണ് സാമ്പ്രദായിക മതം. നടുവ് നിവർന്നിരിക്കുന്നത് ഉറങ്ങാതിരിക്കാനാണ്. നടുവ് വളഞ്ഞാൽ പൊതുവെ ഉറക്കം വരും. അതുകൊണ്ട് നടുവ് നിവർന്നിരിക്കണം. വെട്ടിയിട്ട തടി പോലെ ആരും കിടന്നുറങ്ങാറില്ല. ഈ ശവാസനത്തിൽ കിടന്നുറങ്ങാൻ അത്ര എളുപ്പമല്ല. ഉറങ്ങണമെങ്കിൽ ഒന്ന് ചുരുണ്ട് കൂടണം. പൊതുവെ എല്ലാവർക്കും, അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകാം. പക്ഷെ പൊതുവെ ചുരുണ്ടുകൂടിയാണ് ഉറങ്ങുക. അപ്പം നടുവൊന്ന് വളഞ്ഞാൽ ഉറക്കം വരും. ഉറക്കം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലായ്മയും കൂടിയാണ് ഉറക്കം. അപ്പം നമ്മൾ ധ്യാന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് നടുവ് നിവർന്നിരിക്കണം. നടുവ് നിവർന്നിരിക്കണം എന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ചില ചിത്രങ്ങളുണ്ട്. രമണ മഹർഷിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ചില ചിത്രങ്ങളിൽ അവർ നടുവ് നിവർന്നല്ല ഇരിക്കുന്നത്.
അപ്പം നടുവ് നിവർന്നിരുന്നു കൊള്ളണം എന്നില്ല, പക്ഷെ പൊതുവെ നടുവ് നിവർന്നിരിക്കാനാണ് പറയുക. നട്ടെല്ലിന് പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ അവരോട് നടുവ് നിവർന്നിരുന്നാലേ ധ്യാനിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ധ്യാന വിഷയത്തിൽ നിന്ന് നമ്മൾ അവരെ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെയല്ല, നടുവിന് എന്തെങ്കിലും പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നടുവ് നിവർന്നിരിക്കണം. അപ്പം ചമ്രം പടിഞ്ഞ് നടുവ് നിവർന്നിരുന്ന് കണ്ണിനെയാണ് ഇനിയും കേന്ദ്രീകരിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ്. അത് തുറന്നോ അടച്ചോ വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ സോഫ്റ്റായിട്ട് അടയ്ക്കണം. ഒരു തൂവൽ ഒരു കല്ലിലേക്ക് വന്ന് പതിക്കുന്ന ലാഘവത്തോടെ വേണം മിഴി അടയ്ക്കാൻ, അല്ലാണ്ട് ഇറുക്കി അടയ്ക്കരുത്. കണ്ണ് തുറന്ന് ധ്യാനിക്കുമ്പോഴും തുറിച്ചു നോക്കുകയും അരുത്. കണ്ണിൻ്റെ മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കണം. ഇപ്പം നമ്മൾ രൂപത്തെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ണ് തുറന്ന് ധ്യാനിക്കുക തന്നെ വേണ്ടി വരും. പക്ഷെ നമ്മൾ ശബ്ദമാണ്, ശ്വാസോച്ഛ്വാസമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് തുറന്നോ അടച്ചോ ഇരിക്കാൻ സാധിക്കും. തുറന്നാണ് ഇരിക്കുന്നത് എങ്കിൽ 45 ഡിഗ്രി മുമ്പിലേക്ക് താഴ്ത്തി നോക്കണം. റിലാക്സ്ഡ് ആയിട്ട് 45 ഡിഗ്രി താഴോട്ട് ദൃഷ്ടിയായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ അൺഫോക്കസ്ഡ് ആയിട്ട് ഒരു പ്രത്യേക കേന്ദ്രത്തിലല്ലാതെ വികേന്ദ്രീകൃതമായിട്ട് നോക്കണം. അപ്പോഴാണ് മസിൽസ് ലൂസൻഡ് ആയിരിക്കുക. അങ്ങനെ നോക്കണം. അല്ലെ കണ്ണടയ്ക്കണം. കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും കൃഷ്ണമണികൾ ചലിക്കാൻ പാടില്ല. അപ്പം ധ്യാന വിഷയവുമായിട്ട് നമ്മൾ സംവദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ കൃഷ്ണമണികൾ ചലിക്കുകയില്ല, തുറന്നായാലും അടച്ചായാലും. അപ്പം അങ്ങനെ ഇരുന്ന് നടുവ് നിവർന്ന് ഇരിക്കണം. ഇപ്പം നമ്മൾ ചമ്രം പടിഞ്ഞിരുന്നു, നടുവ് നിവർത്തി ചമ്രം പടിഞ്ഞിരുന്നു, കണ്ണുകളെ 45 ഡിഗ്രി മുമ്പിൽ കൊണ്ടുവന്ന് തുറന്നാണ് വയ്ക്കുന്നതെങ്കിൽ 45 ഡിഗ്രി മുമ്പിൽ 45 ഡിഗ്രി താഴ്ത്തി മുമ്പിലായിട്ട് അൺഫോക്കസ്ഡ് ആയിട്ട് കണ്ണിനെ വയ്ക്കും. അതല്ലെങ്കിൽ കണ്ണടച്ച് ഏത് വിഷയത്തെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ണ് വയ്ക്കും. ഇനി കൈകൾ നമുക്ക് നമ്മുടെ തുടകളിൽ വയ്ക്കാം. റിലാക്സ്ഡ് ആയിട്ട് വെക്കണം. ബലം പിടിച്ചിട്ടല്ല, ബലരഹിതമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ തുടകളിൽ വയ്ക്കാം, മുട്ടിൽ വയ്ക്കാം. അതല്ലെങ്കിൽ ഇടത്തെ കൈ താഴെയും വലത്തെ കൈ മുകളിലും വെച്ചിട്ട് 2 തള്ളവിരലുകളും കൂടി യോജിക്കാം. ഇതിനെ യോഗമുദ്ര എന്നാണ് വിളിക്കുക. അങ്ങനെ കൈ യോജിച്ചിട്ട് നാഭിക്ക് കുറച്ച് താഴെയായിട്ട് കൈ റിലാക്സ്ഡ് ആയിട്ട് വയ്ക്കാം. ഇനി ഇടത്തെ കൈ താഴെ വയ്ക്കുന്നത് വെച്ച് വലത്തെ കൈ മുകളിൽ വയ്ക്കുന്നതാണ് ട്രഡീഷണൽ രീതി. അങ്ങനെയല്ല, വലത്തെ കൈ താഴെയും ഇടത്തെ കൈ മുകളിലും വെക്കണം. അതാണ് നമുക്ക് കൂടുതൽ സൗകര്യപ്രദമെങ്കിൽ, സുഖപ്രദമെങ്കിൽ അങ്ങനെ ചെയ്യാം. കൈ എവിടെയെങ്കിലുമൊക്കെ വെക്കണം. അത് വയ്ക്കുമ്പം കൈക്ക് സ്ട്രെയിൻ ഉണ്ടാവാനും പാടില്ല. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പം കൈക്ക് ആയാസമില്ലാത്ത രീതിയിൽ കയ്യെ വയ്ക്കുക. അങ്ങനെ ശരീരത്തെ കേന്ദ്രീകരിച്ചു. അപ്പം നമ്മൾ ചമ്രം പടിഞ്ഞ് കണ്ണടച്ചോ കണ്ണ് തുറന്നോ ഇരുന്നു, നടുവ് നിവർത്തി ഇരുന്നു. ഇനി ഇങ്ങനെയല്ലാതെ ഈ ചമ്രം പടിഞ്ഞ് അല്ലാതിരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു പാറപ്പുറത്തിരിക്കുന്ന ഒരു രീതി, പണ്ട് പാറകൾ ഉണ്ടായിരിക്കും, അതിലിരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മുടെ കസേരയിലിരിക്കുന്ന രീതി പോലത്തെ ആയിരിക്കും. മൈത്രേയ ബുദ്ധൻ അങ്ങനെയാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് ബുദ്ധമതത്തിൽ മൈത്രേയ ആസനം എന്നാണ് അതിനെ പറയുക. കസേരയിലെ ഇരിക്കുന്നത് പോലെ പാറപ്പുറത്ത് ഇരിക്കുന്ന ബുദ്ധൻ. ആ ഇമേജുകൾ, മൈത്രേയ ബുദ്ധൻ്റെ ഈ രൂപങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം കസേരയിലിരിക്കുന്ന പോലെയാണത്. അപ്പം കസേരയിലിരിക്കാം. കസേരയിലിരിക്കുമ്പം കാല് രണ്ടും സമമായിട്ട് തറ തൊടണം. കാല് രണ്ടും സമമായിട്ട് തറ തൊട്ടിട്ട് വേണം ഇരിക്കാൻ. ഇപ്പം 0 ഗ്രാവിറ്റി ചെയറുകൾ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന കസേരകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇന്ന് ആധ്യാത്മികത വലിയ കച്ചവട മൂല്യമുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഈ ആധ്യാത്മികമായിട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ ലഭ്യമാണ്. മന്ത്രം വരെ. മന്ത്രവും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. മന്ത്രം കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. പൂജ കാശ് കൊടുത്ത് പഠിക്കാൻ പറ്റും. ആധ്യാത്മികമായ എന്തും കയ്യിൽ കാശുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഇതൊരു വൻ കച്ചവടമാണ്. അപ്പം അങ്ങനെ കസേരയിലിരിക്കുമ്പം ഈ കസേരയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കാലും നമ്മുടെ അരക്കെട്ടും
സുഖമായിട്ടിരിക്കണം. ആ ഇരിക്കുന്നിടത്ത് നമുക്ക് എന്താ ഇതിന് പറയുക, ഈ കാറിൻ്റെയൊക്കെ സീറ്റിനെ പറ്റി പറയുമ്പം തൈ സപ്പോർട്ടിൽ നിന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ തൈ സപ്പോർട്ടോടു കൂടി വേണം കാല് വയ്ക്കാൻ, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഈ കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു നല്ല കസേര തിരഞ്ഞെടുക്കണം. അപ്പോഴും നടുവ് നിവർന്ന് ഇരിക്കണം. നടുവ് നിവർന്ന് കസേരയിൽ ഇരിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അങ്ങനെ ഇരുന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണുകൾ അടച്ചോ കണ്ണ് തുറന്നോ ആണെങ്കിൽ 45 ഡിഗ്രി താഴോട്ട് നോക്കി ഇരിക്കാം. ഈ 45 ഡിഗ്രി താഴോട്ട് നോക്കണം, 45 ഡിഗ്രി താഴോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ പ്രൊട്രാക്ടറൊക്കെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് അളന്ന് 45 ഡിഗ്രി താഴോട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരേകദേശം താഴോട്ട് നോക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി താഴോട്ട് നോക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നേരെ നോക്കിയാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, സാമ്പ്രദായികമായ രീതിയിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ആയാസരഹിതമായിട്ടിരിക്കണം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇങ്ങനെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആയാസരഹിതമായിട്ട് ഉറങ്ങാത്ത രീതിയിൽ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ വാദം. ഇറീന ട്വീഡി എന്ന പ്രസിദ്ധയായ ഒരു സൂഫി മാസ്റ്റർ ഉണ്ടായിരുന്നു, ഇറീന ട്വീഡി. അവർ പഠിച്ചത് ലക്നൗവിൽ വന്നിട്ടാണ്. ലക്നൗവിലെ രാധാ മോഹൻലാൽ എന്ന നക്ഷ്ബന്ദി സൂഫി സമ്പ്രദായം, ഒരു ഹിന്ദു നയിക്കുന്ന സൂഫി സമ്പ്രദായമായിരുന്നു അത്. രാധാ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ഈ ഇറീന ട്വീഡി സൂഫിസം പഠിച്ചത്. ഇതേ രാധാ മോഹൻലാലിൻ്റെ അടുത്താണ് ലില്യൻ സിൽബേൺ വന്നത്. അന്ന് ലില്യൻ സിൽബേൺ കുണ്ടലിനി എന്ന പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ലില്യൻ സിൽബേൺ ഉപദേശങ്ങൾക്കൊക്കെ ആയിട്ടും മാർഗനിർദ്ദേശങ്ങൾക്കായിട്ടും ഇതേ രാധാ മോഹൻലാലിൻ്റെ അടുത്ത് വരുമായിരുന്നു. രാധാ മോഹൻലാലിൻ്റെ അടുത്ത് ഈ ഇറീന ട്വീഡിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ലില്യൻ സിൽബേണാണ്. ഇറീന ട്വീഡി തൻ്റെ ഗുരുവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ടും താൻ അനുഭവിച്ച വികാര വിക്ഷോഭങ്ങളെ പറ്റിയിട്ടും ഒക്കെ മനോഹരമായിട്ട് ആത്മകഥാപരമായ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്, ദ ഡോട്ടർ ഓഫ് ഫയർ. വായിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ വായിച്ചിരിക്കേണ്ടതാണ്. നല്ല കാഴ്ചപ്പാടുകളെ, നമുക്ക് ആധ്യാത്മികമായ കാഴ്ചപ്പാടുകളെ നമുക്ക് സമ്മാനിക്കാൻ സാധ്യതയുള്ള പുസ്തകങ്ങളിൽപ്പെട്ടതാണ് അത്. ഇറീന ട്വീഡിയുടെ അഭിപ്രായ പ്രകാരം എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ഇനി ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല. ഈ ഉറങ്ങിപ്പോകുന്നത് എപ്പോഴാണ്? ഉറങ്ങിപ്പോകുന്നത് ബ്രെയിനിന് ക്ഷീണം വരുമ്പോഴാണ്, ശരീരത്തിന് ക്ഷീണം വരുമ്പോഴാണ് ഉറങ്ങുക. അപ്പോൾ ഉറക്കം വളരെ നല്ലതാണ്. ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്നുള്ളത് കുറ്റകരമായ ഒരു കാര്യമല്ല. ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. കാരണം അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ബോഡി മൈൻഡ് റിലാക്സ്ഡ് ആയി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. ശരീരത്തിനും മനസ്സിനും നിദ്ര ആവശ്യമായതുകൊണ്ടാണ് നമ്മുടെ ശരീരം റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്നത്. അത് അധികം കാലമൊന്നും നമുക്കങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഉറങ്ങിയേക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഉറക്കമില്ലാതാകുമ്പോൾ മാത്രമേ ഉറക്കത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും കേമത്വത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ബോധമുള്ളവരായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഉറങ്ങി എന്നുള്ളതൊരു കുറ്റമൊന്നുമല്ല. ഉറങ്ങിയെങ്കിൽ ഉറങ്ങി, അത്രേ ഉള്ളൂ. ഒരു 5-6 ദിവസം ഉറങ്ങുമായിരിക്കാം. എല്ലാ ദിവസവും ഒന്നും ഉറങ്ങുക. എല്ലാ ദിവസവും നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പം ഉറങ്ങുകയാണെങ്കിൽ ഒന്ന് പരിശോധിക്കണം, ധ്യാനിക്കുന്നത് വാസ്തവത്തിൽ നമുക്ക് ഇഷ്ടമാണോ? ഇഷ്ടമല്ലാത്തത് ചെയ്താലും ചിലപ്പോൾ ഉറക്കം ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറെയോ വൈദ്യരെയോ ആരെയാണെന്ന് വെച്ചാൽ കാണിച്ച് ശരീരത്തിനോ മനസ്സിനോ വല്ല രോഗങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന മരുന്നുകളൊക്കെ കഴിച്ചതിന് ശേഷം വേണം ധ്യാനം അഭ്യസിക്കാൻ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നടുവ് നിവർന്നിരുന്നു കൊള്ളണമെന്നില്ല. എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമ്മളുടെ മനസ്സിനെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ചെയ്യുക. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ധ്യാനത്തിലേക്ക് കടക്കുമ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും നമുക്ക് സ്വതന്ത്രമായിട്ട് വിടാവുന്നതാണ്. ശരീരം അതിനു പറ്റിയ ഒരു രീതിയിലേക്ക് സ്വയം ക്രമീകരിച്ചു കൊള്ളും എന്നുള്ളത് കൊണ്ട് ശരീരത്തിനെ ബലം പ്രയോഗിച്ച് ക്രമീകരിക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമുക്കൊരു ബയോളജിക്കലായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ഉണ്ട്, ശാരീരികമായ ഒരു ബുദ്ധിയുണ്ട്. നമ്മുടെ ശരീരത്തിന് വേണ്ടത് എന്താണെന്നും വേണ്ടാത്തത് എന്താണെന്നും ശരീരത്തിനറിയാം. ശരീരത്തിന് വേണ്ടാത്തത് അകത്തേക്ക് ചെന്നാൽ ശരീരം പ്രതികരിക്കും.
അതുകൊണ്ട് ശരീരത്തിൻ്റെ മുകളിൽ നമ്മളുടെ ബുദ്ധിയെ അധിനിവേശിപ്പിക്കുമ്പോഴാണ് ഈ പ്രയാസങ്ങൾ നമുക്കുണ്ടാകുന്നത്. പല പ്രയാസങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ബുദ്ധിയുടെ അധിനിവേശം ഇല്ലാതെ ശരീരത്തെ സ്വതന്ത്രമായിട്ട് വിടുക. അത് താനേ അതിന് സ്ഥിരതയുള്ളതും സുഖകരവുമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വന്നുകൊള്ളും. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആയിരിക്കാം മഹർഷീശ്വരന്മാർ ഈ വ്യത്യസ്ത ആസനങ്ങളെല്ലാം കണ്ടെത്തിയത്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ശരീരത്തെ സ്വതന്ത്രമായിട്ട് വിടുന്ന സമയത്ത് ശരീരത്തിലെ ഊർജ ചലനത്തിനനുസരിച്ച് ശരീരത്തിനൊരു ഊർജമുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഊർജ കേന്ദ്രമാണ്. എനർജി റിസർവോയറാണ് നമ്മുടെ ബോഡി, അല്ലെങ്കിൽ എനർജി കോൺസെൻട്രേറ്റഡ് ആണ് നമ്മുടെ ബോഡി. അപ്പം ഈ ഊർജ ചലനത്തിന് സുഖകരമായി ഗതിവിഗതികൾ നടത്താവുന്ന ഒരു രീതിയിലേക്ക് ശരീരം സ്വയം ക്രമീകരിക്കപ്പെട്ടുകൊള്ളും. അങ്ങനെ ക്രമീകരിക്കപ്പെട്ടതാണ് ഈ വ്യത്യസ്ത ആസനങ്ങൾ, പത്മാസനം. അല്ലാതെ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അവരുടെ ശരീരത്തിൽ അത് പ്രകടമാകുമ്പോഴാണല്ലോ അവരത് തിരിച്ചറിയുന്നത്. അവരെങ്ങനെയാണത് അവരുടെ ശരീരത്തിൽ പ്രകടമായിട്ടുണ്ടാവുക? അവർ ശരീരത്തെ സ്വതന്ത്രമായിട്ട് വിട്ടപ്പം. അപ്പം അതേ പോസ്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പോസ്ചേഴ്സ് ഗ്രന്ഥങ്ങളിൽ അതിനെപ്പറ്റിയൊക്കെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രസ്താവനകൾ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകാം. അത് പക്ഷെ നമുക്ക് യോജിച്ചതായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് യോജിച്ച രീതിയിൽ ശരീരം സ്വയം ക്രമീകരിക്കുവാൻ, ശരീരത്തെ സ്വതന്ത്രമായി വിടുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇത് നിങ്ങൾക്ക് തള്ളിക്കളയാവുന്നതാണ്, നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ. അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ സാമ്പ്രദായികമായ രീതിയെക്കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞു. അത്രയും പോരാ, കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന പല ഗ്രന്ഥങ്ങളും നമുക്കിന്ന് സുലഭമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇരുന്നു. അങ്ങനെ നമ്മൾ ധ്യാന വിഷയം ഏതാണ് എന്ന് തീരുമാനിച്ചു. നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നും നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇതുമായിട്ട് സംവദിക്കുകയാണ് വേണ്ടത്. ധ്യാന വിഷയവുമായിട്ട് നമ്മൾ സംവദിക്കണം. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം രൂപമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ആദ്യകാലങ്ങളിൽ ഈ രൂപത്തെ നമ്മളൊരു ചിത്രത്തിലോ ശില്പത്തിലോ പുറത്ത് കാണണം. അതല്ല, ചില ഭാഗ്യവാന്മാർക്ക് ഈ രൂപങ്ങളുടെയോ ചിത്രങ്ങളുടെയോ ഒന്നും സഹായമില്ലാതെ സ്വയം രൂപമുള്ളിൽ തെളിയും. അങ്ങനെയുള്ളവർ അതീവ ഭാഗ്യമുള്ളവരാണ്. കാരണം അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ പൊതുവെ ആൾക്കാർക്ക് അത് സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പം സ്വയം ഇഷ്ടമുള്ള ഒരു രൂപത്തെ മനസ്സിൽ ഉരുത്തിരിച്ചു കൊണ്ടുവരുവാൻ പ്രയാസമുള്ളവർ ഒരു രൂപത്തെയോ ശില്പത്തെയോ പുറത്ത് ധ്യാനത്തിന് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ രൂപം, അത് ചിത്രമായാലും ശില്പമായാലും, അത് ചിത്രം വരച്ചയാളുടെയോ ശില്പിയുടെയോ ഉപബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനെ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കണം. അതെങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ചിത്രം, അല്ലെങ്കിൽ ഞാനൊരു ചിത്രം എടുക്കാം, അത് ശില്പവുമാകാം. ആ രൂപത്തെ നമ്മൾ പുറത്ത് ധ്യാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്? മുടിയടി അതിനെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടുകൂടി പതുക്കെ കാണണം. അതിനെ ഈ മുടിയടി അതിസൂക്ഷ്മമായിട്ട് കാണാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിത്തീർന്നതാണ് പാദാദികേശസ്തുതികളൊക്കെ. അത് കേശം മുതൽ പാദം വരെയും പാദം മുതൽ കേശം വരെയും അതിസൂക്ഷ്മമായിട്ട് നമ്മുടെ ഇഷ്ടദേവതയുടെ രൂപത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വർണ്ണിച്ച് കേൾക്കുമ്പോൾ ചിത്രം ഉള്ളിൽ തെളിഞ്ഞു വരികയാണെങ്കിൽ അതിശ്രേഷ്ഠം.
പക്ഷെ അതെല്ലാവർക്കും സാധിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു രൂപം നമ്മൾ മുമ്പിൽ, അങ്ങനെ രൂപം നമ്മുടെ മുമ്പിലാണ് കാണുന്നതെങ്കിൽ കണ്ണ് 45 ഡിഗ്രി താഴ്ത്തി വെച്ചാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ എങ്ങനെ വേണം? കണ്ണിന് ആയാസരഹിതമായി കാണാൻ പറ്റുന്ന രീതിയിൽ ഈ രൂപത്തെ വെക്കണം. എന്നിട്ട് രൂപത്തെയോ ശില്പത്തെയോ വെക്കണം. കണ്ണിന് ആയാസം ഉണ്ടാകാൻ പാടില്ല. കണ്ണ് ആയാസരഹിതമായിട്ട് ആ രൂപത്തെ കാണാൻ സാധിക്കണം. എന്നിട്ട് അടി മുതൽ മുടി വരെ, മുടി മുതൽ അടി വരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി പതുക്കെ കാണണം. അങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് കണ്ട് അത് കഴിഞ്ഞ് മുഴുവനായിട്ടും നമുക്ക് കാണാൻ സാധിക്കണം. കുറച്ച് സമയം എടുക്കും. അങ്ങനെ നമ്മൾ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ, കാണാൻ തുടങ്ങുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കൊന്ന് കണ്ണടച്ച് ഈ പുറത്ത് കണ്ട രൂപത്തെ അതേപോലെ അകത്ത് കാണാൻ ശ്രമിക്കണം. പുറത്ത് കണ്ട രൂപത്തെ അതേപോലെ അകത്ത് കാണാൻ ശ്രമിക്കണം. എളുപ്പമല്ല ഇത്, പക്ഷേ ഈ ശ്രമം തപസ് തന്നെയാണ്. ഈ ശ്രമത്തിൽ നമ്മൾ വിജയിക്കും തോറും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് സാധിച്ചു കഴിയുമ്പോഴല്ല, ഈ രൂപം പുറത്ത് കണ്ട രൂപം അതേപോലെ അകത്ത് കാണാൻ സാധിച്ചു കഴിയുമ്പോഴല്ല മാറ്റങ്ങൾ ഉണ്ടാവുക. ഈ പ്രോസസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് യദനുഭൂയതേ തത്പ്രമാണം. എന്തൊന്നാണോ നമുക്ക് അനുഭൂതിയായിട്ടുള്ളത് അത് പ്രമാണമാണ്. അതിന് വേറൊരാളുടെ ആധികാരികത നമുക്ക് ആവശ്യം ഇല്ല. പഞ്ചസാരയ്ക്ക് മധുരമാണ് എന്ന് നമുക്ക് അറിയാൻ വേറൊരാളുടെ സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യമില്ല. ആകെ പഞ്ചസാരയ്ക്ക് കയ്പാണ്, ആ കയ്പ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ കഥയിൽ മാത്രമാണ്. ചെമ്പകശ്ശേരി മഹാരാജാവിൻ്റെ സദസ്യനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ ഒരിക്കൽ ഈ ചെമ്പകശ്ശേരി മഹാരാജാവ് എന്ത് പറഞ്ഞാലും അനുയായികൾ റാമുളും. അപ്പോൾ ഈ ചെമ്പകശ്ശേരി മഹാരാജാവിനൊരു സംശയം, ഈ കുഞ്ചൻ നമ്പ്യാർ താൻ പറയുന്നത് അതേപോലെ കേൾക്കുന്നില്ലേ എന്നൊരു സംശയം. അങ്ങനെ ഒരു ദിവസം ഊണ് കഴിക്കാനിരുന്ന സമയത്ത് അമ്പലപ്പുഴ രാജാവാണ് ചെമ്പകശ്ശേരി. അപ്പം അമ്പലപ്പുഴ പാൽപ്പായസം വിളമ്പി. അപ്പോൾ ആ അമ്പലപ്പുഴ പാൽപ്പായസം ഒന്നെടുത്ത് നാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടനെ രാജാവ് പറഞ്ഞു, പായസത്തിന് അതിയായ കയ്പ് എന്ന് പറഞ്ഞു. ഉടനെ ബാക്കി ഓരോരുത്തരായിട്ട് പായസത്തിൻ്റെ കയ്പിനെ പറ്റി പറയാൻ തുടങ്ങി. കുഞ്ചൻ നമ്പ്യാർ മാത്രം ആ പായസം നന്നായിട്ട് കഴിക്കുകയാണ്. രാജാവ് നമ്പ്യാരോട് ചോദിച്ചു, നമ്പ്യാരെ പായസം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം കുഞ്ചൻ നമ്പ്യാർ വളരെ വിനയാന്വിതനായിട്ട് മറുപടി പറഞ്ഞു, അടിയന് പായസത്തിൻ്റെ കയ്പ് ഇഷ്ടമാണ് എന്ന്. അപ്പം അതുകൊണ്ട് ഈ മധുരത്തിന് സാക്ഷ്യം ആവശ്യമില്ല, അത് ഒരാളുടെ അനുഭവമാണ്. അതേപോലെ നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് അതിന് വേറെ ആൾക്കാരുടെ പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല. പ്രമാണങ്ങൾ പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് അനുഭവങ്ങളില്ലാതെ വരുമ്പോഴാണ്. ബുദ്ധിപരമായിട്ട് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് പ്രമാണങ്ങൾ ആവശ്യമായി വരുന്നത്. സ്വയം അനുഭവമുള്ളവർക്ക് അതാണ് പ്രമാണം, അതിന് വേറെ പ്രമാണം ഒന്നും വേണ്ട. അതുകൊണ്ട് ഈ അഭ്യാസം ചെയ്ത് തുടങ്ങി കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും, സക്സസ്ഫുൾ ആകണമെന്നില്ല, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. അത് ആദ്യം ബോധ്യപ്പെടുക നമുക്കുമല്ല, അത് ആദ്യം ബോധ്യപ്പെടുക നമ്മുടെ ചുറ്റുമുള്ളവർക്കാണ്. അപ്പോൾ ഈ ധ്യാനം നിങ്ങൾ ഏത് രീതിയിൽ അഭ്യസിക്കാൻ തുടങ്ങിയാലും ചുറ്റുമുള്ളവർ നിങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് കാലം കഴിയുമ്പം, വളരെ കുറച്ച് കാലം കഴിഞ്ഞാൽ മതി, അധികം മാസങ്ങളൊന്നും വേണ്ടി വരില്ല, ആൾക്കാർ പറയാൻ തുടങ്ങും എന്തൊക്കെയോ മാറ്റങ്ങൾ ആ ആൾക്ക് ഉണ്ടല്ലോ എന്ന്. അപ്പം നമുക്ക് അത് കേൾക്കുന്നത് നന്നായിരിക്കും. കാരണം അത് നമുക്ക് നമ്മുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ കൂടുതൽ ഊർജം പകരുന്നതാണ്. അനുഭവങ്ങളുടെ ഗുണം അതാണ്. അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റെടുത്ത പന്ഥാവിലൂടെ മുന്നോട്ട് പോകുവാൻ ഊർജ്വസ്വലതയുണ്ടാകും നമുക്ക്.
അതുകൊണ്ട് ഇതിൻ്റെ കൾമിനേഷൻ പോയിന്റിലല്ല അനുഭവം ഉണ്ടാവുക, തുടക്കം മുതൽ തന്നെ അനുഭവങ്ങൾ ഉണ്ടാകും. അത് ആ രൂപത്തെ എടുത്തു, അതുകൊണ്ട് രൂപം അടി, മുടി, മുടിയടി, സസൂക്ഷ്മം, സശ്രദ്ധം, സാവധാനം നമ്മൾ കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. പുറത്ത് കാണുന്നത് അതേപോലെ അകത്ത് കാണാനും പരിശ്രമിക്കണം. കുറച്ച് കാലം കൊണ്ട് പുറത്ത് കാണുന്ന രൂപം അതേപോലെ ഒരു സഹായവുമില്ലാതെ അകത്തു കാണാൻ സാധിച്ചു തുടങ്ങും. അപ്പോൾ പുറത്തെ രൂപം നമുക്ക് പതുക്കെ ഒഴിവാക്കാം. ഇനി കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ ആ പുറത്ത് കണ്ട രൂപത്തെ അതേപോലെ അകത്ത് കാണാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ കണ്ണ് 45 ഡിഗ്രി താഴോട്ട് ആക്കാം. അതുവരെ നമുക്ക് ആ രൂപം കാണാനുള്ള ആയാസരഹിതമായ രീതിയിൽ കണ്ണുവയ്ക്കാം. പക്ഷെ പുറത്തെ രൂപം ആവശ്യമല്ലാതെ വരികയും രൂപം അതേപോലെ അകത്ത് കാണാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ, കണ്ണ് തുറന്നാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കണ്ണ് 45 ഡിഗ്രി താഴ്ത്തി മുന്നോട്ട് അകേന്ദ്രീകൃതമായിട്ട് അൺഫോക്കസ്ഡ് ആയിട്ട് വയ്ക്കാം. അകത്ത് കാണുന്ന രൂപം അപ്പം നമ്മുടെ അകത്ത് ഇങ്ങനെ തെളിഞ്ഞു വരും. ഇപ്പോഴും ആ രൂപം ചിത്രകാരൻ്റെയോ ശില്പിയുടെയോ ഉപബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അതിൽ ചില മിനുക്ക് പണികൾ ചെയ്യേണ്ട. ആ രൂപം നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ കണ്ണുകൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കണ്ണിന് കുറച്ചും കൂടെ നീട്ടം, വലിപ്പം കൂട്ടാം, അത് കുറച്ച് നീട്ടാം, അല്ലെങ്കിൽ കുറുക്കാം. കണ്ണിൻ്റെ കൃഷ്ണമണികളുടെ കറുപ്പ് കുറച്ചും കൂടി ആക്കാം, അല്ലെങ്കിൽ നീല കൃഷ്ണമണികളാക്കാം. നമുക്ക് പലതരത്തിലുള്ള സൗന്ദര്യ സങ്കല്പവും ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും സൗന്ദര്യ സങ്കല്പം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് സുന്ദരനായ ഞാൻ ധ്യാനിക്കുന്ന ദേവത, അല്ലെങ്കിൽ സുന്ദരിയായ ഞാൻ ധ്യാനിക്കുന്ന ദേവത നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾക്കത് അത്ര സൗന്ദര്യമുള്ളതായി തോന്നിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് എൻ്റെ ദേവത എൻ്റെ മാത്രമാണ്, ഞാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എൻ്റെ ബോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് എൻ്റെ വ്യക്തിപരമായ ഒരു സ്വത്താണ്. അപ്പം ഈ അകത്ത് തെളിഞ്ഞു കാണുന്ന രൂപത്തിൽ തനിക്ക് യോജിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തി തൻ്റെ ഉപബോധ മനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ കാണാൻ കഴിയണം. എളുപ്പമല്ല, ഇതൊരു സുപ്രഭാതത്തിൽ സാധിക്കില്ല. പക്ഷേ ക്രമേണ അത് സാധിക്കും. എത്ര സമയമെടുക്കും എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 6 മാസം മുതൽ 12 മാസം വരെ, ഒരു വർഷത്തിനകം സാധിക്കേണ്ടതാണ്. അപ്പം അത് ശീലിക്കാം. എത്ര നേരം ശീലിക്കണം, അതാണ് നമുക്കിനി അടുത്ത് ചിന്തിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ ശബ്ദം, ശ്വാസമൊക്കെ നമുക്ക് കേൾക്കാം. ഇത് ധ്യാനത്തെ പറ്റിയിട്ട് ഒരു അത്യാവശ്യം വിസ്തരിച്ച് നമുക്കൊരു സ്ഥലത്ത് കേൾക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണിത് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കാനുള്ളത് എത്ര നേരമാണ് നമ്മൾ ധ്യാനിക്കാനിരിക്കേണ്ടത് എന്നാണ്. എത്ര നേരം ധ്യാനിക്കണം, ഒരു ദിവസം എത്ര പ്രാവശ്യം ധ്യാനിക്കണം എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രൂപധ്യാനത്തെക്കുറിച്ച് കുറച്ചും കൂടി പറയാനുണ്ട്. നമ്മളൊരു രൂപം തിരഞ്ഞെടുത്തു, കുറച്ച് സമയമെടുക്കും നമുക്ക് പറ്റിയ നമ്മളുമായിട്ട് യോജിച്ച ഒരു രൂപത്തെ തിരഞ്ഞെടുക്കാൻ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിത്രമോ ശില്പമോ പുറത്തു വച്ചു, അത് വളരെ സൂക്ഷ്മമായി നോക്കി, കണ്ണടച്ചു. നമ്മുടെ മനസ്സിൽ അതേ രൂപം തെളിഞ്ഞ് വരുന്നത് വരെ ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. കുറച്ചു കാലത്തെ അഭ്യാസത്തിന് ശേഷം നമ്മൾ പുറത്ത് കാണുന്ന രൂപം അതേപോലെ അകത്ത് തെളിഞ്ഞ് കാണാൻ തുടങ്ങും. അങ്ങനെ അകത്ത് തെളിഞ്ഞ് കണ്ടു തുടങ്ങുമ്പം നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി ആ ചിത്രത്തെ നമ്മുടേതാക്കി മാറ്റാം. അതിനുശേഷം ഇപ്പം നമ്മളൊരു രൂപമാണ് ധ്യാനിക്കുന്നത്, ഒരു ഭഗവാന്റെയോ ഭഗവതിയുടെയോ രൂപമാണ് ധ്യാനിക്കുന്നതെങ്കിൽ ആദ്യം അതിനെ ആകത്തൊക്കെയായിട്ടൊന്ന് കാണണം. അതിനുശേഷം ആ ഭഗവാന്റെയോ ഭഗവതിയുടെയോ രൂപം വളരെ വിശദമായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് കാണണം. ഭാഗവതം കേൾക്കുന്ന അവസരത്തിൽ നമ്മളിത് കേട്ടിട്ടുള്ളതാണ്. ഭഗവാന്റെ കാലുകൾ, കണങ്കാലുകൾ, മുട്ടുകൾ, തുടകൾ, അരക്കെട്ട്, അങ്ങനെ ഓരോ ഭാഗവും വളരെ വിശദമായി കണ്ട് നമുക്ക് ഇതിനെ ആകമാനം കാണാൻ സാധിക്കണം. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തെ വിശദമായി കാണാനും നമുക്ക് സാധിക്കണം. ഭാഗവതത്തിൽ ഈ
സ്വരൂപ ധ്യാനത്തിലൂടെ അരൂപധ്യാനത്തിലേക്ക് എത്തുന്ന രീതി 11ാമത്തെ സ്കന്ധത്തിൽ ഉദ്ധവഗീതയിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ ആ ധ്യാനം ഒരു ഗൈഡഡ് മെഡിറ്റേഷനായിട്ട് നമ്മുടെ ഉദ്ധവഗീതയിൽ നമുക്കിപ്പോൾ ലഭ്യമാണ് താനും. 11ാം സ്കന്ധം എത്തുമ്പോൾ നമുക്കത് വളരെ വിശദമായിട്ട് ഒന്നുകൂടി കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഓരോ രൂപം, ഓരോ ഭാഗം നമ്മൾ മനസ്സിലിങ്ങനെ കണ്ട് ക്രമേണ നമ്മുടെ ധ്യാനം ഏതെങ്കിലും ഒരു ഭാഗത്തെ കേന്ദ്രീകരിച്ചായിരിക്കണം. അത് നമുക്ക് ആ രൂപത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏത് ഭാഗം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പൊതുവേ യോഗികൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെയാണ് തിരഞ്ഞെടുക്കാറ് പതിവ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഭഗവതിയുടെ സ്വരൂപത്തിലെ ഒരു ഭാഗത്തെ നമുക്ക് വളരെ വിശദമായിട്ട് കാണാൻ സാധിക്കണം കണ്ണടച്ച് കഴിഞ്ഞാൽ. അപ്പം അത് രൂപധ്യാനത്തെ പറ്റി വിട്ടുപോയതാണ്, അതിവിടെ പറഞ്ഞു. ഇനി നമുക്ക് സമയമാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് ശബ്ദം ഉപയോഗിച്ചും, അതായത് നാമം ഉപയോഗിച്ചും ശ്വാസം ഉപയോഗിച്ചുമുള്ള ധ്യാനത്തിലേക്ക് കടക്കാം. എത്ര നേരം ഇരിക്കണം? പഴയ ഒരു കണക്കനുസരിച്ചിട്ട് 24 മിനിറ്റ്, ഒരു നാഴിക നേരമാണ് ഇരിക്കേണ്ടത്. അത് വളരെ പണ്ട് കാലം മുതലേ ഭാരതത്തിൽ പ്രചരിച്ചു വന്നിരുന്ന ഒരു കണക്കാണത്. ഒരു നാഴിക നേരം ഇരിക്കുക. 2 നാഴിക ആണ് ഒരു മുഹൂർത്തം, 48 മിനിറ്റ്. അപ്പം അർദ്ധമുഹൂർത്തം, ഒരു നാഴികയാണ് ധ്യാനത്തിന് ഇരിക്കേണ്ടത്. 24 മിനിറ്റ്. 24 മിനിറ്റ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, സൂക്ഷ്മ ശരീരത്തിൽ ശക്തി ഒരു പ്രാവശ്യം നമ്മുടെ ശരീരം മുഴുവൻ ചുറ്റിക്കറങ്ങി വരാനെടുക്കുന്ന സമയമാണ്. ശക്തി നമ്മുടെ ശരീരം മുഴുവൻ ഒന്ന് വ്യാപിച്ച് തിരിച്ചു വരാനെടുക്കുന്ന സമയമാണ് 24 മിനിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 24 മിനിറ്റ് നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ കാലത്ത് 24 മിനിറ്റ് അല്ല പലരും പ്രാധാന്യത്തോടുകൂടി പറയുന്നത്, 20 മിനിറ്റാണ് പറയുന്നത്. 20 മിനിറ്റോ 24 മിനിറ്റോ നമുക്ക് ഏതാണോ സൗകര്യം അതെടുക്കാം. 20 മിനിറ്റ് എടുക്കുന്നവരുടെ അഭിപ്രായ പ്രകാരം ഒരാൾക്ക് ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ, അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നത് 20 മിനിറ്റാണെന്നാണ്. ചില പഠനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് അവർ 20 മിനിറ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 20 മിനിറ്റ് വേണമോ 24 മിനിറ്റ് വേണമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ 20-24 മിനിറ്റ് തിരഞ്ഞെടുത്ത് ആ സമയമാണ് നമ്മൾ ഈ ധ്യാനം പരിശീലിക്കേണ്ടത്. ഒരു ടൈമർ ഉപയോഗിക്കാം. കൃത്യസമയം നോക്കേണ്ടതാണ്. കാരണം ചില ദിവസങ്ങളിൽ നമുക്ക് വല്ലാത്തൊരു സുഖം തോന്നും ഈ ധ്യാനത്തിൽ. അപ്പോൾ അത് കൂടുതലാകാൻ പാടില്ല. ചില സമയത്ത് നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് വല്ലാത്ത മടിയും പ്രയാസവും ഒക്കെ തോന്നും. അപ്പോൾ അത് കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നുള്ളതല്ല വിഷയം. ധ്യാനിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ എത്ര നേരം ഇരിക്കാൻ തീരുമാനിച്ചുവോ അത്ര നേരം നമ്മൾ ഇരിക്കണം. അപ്പോൾ ടൈമർ ഉപയോഗിക്കാവുന്നതാണ്. ടൈമർ ഉപയോഗിച്ചിട്ട് നമുക്ക് സമയം സെറ്റ് ചെയ്യാം. 20ഓ 24ഓ മിനിറ്റ്. ഇനി ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഒരു നേരം തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. 2 നേരമെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. ഒരു ദിവസം തുടങ്ങുമ്പോഴും ആ ദിവസം അവസാനിക്കുമ്പോഴും ധ്യാനത്തോടു കൂടി ആവാം. അപ്പം ധ്യാനപുടിതമായി ദിവസങ്ങൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ 2 നേരമെങ്കിലും ഒരു ദിവസം ധ്യാനിക്കാൻ ശ്രമിക്കണം. കഴിയുന്നതും മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കണം. മുടങ്ങിയ കുഴപ്പമൊന്നുമില്ല. മുടങ്ങിയതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുകയോ മുടങ്ങിയതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാവുകയോ അതൊന്നുമില്ല. പക്ഷേ ഇത് നിരന്തരം അഭ്യസിക്കുന്നതിലൂടെയാണ് ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടുക. അപ്പോൾ 2 നേരമെങ്കിലും ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കണം. ഇനി റിട്ടയർഡായിട്ടുള്ള ആൾക്കാരുണ്ടാവും. വലിയ പണിയൊന്നും ഉണ്ടാവില്ല. കാരണം അവരൊക്കെ പണിയൊക്കെ നേരത്തെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം വിശ്രമത്തിൻ്റെ സമയമാണ്. അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 20ഓ 24ഓ മിനിറ്റ് എന്നുള്ളതിന് പകരം 10 മിനിറ്റിൻ്റെ
5 6 8 സെഷൻസ് ചെയ്യാം. 10 മിനിറ്റ് ഇരിക്കുക, ധ്യാനിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ഇരിക്കുക. അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് 10 മിനിറ്റിൻ്റെ സെഷൻസ് ഒരു 6 8 പ്രാവശ്യം ചെയ്യാം. 20 മിനിറ്റിൻ്റേതും ചെയ്യാം, പക്ഷെ അത് 6 8 പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കൂടുതലായി പോകും. അപ്പോൾ 20 മിനിറ്റോ 24 മിനിറ്റോ ആണ് എടുക്കുന്നതെങ്കിൽ 3 4 സെഷൻസ് ചെയ്താൽ മതി. അങ്ങനെ ചെറിയ സെഷൻസ് കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുക. പതുക്കെ 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 മനസ്സ് നമുക്ക് സ്വാധീനമായി തീരും. മനസ്സ് സ്വാധീനമാവുക എന്ന് പറഞ്ഞാൽ ചിന്തകൾ കുറഞ്ഞ് 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 വരും. അപ്പം ഇതാണ് എത്ര നേരം ജപിക്കണം, എത്ര പ്രാവശ്യം ജപിക്കണം. ഇനി എപ്പോഴാണ് ജപിക്കേണ്ടത്? എപ്പോഴാണോ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ സമയമുള്ളത് അപ്പോൾ ധ്യാനിക്കാം. എപ്പോഴാണ് ധ്യാനിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ജപിക്കേണ്ടത്, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, ഈ ചോദ്യത്തിനൊക്കെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എപ്പോഴൊക്കെയാണോ നമുക്ക് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ 2 നേരമെങ്കിലും സമയമുണ്ടാക്കാൻ പരിശ്രമിക്കണം. അപ്പോൾ അത് രാവിലെ വേണമോ രാത്രി വേണമോ, അതെപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല. രാവിലെയും രാത്രിയുമാണ് എല്ലാവരും തിരഞ്ഞെടുക്കുക. പക്ഷെ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഉറക്കം ഇല്ലാതെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ധ്യാനം പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആകെപ്പാടെ എനർജറ്റിക് ആകും, നമ്മളാകെ റീഫ്രഷ്ഡ് ആകും. ആ സമയം അപ്പോൾ നമുക്ക് ഉറക്കം കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ധ്യാനിക്കുന്നത് പരിശോധിച്ചിട്ട് വേണം. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ വേണം തിരഞ്ഞെടുക്കാൻ. ചിലർക്കത് പറ്റും, ചിലർക്കത് പറ്റില്ല. വയറ് നിറച്ച് ആഹാരം കഴിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റായിട്ട് ധ്യാനിക്കാൻ ഇരിക്കുകയും അരുത്. അത് കാരണം ഉറക്കത്തിലേക്കാണത് പോവുക. ധ്യാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാക്കിയൊക്കെ നമ്മുടെ ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ളപ്പം തിരഞ്ഞെടുക്കാം. ഇതിന് കുളിക്കണം എന്നൊന്നുമില്ല, കുളിച്ചത് കൊണ്ട് കുഴപ്പമില്ല. കുളിച്ചിട്ടേ ധ്യാനിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. കിടക്കപ്പായയിലിരുന്നും ധ്യാനിക്കാം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇതിന് ശുദ്ധാശുദ്ധങ്ങളോ അങ്ങനെ യാതൊരു കാര്യവും ബാധകം അല്ല. വളരെ ഉയർന്ന ഒരു സമ്പ്രദായമാണ് ഇതെന്നുള്ളത് കൊണ്ടാണ് ഈ നിയമങ്ങളൊന്നും ഇതിന് ബാധകം അല്ലാത്തത്. ഇത്രയും സമയത്തെപ്പറ്റി. ഇനി ബാക്കി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് മുന്നോട്ട് പറഞ്ഞു പോകുമ്പോൾ പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ രൂപധ്യാനത്തെ വളരെ വിശദമായിട്ട് കേട്ടു. എത്ര നേരം എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളതുമൊക്കെ നമ്മൾ വിശദമായിട്ട് കേട്ടു. ഇനി നമുക്ക് ശബ്ദം ഉപയോഗിച്ചിട്ടുള്ള ധ്യാനമാണ്. ചിലർ ശബ്ദമായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. രൂപം തിരഞ്ഞെടുത്തിട്ടുള്ളവർക്കാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ശബ്ദം തിരഞ്ഞെടുത്തിട്ടുള്ളവർ, ശബ്ദം ബീജാക്ഷരങ്ങൾ ഒന്നായിരിക്കും. നാമം തിരഞ്ഞെടുക്കാൻ 2 3 4 അക്ഷരങ്ങൾ, അതിൽ കൂടുതലായാൽ ആവർത്തിച്ച് ഉരുവിടാനുള്ള പ്രയാസമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് 4ൽ കൂടുതലാകരുത് എന്ന് പറയാൻ കാരണം. ബീജാക്ഷരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ബീജാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ അനുസ്വാരത്തോടും വിസർഗത്തോടും കൂടി ചേർന്നാൽ, അനുസാരമോ വിസർഗമോ ചേർന്ന സ്വരങ്ങളാണ് വാസ്തവത്തിൽ ബീജാക്ഷരങ്ങൾ. ഈ സ്വരങ്ങളുടെ കൂടെ വ്യഞ്ജനവും കൂടിയാൽ ഒരു വ്യഞ്ജനം ഒന്നോ അതിലധികമോ വ്യഞ്ജനങ്ങളും ഒരു സ്വരവും അനുസ്വാരമോ വിസർഗമോ കൂടിയാൽ അതിനെ പിണ്ഡമന്ത്രം എന്നാണ് പറയുക. പിണ്ഡം എന്നാണ് പറയുക. ബീജവും പിണ്ഡവും. പിണ്ഡങ്ങൾ ഒരുപാട് വ്യഞ്ജനങ്ങൾ ചേർന്നിട്ട് പിണ്ഡമന്ത്രങ്ങളുണ്ട്. അത് ഉച്ചരിക്കാൻ വളരെ പ്രയാസകരമായതാണ്. അങ്ങനെയുള്ളതൊന്നും തിരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് ചിന്താമണി മന്ത്രം, അത് വളരെ പ്രയാസമാണ് ഉച്ചരിക്കാൻ. അത് കൃത്യമായിട്ട് ഉച്ചരിക്കാൻ അറിയാവുന്നവർ ഇന്നുണ്ടോ എന്നുള്ളതും സംശയം ആണ്. തുമ്പുരു ബീജം ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസകരമായിട്ടുള്ള ബീജാക്ഷരമാണ്. നാരസിംഹ ബീജം ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമുള്ള ബീജമാണ്. അങ്ങനെയുള്ള ബീജാക്ഷരങ്ങളൊക്കെ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഏത് ബീജാക്ഷരം തിരഞ്ഞെടുത്താലും ഒരേ ഫലമാണ് എന്നുള്ളത് കൊണ്ട് ലളിതമായിട്ടും ഉച്ചരിക്കാൻ എളുപ്പമായിട്ടുള്ളതും തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. അപ്പം നമുക്ക് സ്വീകാര്യമായ ഒരു നാമമോ ബീജാക്ഷരമോ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ
നേരത്തെ പറഞ്ഞതുപോലെ ഇരിക്കണം. ചമ്രം പടിഞ്ഞോ കസേരയിലോ മറ്റേതെങ്കിലും രീതിയിലോ ഇരിക്കുക. ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരീരം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിരിക്കണം. ശരീരത്തിൽ പിടിയും വലിയും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തല മുതൽ കാല് വരെ മനസ്സുകൊണ്ടൊന്ന് സ്കാൻ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ടൈറ്റൻഡ് ആണെങ്കിൽ, ഇറുക്കമുള്ളതാണെങ്കിൽ അതിനെ പതുക്കെ അയക്കാൻ ശ്രമിക്കുക. ചില പിരിമുറുക്കങ്ങൾ നമ്മൾ അയക്കാൻ ശ്രമിച്ചാൽ അത് മറ്റൊരു പിരിമുറുക്കത്തിന് കാരണമാകാം. അങ്ങനെയാണെങ്കിൽ അതിനെ വെറുതെ വിടുക. പക്ഷെ അറിയുക, നമ്മുടെ ഇടുപ്പിൻ്റെ ഇടത് ഭാഗത്തെ ഇടുപ്പിനൊരു പിരിമുറുക്കമുണ്ട്, അതിനെ അയക്കാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല, അതിനെ വെറുതെ വിടുക. അപ്പം തല മുതൽ കാല് വരെ മനസ്സുകൊണ്ടൊന്ന് സ്കാൻ ചെയ്യുക. എല്ലാ ഭാഗവും റിലാക്സ്ഡ് അല്ലേ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. കണ്ണുകളുടെ മസിൽസ് റിലാക്സ്ഡ് ആക്കാൻ ശ്രമിക്കണം. മൂക്ക് റിലാക്സ്ഡ് ആയിരിക്കണം. ചുണ്ടുകളുടെ 2 സൈഡുകളും റിലാക്സ്ഡ് ആയിരിക്കണം. താടിയെല്ലുകൾ റിലാക്സ്ഡ് ആയിരിക്കണം. താടിയെല്ലുകൾ റിലാക്സ്ഡ് ആകുമ്പം അത് ഒന്ന് താഴും. അപ്പം ചിലപ്പം 2 ചുണ്ടുകൾക്കും ഇടയിൽ ഒരു ചെറിയ വിടവ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല. അതായത് താടിയെല്ലുകൾ താഴുന്നത് റിലാക്സ്ഡ് ആകുന്നതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. അപ്പം ചിലപ്പം 2 ചുണ്ടുകളും തമ്മിലൊരു ചെറിയ വിടവ് വരും. നാക്ക് ഈ മുകളിലത്തെ പല്ലിൻ്റെ പുറകിൽ അപ്പർ പാലറ്റിൽ തൊട്ട് വയ്ക്കാം. കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളും തോളുകളിലെയും മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ആവുന്നില്ലെങ്കിൽ ആവുന്നില്ല എന്നുള്ളത് അറിയണം. അങ്ങനെ ശരീരം മുഴുവനും ഒന്ന് മനസ്സുകൊണ്ട് സ്കാൻ ചെയ്ത് ശരീരത്തിൽ എവിടെയെങ്കിലും പിരിമുറുക്കമുണ്ടെങ്കിൽ അതിനെ അയക്കാൻ ശ്രമിച്ച്, അയയുന്നില്ല എന്നുണ്ടെങ്കിൽ അയയുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പതുക്കെ നമ്മുടെ മന്ത്രത്തിലേക്ക് വരണം. രൂപത്തിലേക്കാണെങ്കിൽ രൂപത്തിലേക്ക്, മന്ത്രത്തിലേക്കാണെങ്കിൽ മന്ത്രത്തിലേക്ക് വരണം. മന്ത്രമോ നാമമോ ശബ്ദത്തിലേക്ക് വരണം. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇത് ബോധപൂർവം ഉച്ചരിക്കേണ്ടി വരും. നമ്മൾ ഏത് ശബ്ദമാണോ ആവർത്തിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് ബോധപൂർവം ആവർത്തിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ആ ശബ്ദത്തെ ബോധപൂർവം ആവർത്തിക്കണം. കുറച്ച് കാലത്തെ അഭ്യാസം കൊണ്ട് അനായാസേന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ ഈ ശബ്ദം നമ്മളുടെ ഒരു പ്രയത്നവും കൂടാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ ഒരു 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 കുളത്തിൻ്റെ അടിയിൽ നിന്ന് വായു മുകളിലേക്ക് അനായാസമായി കുമിളയുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് പോലെ ഈ മന്ത്രം അനായാസമായിട്ട് നമ്മളിലേക്ക് വരും. കുറച്ച് കാലത്തെ ബോധപൂർവമുള്ള അഭ്യാസം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ കുറച്ച് കാലം ബോധപൂർവം അഭ്യസിച്ച് കഴിഞ്ഞാൽ അനായാസമായിട്ട് ഈ ശബ്ദം നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പം നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ മനസ്സിലേക്ക് ഈ രൂപവും ഈ ശബ്ദവും ഒക്കെ നമ്മൾ ആവർത്തിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു പോകുന്നതായിട്ട് നമ്മൾ കാണാൻ തുടങ്ങും. നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുന്ന സമയത്ത്, അത് രൂപമാണെങ്കിലും ശബ്ദമാണെങ്കിലും ഇനി പറയാൻ പോകുന്ന ശ്വാസമാണെങ്കിലും, നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ മനസ്സിലേക്ക് വെള്ളച്ചാട്ടം പോലെ ചിന്തകളുടെ ആധിക്യം ഉണ്ടാകാൻ തുടങ്ങും. ചില ചിന്തകൾ നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് ചിന്തകളുടെ ആധിക്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. ചില ചിന്തകൾ നമ്മളുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതും സ്വാഭാവികമാണ്. അങ്ങനെ ചിന്തകൾ നമ്മളുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ചിന്ത നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ആ സമയത്ത് കുറ്റബോധമില്ലാതെ, മനോവിഷമമില്ലാതെ, കുറ്റപ്പെടുത്തലുകളില്ലാതെ പതുക്കെ നമ്മളുടെ ധ്യാന വിഷയത്തിലേക്ക് തിരിച്ചു വരണം. നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം, റിലാക്സ് ആവണം. അതായത് ടെൻസ് ആവാതെ, അയ്യോ ഞാൻ ധ്യാനിക്കാനിരിക്കുകയായിരുന്നല്ലോ, എൻ്റെ മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോകുന്നു, എൻ്റെ മനസ്സ് ഒട്ടും നിയന്ത്രണത്തിലല്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ധ്യാനിക്കുക, അങ്ങനെയുള്ള ചിന്തകളൊന്നും
വേണ്ട. കാരണം ഇതൊക്കെ സ്വാഭാവികമായ പ്രക്രിയകളാണ്. ഈ സ്വാഭാവികമായ പ്രക്രിയകളെ പതുക്കെ ശാന്തമാക്കാനാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ധ്യാന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ശ്രദ്ധ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് എവല്യൂഷനിൽ നമുക്ക് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കഴിവും കൂടിയാണ്. കാടുകളിൽ ഒരേ കാര്യത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ ഇരയാക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് മറ്റ് മൃഗങ്ങൾ ആഹാരം അന്വേഷിച്ച് നടക്കുമ്പോൾ ആ മൃഗങ്ങളുടെ വരവ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിച്ച് ചുറ്റുപാടുകളിലേക്കും പായിപ്പിക്കേണ്ടി വരും. അപ്പം എവല്യൂഷനിൽ നമുക്ക് ജീവ പരിണാമത്തിൽ ജീവനുണ്ടായിട്ടുള്ള ഒരു സവിശേഷ സംരക്ഷണ കവചമാണ് ഈ അശ്രദ്ധ. നമ്മൾ ഏത് മൃഗത്തെ വേണമെങ്കിലും നോക്കിക്കോളൂ, അത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒറ്റയടിക്ക് നമ്മൾ വീട്ടിൽ വളർത്തുന്ന സുരക്ഷിതമായി വളർത്തുന്ന മൃഗങ്ങൾ പോലും ആഹാരം കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് അത് മുഴുവൻ കഴിക്കില്ല. കുറച്ച് കഴിക്കും, പിന്നെ ചുറ്റുപാടുകളെ ഒന്ന് ശ്രദ്ധിക്കും, പിന്നെ കുറച്ച് കഴിക്കും, പിന്നെ ചുറ്റുപാടുകളെ ഒന്ന് ശ്രദ്ധിക്കും. അത് ശരിക്കും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്നതല്ല, അതൊരു പ്രൊട്ടക്ഷനാണ്. അപ്പം നമ്മൾ ധ്യാനിക്കുന്ന സമയത്തും ജപിക്കുന്ന സമയത്തുമൊക്കെ പരാതിപ്പെടുന്നത് വാസ്തവത്തിൽ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രകൃതി ഏർപ്പെടുത്തിയ ഒരു സംവിധാനം. നമുക്ക് ശ്രദ്ധ തെറ്റിപ്പോകുന്നത് അതുകൊണ്ടാണ്. അതൊരു അസ്വാഭാവികമായ കാര്യമല്ല, സ്വാഭാവികമായ കാര്യമാണ്. അപ്പം അതിലൊട്ടും പരിതപിച്ചിട്ടോ പരിദേവനം കൊണ്ടിട്ടോ കാര്യമില്ല. അപ്പം ശ്രദ്ധ പോകുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ പല ചിന്തകളുടെയും പിടിയിൽപ്പെട്ട് ഉഴറുന്നത്. നമ്മൾ ചിന്തകളുടെ വലയത്തിനകത്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം റിലാക്സ് ചെയ്യണം, ടെൻസ് ആവരുത്. റിലാക്സ് ചെയ്യണം, ആ ചിന്തയെ പതുക്കെ റിലീസ് ചെയ്യണം, എന്നിട്ട് തിരിച്ചു വരണം. റിലാക്സ്, റിലീസ്, റിട്ടേൺ. റിലാക്സ് ചെയ്യണം, റിലീസ് ചെയ്യണം, ആ ചിന്തയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ പതുക്കെ റിലീസ് ചെയ്യണം, റിട്ടേൺ. ഏത് ധ്യാന വിഷയമാണോ നാം എടുത്തിരിക്കുന്നത് ആ ധ്യാന വിഷയത്തിലേക്ക് തിരിച്ചു വരണം. ഒരു ധ്യാന സെഷനിൽ 20-24 മിനിറ്റിൻ്റെ ഒരു സെഷനിൽ പല പ്രാവശ്യം ഇത് സംഭവിക്കും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ധ്യാനിക്കാനിരിക്കുന്ന നിമിഷം മുതൽ മനസ്സ് പല ചിന്തകളുടെ ചേക്കേറിപ്പോകും. പലപ്പോഴും ധ്യാനാവസാനം 20 മിനിറ്റിൻ്റെ അവസാനം അല്ലെങ്കിൽ 24 മിനിറ്റിൻ്റെ അവസാനമായിരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരിക. അതിൽ കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ പോരായ്മയും അല്ല, അതൊരു സാധാരണ സംഭവം ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ധ്യാന വിഷയവുമായിട്ട് സംവദിക്കുന്നു, അതാണ് ധ്യാനം. ആ സംവാദത്തിൽ ശ്രദ്ധ തെറ്റിപ്പോയാൽ അതിൽ യാതൊരു കുഴപ്പവും ഇല്ല. പതുക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മൾ ഈ നാമം ഇങ്ങനെ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ബീജാക്ഷരം, അത് എന്തായാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ശബ്ദം എന്ന് മാത്രം വിളിക്കുന്നത്. ആ ശബ്ദം നമ്മൾ ആദ്യമൊക്കെ ബോധപൂർവം ആവർത്തിക്കുന്നു, പിന്നീട് അത് യത്നരഹിതമായി അത് നമ്മുടെ മനസ്സിലേക്ക് ധ്യാന സമയത്ത് കുമിളകൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് പോലെ താനെ വരാൻ തുടങ്ങും. അപ്പം ഏതുപോലെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അനായാസേനയാണ് വന്നു കയറുന്നത്, അതേപോലെ ഈ മന്ത്രം ആയാസരഹിതമായിട്ട് നമുക്ക് ആവർത്തിക്കാൻ സാധിക്കും. ശബ്ദത്തെ ധ്യാന വിഷയമാക്കേണ്ടതും നമ്മൾ കേട്ടു. ഇനി നമുക്ക് ശ്വാസോച്ഛ്വാസത്തെയാണ് മൂന്നാമത്തേതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ചിലർക്ക് ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമാക്കുന്നതായിരിക്കും എളുപ്പം. രൂപത്തിലോ നാമത്തിലോ ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാകാം. അവർക്ക് ഈ ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമാക്കാം. 2600 വർഷം മുമ്പ് മുതൽ ഭാരതത്തിൽ സ്ഥാപിതമായിരുന്ന ഒരു സമ്പ്രദായമാണ് ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് പിന്നീട് ഭാരതത്തിൽ നിന്ന്, ഭാരതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, സൗത്ത് ഏഷ്യ എന്ന് എന്തായാലും വിളിക്കാം. നേപ്പാൾ, കശ്മീർ, തിബറ്റൻ, ബംഗാൾ, ആ ഭാഗങ്ങളിൽ, അഫ്ഗാൻ, അത് ഗാന്ധാരമായിരുന്നു അന്ന്, ആ ഭാഗങ്ങളിലാണ് ഈ ധ്യാന രീതി ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് പിന്നീട് ലോകം മുഴുവനുള്ള മിസ്റ്റിക്കൽ സമ്പ്രദായങ്ങളിലേക്ക് പടർന്നു. മിസ്റ്റിക്കൽ ട്രഡീഷൻസ് ഈ ധ്യാന ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് സ്വീകരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തി അതിനെ പല രീതിയിൽ അവതരിപ്പിച്ചു. അങ്ങനെയാണ് ശ്രീബുദ്ധൻ്റെ ആനാപാനാസതി സുത്തം ഉണ്ടാകുന്നത്. 16 പടികളാണ് അദ്ദേഹത്തിൻ്റെ ആനാപാന സ്മൃതിക്ക്, പ്രാണാപാന സ്മൃതിക്കുള്ളത്. മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ്ങിൽ അദ്ദേഹം 16 സ്റ്റെപ്സാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ കാതലെന്ന് പറയുന്നത് ഈ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ച് അവെയറാവുക എന്നുള്ളതാണ്. കശ്മീര ശൈവീസത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. എല്ലാ താന്ത്രിക സമ്പ്രദായങ്ങളിലും, വൈഷ്ണവ, ശൈവ, ശാക്ത സമ്പ്രദായങ്ങളിൽ, അഭേദ സമ്പ്രദായങ്ങളിൽ, അതേതുമായിക്കൊള്ളട്ടെ, അതിലെല്ലാം ഈ ശ്വാസപ്രക്രിയയുണ്ട്. ജപാജപം എന്നാണ് അതിനെ പല താന്ത്രിക സാധനകളിലും വിളിക്കുക. കാശ്മീര ശൈവ സമ്പ്രദായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനയാണ് ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പം ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് ശ്രീബുദ്ധന് മുമ്പ് മുതലേ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായമാണ് നമ്മളിപ്പം സ്വീകരിക്കുന്നത്. ഇത് ടെസ്റ്റഡ് ഏജ് ഓൾഡ് സമ്പ്രദായമാണ്. ടെസ്റ്റഡ് ഏജ് ഓൾഡ് സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംശയമൊന്നുമില്ല, ഇത് ചെയ്താൽ ഫലം ഉണ്ടാവും. ഇത് ചെയ്തിട്ട് ഫലം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ താല്പര്യത്തെയും നമ്മൾ ചെയ്യുന്നതിനെയും ഒക്കെ പുനഃപരിശോധിക്കേണ്ടതാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ഗവേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവും കൂടിയാണ്. അത് ധ്യാനം മുഴുവനും അങ്ങനെ ഗവേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിന് വളരെയധികം ഫലങ്ങളുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് കാറൽ മാർക്സ് ചെയ്തിട്ടുള്ളതാണ്. കാറൽ മാർക്സ് 1861 ബെർലിനിൽ തൻ്റെ പൗരത്വം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള കാറൽ കോപ്പൻ എന്ന സ്കോളറിനെ അദ്ദേഹം അവിടെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമാണ്. ഇവർ തമ്മിൽ ഒരു വൈകുന്നേരത്തെ അത്താഴ വിരുന്നിന് ശേഷം ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാറൽ കോപ്പൻ താൻ എഴുതിയ ബുദ്ധമതത്തെക്കുറിച്ചിട്ടുള്ള, താൻ തർജ്ജമ ചെയ്തിട്ടുള്ളതും തൻ്റെ അഭിപ്രായങ്ങളുമൊക്കെ അടങ്ങിയ 2 വോള്യൂം, ബുദ്ധമതത്തെക്കുറിച്ച് താൻ എഴുതിയ ഗ്രന്ഥത്തിൻ്റെ 2 വോള്യൂം ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്, കാറൽ മാർക്സിന് കൊടുക്കുകയാണ്. കാറൽ മാർക്സ് പിന്നീട് കാറൽ കോപ്പൻ്റെ സഹായത്തോടു കൂടി തന്നെ ബുദ്ധമതത്തെക്കുറിച്ചുള്ള മറ്റ് പല ട്രാൻസ്ലേഷൻസും, അദ്ദേഹം നേരിട്ടൊരു പ്രാക്ടീഷണറെ, ബുദ്ധമതം പരിശീലിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. അദ്ദേഹം ബുദ്ധമതം ഏത് ഭാഷയിലാണോ എഴുതപ്പെട്ടിട്ടുള്ളത് ആ ഭാഷകളൊന്നും പഠിച്ചിട്ടുമില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻസ് വായിക്കുകയും കാറൽ മാർക്സ് ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്ന മെഡിറ്റേഷൻ രീതി പരിശീലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഈശ്വരവിശ്വാസികൾക്കും ചെയ്യാം, നിരീശ്വരവാദികൾക്കും ചെയ്യാം. കാരണം പരമമായത് ഒന്നുണ്ടെങ്കിൽ അത് എല്ലാവരെ സംബന്ധിച്ചും ഉള്ളത് തന്നെയാണ്. അതില്ല എങ്കിൽ എല്ലാവരെയും സംബന്ധിച്ചും അതില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുകയാണ്. ഉണ്ട് എന്നൊരു തീരുമാനത്തിൽ നിന്നും അന്വേഷണം തുടങ്ങാൻ സാധിക്കില്ല. ഇല്ല എന്ന തീരുമാനത്തിൽ നിന്നും അന്വേഷണം തുടങ്ങാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനുള്ള ആഗ്രഹമാണ് ഈ അന്വേഷണത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈശ്വര അന്വേഷണത്തിന് താല്പര്യമുള്ള, പരമമായ സത്യാന്വേഷണത്തിന് താല്പര്യമുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ധ്യാന വിഷയമാണ് ശ്വാസോച്ഛ്വാസം. ആദ്യ കാലഘട്ടങ്ങളിലെ ധ്യാന വിഷയം ഈ ശ്വാസോച്ഛ്വാസമാണ്. അതുകൊണ്ട് ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പ്രാണൻ്റെ പ്രകീർത്തനം വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഈ ശ്വാസോച്ഛ്വാസത്തെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും ഉണ്ട്. എല്ലാവരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, ബോധപൂർവമോ അല്ലാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ശ്വാസോച്ഛ്വാസം. അത് നിന്ന് പോയാൽ കാറ്റുപോകും. അതാണ് നമ്മുടെ ബോധത്തിൻ്റെ പോലും അടിത്തറ. ഈ പ്രാണശക്തിയുടെ ഗമാഗമനമാണ് നമ്മുടെ ബോധത്തെ പോലും നിലനിർത്തുന്നത് എന്നുള്ളത് കൊണ്ട് ശുദ്ധശാക്തേയരുടെ അഭിപ്രായത്തിൽ ശിവൻ പോലും ഉരുത്തിരിഞ്ഞു വരുന്നത് ശക്തിയിൽ നിന്നാണ്. അതാണ് ശുദ്ധ ശാക്തേയക്കാരുടെ വാദം. ഇവിടെ ഉള്ളത് ശക്തി മാത്രമാണ്. ആ ശക്തിയുടെ ഒരു പ്രതിഭാസമാണ് ശിവൻ എന്ന ബോധം. അപ്പം ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. അപ്പം ശ്വാസോച്ഛ്വാസത്തിൽ ഇടപെടരുത്. ശ്വാസോച്ഛ്വാസത്തിൽ ഇടപെടുന്ന പ്രക്രിയ, പ്രയത്നപൂർവമുള്ള പ്രാണായാമ ക്രിയകളൊക്കെ പിന്നീട് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്, ആദ്യ കാലഘട്ടത്തിലുള്ളതല്ല. ഈ മനുഷ്യനൊരു സ്വഭാവമുണ്ട്, എന്തിലും കയറി ഇടപെടും. അവനവൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ പോലും കയറി ഇടപെട്ട് അതിനെ ക്ലിഷ്ടതരമാക്കി മാറ്റും. ഇവിടെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. അത് നല്ലതോ ചീത്തയോ എന്നുള്ള ചിന്തയും നമ്മളിവിടെ എടുക്കുന്നില്ല. നമ്മൾ ശ്വാസോച്ഛ്വാസത്തെ വന്നു പോകുന്ന കാറ്റിനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ പോവാണ് നമുക്ക് ആയാസരഹിതമായിട്ടുള്ള ഒരു ഇരിപ്പിലേക്ക് നമ്മുടെ ശരീരത്തെ ക്രമീകരിച്ച്, അത് സാമ്പ്രദായിക രീതിയിലാകാം, സാമ്പ്രദായികമല്ലാത്ത രീതിയിലും ആകാം. ഏത് രീതിയിലായാലും ശരീരം റിലാക്സ്ഡ് ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മുടെ ശ്രദ്ധ പതുക്കെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ശ്വാസം അകത്തേക്കും പുറത്തേക്കും വരുന്നത് തിരിച്ചറിയുവാൻ നമ്മൾ ഒന്നുകിൽ മൂക്കിൻ്റെ അറ്റം, അല്ലെങ്കിൽ നെഞ്ച്, അല്ലെങ്കിൽ നാഭി, ഇതിലേതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം. അപ്പോൾ ശ്വാസം അകത്തേക്ക് പോകുമ്പം നാഭി, വയറ് ഒന്ന് വീർക്കുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പം വയറ് അകത്തേക്ക് പോകുന്നു. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പം നെഞ്ചൊന്ന് വികസിക്കുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പം നെഞ്ച് ഒന്ന് താഴോട്ട് താഴുന്നു. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ മൂക്കിൻ്റെ അറ്റത്തൊരു ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ മൂക്കിൻ്റെ അറ്റത്തൊരു ചെറിയ ചൂട് അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ മൂക്കിൻ്റെ അകത്തായാലും ആ സെൻസേഷൻ ഉണ്ടാകും. അപ്പോൾ ആ സെൻസേഷനിൽ തുടങ്ങാം. പക്ഷെ നമ്മുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിലാണ്. അപ്പോൾ ശ്വാസം അകത്തേക്ക് പോകുന്നു, കുറച്ച് നേരം നിൽക്കുന്നു. ശ്വാസം പുറത്തേക്ക് പോകുന്നു, കുറച്ച് കൂടുതൽ നേരം നിൽക്കുന്നു. ശ്വാസം അകത്തേക്ക് പോകുന്നു, നിൽക്കുന്നു, പുറത്തേക്ക് പോകുന്നു, നിൽക്കുന്നു. അങ്ങനെ ആ പ്രക്രിയ ഇങ്ങനെ നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ശ്വാസം സ്വതന്ത്രമായിട്ട് നമ്മൾ വിടുക. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അകത്തേക്കും പുറത്തേക്കും പോയി വരാൻ തുടങ്ങും. നമ്മളത് ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് മറ്റ് ധ്യാന വിഷയങ്ങളിലും ആപ്ലിക്കബിളാണ്. നമ്മൾ രൂപത്തെ ധ്യാനിക്കുമ്പം ആ രൂപം ആദ്യമൊക്കെ നമ്മൾ ക്രമീകരിച്ച് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. കൊണ്ടുവന്നതിന് ശേഷം അതിൽ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. അതിനുശേഷം ആ രൂപത്തെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിടും. ആ രൂപം അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ പരിണമിക്കാൻ അനുവദിക്കും. അവിടെ നമ്മൾ നിയന്ത്രിക്കില്ല എന്നർത്ഥം. ശബ്ദവും അതുപോലെ തന്നെ. ശബ്ദത്തെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചില സമയത്ത് ശബ്ദം അതിവേഗമായിരിക്കും ആ ശബ്ദം നമ്മൾ ഉരുവിടുക. ചില സമയത്ത് വളരെ പതുക്കെ ആയിരിക്കും നമ്മൾ ആ ശബ്ദം ഉരുവിടുക. ചിലപ്പം ഒരു ശബ്ദം ഉരുവിട്ട് കഴിഞ്ഞാൽ കുറേ നേരം നിശബ്ദമായിരിക്കും, പിന്നീടായിരിക്കും അടുത്ത ശബ്ദം പുറത്തു വരിക. അപ്പോൾ നമ്മളിതിലൊന്നും ഇടപെടില്ല. ആദ്യത്തെ കുറച്ച് സമയമല്ലാതെ പിന്നീട് നമ്മൾ ധ്യാന വിഷയത്തിൽ ഇടപെടില്ല. അതിനെ സ്വതന്ത്രമായിട്ട് വിടും. കുറച്ച് പണിയാണ് നമുക്ക്. കാരണം നമുക്ക് ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ നിയന്ത്രിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നുകിൽ നമ്മൾ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മറ്റാരെങ്കിലും നിയന്ത്രിക്കണം. നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സമൂഹം തന്നെ നിയന്ത്രിക്കപ്പെട്ട ഒരു സമൂഹമാണ്. സംസ്കാരമുള്ള സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള സമൂഹം എന്നാണ് അർത്ഥം. ആ നിയന്ത്രണങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്ന ഒരാളെയാണ് സംസ്കാര സമ്പന്നൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്കാര സമ്പന്ന എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒരു നിയന്ത്രണവും നമ്മൾ ഏർപ്പെടുത്തുന്നില്ല. അപ്പം നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും നിയന്ത്രിക്കാൻ ശ്രമിക്കും.
അത് നമ്മളുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിയന്ത്രിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു കൺട്രോളാണ്. അപ്പം നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നമ്മൾ ശ്വാസോച്ഛ്വാസത്തിൽ അല്ലെങ്കിൽ ശബ്ദ ആവർത്തനത്തിൽ അല്ലെങ്കിൽ രൂപ ധ്യാനത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് മതി, വേറൊന്നും ചെയ്യണ്ട. നമ്മളുടെ നിയന്ത്രണത്തെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട, കാരണം അത് മറ്റൊരു നിയന്ത്രണമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം ആ കാര്യം ചെയ്യരുത് എന്ന് തീരുമാനിച്ച് നമ്മൾ ആക്ട് ചെയ്യുന്നത് മറ്റൊരു കൺട്രോളാണ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് കൺട്രോൾ ചെയ്യുമ്പം ആ കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു കൺട്രോളാണ്. അതുകൊണ്ട് നിയന്ത്രണമില്ല. അങ്ങനെ നമ്മൾ ശ്വാസോച്ഛ്വാസത്തിൽ അല്ലെങ്കിൽ ശബ്ദാവർത്തനത്തിൽ അല്ലെങ്കിൽ രൂപധ്യാനത്തിൽ ഇടപെടുകയാണ് എങ്കിൽ ഇടപെടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ആ തിരിച്ചറിവ് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊള്ളും. നിഷ്പക്ഷമായിട്ടുള്ള തിരിച്ചറിവ് അപാരമായ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും. എന്താ ഉറപ്പ്? അനുഭവിച്ചറിയാവുന്നതാണ്. ഈ ധ്യാനം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പരിശീലിക്കുകയാണെങ്കിൽ അത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഊക്കുകൊണ്ട് മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കേൾക്കുന്നവർക്ക് ഇത് കൃത്യമായി 2 നേരം എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഊക്കുകൊണ്ട് മാത്രം തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ആധിക്യം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 3 മുതൽ 6 മാസത്തിനകം മാറ്റങ്ങളുണ്ടാകും. മാറ്റങ്ങളുണ്ടാകുന്നത് ആദ്യം നമ്മളല്ല അനുഭവിക്കുക, നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളവരാണ് അനുഭവിക്കുക. അതുകൊണ്ട് മാറ്റങ്ങളുണ്ടാകുമെന്നുള്ള കാര്യത്തിന് സംശയമേ വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, ഇടപെടരുത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശരീരത്തെ സാമ്പ്രദായികമായ രീതിയിൽ ക്രമീകരിക്കുന്ന രീതി പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ശരീരത്തിലും ഇടപെടാൻ പാടില്ല. വാസ്തവത്തിൽ ശരീരം അതിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് സ്വയം ഉരുത്തിരിച്ചു കൊണ്ടുവന്നുകൊള്ളും. കുറച്ച് കാലമെടുക്കും. കാരണം ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിയുണ്ട്. ബയോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കും. അതിൻ്റേതായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ഉണ്ട്. ശരീരത്തിന് എന്താ വേണ്ടാത്തതെന്ന് അറിയാം. അതിൻ്റെ മുകളിൽ നമ്മളുടെ കൽപ്പിതമായ അപര്യാപ്തമായ അറിവുകളെ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പലപ്പോഴും രോഗമടക്കമുള്ളത് ഉണ്ടാകുന്നത്. നമ്മളുടെ അറിവ് അത് എത്ര അപാരമാണെങ്കിലും പരിമിതമായതാണ്. പരിമിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും അതും പരിമിതമായതാണ്. അതുകൊണ്ട് അറിവ് എത്ര ആർജിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യവുമില്ല. ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പരിമിതമായതാണ്. പരിമിതമായ പ്രവൃത്തികൾക്ക് പരിമിതമായ ഫലം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പരിമിതമായ ഫലം ഒരാൾക്കും പൂർണ്ണ തൃപ്തിയെ ഉണ്ടാക്കി കൊടുക്കുന്നതും അല്ല. അതുകൊണ്ട് ഈ അറിവുകളെ ഇമ്പോസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ അറിഞ്ഞ കാര്യങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇമ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഈ മെഡിറ്റേഷൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇത് വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വര അനുഗ്രഹാധിക്യമുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇത് സാധിക്കുകയില്ല. അല്ലാത്തവർക്ക് നിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും കൂടുതൽ താല്പര്യം. എപ്പോഴും സ്വാതന്ത്ര്യമാണ് നമ്മൾ തേടുന്നതെങ്കിലും ആധ്യാത്മികതയിലടക്കം അസ്വാതന്ത്ര്യത്തെയാണ് നാം വാസ്തവത്തിൽ സ്വീകരിക്കുന്നത്. സ്വാതന്ത്ര്യം തേടി അസ്വാതന്ത്ര്യത്തെ വരിക്കുന്നതിനെയാണ് വാസ്തവത്തിൽ ഇന്ന് ആധ്യാത്മികത എന്ന് വിളിക്കുന്നത്. ഇത് ഈ പറയുന്ന സമ്പ്രദായം പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള സമ്പ്രദായമാണ്. വേറൊരാളെ ആശ്രയിക്കാതെ, വേറൊന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായിട്ട്
ഈശ്വരാന്വേഷണം നടത്താനുള്ള സാമ്പ്രദായികമായ ഒരു വഴി, അയത്നരഹിതമായി നടത്താനുള്ള ഒരു വഴി ലളിതമായി വിശദമായി പറയുകയാണ് ഞാനിവിടെ. ലളിതമായി വിശദീകരിക്കുകയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വാസ്തവത്തിൽ വേറൊന്നിൻ്റെയും ആവശ്യം ഇല്ല. നമുക്ക് തന്നെ പരമമായ സത്യത്തെ കണ്ടെത്താൻ സാധിക്കും. കാരണം നമ്മൾ ആ പരമമായ സത്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. നമുക്ക് അതിനെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ശ്വാസോച്ഛ്വാസത്തിൽ ഇടപെടലുകൾ നടത്തരുത്. അങ്ങനെ നമ്മൾക്ക് പറ്റുന്ന ഒരു രീതിയിൽ ശരീരത്തെ ക്രമീകരിച്ച്, ശരീരം റിലാക്സ്ഡ് ആണോ, പിരിമുറുക്കങ്ങളില്ലാത്തതാണോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മുടെ ശ്രദ്ധയെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു. ശ്വാസമകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് വരുന്നു. ഈ പ്രക്രിയ നമ്മൾ ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് മാറിയിരിക്കും. ചിന്തകളുടെ ആധിക്യം തിരിച്ചറിയാൻ തുടങ്ങും. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ചിന്തകൾ ഒരുപാടുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നത്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധ കുറവായത് കൊണ്ടാണ് ആ തിരിച്ചറിവുണ്ടാകാത്തത്. അതുകൊണ്ട് ഒരുപാട് ചിന്തകൾ വരുന്നു എന്നത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം കൂടി ആണ്. അതുകൊണ്ട് ചിന്തകൾ ഒരുപാടുണ്ടായിക്കൊള്ളട്ടെ, ചിന്ത നമ്മളുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോയി കൊള്ളട്ടെ. ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെയാണ് മെറ്റാ അവയർനെസ് അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്ന് വിളിക്കുന്നത്. ആ മെറ്റാ അവയർനെസ്, സെൽഫ് അവയർനെസ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മളുടെ ചിന്തയെ കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ചിന്ത നമ്മുടെ ശ്രദ്ധയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ റിലാക്സ്ഡായി റിലീസ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നു. ഈ മെറ്റാ അവയർനെസ്സിൻ്റെ ആവർത്തനം നമ്മുടെ ബ്രെയിനിലുള്ള ചില ഭാഗങ്ങളെ ശക്തമാക്കുകയും ഇത് നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് പ്രായോഗികമാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അരുതാത്തത് പറയേണ്ടി വരുമ്പോൾ നമ്മൾ അവെയറാകും. അതിൽ നിന്ന് നമുക്ക് വിരമിക്കാൻ സാധിക്കും. ദേഷ്യം വരുമ്പോൾ നമ്മൾ അവെയറാകും. അതിൽ നിന്ന് നമുക്ക് വിരമിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ ഈ ധ്യാന രീതി പരിശീലിച്ചാൽ കൂടുതൽ ഊഷ്മളതരമാകും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ബന്ധങ്ങളെ ഉലയ്ക്കുന്നത് ഈ അനിയന്ത്രിതമായിട്ടുള്ള വികാര പ്രകടനങ്ങളും ഉപയോഗിക്കുന്ന ഭാഷയും ആണ്, വാക്കുകളും ആണ്. ഇതൊക്കെ നമ്മൾ ആ വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ അറിയാതെ ചെയ്തു പോകുന്നതാണ്. ഈ ധ്യാനം നമ്മൾ പരിശീലിച്ച് മുന്നോട്ട് പോകുമ്പോൾ മെറ്റാ അവയർനെസ്സിൻ്റെ ഭാഗത്തെ, ബ്രെയിനിലെ ആ ഭാഗം, മെറ്റാ അവയർനെസ് ഉണ്ടാക്കുന്ന ഭാഗത്തെ നമ്മൾ ആവർത്തിച്ച് ശക്തിപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ ബൗദ്ധിക ജീവിതത്തിൽ ഈ വികാരങ്ങളുടെ വേലിയേറ്റത്തിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും അതിൽ പെടാതെ ക്രമേണ, ഒരു സുപ്രഭാതത്തിലല്ല, ക്രമേണ നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ മോക്ഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കുറേ കാലം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതം, പ്രത്യക്ഷ പ്രായോഗിക ദൈനംദിന ജീവിതം സാധാരണയുള്ളതിനേക്കാൾ മാറ്റമുള്ളതാകും, ശാന്തമാകും, സമാധാനമുള്ളതാകും, സന്തോഷത്തോടു കൂടിയതാകും. അപ്പം നമ്മൾ ശ്രദ്ധ അപഹരിച്ചുകൊണ്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ശ്രദ്ധ അപഹരിക്കപ്പെട്ടുകൊണ്ട് പോകുന്നു, തിരിച്ചു വരുന്നു. ക്രമേണ ശ്രദ്ധ ഈ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രമായിട്ട്, അല്ലെങ്കിൽ മന്ത്രത്തിൽ, ശബ്ദത്തിൽ മാത്രമായിട്ട്, അല്ലെങ്കിൽ രൂപത്തിൽ മാത്രമായിട്ട് നിർത്താൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിന്തകളുടെ ആധിക്യം കുറഞ്ഞു എന്നർത്ഥം. ചിന്തകളുടെ ആധിക്യം കുറയുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഒരു സന്തോഷം. ആ സന്തോഷം ചിന്തകൾ കുറഞ്ഞ് ഭാവി ഭൂതങ്ങളിലൂടെ സഞ്ചരിക്കാതെ വർത്തമാനത്തിൽ തന്നെ നമ്മളുടെ ശ്രദ്ധ നിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ തന്നെയുള്ള സന്തോഷത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങും.
ആ സന്തോഷത്തെ പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. കാരണം ആ സന്തോഷമാണ് പിന്നീട് ധ്യാനത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. കാരണം മനുഷ്യൻ അവരെ സന്തോഷിപ്പിക്കുന്നതെന്തും ചെയ്യുവാൻ എപ്പോഴും തൽപരരാണ്. അപ്പം ധ്യാനത്തിന് ആദ്യത്തെ കുറച്ച് കാലം മാത്രമേ നമ്മൾ ഇരിക്കാനൊക്കെ പ്രയത്നിക്കേണ്ടതായിട്ടുള്ളൂ. ധ്യാന സമയമാകുമ്പോൾ ബോധപൂർവം ഇരിക്കേണ്ടതായിട്ട് വരുന്നത് ആദ്യത്തെ കുറച്ചാഴ്ചകൾ മാത്രമാണ്. പിന്നീട് ചിന്തകൾ ക്രമേണ, മുഴുവനൊന്നും പോകേണ്ട ചിന്തകൾ കുറച്ച് കുറഞ്ഞാൽ തന്നെ ഈ ഒരു സന്തോഷം, വളരെ സൂക്ഷ്മമായ തലത്തിൽ ഒരു സന്തോഷം നമുക്കുണ്ടാവാൻ തുടങ്ങും. ആ സന്തോഷത്തെ നമ്മൾ പതുക്കെ തിരിച്ചറിഞ്ഞ് അതിനെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ ആ സന്തോഷം നമുക്ക് ഊർജം പകരുകയും ധ്യാനത്തെ നിലനിർത്തുവാനും നിരന്തരം അഭ്യസിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതുവരെ നമ്മൾ 3 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ, രൂപം, ശബ്ദം, ശ്വാസം, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്നിനെ ധ്യാന വിഷയമായിട്ട് സ്വീകരിച്ചിട്ട് ധ്യാനം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കേട്ടത്. ചിലർക്ക് 3ഉം കൂടി ഒരുമിച്ച് ചെയ്താൽ കൊള്ളാം എന്നുണ്ടാകും. അതായത് രൂപ, നാമ, ശ്വാസം 3ഉം കൂടി ഒരുമിച്ച് ചെയ്താൽ കൊള്ളാം എന്നുണ്ടാകും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. പക്ഷേ ഇനി ചിന്തിക്കാൻ പോകുന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു ധ്യാന വിഷയത്തിൽ നിഷ്ണാതരായിരിക്കണം. അതായത് ഒന്നുകിൽ രൂപധ്യാനം, അല്ലെങ്കിൽ ശബ്ദധ്യാനം, അല്ലെങ്കിൽ ശ്വാസധ്യാനം. ഇതിലേതെങ്കിലും ഒന്നിൽ നമുക്ക് കുറച്ച് പരിചയം ഉണ്ടാകണം. പൂർണ്ണമായിട്ട് അതിൽ നിഷ്ണാതരാകണം എന്നല്ല, പക്ഷെ അതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടാകണമെങ്കിൽ അതുമായിട്ട് കുറച്ച് കാലം നമ്മൾ ചെലവഴിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെലവഴിച്ചതിന് ശേഷം ഇത് 3ഉം കൂടി ഒരുമിപ്പിക്കണം എന്ന ആഗ്രഹം ചിലർക്കുണ്ടാകാം. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവരെങ്ങനെയാണ് ഇത് 3നെയും കൂടി ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. പക്ഷെ അത് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ രൂപത്തെയാണ് ധ്യാനിക്കുന്നത്. ഉദാഹരണത്തിന് ശ്രീരാമചന്ദ്രസ്വാമിയെയാണ് ധ്യാനിക്കുന്നത്, ശ്രീകൃഷ്ണസ്വാമിയെയാണ് ധ്യാനിക്കുന്നത്, അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയെയാണ് ധ്യാനിക്കുന്നത്. അവരുടെ രൂപമാണ് ധ്യാനിക്കുന്നത്. ഈ രൂപം ധ്യാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് രൂപത്തോടൊപ്പവും നമുക്ക് ഒരു നാമമുണ്ടാകും. നമ്മളൊരു ഏത് രൂപത്തിനും നമ്മളൊരു നാമം കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഒരു രൂപം കാണുമ്പോൾ തന്നെ അതിനോടൊപ്പം അതിൻ്റെ നാമവും നമ്മുടെ മനസ്സിൽ വരും. ഈ ധ്യാനത്തിൻ്റെ സവിശേഷത, നമ്മൾ രൂപത്തെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ രൂപത്തെ മാത്രമായിരിക്കും ധ്യാനിക്കുന്നത്. അതിൻ്റെ നാമം, ശബ്ദരൂപം വരുന്നത് വ്യതിചലനമാണ്, ഡിസ്ട്രാക്ഷനാണ്. രാമനാമമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നതെങ്കിൽ പൊതുവെ ആ നാമത്തിന് ഒരു രൂപമുണ്ടാകും. ചിലർക്ക് രാമ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഭഗവാന്റെ രൂപമായിരിക്കും, ചിലപ്പോൾ മറ്റു പലരുടെയും രൂപങ്ങളായിരിക്കാം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ രാമ ശബ്ദം ധ്യാന വിഷയമാക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രൂപത്തെ ഒഴിവാക്കണം. രൂപം വന്നാൽ അത് വ്യതിചലനമാണ്, ഡിസ്ട്രാക്ഷനാണ്. ശ്വാസോച്ഛ്വാസത്തിൽ ആ പ്രശ്നം ഇല്ല. കാരണം ശ്വാസോച്ഛ്വാസത്തിൽ വേറൊന്നും വരാൻ പ്രത്യേകിച്ചില്ല, ചിന്തകളല്ലാതെ. ചിന്തകൾ വന്നാൽ അത് വ്യതിചലനമാണ്, തിരിച്ച് നമ്മൾ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരണം. അപ്പോൾ രൂപത്തെ ധ്യാനിക്കുമ്പം നാമാദികൾ വന്നാൽ അത് വ്യതിചലനമാണ്, ഡിസ്ട്രാക്ഷനാണ്, തിരിച്ച് രൂപത്തിലേക്ക് മാത്രമായിട്ട് വരാൻ ശ്രമിക്കണം. ശബ്ദമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നതെങ്കിൽ ശബ്ദത്തിൻ്റെ അർത്ഥം, രൂപം, ഇതൊക്കെ വ്യതിചലനമാണ്. അതിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ച് ശബ്ദത്തിലേക്ക് മാത്രം വരാൻ ശ്രമിക്കണം. ശ്വാസോച്ഛ്വാസത്തിലെ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ വ്യതിചലിപ്പിക്കുക, ഡിസ്ട്രാക്റ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് തിരിച്ച് ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരണം. അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് നമ്മുടെ ധ്യാന വിഷയവുമായിട്ട് സംവദിക്കാൻ സാധിക്കണം. അങ്ങനെ കുറച്ചു കാലം ചെയ്തു കഴിയുമ്പോൾ അത് സാധിക്കും. അങ്ങനെ സാധിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലർക്ക് ഇത് 3ഉം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് ഒരുമിപ്പിച്ച് ചെയ്യണം എന്നുണ്ട്. അങ്ങനെയുള്ളവരെന്താണ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്.
ഇതൊരൊറ്റ പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ വ്യത്യസ്ത ഭാഗങ്ങൾ നിങ്ങൾ പല വട്ടമായിട്ട് കേൾക്കണം. 2, 3, 4 വട്ടം കേട്ട് കഴിയുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള ഒരു അർത്ഥം അതിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിക്കുക. അതിനുശേഷം വേണം അതിനു മുമ്പ് തുടങ്ങാം. പക്ഷെ അതിനനുസരിച്ച് നിങ്ങളുടെ ധ്യാനത്തെ നിങ്ങൾ മോഡിഫൈ ചെയ്തു കൊണ്ടുവന്ന് ഇത് പല ആവർത്തി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഗ്രാഹ്യത ഉണ്ടാകും. അതിനുശേഷമാണ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നും കൂടി എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? 20 മിനിറ്റ് ധ്യാനിക്കാൻ തീരുമാനിച്ചവർ അത് 21 മിനിറ്റ് ആക്കണം. കാരണം 7 മിനിറ്റിൻ്റെ 3 ഘട്ടങ്ങൾ. 24 മിനിറ്റാണ് ധ്യാനത്തിന് ഉപയോഗിക്കുന്നതെങ്കിൽ 8 മിനിറ്റ് വെച്ച് 3 ഘട്ടങ്ങൾ. അപ്പോൾ ഇപ്പോൾ പുതിയ പല ആപ്ലിക്കേഷൻസും ലഭ്യമാണ്. ടൈമറുകളുടെ ആപ്ലിക്കേഷൻസ് ലഭ്യമാണ്. 7 മിനിറ്റ് കൂടുമ്പം നമ്മളെ ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ 8 മിനിറ്റ് കൂടുമ്പം നമ്മളെ ഓർമ്മിപ്പിക്കും. 24 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 21 മിനിറ്റ് കഴിയുമ്പം നമ്മളെ കഴിഞ്ഞു എന്നും ഓർമ്മിപ്പിക്കും. അങ്ങനത്തെ ടൈമറുകൾ നമുക്കിന്ന് ലഭ്യമാണ്. അതിലേതെങ്കിലും ഒരു ടൈമർ നമ്മൾ ആ ടൈമറുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 3 കൂടി ധ്യാനിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം രൂപത്തിൽ തുടങ്ങണം. കാരണം രൂപമാണ് ഏറ്റവും സ്ഥൂലമായിട്ടുള്ളത്. അത് അഗ്നിതത്വത്തിൻ്റെ തലമാണ്, പ്രകാശം അഗ്നിതത്വത്തിൻ്റെ തലമാണത്. അവിടെ നിന്ന് നാമത്തിൻ്റെ തലത്തിലേക്ക്, ശബ്ദത്തിൻ്റെ തലത്തിലേക്ക്, ശബ്ദം അഗ്നിയേക്കാൾ സൂക്ഷ്മമായതാണ്. പിന്നെ ശബ്ദത്തിൻ്റെ തലത്തിൽ നിന്ന് ശ്വാസോച്ഛ്വാസം പ്രാണൻ്റെ തലത്തിലേക്ക്, അത് അതിലും സൂക്ഷ്മമായതാണ്. അപ്പോൾ സ്ഥൂലമായതിൽ നിന്ന് സൂക്ഷ്മമായതിലേക്കാണ് പ്രയാണം ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ആദ്യം രൂപത്തെ ധ്യാനിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ രൂപത്തെ ആദ്യം പുറത്ത് കാണണം. പുറത്ത് കണ്ടതിന് ശേഷം കുറച്ച് കാലത്തെ അഭ്യാസത്തിന് ശേഷം അതിനെ അകത്ത് കാണാൻ സാധിക്കും. അകത്ത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മറ്റ് 2 തരത്തിലേക്ക് നമുക്ക് മാറാം. അകത്ത് കാണാൻ കഴിയുന്നത് വരെ ഇത് 3 കൂടി യോജിപ്പിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. അപ്പോൾ ആദ്യം പുറത്ത് കണ്ടു, പിന്നെ അതിനെ അകത്ത് കണ്ടു. അകത്ത് കൃത്യമായിട്ട് നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള രൂപത്തെ കൃത്യമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 7 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് നമ്മൾ ആ രൂപം അടിമുടി കാണണം. ഓരോ ഭാഗങ്ങൾ വിശദമായിട്ട് കാണണം. അങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങളും വിശദമായി കണ്ടു, അടിമുടി വിശദമായി കണ്ടു കഴിഞ്ഞാൽ ഒരു 8 മിനിറ്റ് കൊണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ആ രൂപം പതുക്കെ നാമമായി, നാം തിരഞ്ഞെടുത്തിട്ടുള്ള ശബ്ദമായി പരിണമിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. രൂപം നാമമായി പരിണമിക്കുന്നു. രൂപമായിരിക്കുന്ന സമയത്ത് രൂപം മാത്രമേ ഉള്ളൂ, നാമമില്ല, ശബ്ദമില്ല, മന്ത്രമില്ല, വേറൊന്നുമില്ല, രൂപം മാത്രമേ ഉള്ളൂ. രൂപത്തിൻ്റെ സമയം കഴിഞ്ഞു, നമ്മൾ ടൈമർ സൂചന നൽകി രൂപത്തിൻ്റെ സമയം കഴിഞ്ഞു എന്ന് സൂചന നൽകി കഴിഞ്ഞാൽ ഈ രൂപം ശബ്ദമായി പരിണമിച്ചു എന്ന് സങ്കല്പിക്കുക. പിന്നീട് ആ ശബ്ദം മാത്രമേ ഉള്ളൂ, രൂപമില്ല. പിന്നെ ആ ശബ്ദം ആവർത്തിക്കുകയാണ്. നമ്മളത് നേരത്തെ ഇതിൽ ഈ ധ്യാന വിഷയവുമായിട്ട് നേരത്തെ ഇടപഴകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ രൂപം ശബ്ദമായി കഴിഞ്ഞാൽ ഈ ശബ്ദം താനേ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഏതുപോലെയാണോ ചിന്തകൾ സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് വരുന്നത്, അതേപോലെ നാമം മനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം നാമം മനസ്സിലേക്ക് വരുമ്പം അതിന് ചിലപ്പോൾ വേഗത കൂടാം, ചിലപ്പോൾ വേഗത കുറയാം. ചിലപ്പം ഒരു നാമത്തിന് ശേഷം അടുത്ത നാമം വരുന്നതിനിടയിൽ ഒരു വലിയ നിശബ്ദതയുണ്ടാകാം. നമ്മളതങ്ങനെ ഒബ്സർവ് ചെയ്യുക മാത്രമാണ്, അതിൽ ഇടപെടുന്നില്ല. ഇനി അഥവാ ഇടപെടുന്നുണ്ട് എങ്കിൽ ഇടപെടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇടപെടാതിരിക്കാൻ നമ്മൾ പ്രയത്നിക്കരുത്. കാരണം ഇടപെടാതിരിക്കാൻ പ്രയത്നിക്കുന്നത് മറ്റൊരു പ്രയത്നമാണ്. ഓൾറെഡി ഒരു പ്രയത്നം ഇവിടെ ഉണ്ട്. ഇടപെടുക എന്നുള്ളതൊരു പ്രയത്നമാണ്. അപ്പോൾ അതിനെ അറിഞ്ഞുകൊണ്ട് ഇരുന്നാൽ മാത്രം മതി. അപ്പം ഈ നാമം അങ്ങനെ ജപിച്ച, അപ്പം ഈ ഗ്യാപ്പ് ശ്രദ്ധിക്കുക. ഈ ഗ്യാപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നാമം കഴിഞ്ഞ് സ്വാഭാവികമായും ഉണ്ടാകുന്ന നിശ്ചലാവസ്ഥ, നിശബ്ദാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അടുത്തൊരു നാമം വരുന്നു. ചിലപ്പോൾ ഇത് വളരെ ഫാസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ വളരെ സ്ലോ ആയിരിക്കും. അതെങ്ങനെയാണോ അതിൻ്റെ സ്വാഭാവിക രീതിയിൽ വരുന്നു. നാമം 7 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് കഴിഞ്ഞു, ടൈമർ സൂചന നൽകി കഴിഞ്ഞാൽ നമ്മൾ ഈ നാമത്തെ നമ്മുടെ ശ്വാസവുമായിട്ട് മേളിപ്പിക്കും.
ശ്വാസവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ 1, 2, 3 ശ്വാസം നാമത്തോടു കൂടി വേണമെങ്കിൽ എടുക്കാം. അത് കഴിഞ്ഞാൽ ആ നാമം ശ്വാസമായി തീർന്നു, ശ്വാസത്തെ മാത്രമായി ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ശ്വാസത്തിലും ഇതുപോലെ നമ്മൾ ഇടപെടുന്നൊന്നുമില്ല. ശ്വാസം അതിൻ്റെ ഇഷ്ടമനുസരിച്ച് വരുന്നു, അതിൻ്റെ ഇഷ്ടമനുസരിച്ച് പോകുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നു, പിന്നെ പോകുന്നു. അതിനിടയ്ക്കുള്ള പോസുകൾ ഇതെല്ലാം നമ്മൾ സശ്രദ്ധം വീക്ഷിക്കും. ഇനി അഥവാ ഇടപെടൽ നടത്തുകയാണെങ്കിൽ, അത് നമ്മുടെ സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ട് ഇടപെടൽ നടത്താതിരിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. നമ്മൾ ഇടപെടുന്നു എങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ ശബ്ദോച്ചാരണത്തിൻ്റെ രീതിയിൽ, രൂപധ്യാനത്തിൻ്റെ രീതിയിൽ നമ്മൾ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എങ്കിൽ ആ ഇടപെടലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുക, അവെയറാവുക അതിനെപ്പറ്റി, വേറൊന്നും ചെയ്യണ്ട. അങ്ങനെ ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ ശ്രദ്ധിച്ചു. 21-24 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ചാടി എഴുന്നേക്കരുത്, വളരെ പതുക്കെ അവിടുന്ന് എഴുന്നേക്കാം. അപ്പം അങ്ങനെ 3ഉം ഒരുമിപ്പിക്കാനുള്ള രീതിയും നമ്മളിപ്പോൾ കേട്ടു. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നമുക്ക് ക്രോഡീകരിച്ച് കേൾക്കാം. അതിനുശേഷം ഈ ധ്യാനത്തെ സൂചിപ്പിക്കുന്ന 1-2 ഗീതയിലും രാമായണത്തിലും ഒക്കെയുള്ള 1-2 ശ്ലോകങ്ങളും കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം നമുക്ക് ധ്യാനത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. ഒരു ധ്യാന വിഷയം വേണം, അത് നമ്മൾ തിരഞ്ഞെടുത്ത രൂപമോ നാമമോ ശ്വാസോച്ഛ്വാസമോ ആണ്. അതിന് ഒരു സ്ഥലം വേണം, അത് നമ്മൾ തിരഞ്ഞെടുത്തു. താരതമ്യേന ശല്യം കുറവുള്ള നിശബ്ദമായ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്തു. ഒരു സമയം വേണം, അതും നമ്മൾ തിരഞ്ഞെടുത്തു. 20 മിനിറ്റ്, 21 മിനിറ്റ്, 24 മിനിറ്റ്, 2 നേരം, അല്ലെങ്കിൽ മിനിമം 1 നേരം. 2 നേരം വേണം മിനിമം. പക്ഷേ ജോലിയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ 2 നേരം പറ്റിക്കൊള്ളണമെന്നില്ല, അപ്പോൾ 1 നേരം. റിട്ടയർഡ് ആയിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞു പല പ്രാവശ്യങ്ങളായിട്ട് 10 മിനിറ്റിൻ്റെ സെഷൻസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സമയവും തിരഞ്ഞെടുത്തു. ഇനി ആ സ്ഥലത്ത് നമ്മൾ ചെന്നിരിക്കുകയാണ്. നമ്മുടെ ശരീരം ഏത് രീതിയിലാണോ ജാഗ്രതയോടുകൂടി സുഖമായിട്ടിരിക്കുന്നത് ആ രീതിയിൽ ശരീരത്തെ ഇരുത്താം. ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളിൽ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ട്രഡീഷണലായിട്ടുള്ള രീതികളിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. എങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, ശരീരം ക്രമേണ ക്രമീകരിക്കപ്പെട്ടുകൊള്ളും. അങ്ങനെ നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ശരീരം ആകമാനമായിട്ട് പിരിമുറുക്കമില്ലാത്തതായിരിക്കണം, റിലാക്സ്ഡ് ആയിരിക്കണം. അപ്പം തല മുതൽ കാല് വരെ, കാലിൻ്റെ അടി വരെ നമ്മൾ മനസ്സുകൊണ്ട് ഒന്ന് വീക്ഷിക്കുകയാണ്, സ്കാൻ ചെയ്യുകയാണ്. തലയിൽ, നെറ്റിയിൽ, കണ്ണുകൾ, മൂക്കുകൾ, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് പതുക്കെ മനസ്സുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് എവിടെയെങ്കിലും പിരിമുറുക്കം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അയക്കാൻ ശ്രമിക്കുക. അയയുന്നില്ലെങ്കിൽ അവിടെ പിരിമുറുക്കമുണ്ട് എന്ന് തിരിച്ചറിയുക. ഇനിയും അയക്കുന്നതിൽ താല്പര്യമില്ല, അതും ഒരു ഇടപെടലാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ പിരിമുറുക്കമുണ്ട് എന്നറിഞ്ഞിട്ട് മുന്നോട്ട് പോവുക. ഈ അറിവ്, ഈ അവയർനെസ് മാറ്റങ്ങളുണ്ടാക്കും. നമ്മൾ അവെയറാകുന്ന മൊമെൻറ്റിൽ മാറ്റമുണ്ടാകും. ആധുനിക ശാസ്ത്രവും ക്വാണ്ടം മെക്കാനിക്സ് അത് തന്നെയാണ് പറയുന്നത്. ഇത് ഒബ്സർവർ എന്തിനെയാണോ ഒബ്സർവ് ചെയ്യുന്നത്, അയാളുടെ ഒബ്സർവേഷൻ ആ ഒബ്സർവ്ഡിൽ, അതായത് ഒബ്സർവറിലും ഒബ്സർവ്ഡിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒബ്സർവേഷൻ ഒബ്സർവറെയും ഒബ്സർവ്ഡിനെയും മാറ്റും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിരിമുറുക്കം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പിന്നെ പോവുക. മറ്റു ഭാഗങ്ങളിൽ മുഴുവനും മനസ്സുകൊണ്ടൊന്ന് സ്കാൻ ചെയ്ത് ശരീരം ഏകദേശം സ്വസ്ഥമായിട്ടല്ലേ ഇരിക്കുന്നത് എന്നതൊന്ന് നോക്കുക. നമ്മുടെ കണ്ണിൻ്റെ മസിൽസ് ലൂസായിരിക്കണം, നമ്മുടെ ചെറികളുടെ മസിൽസ് ലൂസായിരിക്കണം. കാരണം ടെൻഷൻ വരുമ്പോൾ ഇവിടെയൊക്കെയാണ് കൂടുതൽ പിരിമുറുക്കം അനുഭവപ്പെടുക. താടിയെല്ലുകൾ റിലാക്സ്ഡ് ആയിരിക്കണം, തോളിലെ മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കണം. അങ്ങനെ കംപ്ലീറ്റ് ബോഡി ഏകദേശം പിരിമുറുക്കങ്ങളില്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ചില ഭാഗത്തൊക്കെ ചില ടെൻഷൻസ് ഉണ്ടാകും, അത് സാരമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത പിരിമുറുക്കങ്ങളില്ലാത്ത രീതിയിൽ ശരീരത്തെ ഇരുത്തുക.
കണ്ണടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യാം. പിന്നീട് നമ്മുടെ ധ്യാന വിഷയത്തിലേക്ക് വരിക. അത് രൂപമാകാം, ശബ്ദമാകാം, ശ്വാസോച്ഛ്വാസമാകാം. ഏതായാലും ക്രമേണ രൂപത്തിൽ നിന്ന് നാമത്തിൽ നിന്ന് ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം ഏറ്റവും പഴയ 2600 പരം വർഷങ്ങൾ പഴക്കമുള്ളത് ഈ ശ്വാസോച്ഛ്വാസത്തെ ധ്യാനിക്കുക എന്നുള്ളതാണ്. പിൽക്കാലത്ത് ശ്വാസോച്ഛ്വാസ ധ്യാനം സാധ്യമല്ലാത്തവർക്കു വേണ്ടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ് മറ്റ് മാർഗങ്ങളെല്ലാം. മറ്റെല്ലാ മാർഗങ്ങളും അതിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. ആദ്യമുണ്ടായത് അനുഭവാത്മകമായ ധ്യാനം എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസത്തിൻ്റെ ധ്യാനമാണ്. അതുകൊണ്ട് അതിലേക്ക് ക്രമേണ വരാൻ ശ്രമിക്കണം. കാരണം സ്ഥൂലമായതിൽ നിന്ന് സൂക്ഷ്മമായതിലേക്കാണ് വരേണ്ടത് എന്നുള്ളത് കൊണ്ട് ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരണം. അങ്ങനെ നമ്മൾ രൂപം ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ശബ്ദം ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരുന്നു. അങ്ങനെ ധ്യാന വിഷയവുമായിട്ട് നമ്മൾ ശ്രദ്ധാപൂർവം ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് അതിൽ നിന്ന് വ്യതിചലിക്കും. ചിന്തകൾ, ഈ രൂപമുണർത്തുന്ന ഓർമ്മകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കും. 5 തരത്തിലുള്ള വ്യതിചലനങ്ങളാണ് യോഗസൂത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പ്രമാണം, ചിത്തവൃത്തികളെ നിരോധിക്കുക എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ അന്തിമ ലക്ഷ്യം. ചിത്തത്തിൻ്റെ വൃത്തികൾ, മനസ്സിൻ്റെ പ്രവർത്തികളെ പതുക്കെ നിരോധിക്കുക എന്നുള്ള വാക്കിന് 2 തരത്തിൽ അർത്ഥമെടുക്കാം. ഒന്ന് ഇല്ലാതാക്കുക എന്നർത്ഥമെടുക്കാം, മറ്റൊന്ന് ഇല്ലാതാവുക എന്നൊരർത്ഥവും അതിനെടുക്കാം. അങ്ങനെ ഇല്ലാതാവുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിത് ചിന്തിക്കുന്നത്. ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഇടപെടും. നമ്മൾ ഇടപെട്ടിട്ടാണ് അതിനെ ഇല്ലാണ്ടാക്കുന്നത്. നമ്മൾ ഇടപെടുന്നത് പരിമിതമായ ബോധത്തിൻ്റെ ഇടപെടലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തിലിടപെട്ടാലും അത് പരിമിതമായിരിക്കുകയുള്ളൂ, അപരിമിതമായതായി തീരില്ല. അപ്പോൾ ഇടപെടാതിരിക്കുമ്പോഴോ, ഞാൻ എന്ന അല്പബോധം ഇടപെടാതിരിക്കുമ്പോൾ പിന്നെ അതിൽ ഇടപെടുന്നത് ആരാ? പരമമായ ബോധം. അതുകൊണ്ട് ഇടപെടലുകൾ നടത്താതിരിക്കുക, അതാണ് നിരോധം എന്നുള്ള വാക്കിന് ഇല്ലാതാവുക എന്നുള്ള അർത്ഥമാണ് ഞാൻ എടുക്കുന്നത്, ഇല്ലാതാക്കുക എന്നുള്ളതല്ല. അങ്ങനെ ചിത്തവൃത്തികൾ എന്താണെന്നും കൂടി അറിയണം. അത് ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ 5 വൃത്തികളെയാണ് പറയുന്നത് യോഗസൂത്രത്തിൽ. 1 പ്രമാണം, 2 വിപര്യം, 3 വികൽപ്പം, 4 നിദ്ര, 5 സ്മൃതി. പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ ഗോചരം ആയത്, നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നത്, പിന്നെ മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇവിടെ ശാസ്ത്രവചനങ്ങൾ അല്ലെങ്കിൽ ആപ്തവചനങ്ങളൊക്കെയാണ് പ്രമാണമായിട്ട് എടുക്കുക. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമായതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അനുമാനങ്ങൾ, ആ അനുമാനങ്ങളെ സ്വാധീനിക്കുന്ന ആപ്തവചനങ്ങൾ, ശാസ്ത്രവചനങ്ങൾ, മറ്റുള്ളവരുടെ വാക്കുകൾ, ഇത്രയുമാണ് പ്രമാണം. ഒന്ന് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ സഹായിക്കുന്നത് ആണ് പ്രമാണം. നമ്മൾ ഇന്നതാണ് നമ്മൾ അറിയുന്നത് എന്ന് നമ്മളെ അറിയാൻ സഹായിക്കുന്നത്, അതാണ് പ്രമാണം. അതൊരു ചിത്തവൃത്തിയാണ്, അതൊരു ചിത്തത്തിൻ്റെ ചാഞ്ചല്യമാണ്. കാരണം ഈ വാസ്തവത്തിൽ കണ്ണ് കാണുന്നു എന്നുള്ളതല്ലാതെ അതിനർത്ഥം കൽപ്പിക്കുന്നതൊക്കെ പിന്നീടാണ്. നമ്മുടെ കണ്ണൊരു വസ്തുവിനെ കാണുമ്പോൾ അത് ഇന്നതാണ് എന്ന് നമ്മൾ പറയുന്നത് ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലമില്ല എന്നുണ്ടെങ്കിൽ കണ്ണ് കാണുക മാത്രമാണ് ചെയ്യുക, കാത് കേൾക്കുക മാത്രമാണ് ചെയ്യുക, മൂക്ക് മണക്കുക മാത്രമാണ് ചെയ്യുക, നാക്ക് രുചിക്കുക മാത്രമാണ് ചെയ്യുക, ത്വക്ക് സ്പർശിച്ചറിയുക മാത്രമാണ് ചെയ്യുക. അത് സുഖമുള്ളതാണ്, സുഖമില്ലാത്തതാണ്, നിഷ്പക്ഷമായതാണ് എന്നുള്ളത് നമ്മുടെ ആർജിതമായിട്ടുള്ള അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നാം എടുക്കുന്ന തീരുമാനമാണ് എന്നുള്ളത് കൊണ്ട് അറിവ്, പരിമിതമായതിനെക്കുറിച്ചിട്ടുള്ള അറിവുകളെല്ലാം ചിത്തവൃത്തിയാണ്, ചിത്തത്തിൻ്റെ വ്യതിചലനങ്ങളാണ്. പിന്നെ 2ാമത്തെ ചിത്തവൃത്തി വിപര്യം, തെറ്റിദ്ധരിക്കുക. നമ്മൾ ഒന്നിനെ കാണുമ്പോൾ അത് വേറൊന്നാണ് എന്ന് ധരിക്കുക. ഒന്നിനെ കാണുമ്പോൾ അത് വേറൊന്നാണ് എന്ന് ധരിക്കുന്നത്
മറ്റൊരു ചിത്തവൃത്തിയാണ്. അപ്പം ഒരു കാര്യത്തെ മനസ്സിലാക്കുക, ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കുക. 3 വികല്പം നമ്മൾ സങ്കല്പിക്കുകയാണ്. നമ്മളൊന്നിനെ കാണുമ്പം അതിനെ പറ്റിയിട്ട് നമ്മളറിയാതെ ഭാവന ചെയ്യുകയാണ്. അത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിലും തെറ്റിദ്ധാരണാജനകമായ അറിവാണെങ്കിലും അത് നമ്മുടെ ഭാവനകളെ ഉദ്ദീപിപ്പിക്കും. അങ്ങനെ നമ്മുടെ ഭാവനകൾ ഉദ്ദീപ്തമാകുമ്പോൾ അത് വികല്പം. പ്രമാണം, വിപര്യം, വികല്പം. ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത അവസ്ഥ, നിദ്ര. അത് നമ്മൾ തീരെ അവെയറല്ല. അങ്ങനത്തെ ഒരവസ്ഥ നിദ്ര. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ വേറൊരവസരത്തിൽ പൊങ്ങി വരിക, സ്മൃതി, ഓർമ്മ. ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൻ്റെ അഗാധതയിൽ നിന്ന് ഊർന്ന് പുറത്തോട്ട് വരിക, അത് ഓർമ്മ. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ തടസ്സപ്പെടുത്തും. അപ്പം ഈ തടസ്സങ്ങൾ പ്രമാണം, വിപര്യം, വികല്പം, നിദ്ര, സ്മൃതി, ഇതെല്ലാം തടസ്സങ്ങളാണ്. ഈ തടസ്സങ്ങളെ പതുക്കെ ഈ തടസ്സങ്ങൾ ഇല്ലാതാകണം, പതുക്കെ ഇല്ലാണ്ടാകണം. ചിത്തവൃത്തികളെ നിരോധിക്കണം. അപ്പം നിശ്ചലമാകും. അപ്പം അതാണ് നമ്മൾ ഈ ധ്യാനത്തിലൂടെ പരിശീലിക്കുന്നത്. കുറച്ച് സമയമെടുക്കും. ഇത് കേൾക്കുമ്പം പെട്ടെന്ന് സാധിക്കുമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെ സാധിക്കണമെന്നില്ല. അങ്ങനെ നമ്മൾ ധ്യാന വിഷയവുമായിട്ട് നമ്മൾ സംവദിക്കുകയാണ്. ശ്വാസോച്ഛ്വാസത്തിലേക്കാണ് ക്രമേണ വരേണ്ടത്. ശ്വാസോച്ഛ്വാസത്തിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നു. ചിന്തകൾ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു, കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു. അത് എത്ര വട്ടം കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഗ്രേഡൊന്നുമില്ല. എന്നെക്കാൾ നന്നായി ധ്യാനിക്കുന്ന ആളാണ് നിങ്ങൾ, നിങ്ങളെക്കാൾ നന്നായി ധ്യാനിക്കുന്ന ആളാണ് ഞാൻ. ഇതങ്ങനെ ഗ്രേഡൊന്നുമില്ല. ഇതിൽ കോമ്പറ്റീഷനൊന്നുമില്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. അപ്പോൾ ചിലർക്ക് പലവട്ടം പോയി വരും, ചിലർ കുറച്ച് വട്ടമേ പോയി വരുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ രീതി മാത്രമാണ്. അപ്പോൾ അങ്ങനെ പോയി വന്ന് നമ്മൾ ക്രമേണ ഈ പോക്കുവരവുകൾ, നമ്മുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന അറിവുകൾ, തെറ്റിദ്ധാരണകൾ, ഭാവനാജനകമായത്, ഉറക്കം, അതായത് ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്ത ഒരവസ്ഥ, ഓർമ്മകൾ, ഇതിനൊക്കെ മനസ്സ് പതുക്കെ മോചിതമായിട്ട് പതുക്കെ നമ്മൾ ഏത് ധ്യാന വിഷയവുമായിട്ടാണോ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ധ്യാന വിഷയം മാത്രമായിട്ട് നിലകൊള്ളും. അങ്ങനെ 20-24 മിനിറ്റ് കഴിയുമ്പം ടൈമറപ്പം ശബ്ദിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ ആ ധ്യാന വിഷയത്തിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തി സാധാരണ ജീവിതത്തിലേക്ക് വരണം. സാധാരണ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ധ്യാനം നമ്മൾ പ്രയോഗിക്കുക എന്നുള്ളതും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ രീതിയിലേക്ക് വരുന്നു. അപ്പോൾ മനസ്സിന് ക്രമേണ ഒരു ശീലം നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. ചിത്തവൃത്തികളിൽ നിന്ന് വിമുക്തമായി നിശ്ചലമായ തലത്തെ നിൽക്കുക. ചലനത്തിൽ നിന്ന് നിശ്ചലതയിലേക്കുള്ള യാത്ര, സ്പന്ദത്തിൽ നിന്ന് അസ്പന്ദതയിലേക്കുള്ള യാത്ര. ദേവദശകത്തിലെ ശ്രീനാരായണ ഗുരുദേവൻ പ്രാർത്ഥിച്ചത് ഇവിടെ ഓർക്കുക, എൻ്റെ ചിത്തം നിന്നിൽ അസ്പന്ദം ആകണം. അങ്ങനെ ചിത്തത്തിൻ്റെ അസ്പന്ദ അവസ്ഥയിലേക്കുള്ള പോക്കാണ് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. ഇനി ഈ ധ്യാനത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകൾ, അപ്പം നമ്മൾ ധ്യാനിക്കാനിരുന്നു, ധ്യാന വിഷയവുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രമേണ നമ്മുടെ മനസ്സിൻ്റെ പോക്കുവരവുകൾ കുറഞ്ഞ് അത് ഏത് വിഷയമാണെങ്കിലും, ഇപ്പം നമുക്ക് സൂക്ഷ്മമായ ശ്വാസോച്ഛ്വാസത്തെ ധ്യാനിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക, സ്ഥൂലമായ രൂപത്തിൽ തന്നെയാണ് നിൽക്കാൻ താല്പര്യം എന്ന് വിചാരിക്കുക, അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വേണമെന്നില്ല. ഏത് വിഷയത്തിലാണോ നമ്മളുടെ ശ്രദ്ധ നിരന്തരം നിലനിൽക്കുന്നത്, വ്യതിചലിക്കാതെ പോക്കുവരവുകളൊക്കെ ക്രമേണ കുറയും. 6 മാസം, 12 മാസം, 18 മാസമൊക്കെ അഭ്യസിച്ച് കഴിയുമ്പോൾ പതുക്കെ ഈ പോക്കുവരവുകൾ കുറയാൻ തുടങ്ങും. ഇത് കുറയാൻ തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ സമൂലമായിട്ടുള്ള മാറ്റമുണ്ടാകും. ഇപ്പം എനിക്ക് ഇതൊക്കെ കേട്ടതിന് ശേഷമുള്ള
പലരുടെയും ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം, വാസ്തവത്തിൽ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ്. പലർക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദുഃഖനിവൃത്തി വന്ന് സുഖസൗകര്യങ്ങൾ കൂടാനാണ് താല്പര്യം. നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നത് പലപ്പോഴും നമ്മളുടെ സുഖസൗകര്യങ്ങൾ കൂടാനാണ്. നമ്മൾ സുഖം എന്ന് നിർവചിക്കുന്നതിൻ്റെ ധാരാളിത്തം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നത്. അതല്ല ശരിക്കുമുള്ള ആധ്യാത്മികത. ശരിക്കുമുള്ള ആധ്യാത്മിക സപര്യയിൽ ഏർപ്പെടുമ്പോൾ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാകും. ആ സമൂലമായ പരിവർത്തനം പൊതുവെ ആൾക്കാർക്ക് ഭയജനകം ആണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആധ്യാത്മികരാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിലും മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അവർ ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ കൂടുതൽ സുഖം അനുഭവിക്കുന്നതിലാണ് താല്പര്യപ്പെടുന്നത്. ആ താല്പര്യം ആധ്യാത്മികം അല്ല. ആ താല്പര്യം മോശമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് ഇതല്ല വഴി. അവർക്ക് മറ്റ് പല വഴികളും ഉണ്ട്. ഇത് സമൂലമായ ഒരു മാറ്റം ഉണ്ടാകും. ഈ സമൂലമായ മാറ്റത്തിൻ്റെ ഇടയിൽ ഭൗതികമായിട്ടുള്ള സുഖവും ഉണ്ടാകും. കാരണം ഭൗതികമായിട്ടുള്ള ഒരു സുഖവും സമൃദ്ധിയും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒന്നുകിൽ നമുക്ക് ഭൗതികമായതിനോട് മുഴുവൻ ഒരു താല്പര്യക്കുറവുണ്ടാവണം, സ്വാഭാവികമായിട്ടുണ്ടാകണം, ഉണ്ടാക്കുന്നതല്ല. അതിന് അഭിനവഗുപ്തപാദർ അതിനെ വിളിക്കുന്നത് അനാദര വിരക്തി എന്നാണ്. ഭഗവത്ഗീതയിലെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അനാദര വിരക്തി, യത്നരഹിതമായിട്ടുള്ള വിരക്തി. ആ യത്നരഹിതമായിട്ടുള്ള വിരക്തി നമ്മൾ അനുഭവിക്കാറുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കുറച്ച് കൂടുതൽ കഴിച്ചാൽ നമുക്ക് മടുപ്പ് വരും. മറ്റ് കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായ വിരക്തി ഉണ്ടാകാത്തത്. അപ്പോൾ സ്വാഭാവികമായും ഈ ലോകത്തോട് വിരക്തിയുള്ളവർക്ക് ഭൗതികാവസ്ഥ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ സുഖ സമൃദ്ധി സന്തോഷം അതൊക്കെ ഇതിന് ആവശ്യമാണ്. അത് വരും. അതിനായിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ട് അതുണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് സൈഡ് എഫക്ട്സ് ആണ്, മെയിൻ എഫക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ക്രമേണ നമ്മുടെ ജീവിതത്തിൽ ഒരു താളം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. ഒരു സന്തോഷം, അകാരണമായ ഒരു സന്തോഷം, അകാരണമായ ഒരു സമാധാനം. ഒരു പക്ഷേ ജീവിതത്തിൽ സന്തോഷിക്കാൻ ബാഹ്യമായിട്ടൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഉള്ളിലൊരു സന്തോഷം, സമാധാനക്കേടുള്ള ചുറ്റുവട്ടത്തിലായിരിക്കാം നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ധ്യാനം തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പോൾ അകാരണമായ ഒരു സമാധാനം ഒക്കെ നമുക്ക് ഉണ്ടാകും. രോഗാവസ്ഥയിൽ നിന്നുള്ള മുക്തി, അതൊക്കെ പതുക്കെ ചിലർക്ക്, എല്ലാവർക്കും ഇങ്ങനെ അനുഭവപ്പെട്ടോളണമെന്നില്ല. പലർക്കും പല തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്. പക്ഷേ ഭൗതികമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും. അങ്ങനെ അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായി നമ്മൾ ക്രമേണ ധ്യാന വിഷയത്തിൽ മാത്രമായിട്ട് നമ്മുടെ മനസ്സ് നിൽക്കും. അങ്ങനെ ധ്യാന വിഷയത്തിൽ മാത്രമായിട്ട് മനസ്സ് നിൽക്കാൻ തുടങ്ങുമ്പോൾ ധ്യാനത്തിൻ്റെ സമയം കൂട്ടാം. ധ്യാന വിഷയത്തിൽ മാത്രമായിട്ട് നമ്മുടെ മനസ്സ് കൂടുതൽ നേരം നിൽക്കാൻ തുടങ്ങുകയാണ് എങ്കിൽ നമുക്ക് ധ്യാനത്തിൻ്റെ സമയം കൂട്ടാം. അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 4 മണിക്കൂർ വരെ നമുക്ക് ഈ ധ്യാന വിഷയത്തിൽ മനസ്സ് വ്യതിചലിക്കാതെ നിർത്താൻ സാധിച്ചാൽ ആണ് ഇത് നമ്മുടെ കയ്യിലായി എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും അങ്ങനെ നമ്മൾ നമ്മുടെ ധ്യാന വിഷയവുമായിട്ട്, ഉദാഹരണത്തിന് നമ്മൾ
മഹാവിഷ്ണുവിൻ്റെ രൂപത്തെയാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ ആ രൂപത്തെ ധ്യാനിച്ച് ക്രമേണ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് ഓട്ടമൊക്കെ നിർത്തി പതുക്കെ ഭഗവാന്റെ മുടിയടി രൂപത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മനസ്സ് വ്യതിചലിക്കാതെ രൂപത്തിൽ നിൽക്കുമ്പോഴും ആ രൂപത്തെക്കുറിച്ചിട്ടുള്ള ചില അറിവുകൾ നമുക്കുണ്ടാകും. അത് മഹാവിഷ്ണുവിൻ്റെ രൂപമാണെന്നും മഹാവിഷ്ണുവിൻ്റെ നിറം കടും നീലയാണെന്നും മഹാവിഷ്ണുവിന് 4 കൈകളുണ്ട് എന്നും ഇതെല്ലാം വേർതിരിക്കുന്ന അറിവുകളാണ്. ഒന്ന് മറ്റൊന്നുമായിട്ട് ചേരാത്ത അറിവുകളാണ്. വേർതിരിക്കുന്ന കടും നീല, 4 കയ്യും കാലും ഒക്കെ രൂപങ്ങൾ, ഇതൊക്കെ ഡിഫറൻഷിയേറ്റഡ് ധ്യാനമാണ്. പക്ഷെ അപ്പം നമുക്ക് അതിനോടൊപ്പം ചില അറിവുകളും നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മൾ ഭഗവാനിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ വന്നാലും ആ ഭഗവത് രൂപം, ഭഗവത് നാമം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ വന്നാലും സ്ഥൂലമായ ചിന്തകൾ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നില്ലെങ്കിലും സൂക്ഷ്മമായ ചില ചലനങ്ങൾ അതിനോടൊപ്പം ഉണ്ടാകും. പക്ഷെ മനസ്സ് വ്യതിചലിക്കുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പം നമ്മൾ സമാധിയുടെ ആദ്യത്തെ തലത്തിലേക്ക് കയറുകയാണ്. ഏകാഗ്രതയുടെ ആദ്യത്തെ പടവ്, സമാധിയുടെ ആദ്യത്തെ പടവ്. ഈ സമാധി സമയത്ത് നമ്മൾ ലയിക്കുകയാണ്. മനസ്സ് മറ്റൊന്നിലേക്കും പോവാതെ നമ്മൾ ഏത് വിഷയമാണോ തിരഞ്ഞെടുത്തത് ആ വിഷയത്തിലേക്ക് പതുക്കെ മനസ്സ് ലയിച്ചു ചേരുകയാണ്. ആ സമയത്ത് അവാച്യമായിട്ടുള്ള അലൗകികമായ ആനന്ദം പതുക്കെ അനുഭവിക്കാൻ തുടങ്ങും. ഈ ധ്യാന അവസ്ഥയ്ക്ക്, സമാധി അവസ്ഥയ്ക്ക് 4 തലങ്ങളുണ്ട്. 4 അല്ല, പിന്നൊന്ന് ഈ 4 തലങ്ങൾക്കും അപ്പുറമുള്ള ഒരു തലം. അത് പറയാൻ പറ്റുന്ന ഒരു തലമല്ല എന്നുള്ളത് കൊണ്ട് അതിനെ അസംപ്രജ്ഞതാ സമാധി എന്നാണ് വിളിക്കുക. നമുക്കതിനെ പറ്റിയിട്ടൊന്നും കൃത്യമായിട്ട് അറിയാനോ പറയാനോ സാധിക്കില്ല. ബാക്കിയൊക്കെ സംപ്രജ്ഞതാ സമാധിയാണ്, അറിയാൻ പറ്റും. അപ്പം ആ 4 തലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിതർക്ക, വിചാര, ആനന്ദ, അസ്മിതാ സമാധികൾ. 4 തലങ്ങൾ. ഓരോന്നും നമുക്ക് വിതർക്കവും വിചാരത്തിനും 2 ഭാഗങ്ങളുണ്ട്. സവിതർക്കം, നിർവിതർക്കം, സവിചാരം, നിർവിചാരം. അങ്ങനെ നോക്കിയാൽ 6 തലങ്ങളാണ് ഈ ധ്യാനാവസ്ഥയ്ക്ക് ആകെയുള്ളത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കണ്ട. പക്ഷേ ഇതുണ്ടാകുമ്പോൾ ഇത് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കാനാണ് ഇത് പറഞ്ഞു തരുന്നത് എന്ന് മാത്രം. കാരണം അറിവോടുകൂടി അഭ്യസിക്കുമ്പോൾ അഭ്യാസത്തിന് ആഴം കൂടും. അപ്പം അതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ മനസ്സ് മറ്റെവിടെയും പോകാതെ ധ്യാന വിഷയം മാത്രമായിട്ട് നിലകൊള്ളുകയാണ്. ആ ധ്യാന വിഷയം മാത്രമായിട്ട് നിലകൊള്ളുമ്പോഴും ആ ധ്യാന വിഷയമുണർത്തുന്ന ചില്ലറ അറിവുകളുടെ ഓളങ്ങൾ അപ്പോഴുണ്ടാകും. പക്ഷെ മനസ്സ് വ്യതിചലിക്കുന്നില്ല. മനസ്സ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇത് മഹാവിഷ്ണുവാണെന്നും മഹാവിഷ്ണുവിന് 4 കൈകളുണ്ടെന്നും 4 കൈകളിൽ ഓരോന്നിലും ആയുധങ്ങളുണ്ടെന്നും വനമാല ധരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ചില അറിവുകളുണ്ടാകും. അത് സവിതർക്ക സമാധി. ഈ സവിതർക്ക സമാധിയാണ് ധ്രുവൻ ഭഗവാനെ കണ്ടപ്പോൾ അനുഭവിച്ചത് എന്നാണ് യോഗസൂത്രത്തിന് ഭാഷ്യമെഴുതിയ വിജ്ഞാന ഭിക്ഷുവിൻ്റെ അഭിപ്രായം. അപ്പം നമ്മളത് ധ്രുവൻ്റെ കഥ കേട്ടപ്പോൾ ആ ഭാഗത്ത് കേട്ടിരുന്നു. ആ ഭാഗത്ത് ഞാൻ പറയുകയും ചെയ്തിരുന്നു ധ്യാനത്തെക്കുറിച്ച് പിന്നീട് വളരെ വിശദമായി ഈ ധ്രുവൻ്റെ കഥ അവതരിപ്പിച്ചതിന് ശേഷം പറയാമെന്ന്. അതാണിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സവിതർക്ക സമാധി, അതാണ് സവിതർക്ക സമാധി. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളുടെ അവയർനെസ് നമ്മൾ ഏത് വിഷയത്തെയാണോ തിരഞ്ഞെടുക്കുന്നത് ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്ഥൂലമായ വ്യതിചലനമില്ല, പക്ഷെ സൂക്ഷ്മമായ വ്യതിചലനമുണ്ട്. ആ സൂക്ഷ്മമായ വ്യതിചലനങ്ങളോട് കൂടിയ ഏകാഗ്രത, ആ ഏകാഗ്രത 5-10 മിനിറ്റല്ല, കുറച്ച് നേരം നിൽക്കും. അങ്ങനെ കുറേ നേരം അങ്ങനെ നിൽക്കുന്നത് സവിതർക്ക സമാധി. ഈ സവിതർക്ക സമാധി നമ്മളിങ്ങനെ അഭ്യസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത്, കാരണം ഈ സവിതർക്ക സമാധിയൊക്കെ വരുമ്പോൾ അവാച്യമായിട്ടുള്ള ആനന്ദം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് പിന്നെ ഇത് ചെയ്യാൻ വലിയ പ്രയത്നമൊന്നും വേണ്ട, സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ചുകൊള്ളും. അങ്ങനെ സവിതർക്ക സമാധി കുറച്ച് കാലം അനുഭവിച്ച് കഴിയുമ്പം ഈ സൂക്ഷ്മമായ
അലയൊലികൾ ഇല്ലാണ്ടാകും. കാരണം ആ രൂപം കാണുമ്പോൾ രൂപത്തോടനുബന്ധമായിട്ടുള്ള അറിവുകൾ പതുക്കെ 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 ഒടുങ്ങാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ 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 ആർജിതമായ അറിവുകളെല്ലാം, ആർജിതമായിട്ടുള്ള അറിവുകൾ, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അറിവുകൾ, ഭാവനാജനകമായിട്ടുള്ള അറിവുകൾ, അറിവില്ലായ്മ, ഓർമ്മകൾ, ഇത് മുഴുവൻ പതുക്കെ 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 അങ്ങനെ ഇല്ലാണ്ടാവും. ഈ രൂപം മാത്രം നമ്മുടെ മനസ്സിലങ്ങനെ നിൽക്കും. അതിനൊരു നാമമില്ല, അതിന് ഇന്നതാണ് നിറം എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം അതൊക്കെ കൽപ്പിക്കുകയാണ്. ഭഗവാന്റെ നിറം ഇന്നതാണ് എന്ന് നമ്മൾ കൽപ്പിക്കുകയാണ്. കടും നീല നിറത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിലും ഒരു നായയുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടാൽ നായ ഭഗവാനെ കടും നീല നിറത്തിൽ തന്നെയാണോ കാണുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ നിറം ഇന്നതാണ് എന്നുള്ളത് നമ്മളുടെ ഒരു കൽപ്പന മാത്രമാണ്, വാസ്തവം അല്ല. അപ്പം നമ്മൾ സവിതർക്ക സമാധിയിൽ കുറച്ച് കാലം ശീലിച്ചു കഴിഞ്ഞാൽ ആർജിതമായ അറിവുകളെല്ലാം പോയി ആ രൂപം മാത്രം, അല്ലെങ്കിൽ ആ ശബ്ദം മാത്രം, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം മാത്രമായിട്ട് അവശേഷിക്കും. അത് നിർവിതർക്ക സമാധി. നിർവിതർക്ക സമാധിയിൽ നമ്മൾ കുറച്ച് കാലം അഭ്യസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒരു രൂപമല്ല, ഈ രൂപം പലത് ചേർന്നുരുത്തിരിഞ്ഞ് വരുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇതൊന്നല്ല, പലതും കൂടി ചേർന്നിട്ട് ഒന്നായി തീർന്നതാണ്. രൂപത്തിൻ്റെ അവസ്ഥ എടുത്താൽ ഇത് പഞ്ചഭൂതാത്മകമാണ്. ഈ രൂപത്തെ നമ്മൾ സൂക്ഷ്മമായ ധ്യാനാവസ്ഥയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സവിതർക്ക സമാധിയിൽ നിന്ന് നിർവിതർക്ക സമാധിയിലേക്ക് കടന്നു. പിന്നെ നമ്മുടെ മനസ്സ് വളരെ സൂക്ഷ്മമാണ്. ഒരു ലേസർ ഫോക്കസ്ഡ് ആവുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ അവയർനെസ് പതുക്കെ 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 സൂക്ഷ്മമാവുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാകും ഭഗവത് രൂപം എന്ന് പറയുന്നത് ഏകമാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് വാസ്തവത്തിൽ ഏകമല്ല, പലതും ചേർന്നിട്ടുണ്ടായതാണ്. പഞ്ചഭൂതാത്മകമാണ് രൂപം. അതിലെല്ലാ തത്വങ്ങളുമുണ്ട്, പലതും അതിലടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുമ്പം നമ്മൾ ആ രൂപത്തിൻ്റെ തലത്തിൽ നിന്ന് അതിൻ്റെ പഞ്ചഭൂതാത്മകമായ സൂക്ഷ്മമായ തലത്തിലേക്ക് കടക്കും. സൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സവിചാര സമാധി. അപ്പോൾ വിതർക്ക സമാധിയിൽ നിന്ന് വിചാര സമാധിയിലേക്ക് കടന്നു. വിചാര സമാധിയുടെ ആദ്യത്തെ പടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, സവിചാര സമാധി. അപ്പം ഇത് അഞ്ചും കൂടി ചേർന്നതാണ് എന്ന് നമുക്ക്, പലതും കൂടി ചേർന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. പിന്നീട് നമ്മൾ ആ സവിചാര സമാധിയിൽ കുറച്ച് കാലം അഭ്യസിച്ച് കഴിയുമ്പം ഈ പലത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഊർജ കേന്ദ്രീകൃതമായതാണ് എന്ന് മനസ്സിലാവും. ഊർജ കേന്ദ്രീകൃതമായതാണ് എന്ന് മനസ്സിലാകുമ്പോൾ അതൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഒരു സ്ഥലത്ത് ആണ് എന്നുള്ള ബോധം പതുക്കെ വ്യാപിക്കാൻ തുടങ്ങും. കാരണം ഈ പഞ്ചഭൂതാത്മകമാണ് നമ്മൾ കണ്ട രൂപം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ അത് സവിചാര സമാധി. ആ പഞ്ചഭൂതങ്ങൾ ഊർജ ഘനീഭൂതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പം അത് പതുക്കെ ലോക്കലൈസ്ഡ് ആയിരുന്ന ബോധം പതുക്കെ ഡീലോക്കലൈസ് ചെയ്ത് വ്യാപിക്കാൻ തുടങ്ങും. ആ തലത്തിലേക്ക് എത്തുമ്പം അത് നിർവിചാര സമാധി. അങ്ങനെ ഡീലോക്കലൈസ്ഡ് ആകും. നമ്മൾ ഒരു സ്ഥലത്താണ് നമ്മളുടെ ബോധത്തെ നിർത്തിയിരുന്നത്, അത് പതുക്കെ എല്ലായിടത്തും ഈ ഊർജം ഈ രൂപത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഒരേ ഊർജമാണുള്ളത് എന്ന തിരിച്ചറിവോടുകൂടി അത് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ നിർവിചാര സമാധി. ആ നിർവിചാര സമാധിയിൽ കുറച്ച് കാലം നിന്ന് കഴിയുമ്പം ഇതുവരെ നമ്മൾ ധ്യാന വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. പതുക്കെ ധ്യാതാവിലേക്ക് ശ്രദ്ധ തിരിയും. ആരാണ് ഈ ഊർജ തലത്തെ അറിയുന്നത്? അപ്പോൾ പുറത്ത് നിന്ന് പതുക്കെ നമ്മൾ അകത്തേക്ക് കടക്കാൻ തുടങ്ങും. ഞാൻ എന്ന ആ ധ്യാതാവിനെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. ആ ഞാൻ എന്ന ജ്ഞാതാവിനെ തിരിച്ചറിയാൻ തുടങ്ങുമ്പം അപാരമായ ഒരു ആനന്ദാവസ്ഥയുണ്ടാകും.
ആ ആനന്ദാവസ്ഥ, ആ ഞാൻ എന്ന സബ്ജക്റ്റീവായിട്ട് ഈ മെഡിറ്റേഷൻ സ്വാഭാവികമായിട്ട് പരിണമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതുകൊണ്ട് അതിനെ ആനന്ദ സമാധി എന്ന് വിളിക്കും. ഇപ്പം വിതർക്ക, സവിതർക്ക, നിർവിതർക്ക, സവിചാര, നിർവിചാര സമാധികളിൽ നിന്ന് പതുക്കെ ആനന്ദ സമാധിയിലേക്ക് നമ്മൾ കയറി. അപ്പം ഞാൻ എന്ന ആ ബോധം അപ്പം നമുക്ക് ബോധ്യപ്പെടുക, ഞാൻ തന്നെയാണ് ഈ പലതുമായി തീർന്നിരിക്കുന്നത്. ഞാൻ തന്നെയാണ് ഈ പലതുമായി തീർന്നിരിക്കുന്നത്. ഈ ചുറ്റും വ്യാപിച്ച് കിടക്കുന്ന ഊർജം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന തിരിച്ചറിവുണ്ടാകും. അത് ആനന്ദ സമാധി. ആ ആനന്ദ സമാധിയിൽ കുറച്ച് നേരം കുറച്ച് കാലം നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ എന്ന ആ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലേക്ക് മാത്രം, അതിൻ്റെ ബാക്കിയുള്ള സൂക്ഷ്മമായ വൃത്തികൾ, ഞാനാണ് ഈ ഊർജം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇല്ലാണ്ടായി ഞാൻ എന്ന ആ ബോധത്തിൻ്റെ ഘനീഭൂതാവസ്ഥയിലേക്ക് പതുക്കെ മനസ്സ് കടക്കും. അതാണ് അസ്മിതാ സമാധി. അയാംനെസ്, അയാം എനർജി എന്നുള്ള തലമൊക്കെ വിടും, അയാംനെസ്സിലേക്ക് കിടക്കും. അസ്മിത സമാധി. ഈ അസ്മിതാ സമാധിയുടെ തലത്തിലെത്തുമ്പം സാംഖ്യഭാഷയിൽ ബുദ്ധിയിൽ പ്രതിഫലിച്ചു കാണുന്ന പുരുഷൻ്റെ തലത്തിലേക്ക് നമ്മളെത്തി. ബുദ്ധിയിൽ പ്രതിഫലിച്ചു കാണുന്ന ബോധത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെത്തി. അവിടം വരെ നമുക്ക് അറിയുകയൊക്കെ ചെയ്യാം, കാരണം ബുദ്ധിയുണ്ട് അവിടം വരെ. ആ അസ്മിതാ സമാധിയിൽ കുറേ കാലം നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബുദ്ധിയുടെ ആവരണം ഇല്ലാണ്ടാവുകയും ബോധം മാത്രമായിട്ട് നിലകൊള്ളുകയും ചെയ്യും. അതിനെക്കുറിച്ച് അധികം പറയാൻ പറ്റില്ല, അറിയാനും പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതിനെ അസംപ്രജ്ഞതാ സമാധി എന്ന് പറയും. ഇപ്പം സമാധി രണ്ടായിട്ട് തിരിക്കാം. അസംപ്രജ്ഞതാ സമാധി, സംപ്രജ്ഞതാ സമാധി. സമാധി എന്നുള്ള വാക്കിന് ഏകാഗ്രത എന്നാണ് അർത്ഥം. ഏകാഗ്രതയുടെ ദാർഢ്യമാണ് ഈ തലങ്ങളിലേക്കൊക്കെ നമ്മുടെ ബോധത്തെ കൊണ്ടുപോകുന്നത്. സംപ്രജ്ഞതാ സമാധിയെ നാലായിട്ട് തിരിക്കാം. വിതർക്കം, വിചാരം, ആനന്ദം, അസ്മിത. വിതർക്ക വിചാരങ്ങളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. സവിതർക്ക, നിർവിതർക്ക, സവിചാര, നിർവിചാര സമാധികൾ. അപ്പോൾ ഈ തലങ്ങളിലേക്കെല്ലാം സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് പോകും. സ്വാഭാവികമായിട്ട്, ഒരു പ്രയത്നവും വേണ്ട. എത്ര കാലമെടുക്കും എന്നുള്ളതാണ് ചോദ്യം. അത് അപ്രസക്തമായ ചോദ്യമാണ്. അതൊക്കെ ഭേദതലത്തിൽ നിൽക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഈ ഒരു അഭ്യാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എത്ര കാലമെടുക്കും എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. എത്ര കാലമെടുത്താലും ഇതനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ്. എനിക്ക് സാധിക്കുമോ? എന്തുകൊണ്ട് സാധിക്കില്ല? നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഈ അസംപ്രജ്ഞതാ തലത്തിലേക്കൊക്കെ, ഞാനൊരു യോഗിയൊന്നുമല്ല, സാധാരണ വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ഈ ബോധത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നാൻ എന്താണ് കാരണം എന്നാണ്. എന്തുകൊണ്ടാണ് എനിക്കത് സാധിക്കുമോ? അതൊരു ആത്മവിശ്വാസക്കുറവാണ്. എനിക്കത് സാധിക്കുമോ എന്ന് നമുക്ക് തോന്നുന്നത്. ആ ചോദ്യത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അല്ലാണ്ട് എനിക്കിത് സാധിക്കുമോ എന്ന് ചോദിച്ച് ഇതൊരിക്കലും ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല? എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ആത്മവിശ്വാസക്കുറവുള്ളത്?
എൻ്റെ ജീവിതത്തിൽ ഈ ധ്യാനം ചെയ്യുന്ന അവസരത്തിൽ മാത്രമായിരിക്കുകയില്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ എന്നെടുക്കണം. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും എനിക്ക് ഇതേപോലെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. എന്തുകൊണ്ട്? അത് പലപ്പോഴും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിച്ച ആത്മവിശ്വാസക്കുറവായിരിക്കാം. കാരണം വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ഈശ്വര സ്വരൂപികളാണ് എന്നുള്ളത് കൊണ്ട് എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈശ്വരൻ ഞാനും നിങ്ങളുമായിട്ടൊക്കെ അവതരിച്ചിട്ടുള്ളത്, ആ ഉദ്ദേശം നിർവഹിക്കുവാൻ കെൽപ്പുള്ളയാളാണ്. അതായത് എനിക്ക് നിങ്ങൾക്കും ഇത് സാധ്യമാണ്. അസാധ്യമാണ് എന്ന ചിന്ത നമുക്കുണ്ടാകുന്നത് നമ്മുടെ വളർന്ന സാഹചര്യം, നമ്മുടെ സാമൂഹിക പശ്ചാത്തലം ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ്. പിന്നെ വീണ്ടും ചിലർ ചോദിക്കുന്നുണ്ട്, ഇത് സ്ത്രീകൾക്കാകാമോ? അതെന്താ സ്ത്രീകൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? സ്ത്രീകൾക്കുമാകാം, പുരുഷന്മാർക്കുമാകാം, സ്ത്രീയും പുരുഷനുമല്ലാത്തവർക്കും ആകാം, ആർക്കു വേണമെങ്കിലും ആകാം. ഇനി ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ ഒരു മൃഗത്തിന് സാധിക്കുകയാണ് എങ്കിൽ ആ മൃഗത്തിനും ആകാം. ഇത് ഇന്നയാൾക്കേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് അഭ്യസിച്ച് തുടങ്ങിക്കൊള്ളുക. പരമമായ ബോധാംശമാണ് ഞാനും നിങ്ങളും എന്നുള്ളത് കൊണ്ട് ആ ബോധാംശം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് തുടങ്ങുമ്പം ധാരാളമായിട്ട് നമ്മുടെ മനസ്സ് വ്യതിചലിക്കും. ക്രമേണ അത് കുറഞ്ഞ് മനസ്സ് നമ്മുടെ ധ്യാന വിഷയം ഏതാണോ അതിൽ മാത്രമായിട്ട് നിലകൊള്ളും. അവിടെ നിന്ന് കഴിഞ്ഞാലും പിന്നെയുണ്ട് ഒരുപാട് തലങ്ങൾ. അത് കഴിഞ്ഞാൽ സ്ഥൂലമായ ഇളക്കങ്ങളെല്ലാം നിന്നാലും സൂക്ഷ്മമായ ഇളക്കങ്ങളുണ്ടാകും. അപ്പോൾ സവിതർക്ക നിർവിതർക്ക സമാധി, അതിൽ നിന്ന് ഒന്നാണെന്ന് നമുക്ക് തോന്നുന്നത് പലത് ചേർന്നിട്ടുണ്ടായതാണ് എന്ന് തിരിച്ചറിയും. അത് നിർവിചാര സമാധി. പലത് എന്ന് പറയുന്നത് ഊർജ സംഘാതങ്ങളാണ്, ഊർജമാണ് എന്നും തിരിച്ചറിയുമ്പോൾ അതെല്ലായിടത്തും വ്യാപിക്കും. അത് നിർവിചാര സമാധി. ആ ഊർജം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ തന്നെയാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒബ്ജക്റ്റീവ് തലത്തിൽ നിന്ന് ധ്യാനം സബ്ജക്റ്റീവ് തലത്തിലേക്ക് സ്വാഭാവികമായിട്ട് മാറും. അപ്പോൾ അത് ആനന്ദ സമാധി. ആ ആനന്ദ സമാധിയിൽ കുറച്ച് കാലം നിന്ന് കഴിയുമ്പോൾ ഞാൻ അതാണ് ഇതാണ് എന്ന ചിന്തകളൊക്കെ ഇല്ലാതെയായി ഞാൻ എന്ന അവസ്ഥയിലേക്ക്, ബോധാവസ്ഥയിലേക്ക്, ബുദ്ധിയിൽ പ്രതിഫലിച്ചിട്ടുള്ള പുരുഷൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ബോധം മാറും. അപ്പോൾ അത് അസ്മിതാ സമാധി. അവിടെയും കുറേ കാലം നമ്മൾ നിന്ന് കഴിയുമ്പം അസംപ്രജ്ഞതാ സമാധിയിലേക്ക് പോകും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചിന്തകൾ കുറയും. ഈ ധ്യാനം പരിശീലിച്ച് മുന്നോട്ട് പോകുമ്പം ചിന്തകൾ കുറയും. ഒരു പക്ഷേ വളരെ അപൂർവമായിട്ടുള്ള ചിലർക്കെങ്കിലും ചിന്തകളാകമാനം ഇല്ലാതെയാകും. അങ്ങനെ ചിന്തകളാകമാനമില്ലാതായതായി പറഞ്ഞു കേട്ടിട്ടുള്ളത് ജിദ്ദു കൃഷ്ണമൂർത്തി മാത്രമാണ്. അദ്ദേഹം പലപ്പോഴായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ചിന്തകളൊട്ടും പലപ്പോഴും അദ്ദേഹത്തിനില്ല എന്ന്. അപ്പം ചിന്തകളൊട്ടുമില്ലാത്ത അവസ്ഥ ഉണ്ടാകാം, പക്ഷെ അതത്ര എളുപ്പമല്ല. സാധാരണ ഒരാൾക്ക് ചിന്തകൾ കുറഞ്ഞു വരാം. ചിന്തകൾ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. വാസ്തവത്തിൽ ചിന്തകൾ നമ്മുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. നമ്മുടെ മനസ്സിൽ സ്വതേ ഒരുപാട് ചിന്തകളുണ്ടാകും. എല്ലാ ചിന്തകളും നമ്മുടെ ശ്രദ്ധയെ മാടി വിളിക്കില്ല. ചില പ്രത്യേക ചിന്തകൾ, ആ ചിന്തകൾ നമ്മളുമായിട്ട് പലതരത്തിൽ ബന്ധപ്പെട്ടതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവ നമ്മുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ഈ ധ്യാനം പരിശീലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പം ചിന്തകളുടെ എണ്ണത്തിൽ കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. ചിന്തകൾ നമ്മുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കുറയാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ശ്രദ്ധ ഒരേ കേന്ദ്രത്തിൽ തന്നെ കുറേ നേരം നിൽക്കാൻ തുടങ്ങുമ്പോൾ ചിന്തകൾ ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ അത് നമ്മളെ ബാധിക്കില്ല. അപ്പോൾ വരുന്ന ചിന്തകൾ വരും,
പോകുന്ന ചിന്തകൾ പോകും. ചിന്തകളോട് ഒരു പക്ഷം ഇല്ല നമുക്ക്. ഇത് നല്ല ചിന്ത, ഇത് മോശം ചിന്ത, ഇത് വേണ്ട ചിന്ത, ഇത് വേണ്ടാത്ത ചിന്ത, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം അതൊരു കോൺഫ്ലിക്റ്റിന് കാരണമാകും. ഇപ്പം നമ്മുടെ മനസ്സിലേക്കൊരു ചിന്ത നമ്മുടെ അനുവാദം ചോദിച്ചിട്ട് കടന്നു വരുന്നതല്ല. നമ്മുടെ ഒരു ചിന്തയും നമ്മുടെ അനുവാദം ചോദിച്ചിട്ട് കടന്നു വരുന്നതല്ല. അടുത്ത സെക്കൻഡിൽ എന്തായിരിക്കും ചിന്തിക്കുക എന്ന് നമുക്കാർക്കും ഉറപ്പിച്ച് പറയുവാൻ പറ്റില്ല. ഏത് ചിന്ത വേണമെങ്കിലും അടുത്ത നിമിഷത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. ഏത് ചിന്ത വേണമെങ്കിലും നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാം. അപ്പം നല്ല ചിന്ത ഇത് നമ്മൾ വളർത്തേണ്ടതാണ്, ചീത്ത ചിന്ത ഇത് നമ്മൾ തളർത്തേണ്ടതാണ് എന്ന് നമ്മൾ ധരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മളെ പലപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്നത്. നല്ല ചിന്തകളെ വളർത്തണം, മോശം ചിന്തകളെ തളർത്തണം. ഈ നല്ല ചിന്തകളെ വളർത്തുക, മോശം ചിന്തകളെ തളർത്തുക എന്നുള്ളതൊരു നിരന്തരമായ സ്ട്രഗിളാണ്. ഒരു നിരന്തരമായിട്ടുള്ള കോൺഫ്ലിക്റ്റാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പം നമ്മുടെ മനസ്സ് നല്ല ചിന്തകളെ വളർത്തുകയും മോശം ചിന്തകളെ തളർത്തുകയും ചെയ്യും. ഈ നല്ല ചിന്തകളും മോശം ചിന്തകളും നമ്മൾ ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തിൻ്റെ പ്രതിഫലനമാണ്. ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ചിലർ കരുതുന്ന നല്ലതും ചീത്തയുമായ ചിന്തകൾ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് മറ്റു ചിലർക്ക് തിരിച്ചായിരിക്കാം. അതുകൊണ്ട് നല്ല ചിന്തകളെ വളർത്താനും ചീത്ത ചിന്തകളെ മോശം ചിന്തകളെ തളർത്താനും ശ്രമിക്കുമ്പം അതൊരു വലിയ സ്ട്രഗിളാണത്. വാസ്തവത്തിൽ ഒരു കോൺഫ്ലിക്റ്റാണത്. ഓരോ പ്രാവശ്യം നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ കടന്നു വരുമ്പോഴേക്കും നമ്മൾ ആകാംക്ഷാഭരിതരാകും. ആ കൂട്ടത്തിൽ തന്നെ ചില മോശം ചിന്തകൾ വരുമ്പോഴത്തേക്കും നമ്മൾ അസ്വസ്ഥരാകും. അപ്പം നമ്മുടെ മനസ്സിനെ സദാ സംഘർഷഭരിതമാക്കിക്കൊണ്ടിരിക്കും ഈ ചിന്തകൾ എപ്പോഴും. നമ്മുടെ ധ്യാനം പരിശീലിച്ച് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ചിന്തകൾ ഏതുമാകട്ടെ, വരേണ്ടതാണെങ്കിൽ വന്നുകൊള്ളട്ടെ, കുറച്ചു നേരം നമ്മുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ നിന്നുകൊള്ളട്ടെ, അവ വന്നതുപോലെ തന്നെ പോവുകയാണെങ്കിൽ പോയിക്കൊള്ളട്ടെ. ചിന്തകളുടെ മുകളിൽ നമുക്ക് നിയന്ത്രണമില്ല. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ സദാ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ നിയന്ത്രണം ഒരു സംഘർഷമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ മനസ്സ് സംഘർഷഭരിതമാണ്, താരതമ്യേന സമാധാനപരമായിട്ടാണിരിക്കുന്നത് എന്ന് കരുതുമ്പോഴും വാസ്തവത്തിൽ ശരിക്കുമുള്ള സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക ഈ ധ്യാന പരിശീലനത്തിലൂടെ മാത്രമാണ്. അങ്ങനത്തെ ഒരു ധ്യാനമല്ലാതെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. വളരെ അപൂർവമാണ്. അനുഭവിച്ചിട്ടില്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല. അതിസുന്ദരമായ ചില കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ, അതിസുന്ദരമായ ചില കേൾവികൾ നമ്മൾ കേൾക്കുമ്പോൾ, ആ സമയത്ത് സ്വതേ ആകസ്മികമായി നമ്മുടെ മനസ്സ് നിശ്ചലമാവുകയും, മനസ്സ് നിശ്ചലമാവുക എന്ന് പറഞ്ഞാൽ ചിന്താരഹിതമാവുകയും നമ്മൾ അവാച്യമായ ഒരു സമാധാനം അനുഭവിക്കുകയും ചെയ്യും. അല്ലാതെ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ് എന്ന് കരുതുമ്പോൾ യഥാർത്ഥത്തിലുള്ള സമാധാനം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അത് ഈ ധ്യാന പരിശീലനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ചിന്തകളുടെ മുകളിൽ ആ ചിന്തകളെ ഇല്ലാതാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല, ചിന്തകളെ ധാരാളമാക്കാനും നമ്മൾ പരിശ്രമിക്കുന്നില്ല. നല്ല ചിന്തകളെ വളർത്താനും മോശം ചിന്തകളെ തളർത്താനും നമ്മൾ പരിശ്രമിക്കുന്നില്ല. ചിന്തകൾ വരികയാണെങ്കിൽ വരട്ടെ, വരാതിരിക്കുകയാണെങ്കിൽ വരാതിരിക്കട്ടെ. നമ്മളതിനെപ്പറ്റി വ്യാകുലരല്ല. നമ്മുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിലാണ്, ശ്വാസോച്ഛ്വാസവുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യത്തിലാണ്. അപ്പം എന്തു വരും? ചിന്തകൾ നമ്മളെ സ്വാധീനിക്കാതെയാകും. ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണസ്വാമിക്ക് രാമായണത്തിൽ കൊടുത്തൊരു ഉപദേശമാണ്. അപ്പോൾ അവിടെ പ്രായോഗികമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അതേതാ ശ്ലോകം? ഗതം ഗതം സർവമുപേക്ഷണീയം
ആയാതമായാതമുപേക്ഷണീയം. പോകുന്നതിനെ ഉപേക്ഷിക്കുക, വരുന്നതിനെ സ്വീകരിക്കുക. അപേക്ഷണീയം, ഉപേക്ഷണീയം, രണ്ടിലും വീക്ഷണമുണ്ട്. രണ്ടും കാണും, നമ്മളറിയും. നമ്മളറിയാതെ അല്ല. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ നാം അറിയുന്നു, പക്ഷെ ചിന്തകൾ നമ്മളെ നമ്മുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോകുന്നില്ല. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെക്കുറിച്ചും നമ്മൾ അറിയുന്നു, നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്ന ചിന്തകളെക്കുറിച്ചും വിട്ടുപോകുന്ന ചിന്തകളെക്കുറിച്ചും നമ്മൾ അറിയുന്നു. നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന ചിന്തകളെക്കുറിച്ചും നമ്മൾ അറിയുന്നു. ഗതം സർവം ഉപേക്ഷണീയം. പോകുന്നതിനെ നമ്മൾ ഉപേക്ഷിക്കുന്നു. അയ്യോ, ആ ചിന്ത പോയതോടുകൂടി എനിക്ക് ആകെ ഒരു സ്വസ്ഥതയില്ലാതായി, ഈ ചിന്ത വന്നതോടുകൂടി ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായി, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. വരുന്നതിനെ സ്വീകരിക്കുന്നു, പോകുന്നതിനെ ഉപേക്ഷിക്കുന്നു. ഗതം സർവം ഉപേക്ഷണീയം ആയാതമായാതം അപേക്ഷണീയം. അപ്പോൾ ആ ശ്ലോകത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണസ്വാമിയോട് പറഞ്ഞു കൊടുത്ത ഉപദേശത്തെ നമ്മൾ അനുഭവിക്കുകയാണ് ഈ ധ്യാനത്തിലൂടെ ചെയ്യുന്നത്. ഇതേ അവസരത്തിൽ തന്നെ മറ്റ് 2 ശ്ലോകങ്ങളും കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. ശ്രീമദ് ഭഗവത്ഗീതയിൽ അർജുനനോട് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു കൊടുക്കുന്ന 2 ശ്ലോകങ്ങൾ. 9-ാമത്തെ അധ്യായത്തിലെ ശ്ലോകം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാശ്ചിന്തയന്തോ മാം, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഏതൊരാളാണോ എന്നെക്കുറിച്ചു മാത്രം ചിന്തിക്കുന്നത്, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം, അവരുടെ അവരുടെ യോഗക്ഷേമങ്ങളെ ഞാൻ നിർവഹിക്കുന്നു. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഓരോ ദിവസവും അവർക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ നോക്കി നടത്തുന്നു. അപ്പം ആരാണ് ഈ ഞാൻ എന്നുള്ളതാണ്. പൊതുവെ പുറത്തെവിടെയോ ഇരിക്കുന്ന ഒരാളെയാണ് ഈ ഞാനായിട്ട് കാണുന്നത്. നമുക്ക് നമ്മളുടെ പരിധിക്കകത്ത് അധികാരം ചെലുത്താൻ താല്പര്യമുള്ളതുപോലെ തന്നെ, നിയന്ത്രിക്കാൻ താല്പര്യമുള്ളതുപോലെ തന്നെ നിയന്ത്രിക്കപ്പെടാനും നമുക്ക് ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെ നിയന്ത്രിക്കാൻ ഒരു കൂട്ടം ആൾക്കാരെ തിരഞ്ഞെടുത്ത് ആ തിരഞ്ഞെടുത്തതിൽ സന്തോഷിക്കുന്നത്. അപ്പം നമുക്ക് നിയന്ത്രിക്കാൻ മാത്രമല്ല താല്പര്യം, നിയന്ത്രിക്കപ്പെടാനും താല്പര്യമുണ്ട്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് എങ്ങാണ്ടോ ഒരിടത്തിരിക്കുന്ന ഏതോ ഒന്ന് ഇതിനെ മുഴുവൻ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒന്നിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. അങ്ങനെയും അതിനർത്ഥം പറയാം, അങ്ങനെയും അത് അഭ്യസിക്കാം. എത്ര കണ്ട് ഫലം അതിനുണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലർക്കൊക്കും, ചിലർക്കൊക്കാതെ വരും. പക്ഷേ അതിലെ ഞാൻ എന്നുള്ളത് ആരാണ് എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ബോധമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എന്നെക്കുറിച്ചു മാത്രം ഏതൊരാളാണോ ചിന്തിക്കുന്നത് അവരുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിച്ചുകൊള്ളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ബോധം എന്ന് പറയുന്നത് നമ്മുടെ ബോധം, നമ്മുടെ ഓരോരുത്തരുടെയും ബോധം, അവയർനെസ്. വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഏതൊരാളാണോ ഈ ബോധത്തെ ഉപാസിക്കുന്നത് അവരുടെ യോഗക്ഷേമം, ഉള്ളതിനെ സംരക്ഷിക്കുന്നത് ക്ഷേമം, ഇല്ലാത്തതിനെ നേടിയെടുക്കുന്നത് യോഗം. അപ്രാപ്തസ്യ പ്രാപണം യോഗം, പ്രാപ്തസ്യ സംരക്ഷണം ക്ഷേമം. അപ്പം ഉള്ളതിനെ സംരക്ഷിക്കുകയും ഇല്ലാത്തതിനെ നേടിയെടുക്കുകയും, അതാണല്ലോ ജീവിതം. ഉള്ളതിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് സെക്യൂരിറ്റി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ബാങ്ക് ബാലൻസുകൾ, ഇൻഷുറൻസുകൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്.
നമുക്കില്ലാത്തതെന്ന് നമുക്ക് തോന്നുന്നത് നേടിയെടുക്കുവാനുള്ള പ്രയത്നമാണ് നമ്മളിപ്പോൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അതപ്പോൾ ജീവിതം എന്ന് പറയുന്നത് യോഗക്ഷേമമാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ബോധം പ്രാപ്തമാണ്. ഈ നമ്മുടെ ബോധം എന്ന് പറയുമ്പം ആ ബോധത്തിൽ വാസ്തവത്തിൽ ഞാനില്ല, എന്നെ അറിയുന്ന അറിവാണ് ആ ബോധം. അപ്പം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതാണ് നമ്മൾ ഈ അഭ്യാസത്തിൽ ചെയ്യുന്നത്. നമ്മൾ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളുടെ ബോധത്തെ തന്നെയാണ്. കാരണം ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പം നമ്മുടെ ശ്രദ്ധ വിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധ വിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത് അവയർനെസ്സാണ്. അപ്പം ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ നാം ശ്രദ്ധിക്കുന്നത് നമ്മുടെ അവയർനെസ്സിനെ തന്നെയാണ്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം. അങ്ങനെയുള്ളവരുടെ ദൈനംദിനമായിട്ടുള്ള യോഗക്ഷേമ കാര്യങ്ങൾ ഞാൻ, ആ ബോധം, പരമമായ ബോധം, നമ്മുടെ ഓരോരുത്തരുടെയും അല്പബോധമല്ല, കൺസ്ട്രിക്റ്റഡ് സെൽഫ് കോൺഷ്യസ്നസ് അല്ല, അൺറെസ്ട്രിക്റ്റഡ് കോൺഷ്യസ്നസ് ആണത്. ആ കോൺഷ്യസ്നസ്സാണ് കാര്യങ്ങൾ നടത്തിക്കൊള്ളുക. ആ കോൺഷ്യസ്നസ്സാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കോൺഷ്യസ്നസ്സിനെ പല പേരുമിട്ട് നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രം. ആ കോൺഷ്യസ്നസ്സാണ് പരമമായത്. അത് നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്, നമ്മൾ ഓരോരുത്തരും അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ധ്യാനം ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിലെ ശ്ലോകാനുസൃതമായിട്ടുള്ള ധ്യാനമാണ്. അനന്യാശ്ചിന്ത, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ. പക്ഷെ ഇവിടെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എന്ന് പറയുമ്പോൾ ബലം പിടിക്കുന്നില്ല. നമ്മുടെ മനസ്സിനെ, ശ്രദ്ധയെ ചിന്ത അപഹരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ആ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എവിടെയോ വെച്ച് നാം തിരിച്ചറിയും. ആ തിരിച്ചറിയുന്ന സമയത്ത് ടെൻഷൻ അടിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് ആ നമ്മുടെ ശ്രദ്ധ ആ ചിന്തയിൽ നിന്ന്, നമ്മളുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോയ ചിന്തയിൽ നിന്ന് വിടർത്തിയിട്ട് റിലീസ് ചെയ്തതിന് ശേഷം തിരിച്ചു വരും. റിട്ടേൺ, റിലാക്സ്, റിലീസ്, റിട്ടേൺ. എന്നിട്ട് ഏതിലേക്ക് വരും? ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരും, അല്ലെങ്കിൽ നാമത്തിലേക്ക് വരും, അല്ലെങ്കിൽ രൂപത്തിലേക്ക് വരും. അങ്ങനെ നമ്മൾ രൂപമായാലും സൂക്ഷ്മമായത് ശ്വാസോച്ഛ്വാസമാണ് ക്രമേണ. കാരണം ഈ രൂപമായാലും നാമമായാലും അതിൽ സങ്കല്പ വികല്പങ്ങളുണ്ട്, കോൺസെപ്റ്റ്സ് ഉണ്ട്. മനുഷ്യനാർജിച്ച അറിവുകളുടെ ചെളി പുരണ്ടതാണ് അവ. അപ്പം അതിൽ നിന്ന് പതുക്കെ 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 നമ്മൾ വിടർത്തി ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരാൻ ശ്രമിക്കണം. ഇതിലേത് ചെയ്താലും ഇതിലേക്ക് എത്തും, അതിന് സംശയമൊന്നുമില്ലെങ്കിലും ശ്വാസോച്ഛ്വാസമാണ് ഏറ്റവും പഴയത് എന്നുള്ളത് കൊണ്ടും ഏറ്റവും ആദ്യമുണ്ടായത് എന്നുള്ളത് കൊണ്ടും അതിന് പറ്റാത്തവർക്കും അറിഞ്ഞിട്ടുള്ളതാണ് മറ്റുള്ളതെല്ലാം എന്നുള്ളത് കൊണ്ടും പറ്റുകയാണെങ്കിൽ അതിലേക്ക് തിരിച്ച് വരാൻ ശ്രമിക്കണം. അതാണ് ഉത്തമം. പക്ഷെ അത് പൊതുവെ ആൾക്കാർക്ക് അത്ര താല്പര്യജനകമായിരിക്കില്ല. അകത്ത് പോകുന്ന കാറ്റ്, പുറത്ത് പോകുന്ന കാറ്റ്, ഇതിനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരു ഏലില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഈ ഏലുള്ള നാമരൂപാദികളിലേക്ക് പോകുന്നത്. അപ്പം ക്രമേണ നോൺ കോൺസെപ്ച്വലാണ്, സങ്കല്പ വികല്പരഹിതമാണ് ശ്വാസോച്ഛ്വാസം. അപ്പോൾ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം പെർസേ അതിലേക്ക് തിരിച്ചു വരികയല്ല. ശ്വാസോച്ഛ്വാസത്തിലൂടെ നാം ബോധത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ബോധമാണ് ഇവിടെ ശ്രദ്ധാകേന്ദ്രം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. വേണ്ടതെന്തോ അത് നടപ്പിലാവും, വേണ്ടാത്തതെന്തോ അത് നമ്മൾ പോകും. അപ്പോഴും ആദ്യം കേട്ട ശ്ലോകവുമായിട്ട് അതിന് ബന്ധം വന്നു. ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാതം അപേക്ഷണീയം. ഇനി ഇതോടുകൂടി തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിലെ ഒരു ശ്ലോകം. ഭഗവാൻ അർജുനനോട് സംഗ്രഹിച്ച് ഗീതാർത്ഥത്തെ സംഗ്രഹിച്ച് അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. സർവധർമാൻ, ധർമ്മം,
മീമാംസ തുടങ്ങുന്നത് തന്നെ അഥാഥോ ധർമ്മജിജ്ഞാസ. ധർമ്മം നമ്മളെ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് ധർമ്മം. അത് ചെയ്യണം, ഇത് ചെയ്യരുത്, അങ്ങനെ വേണം, ഇങ്ങനെ അരുത്, അങ്ങനെ അരുതുകളും അരുതായ്മകളും ഒക്കെ കൊണ്ട് നമ്മളുടെ പ്രവൃത്തികളെ നിരന്തരം പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ധർമ്മം. സർവധർമാൻ പരിത്യജ്യ. അപ്പം അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ള ചിന്തയെ ഉപേക്ഷിച്ചിട്ട്, അങ്ങനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച് ഉപേക്ഷിക്കുകയല്ല, ചിന്തകൾ ചിന്തകളുടെ പിടിവലികളിൽ നിന്ന് ശ്രദ്ധ കൊണ്ട് വിമുക്തരായി തീരുമ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിക്കും. ധർമ്മങ്ങൾ ഉപേക്ഷിക്കപ്പെടും. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. ഏകനായ എന്നെ, ഏകമായ എന്നെ ശരണം പ്രാപിക്കുക. ഞാൻ എന്ന് പറഞ്ഞാൽ എങ്ങാണ്ടോ ഒരിടത്തിരിക്കുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ സങ്കല്പിച്ച് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ഒക്കും, ചിലപ്പോൾ ഒക്കില്ല. അപ്പം ശരിക്കും ആ ഞാൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ബോധസ്വരൂപം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. ഏകനായിരിക്കുന്ന എന്നെ. കാരണം ഈ ബോധമാണ് പലതായിത്തീരുന്നത്, പല കാരണങ്ങൾ കൊണ്ട് പലതരത്തിലായിത്തീരുന്നത് ഏകമായ ബോധം ആണ്. ആ പല കാരണങ്ങളെയും പല തരങ്ങളെയും നാം ഒഴിവാക്കിയാൽ ഈ ധ്യാനത്തിലൂടെ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും. ഏകനായ എന്നിൽ മനസ്സ് നിൽക്കും, ശരണം പ്രാപിക്കാൻ സാധിക്കും. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇനി ധർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പാപം ഉണ്ടാവുകയാണെങ്കിൽ പാപം ദുഃഖകാരണം. ഇനി ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്തത് ചെയ്തു പോവുകയും അങ്ങനത്തെ ആ കർമ്മ പ്രേരണ ഇല്ലാണ്ടായി പ്രവർത്തികൾ വേണ്ടതുപോലെ ചെയ്യാണ്ടായാൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലോ? ഇത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ചോദ്യങ്ങളിൽ ഒന്ന് അതാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പാപം ദുഃഖത്തിന് കാരണമായത് അഹം ത്വാ സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ദുഃഖിക്കണ്ട, ഞാൻ ആ വിധത്തിലുള്ള പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു കൊള്ളാം. അപ്പോൾ ഈ ഗീതയിലെ 9-ാമത്തെ ശ്ലോകവും 9-ാം അധ്യായത്തിലെ ശ്ലോകവും 18-ാം അധ്യായത്തിലെ ശ്ലോകവും തമ്മിലൊരു ബന്ധമുണ്ട്. ഏതൊരാളാണോ ബോധത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം, ആ ബോധം നോക്കിക്കൊള്ളും. ഇവിടെ അത് 18-ാമത്തെ അധ്യായത്തിലും അത് തന്നെയാണ് പറയണത്. സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് ഏകമായ ആ ബോധത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്നവർക്ക് ദുഃഖകാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ ബോധം മോചിപ്പിച്ചു കൊള്ളാം. ഈ ബോധം, അവയർനെസ്, അത് തെറപ്യൂട്ടിക്കാണ്, രോഗനിവാരക ശക്തിയുള്ളതാണ്. രോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗം മാത്രമല്ല, മനസ്സിൻ്റെ രോഗം മാത്രമല്ല, ബുദ്ധിയുടെ രോഗം മാത്രമല്ല. രോഗം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളെയും ശമിപ്പിക്കുന്നതാണ്. അപ്പം നമ്മൾ സ്ഥിരം കേട്ട് ശീലിച്ചിട്ടുള്ള 3 ശ്ലോകങ്ങൾ ഈ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 3 ശ്ലോകങ്ങൾ മാത്രമല്ല, ഒരുപാട് നമ്മൾ കേട്ട് പരിചയിച്ച ശ്ലോകങ്ങളെല്ലാം ഇതുമായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടത് തന്നെയാണ് എന്ന് സൂക്ഷ്മാവലോകനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ശ്വാസോച്ഛ്വാസത്തിൽ, നാമത്തിൽ, രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിന്തകൾ വ്യതിചലിക്കാതെ, ആദ്യമൊന്നും സാധിക്കില്ല, ഇത് എളുപ്പമല്ല, അല്പതപസഫലം, എളുപ്പം സാധിക്കില്ല. അഭ്യാസേന തു കൗന്തേയ, അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്, ഇത് നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, പക്ഷേ സാധിക്കും. ഇങ്ങനെ നമ്മൾ പരിശീലിച്ച് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ, ഇന്ന് ചെയ്ത നാളെയല്ല, കുറച്ച് മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ കഴിയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വരും. നമ്മൾ എതിർക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് ചിന്തകൾ കടന്നു പോകും, നമ്മൾ എതിർക്കുന്നില്ല. ഈ എതിർപ്പാണ് ടെൻഷൻ, ഈ കോൺഫ്ലിക്റ്റാണ്
വേണ്ടതിനെ നിലനിർത്തുവാനും വേണ്ടാത്തതിനെ ഒഴിവാക്കാനും ശ്രമിക്കുന്നതാണ് സകല ടെൻഷനുകൾക്കും കാരണം. അതാണ് സ്ട്രെസ്സ്, അതാണ് ആങ്സൈറ്റിക്ക് കാരണം, അതാണ് സകലമാന രോഗങ്ങളുടെയും ഉറവിടം. അപ്പം ഈ സ്ട്രെസ്സ്, സ്ട്രെയിന്, ടെൻഷൻ, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടാക്കുന്നത് ചിന്തകളിൽ നിന്നാണ്. അപ്പോൾ ചിന്തകളോട് നമ്മൾ ന്യൂട്രലാവുകയാണ്, നിഷ്പക്ഷമതികളാവുകയാണ്. ചിന്തകളെ തരംതിരിക്കുന്നില്ല, നല്ലത് ചീത്ത എന്ന് പറയുന്നില്ല, ചിന്തകളുടെ പുറകെ നമ്മൾ പായുന്നുമില്ല. ചിന്തകൾക്ക് നമ്മുടെ ബോധത്തിലുള്ള പിടി ക്രമേണ അയഞ്ഞു തുടങ്ങും. ചിന്തകളെ നിഷ്പക്ഷമതികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മൈത്രിയാദി വാസനാലഭ്യ എന്ന നാമത്തിൽ നമ്മൾ കേട്ട ആ 4 ഗുണങ്ങളിൽ 4-മത്തേത് മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. അതിൽ 4-മത്തേതായിട്ടുള്ള ഉപേക്ഷ നമ്മളിൽ സഹജമായിട്ട് ഉണ്ടാകും. ഇതൊന്നും നമ്മൾ പ്രയത്നിക്കുന്നില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് എന്താ? കാറ്റടിക്കുന്നത് നോക്കിയിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നോക്കിയിരിക്കുന്നതിനിടയിൽ ചില ശ്രദ്ധകൾ ചില ചിന്തകൾ നമ്മുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോകും. പോയി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഞാൻ കാറ്റടിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു, ഈ ചിന്ത എന്നെ കൊണ്ടുപോയി. പരിഭ്രമമൊന്നുമില്ല, കാരണം അത് സഹജമാണ്, സ്വാഭാവികമാണ്, തിരിച്ചു വരും. അങ്ങനെ കുറച്ച് കാലം ഇരുന്ന് കഴിയുമ്പം ചിന്തകൾക്ക് നമ്മുടെ ശ്രദ്ധയെ പിടിക്കാൻ പറ്റില്ല. ചിന്തകൾ വരുമ്പോഴേ നമ്മൾ തിരിച്ചറിയും, ഇവൻ എന്നെ പിടിക്കാൻ വരികയാണ്, ഇവൾ എന്നെ കൊണ്ടുപോകാൻ വരികയാണ്. ഈ ചിന്തകൾ കാണുമ്പോഴും ഉണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. ഭാഷ ഉപയോഗിക്കുമ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ചിന്തകൾ നമ്മളെ കൊണ്ടുപോകുന്നത് കുറഞ്ഞു തുടങ്ങും. അപ്പോഴും ചിന്തകൾ ഉണ്ടാവും, കാരണം നമ്മളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രെയിനും കൂടിയാണ്. അപ്പോൾ ചിന്തകൾ എപ്പോഴും നമുക്കുണ്ടാവും, പക്ഷേ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കില്ല. ചിന്തകളോട് നമുക്ക് നിഷ്പക്ഷത പാലിക്കാൻ സാധിക്കും, നമുക്ക് സമത്വം ഉണ്ടാകും. ചിന്തകളോട് സമത്വം ഉണ്ടാകും. ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ സമത്വം ഉണ്ടാവുകയാണ്. ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞതോർക്കുക, സമത്വം യോഗ ഉച്യത്തെ. സമത്വം എന്ന് പറയുന്നതാണ് യോഗം. യോഗം യുജ് സമാധവും. യുജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് യോഗം എന്നുള്ള പദം ഉണ്ടാകുന്നത്. അതിന് സമാധി, ഏകാഗ്രത എന്നർത്ഥം. അപ്പോൾ സമത്വം എന്ന് പറയുന്നത് ഏകാഗ്രതയാണ്. ഏകാഗ്രതയിൽ സമത്വം ഉണ്ടാകും. നമ്മളൊന്നും ചെയ്തിട്ടില്ല, പ്രയത്നിച്ചിട്ടൊന്നുമില്ല, താനെ സംഭവിക്കുന്ന ഇത്. സമത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ 4-മത്തെ ഗുണം മൈത്രിയാദികളിലെ ചതുർബ്രഹ്മവിഹാരങ്ങൾ എന്ന് വിളിക്കും. 4 അളവറ്റത്, അനന്തമായത് എന്ന് പറയും. അനന്തമായതാണിത്. അപ്പം ഇത് ഈ ബ്രഹ്മവിഹാരങ്ങളിൽ 4-മത്തേതായിട്ടുള്ള ഉപേക്ഷ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ക്രമേണ നമുക്ക് സ്വായത്തമായി. അപ്പം ചിന്തകളോട് സമത്വം വന്നു കഴിഞ്ഞാൽ, ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ മുഴുവൻ അസമത്വത്തെയും സൃഷ്ടിക്കുന്നത്. ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഉച്ചനീചത്വങ്ങളെ ഉണ്ടാക്കുന്നത്. അതെല്ലാം സ്വാഭാവികമായിട്ടും ഇല്ലാണ്ടാകും. ജാതി, വംശം, സ്ഥാനമാനാദികൾ, ധനസ്ഥിതി ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ഉച്ചനീചത്വങ്ങൾ താനേ ഇല്ലാതെയാകും. കാരണം ചിന്തകളോട് സമത്വം പാലിക്കാൻ നമുക്ക് സാധിച്ചു. ചിന്തകൾ വരുന്നു, നിൽക്കുന്നു, പോകുന്നു, നമ്മളെ അത് ബാധിക്കുന്നില്ല. അപ്പം ചിന്തകളോട് സമത്വം പാലിച്ചപ്പം ചിന്തകൾ ഉണർത്തുന്ന പ്രവൃത്തികളിൽ സമത്വം ഉണ്ടായി. അപ്പം സൂക്ഷ്മമായ തലത്തിൽ സമത്വം വന്നപ്പം സ്ഥൂലമായ സ്ഥലത്തിൽ അത് പ്രതിഫലിക്കും. അപ്പം സമത്വം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. എല്ലാവരോടും സമഭാവനയുണ്ടാകും. എല്ലാവരോടും സമഭാവനയുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകും. സമയം കുറച്ച് അഭ്യാസം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ചിലർക്ക് നേരത്തെ ഉണ്ടാകും, ചിലർക്ക് കുറച്ച് താമസിക്കും. കുറച്ച് നേരത്തെ ഉണ്ടാകുന്നവർ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ പ്രിയപ്പെട്ടവർ, കുറച്ച് താമസിച്ചുണ്ടാകുന്നവർ അപ്രിയത്തോടു കൂടിയവർ, അങ്ങനെയൊന്നുമില്ല. ദൈവത്തിന് അങ്ങനെ പുസ്തകമൊന്നുമില്ല. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ എഴുതി വെക്കാനൊന്നും മൂപ്പർക്ക് സമയവും ഇല്ല. അങ്ങനെ ഒരാൾ നമ്മുടെ ബോധത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യം നോക്കാനുണ്ട്.
നീർക്കുമിളകൾ പോലെ വന്നു പോകുന്ന എൻ്റെ നിങ്ങളുടെയും കാര്യങ്ങൾ നോക്കലായിരിക്കും. അതും അദ്ദേഹം നോക്കും. പക്ഷെ അത് ബാക്കിയുള്ളതുപോലെ തന്നെ ഉള്ളൂ. ഒരു ഈയാമ്പാറ്റയുടെ ജീവിതത്തോട് ഈശ്വരന് തോന്നുന്ന അതേ കാരുണ്യം തന്നെയേ എന്നോടും നിങ്ങളോടും തോന്നാൻ ഇടയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് സമത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ, സമത്വം ചിന്തകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രതിഫലിക്കും പ്രവൃത്തിയിലും. ഇപ്പം സമത്വം ഉണ്ടായി. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേച പണ്ഡിതാ സമദർശിന. ഈ പാണ്ഡിത്യം നമുക്കുണ്ടായത് പുസ്തകം വായിച്ചിട്ടല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പുസ്തകം വായിച്ചിട്ടുള്ള സമത്വം എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഇക്വാലിറ്റി മാത്രമാണ്. അത് പ്രായോഗിക തലത്തിലേക്ക് ഒരിക്കലും വരികയില്ല. ഇവിടെ എക്സ്പീരിയൻഷ്യൽ ഇക്വാലിറ്റിയാണ്, അനുഭവത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഇക്വാലിറ്റിയാണ്, ബുദ്ധിപരമായിട്ടുള്ള ഒരു സമത്വമല്ല. പുസ്തകം വായിച്ചിട്ട് പ്രചോദിതരായി ആകർഷിതരായിട്ടുണ്ടാകുന്ന സമത്വമല്ല, അനുഭവത്തിൽ നിന്നുരുത്തിരിഞ്ഞു വരുന്ന സമത്വമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ചവൻ എന്നല്ല അർത്ഥം. ഈ സാധന ചെയ്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഋദംഭരാ പ്രജ്ഞ, സത്യത്തെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള പ്രജ്ഞ ഉണ്ടാകും, ഇൻസൈറ്റ് ഉണ്ടാകും. ആ ഇൻസൈറ്റാണ് ഇവിടെ പാണ്ഡിത്യത്തെ തരുന്നത്. ആ പണ്ഡിതനാണ് വിദ്യാവിനയ സമ്പന്നേ. വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നരായിട്ടുള്ള ബ്രാഹ്മണരിലെ, വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നരായിട്ടുള്ളവരിലും ബ്രാഹ്മണരിലും പശുക്കളിലും ആനകളിലും പട്ടികളിലും സമത്വം ഉണ്ടായിരിക്കും. അത് എക്സാമ്പിളായിട്ട് എടുത്ത് പറയുന്നുള്ളൂ. എല്ലാവരോടും സമത്വം ഉണ്ടാകും. അങ്ങനെ എല്ലാവരോടും സമത്വം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സമബുദ്ധിയോടുകൂടി എല്ലാവരോടും പെരുമാറാൻ സാധിക്കും. സമചിത്തത വരും. സമത്വം പല രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രാണാപാനന്മാർ സമമാവും. ഇപ്പം നമ്മുടെ പ്രാണാപാനന്മാർ സമമല്ല. പ്രാണൻ എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്ന ശ്വാസവും അപാനൻ എന്ന് പറയുന്നത് അകത്തേക്ക് വരുന്ന ശ്വാസവും. അകത്തേക്ക് വരുന്ന ശ്വാസം ഇടയിലൂടെയും പുറത്തേക്ക് പോകുന്ന ശ്വാസം പിങ്കളയിലൂടെയും. ഇപ്പോൾ പ്രാണാപാനന്മാർ ഇടാപിങ്കളകളിലൂടെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാണാപാനന്മാർ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, സമമല്ല. അഭ്യാസം കൊണ്ടത് ക്രമേണ സമമാകും. പ്രാണാപാനന്മാർ സമമാകുമ്പോൾ അത് സമാനനായിത്തീരും. പ്രാണാപാനന്മാർ സമാനനായിത്തീരുമ്പോൾ അത് ഉദാനൻ, ഊർധ്വഗാമിയാകും. അപ്പോൾ എവിടെയായിരിക്കും ആ ഊർധ്വഗാമിയായ പ്രാണൻ? അത് സുഷുമ്നയിലാണ്, മധ്യനാഡിയിലായിരിക്കും അത് ചലിക്കുക. ഇടാപിങ്കളകളിലൂടെ അസമമായിട്ടൊഴുകുന്ന പ്രാണാപാനന്മാർ ശ്രദ്ധ കൊണ്ട് സഹജമായി സമാനമാകും. ആ സമാനനായ പ്രാണൻ ഉദാനനാകും. ഉദാനൻ ഊർധ്വഗാമിയാണ്. അതിനെയാണ് തന്ത്രശാസ്ത്രത്തിൽ കുണ്ടലിന്യുത്ഥാപനം എന്നൊക്കെ വിളിക്കുന്നത്. ആ ഊർധ്വഗാമിയായ പ്രാണന് പിന്നെന്ത് സംഭവിക്കും? അത് വ്യാനനായിത്തീരും, സർവവ്യാപിയായിത്തീരും. പ്രാണാപാന സമാന ഉദാന വ്യാനൻ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതൊക്കെ സമത്വത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ആ ചിന്തകളിൽ മാത്രമല്ല സമത്വം ഉണ്ടാകുക, ശ്വാസോച്ഛ്വാസത്തിൽ സമത്വം ഉണ്ടാകും, പ്രവൃത്തിയിൽ സമത്വം ഉണ്ടാകും. അപ്പോൾ നമ്മൾ മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു ഊർജ തലത്തിലേക്ക് ട്രാൻസ്ഫേർഡ് ആകും. ഇപ്പോൾ ഉള്ള ഊർജ്ജതലത്തിൽ, ഇപ്പം നമ്മളൊരു ഊർജ്ജതലത്തിലാണ്. ഈ ഊർജ്ജതലത്തിൽ ജീവിക്കാൻ നമുക്ക് ചില ഊർജങ്ങൾ പുറത്തുനിന്ന് എടുക്കേണ്ടതായിട്ടൊക്കെ വരും. അതല്ലാത്തൊരു ഊർജ്ജതലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അത് ക്രമേണേ സംഭവിക്കുകയുള്ളൂ. ഒറ്റ ദിവസം കൊണ്ടും ഒരാഴ്ച കൊണ്ടും ഒരു മാസം കൊണ്ടൊന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് അഭ്യാസേണ തു കൗന്തേയ, നിരന്തരമായിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടാണത് സാധിക്കുക. അപ്പം പ്രാണാപാനന്മാർ സമാനനാകും, സമാനൻ ഉദാനനാകും, ഉദാനൻ വ്യാനനാകും. ചിന്തകളിൽ സമത്വം വരുമ്പോൾ അത് പ്രവൃത്തിയിൽ പ്രകടിക്കും. എല്ലാവരോടും സമത്വം ഉണ്ടാകും. അപ്പോഴെന്ത് ചെയ്യും? നമ്മളിൽ ഓരോരുത്തരിലും സഹജമായിട്ടുള്ള സ്നേഹവാത്സല്യങ്ങളുണ്ട്, എല്ലാവരിലും ഉണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പരിപോഷിക്കപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. ശ്രദ്ധയാണ് ഒന്നിനെ പരിപോഷിക്കുന്നത്.
നമ്മുടെ മക്കളുടെ പഠിത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ നന്നായിട്ട് പഠിക്കുന്നവരായിത്തീരും. അവരുടെ കലാവാസനകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് വികസിക്കും. നമ്മൾ എന്തിനെയാണോ ശ്രദ്ധിക്കുന്നത് അത് പരിപോഷിപ്പിക്കപ്പെടും. അതിനെക്കുറിച്ചിട്ടുള്ള അറിവും നമുക്ക് കിട്ടും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ വീണ്ടും. ശ്രദ്ധയാണ് അറിവിനെ പകർന്നു തരുന്നത്. അപ്പോൾ നമുക്ക് അറിവും കിട്ടും. അപ്പം ഈ അഭ്യാസം പുസ്തകത്തിൻ്റെ സഹായമില്ലാതെ, പുസ്തകങ്ങളുടെ സഹായമില്ലാതെ അറിവ് നമുക്ക് കിട്ടുന്ന ഒരു 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 അഭ്യാസം കൂടിയാണിത്. പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവാണ്. അത് നമ്മൾ ഒരു കൂട്ടരുടെ ഒരാളുടെ പുസ്തകം മാത്രമേ വായിക്കുന്നുള്ളൂ എങ്കിൽ വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ നമ്മൾ ശങ്കര ഭഗവത്പാദരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിനോടൊപ്പം ശ്രീരാമാനുജാചാര്യരുടെ പുസ്തകം വായിക്കുകയാണെന്ന് വിചാരിക്കുക. അതോടൊപ്പം തന്നെ പ്രഭുപാദരുടെ പുസ്തകം, ഇസ്കോണുകാരുടെ പുസ്തകം വായിക്കുകയാണെന്ന് വിചാരിക്കുക. അതോടൊപ്പം കാശ്മീര ശൈവ സമ്പ്രദായികളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാകും. ശങ്കരാചാര്യരുടെ നിർവചനപ്രകാരം ഉള്ള മോക്ഷമാണോ ശരി? കാശ്മീര ശൈവ സമ്പ്രദായികളുടെ നിർവചനപ്രകാരമുള്ള മോക്ഷമാണോ ശരി? സാഖ്യയോഗത്തിൽ പറഞ്ഞിട്ടുള്ള മോക്ഷമാണോ ശരി? രാമാനുജാചാര്യർ പറയുന്ന മോക്ഷമാണോ ശരി? ഇസ്കോണുകാർ മുന്നോട്ട് വയ്ക്കുന്ന മോക്ഷമാണോ ശരി? ഇതൊക്കെ തമ്മിലൊരു നിരന്തര കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കും, പക്ഷെ അത് സത്യമായി കൊള്ളണം എന്നില്ല. അപ്പം ഈ പലതൊക്കെ വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. പലത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇത് പറയുന്നവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് എന്ന്. മറ്റുള്ളവരുടെ അഭിപ്രായപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്നത് ഒഴിവാക്കിയിട്ട് അവരവരുടെ അനുഭവപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതമാകുന്ന ഒരു വലിയ പുസ്തകം നമ്മുടെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടും. അപ്പം നമ്മുടെ ഉള്ളിൽ, ഓരോരുത്തരുടെ ഉള്ളിലും നാം അറിയാതെ കിടക്കുന്ന പല രത്നങ്ങളെയും നാം തിരിച്ചറിയാൻ തുടങ്ങും. അങ്ങനെയുള്ളൊരു മഹാരത്നമാണ് നമ്മുടെ ഉള്ളിൽ കാണുന്ന സ്നേഹ വാത്സല്യം. നമുക്കതെല്ലാവരോടുമുണ്ട്, നമ്മളിൽ എല്ലാവർക്കുമുണ്ട്. ഏറ്റവും ദുഷ്ടനാണ് എന്ന് സമൂഹം മുദ്ര കുത്തുന്ന ആളിൽ പോലും ആ സ്നേഹവാത്സല്യം തിരിച്ചറിയാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് മോശക്കാരില്ല ലോകത്ത്. സാഹചര്യങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും മോശക്കാരായി പോകുന്നവർ മാത്രമേ ഈ ലോകത്തുള്ളൂ. അപ്പം സ്നേഹവാത്സല്യം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട്. സമത്വം വന്നു കഴിഞ്ഞാൽ ആ സ്നേഹവാത്സല്യത്തെ ശ്രദ്ധിക്കുക, അത് വളർന്നുകൊള്ളും. അപ്പം നമുക്ക് എല്ലാവരോടും എല്ലാത്തിനോടും സ്നേഹവാത്സല്യം ഉണ്ടാകും. ലവിങ് കൈൻഡ്നസ്, മൈത്രീഭാവം ഉണ്ടാകും. മൈത്രീഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഒന്നിനെയും ദ്രോഹിക്കാൻ തോന്നില്ല, ഒന്നിനെയും വേദനിപ്പിക്കാൻ തോന്നില്ല, ഒന്നിനെയും വിഷമിപ്പിക്കാൻ തോന്നില്ല. സഹജമായ കാരുണ്യം നമ്മളിൽ ഊറി വരാൻ തുടങ്ങും. മൈത്രീഭാവം വന്ന് ഉപേക്ഷ വന്നു. നമ്മുടെ അഭ്യാസം കൊണ്ട് ഉപേക്ഷയുണ്ടായി. ഉപേക്ഷ വന്ന് എല്ലായിടത്തും സമത്വം കാണാൻ തുടങ്ങിയപ്പോൾ നമ്മളിൽ തന്നെയുള്ള സഹജമായ സ്നേഹവാത്സല്യങ്ങളെ നാം തിരിച്ചറിഞ്ഞു. നാം അവയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അത് പരിപോഷിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പരിപോഷണത്തിൽ നമുക്ക് എല്ലാവരോടും സ്നേഹം തോന്നാൻ തുടങ്ങും. ലവിങ് കൈൻഡ്നസ്, പാലിയിൽ അതിനെ മെത്ത എന്ന് വിളിക്കും, മൈത്രി എന്ന് സംസ്കൃതത്തിൽ പറയും. മൈത്രീ ഭാവം ഉണ്ടാകും. മൈത്രിയാദി വാസനാലഭ്യയിലെ മൈത്രി, എല്ലാവരോടും നമുക്ക് സ്നേഹം ഉണ്ടാകും. അപ്പം നമ്മളിലുള്ള സഹജമായ സ്നേഹത്തെ നമ്മൾ പരിപോഷിപ്പിക്കണം. അപ്പം നമ്മൾ സ്നേഹിക്കുന്ന, നമുക്ക് വാത്സല്യമുള്ള ഒന്നിനും ഒരു ദോഷവും വരാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല, നമ്മളൊട്ട് വരുത്തുകയുമില്ല. അഹിംസ പരിശീലിക്കേണ്ട ആവശ്യമില്ല, താനെ വന്നുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കാരുണ്യമുള്ളവരായിത്തീരും. മൈത്രി, കരുണ. മൈത്രിയും കാരുണ്യവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഓരോന്നിൻ്റെയും വളർച്ച, നേട്ടങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുടെ സന്തോഷം നമ്മളെ സന്തോഷിപ്പിക്കാൻ തുടങ്ങും. ഇപ്പോഴുണ്ട്. ഇപ്പം നമ്മുടെ മക്കളുടെ സന്തോഷം, നമ്മുടെ ഉറ്റവരുടെ സന്തോഷം, നമ്മുടെ വളർത്തുമൃഗങ്ങളുടെ സന്തോഷം പരിമിതമാണെങ്കിലും ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ
വേലിക്കെട്ടുകളില്ലാതെ ആരുടെ ഉയർച്ചയിലും നമുക്ക് സന്തോഷമുണ്ടാകും, ആരുടെ നേട്ടത്തിലും നമുക്ക് സന്തോഷമുണ്ടാകും, നമുക്ക് പക്ഷഭേദമില്ലാതെ സന്തോഷമുണ്ടാകും. രണ്ട് കൂട്ടർ തമ്മിൽ കളിക്കുകയാണെങ്കിൽ ആ കളിയിൽ ആര് വിജയിച്ചാലും നമുക്ക് സന്തോഷമുണ്ടാകും. പക്ഷപാതത്തോടുകൂടി കളി കാണുമ്പോൾ മാത്രമാണ് നമ്മുടേതെന്ന് നാം കരുതുന്ന ആൾക്കാരുടെ ജയാപജയങ്ങൾ നമ്മളിൽ സന്തോഷവും ദുഃഖവും ഉണ്ടാക്കുന്നത്. ഉപേക്ഷയോടുകൂടി നമ്മുടെ അഭ്യാസം ചെയ്ത് സമത്വബോധത്തോടു കൂടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മളിൽ സഹജമായിട്ടുള്ള സ്നേഹവാത്സ്യങ്ങൾ വാത്സല്യങ്ങളെ ശ്രദ്ധ കൊണ്ട് പരിപോഷിപ്പിക്കപ്പെട്ട് അത് കാരുണ്യത്തിലേക്ക് പതുക്കെ കാരുണ്യത്തിലേക്ക് എത്തും. അപ്പം നമുക്ക് ആരുടെ വിജയവും നമ്മുടെ വിജയമായിത്തീരും, ആരുടെ ദുഃഖവും നമ്മുടെ ദുഃഖമായിത്തീരും. പ്രപഞ്ചത്തിൻ്റെ ഉള്ളൂര് പ്രേമസംഗീതത്തിൽ പാടിയതുപോലെ പ്രപഞ്ച മുകുരം നമ്മുടെ രൂപം പ്രതിധ്വനിപ്പിപ്പൂ, പ്രപഞ്ച കുഹരം നമ്മുടെ ശബ്ദം പ്രപഞ്ച മുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ, പ്രപഞ്ച കുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ. അപ്പം ഇവിടെ നമ്മുടെ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ലോകത്തിൽ അനുഭവിക്കുന്നതിന് പകരം ലോകത്തെ നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മളും ലോകവും തമ്മിൽ ഏകതാനതയുണ്ടാകും. ഇതൊന്നും നമ്മൾ ബലം പ്രയോഗിച്ച് ഉണ്ടാകുന്നതല്ല. ആകെ നമ്മൾ ചെയ്തതെന്താ? അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചു. അത്രമാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പം എവിടെയാണ് ഇരിക്കേണ്ടത്? എവിടെ ഇരുന്നാലാണോ അടക്കവും ഒതുക്കവും ഉണ്ടാവുക അവിടെ ഇരിക്കണം. അടക്കവും ഒതുക്കവും എന്ന് പറഞ്ഞാൽ ഏതിനൊക്കെ ഉണ്ടാകണം? ശരീരത്തിനുണ്ടാകണം അടക്കവും ഒതുക്കവും, മനസ്സിനുണ്ടാകണം അടക്കവും ഒതുക്കവും, വാക്കുകൾക്കുണ്ടാകണം അടക്കവും ഒതുക്കവും, ചിന്തകൾക്കുണ്ടാകണം അടക്കവും ഒതുക്കവും. അതൊക്കെ ക്രമേണ സംഭവിച്ചുകൊള്ളും. അങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കുക. വളരെ ലളിതമായിട്ട് എങ്ങനെ ധ്യാനിക്കണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് പറയേണ്ടത്. അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കുക. അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. മനുഷ്യൻ കർമ്മനിരതനാണ്. നമ്മളെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പ്രവൃത്തിയിൽ നിന്ന് വിമുക്തരല്ല ആരും. അപ്പം എന്താ ചെയ്യുക? ശ്വാസോച്ഛ്വാസം നിരന്തരം വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധാപുരസരം നോക്കുക. ബോറടിക്കില്ലേ? അങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് ഈ ശ്വാസോച്ഛ്വാസം മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ ഇല്ല. ഭൂതഭാവികളുടെ പിടിയിൽ നിന്ന് വിട്ട് വർത്തമാനത്തിൻ്റെ ക്ഷണികത്വം മനസ്സിലാക്കി കഴിയുമ്പോൾ, ഭൂതഭാവികളുടെ പിടിയിൽ നിന്ന് വിട്ട് വർത്തമാന കാലഘട്ടത്തിൻ്റെ ക്ഷണികത മനസ്സിലാക്കി കഴിയുമ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലും മറഞ്ഞു കിടക്കുന്ന ആനന്ദം മറനീക്കി പുറത്ത് വരാൻ തുടങ്ങും. ആ ആനന്ദത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. ശ്രദ്ധയും ആനന്ദവും ശ്വാസോച്ഛ്വാസവും കൂടി ഇടകലർത്തി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ബോറടിക്കില്ല, ബോറടിക്കുകയേ ഇല്ല. ബോറടിക്കുന്നു ഇത് ചെയ്യുന്നെങ്കിൽ കാൽപ്പനിക ഭാവത്തോടു കൂടി ആധ്യാത്മികതയിൽ വന്നാലാണ് ഈ ബോറടിക്കുക. എന്തൊക്കെയോ കിട്ടുമെന്ന് എവിടെയൊക്കെയോ കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതെൻ്റെ പൈതൃകമാണ് എന്ന അഭിമാനത്തിൽ ഒക്കെ ആധ്യാത്മികരാകാൻ ശ്രമിച്ചാൽ ഒരു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. അതല്ല, ജീവിതാനുഭവങ്ങൾ ഉണർത്തുന്ന ഒരു നീറ്റൽ ശമിപ്പിക്കാനുള്ള ഔഷധം തേടിയുള്ള യാത്രയാണ് എങ്കിൽ ഈ സാധന ഒരിക്കലും ബോറടിക്കുന്നതായിരിക്കില്ല. അപ്പം അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസാണ്, മെഡിറ്റേഷൻ ഇൻസ്ട്രക്ഷനാണിത്. വളരെ സിമ്പിൾ, ഏറ്റവും ലളിതമായിട്ട് അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കണം. എങ്ങനെ ഇരുന്നാലാണോ അടക്കവും ഒതുക്കവും ഉണ്ടാവുക അങ്ങനെ ഇരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കണം. വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിന്തകൾ നമ്മളെ കട്ടുകൊണ്ടുപോകും. ബോധത്തെ, ശ്രദ്ധയെ തിരിച്ചു വരിക, തിരിച്ചു വരിക, തിരിച്ചു വരിക. ബിഗിൻ അഗെയിൻ എന്നുള്ളതാണ് എന്താ പറയുക,
ആപ്തവാക്യം. വീണ്ടും തുടങ്ങുക, വീണ്ടും തുടങ്ങുക, വീണ്ടും തുടങ്ങുക. ക്രമേണ ചിന്തകൾക്ക് നമ്മുടെ മുകളിലുള്ള പിടിയില്ലാണ്ടാകും. പലതരത്തിലുള്ള സമത്വം അനുഭവിക്കാൻ തുടങ്ങും. നമുക്ക് നല്ലത് ചീത്ത, വേണ്ടത് വേണ്ടാത്തത്, അങ്ങനെ ചിന്തകളോടൊരു പക്ഷമുണ്ടാവില്ല, സമത്വമുണ്ടാകും. അപ്പം ഉപേക്ഷ. ചിലതിനോടൊരു പ്രിയം, ചിലതിനോട് അപ്രിയം, അതുണ്ടാവില്ല. അങ്ങനെ ഉപേക്ഷ വന്നു കഴിഞ്ഞാൽ ആ ഉപേക്ഷ പ്രവൃത്തിയിൽ പ്രതിഫലിക്കാൻ തുടങ്ങും. നമ്മൾ നിഷ്പക്ഷരാകാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷരാകാൻ തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർദ്രതയില്ലാത്തവരാകും എന്നല്ല അർത്ഥം. മുരട്ടുവാദികൾ ആകും, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. നിഷ്പക്ഷര്, അവർക്കൊന്നിനോടും അങ്ങനെയല്ല എൻ്റെ അർത്ഥം. നിഷ്പക്ഷരായി കഴിഞ്ഞാൽ നമ്മളിൽ സഹജമായി ഉണ്ടാകുന്ന സ്നേഹവാത്സല്യങ്ങളെ നാം തിരിച്ചറിയും. ആ തിരിച്ചറിവ് അതിനെ പരിപോഷിപ്പിക്കും. മൈത്രി അത് കാരുണ്യം ഉണർത്തും. ഒന്നിനും കുഴപ്പം വരാൻ നമ്മൾ ആഗ്രഹിക്കില്ല. കഴിയുന്നതും ഒന്നിനെയും ഉപദ്രവിക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല. എല്ലാവരുടെ നേട്ടവും നമ്മുടെ നേട്ടമായി തീരും. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. മൈത്രിയാദി വാസന. വാസന എന്ന് പറഞ്ഞാൽ ഭാവന, മെഡിറ്റേഷൻ എന്നർത്ഥം, ധ്യാനം. ഭാവനയാൽ ലഭിക്കുന്നവൾ. അപ്പോൾ നമുക്ക് എന്ത് പറ്റി? ഈ മെഡിറ്റേഷൻ കൊണ്ട് ആരെയാണ് ലഭിച്ചത്? മഹാദേവിയെയാണ് ലഭിച്ചത്, പരമമായതിനെയാണ് ലഭിച്ചത്. ക്ലിഷ്ടതരങ്ങളായിട്ടുള്ള താന്ത്രിക സാധനകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ദീക്ഷ വാങ്ങി, കാശും മുടക്കി ദീക്ഷ വാങ്ങി കുറേ കാലം സാധന ചെയ്തിട്ട് എവിടെയും എത്തിയില്ല എന്ന ഒരു നിരാശബോധത്തിൻ്റെ ആവശ്യമില്ല. ഇത് ചെയ്തു തുടങ്ങിയാൽ അനുഭവം ഉണ്ടാകും. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ആധിക്യം മാത്രമേ വെളിപ്പെടുത്തി തരികയുള്ളൂ. ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ ധ്യാനത്തിനിരിക്കുകയാണ്, ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധ്യാന വസ്തുവിനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും. ശ്രദ്ധ മാറിപ്പോയിട്ട് ഏതോ ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മുടെ ശ്രദ്ധ പോയി. നമുക്ക് തിരിച്ച് നമ്മുടെ ധ്യാന വിഷയത്തിലേക്ക്, അതായത് ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരിച്ചു വരണം എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട്. ശ്രദ്ധ പോയി എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തെ മെറ്റാ അവയർനെസ് അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്നാണ് വിളിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അത് ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ മെറ്റാ അവയർനെസ്സിനുള്ള ഭാഗം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മെറ്റാ അവയർനെസ് ശക്തിപ്പെടുമ്പോൾ നിത്യജീവിതത്തിൽ അത് വളരെ പ്രയോജനപ്രദമാണ്. ഇപ്പോൾ മെഡിറ്റേഷനിൽ ചില വ്യക്തികളുടെ അഭിപ്രായത്തിൽ മെഡിറ്റേഷനിൽ പരമപ്രധാനമായത് ഈ മെറ്റാ അവയർനെസ്സാണ്. ശ്രദ്ധ പോകാതെ ഒരേ വസ്തുവിൽ തന്നെ ശ്രദ്ധ നിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് ശ്രദ്ധ പോയി എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഘട്ടം. ഇത് നിത്യജീവിതത്തിൽ പ്രയോജനപ്രദമാണ്. നമ്മൾ വികാരവിചാരങ്ങൾക്ക് അധീനരായി പോകാറുണ്ട് പലപ്പോഴും. ദേഷ്യം, സങ്കടം, ഈർഷ്യ, അസൂയ, ഇതൊക്കെ നമ്മളെ കീഴ്പ്പെടുത്താറുണ്ട്. ഇതൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തി നമ്മൾ പെരുമാറുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാൻ കാരണമാവുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്നാണ് ബന്ധങ്ങളുടെ ഉലച്ചിൽ, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. അത് വലിയൊരു പ്രശ്നമാണ്. അതുണ്ടാകുന്നതിൻ്റെ കാരണം പലപ്പോഴും ഒരു വീണ്ടുവിചാരമില്ലാതെ അപ്പൊപ്പമുണ്ടാകുന്ന വികാരങ്ങൾക്ക് വിധേയരായിട്ട് അതും ഇതുമൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതും ഇതൊക്കെ വിളിച്ചു പറയുന്നു, അങ്ങനെ ദേഷ്യം വന്ന് പ്രവർത്തിക്കുന്നു, കയ്യിലുള്ളതെല്ലാം വലിച്ചെറിയുന്നു. അതോടുകൂടി ആ കുടുംബത്തിലെ ആയാലും ആ വ്യക്തി, ആ ദേഷ്യപ്പെടുന്ന വ്യക്തി എവിടെയാണോ അവിടുത്തെ അന്തരീക്ഷം മലിനമാവുകയാണ്. പിന്നെ എത്രയോ നേരമെടുത്തിട്ടാണ് അത് ശരിയാവുക. അത് ആവർത്തിക്കപ്പെടുമ്പോൾ ബന്ധങ്ങളിൽ ഉലച്ചിൽ വരും. ഇപ്പം ഈ മെറ്റാ അവയർനെസ്
അങ്ങനത്തെ ഘട്ടങ്ങളിലെല്ലാം നമ്മളെ സഹായിക്കും. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, വളരെ ദേഷ്യം കൂടുതലാണ്, ദേഷ്യം കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? ദേഷ്യം കുറയ്ക്കാൻ ചെയ്യേണ്ടത് ഈ മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റാ അവയർനെസ്സിൻ്റെ ഭാഗം ശക്തിപ്പെടും. അപ്പം നമ്മൾ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ തിരിച്ചറിയും. ക്രമേണ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നാളെ സംഭവിക്കും എന്നല്ല പറയണത്. കുറച്ച് കാലത്തെ ധ്യാന പരിശീലനത്തിലൂടെ സ്വായത്തമാകാൻ പോകുന്ന ഒരു കഴിവാണത്. നമ്മൾ നമ്മുടെ വികാരങ്ങളെ മുളയിൽ തന്നെ തിരിച്ചറിയും. മുളയിൽ തന്നെ അതിനെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം അതിന് കീഴ്പ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി അതല്ല, നമ്മളെ ദേഷ്യം ഗ്രസിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഈ ഗ്രസിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചറിയും. അപ്പോൾ ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാതിരിക്കാം, ഒന്നും ചെയ്യാതിരിക്കാം. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും നമുക്ക് മനസ്സിലാകും നമ്മളിപ്പം ദേഷ്യം ഉള്ളവരാണ്. അപ്പം വികാരങ്ങൾക്ക് വിധേയരായി നിൽക്കുന്ന ഘട്ടമാണിത്. ഇപ്പോൾ ഞാൻ ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകും. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ, ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കും. ജീവിത ബന്ധങ്ങൾ ഊഷ്മളമായാൽ ജീവിതം കൂടുതൽ സമാധാനപ്രദമാകും. അതുകൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല പ്രയോജനം, സമാധികളിലൂടെ കടന്നു പോകാൻ മാത്രമല്ല അത് സഹായിക്കുന്നത്, പരമമായതിനെ പ്രാപിക്കാൻ, തിരിച്ചറിയാൻ മാത്രമല്ല അത് സഹായിക്കുന്നത്, നമ്മുടെ നിത്യജീവിതം ഊഷ്മളമാക്കാനും നമ്മുടെ ബന്ധങ്ങളെ ദൃഢമാക്കി നിലനിർത്തുവാനും ഇത് സഹായിക്കും. ഇത് നമ്മളെ ഒരു നല്ല ശ്രോതാവാക്കി മാറ്റും. നമ്മൾ ഈ മെഡിറ്റേഷൻ കുറച്ച് പരിശീലിച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ പറയുന്നത് വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ കേട്ടിരിക്കാൻ നമ്മളെ സഹായിക്കും. ഇപ്പം നമ്മൾ ആര് പറയുന്നതും നമ്മുടെ ആർജിത അറിവിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിച്ചാണ് കേൾക്കുന്നത്. ഇത് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നേരത്തെ കേട്ടതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് കേൾക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്ത വാക്കുകളുടെ അർത്ഥത്തിൻ്റെ പിൻബലത്തിലാണ് പലപ്പോഴും നമ്മൾ പറയുന്ന ആളുടെ വാക്കുകളെ വിലയിരുത്തി മനസ്സിലാക്കുന്നത്. അപ്പോൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിരിക്കുകയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ മിസ്കമ്മ്യൂണിക്കേഷനാണ് നടക്കുക. മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പം ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടും. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാത്തടത്ത് ബന്ധങ്ങൾ എങ്ങനെയാണ് ഇൻടാക്റ്റ് ആവുക? അതുകൊണ്ട് ഈ ധ്യാനം പരിശീലിക്കുന്ന നമുക്ക് ഒരു നല്ല ശ്രോതാവായിരിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ വാക്കുകളെ നമ്മളുടെ അർത്ഥതലത്തിൽ നിന്ന് വ്യാഖ്യാനിച്ച് കേൾക്കുന്നതിന് പകരം അവരുടെ വാക്കുകളെ അവരുടെ അർത്ഥതലത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും. ഇത് അറിയാതെ തന്നെ മറ്റേയാൾ അറിയും. അപ്പോൾ ബന്ധം കൂടുതൽ ദൃഢമാകും. അങ്ങനെ ഇതിന് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രയോജനമുണ്ട്. അത് മെഡിറ്റേഷൻ ചെയ്ത് നാളുകൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന സമാധിതലം മാത്രമല്ല ഇതിനുള്ളത്, നിത്യജീവിതത്തിൽ ഇതിന് പ്രയോജനമുണ്ട്. ഇത് പറഞ്ഞിങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പരമമായതിനെ പ്രാപിക്കാൻ ഈ മെഡിറ്റേഷൻ സഹായിക്കും എന്ന് പറഞ്ഞുല്ലോ. അപ്പം പരമമായത് എന്തവസ്ഥയാണ്? പരമമായതിനെ പ്രാപിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? അവേക്കൻ സ്റ്റേറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ബുദ്ധാവസ്ഥ. ബുദ്ധനായി തീരുകയാണ് ചെയ്യുക, അവേക്കൻഡ് ആവുകയാണ് ചെയ്യുക. ഈ അവേക്കൻഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഉറങ്ങി ഉണരുന്നതിനെയാണ് അവേക്കൻഡ് എന്ന് പറയുന്നത്. അവേക്കൻഡ് ആവുക, ഉണർന്ന അവസ്ഥ. ഈ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പം എന്ത് മാറ്റമാണ് നമ്മൾ സംഭവിക്കുന്നത്? ഉറക്കത്തിൽ നമ്മൾ അൺഅവെയറാണ്, അവിദ്യാഗ്രസിതരാണ്. ഉണർവിലേക്ക് വരുമ്പം നമുക്ക് അവയർനെസ് കൂടും. അപ്പം ഉണർവ് എന്ന് പറഞ്ഞാൽ അവയർനെസ്സാണ്. ഇപ്പം നമ്മുടെ അവയർനെസ് എങ്ങനെ? ഇപ്പം നമ്മളിത് കേട്ടിരിക്കുന്നത് ജാഗ്രത അവസ്ഥയിലാണ്, വേക്കിംഗ് സ്റ്റേറ്റിലാണ്.
ഉണർന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും. ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ അവയർനെസ്സിൻ്റെ സ്വഭാവം എന്താ? അത് ഇടയ്ക്ക് ഉണ്ടാവും, ഇടയ്ക്ക് ഉണ്ടാവില്ല. ഓണും ഓഫുമായിക്കൊണ്ടിരിക്കുന്ന അവയർനെസ്സാണ് നമുക്കിപ്പം ഉള്ളത്. പലപ്പോഴും അത് ഓഫാണ്. ഓണായിട്ട് തുടങ്ങും, പക്ഷെ ക്രമേണ അത് ഓഫായി പോകും. അപ്പം നമ്മുടെ അവയർനെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം മാത്രം നിൽക്കുന്നതാണ്. ഈ കുറച്ച് നേരം മാത്രം നിൽക്കുന്ന അവയർനെസ്സിനെ പരിശീലനം കൊണ്ട് സദാ നേരവും നിർത്താൻ സാധിക്കും. സദോദിത സ്ഥിതിയിലേക്ക് അതിനെ എത്തിക്കാൻ, എപ്പോഴും ഉദിച്ചിരിക്കുന്ന സ്ഥിതിയിലേക്ക് അതിനെ എത്തിക്കാൻ സാധിക്കും. എപ്പോഴും ഉദിച്ചു ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് അതിനെ എത്തിക്കുന്നതാണ് അവേക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവേക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവയർനെസ് ഉണ്ടാവും. അത് ജാഗ്രത അവസ്ഥയിൽ മാത്രമല്ല, അത് സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ഈ അവയർനെസ് ഉണ്ടാവും. ഈ അവയർനെസ്സാണ് തുരീയാവസ്ഥ. ആ തുരീയാവസ്ഥ എല്ലാ അവസ്ഥകളിലും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. അവയർനെസ്സിൻ്റെ മാത്രം തലത്തിൽ നിൽക്കുന്ന സമയത്ത് അത് തുരീയാവസ്ഥ. തുരീയാവസ്ഥ മറ്റ് 3 അവസ്ഥകളിലേക്കും കൂടി ചേക്കേറുന്ന സമയത്ത് അതിനെ തുരീയാതീതാവസ്ഥ എന്നാണ് പറയുക. തന്ത്രശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പം നമ്മൾ എപ്പോഴും അവെയറായിരിക്കും. അത് ഇപ്പം സാധ്യമല്ല, ഇപ്പം നമുക്കത് സാധ്യമല്ല, നമുക്കത് അറിയില്ല അതെങ്ങനെയാണ്. അത് നമ്മൾ പതുക്കെ 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 സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് പോലെ, നീന്തൽ പഠിക്കുന്നത് പോലെ അതൊരു ദിവസം അങ്ങ് സംഭവിക്കുക ചെയ്യുക. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷേ ഈ പരിശീലനത്തിലൂടെ അത് എപ്പോഴെങ്കിലും നമുക്ക് സാധ്യമാകും. അപ്പോഴാണ് നമ്മൾ അവേക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവേക്കൻഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനെക്കുറിച്ചും അവെയറായിരിക്കും. ഈ അവെയറാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെയൊക്കെ ഓർത്തിരിക്കണം എന്നില്ല. അവെയർനെസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് നൗവിൽ സംഭവിക്കുന്നതാണ്. അതിനെ നമ്മൾ ഓർത്തു വയ്ക്കുമ്പം അത് പാസ്റ്റായി. പാസ്റ്റ് ഇല്ല, പ്രസൻറ്റുമില്ല, ഫ്യൂച്ചറുമില്ല. അപ്പോൾ അതുകൊണ്ട് അവെയർനെസ് അക്യുമുലേഷൻ അല്ല. നമ്മൾ അവെയറായിരിക്കുന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഓർമ്മയുണ്ടായിക്കൊള്ളണം എന്നില്ല. ഓർമ്മ ഭൂതകാലത്തിൻ്റേതാണ്, വർത്തമാനകാലത്തിൻ്റേതല്ല. അവെയർനെസ് വർത്തമാനകാലത്തിൻ്റേതാണ്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഇല്ല എങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മെറ്റാ അവെയർനെസ്സിനെ കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേട്ടു. ഈ അഭ്യാസം കൃത്യമായിട്ട് ചെയ്താൽ എത്തിച്ചേരാവുന്ന അവേക്കൻഡ് സ്റ്റേറ്റിനെ കുറിച്ചും നമ്മൾ കേട്ടു. അവേക്കൻഡ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ മാത്രമല്ല ഇതിന് ഫലം കിട്ടുക. അവേക്കൻഡ് സ്റ്റേറ്റിലേക്കുള്ള പ്രയാണ മധ്യത്തിൽ നമ്മുടെ ജീവിതം ശാന്തവും സ്വസ്ഥവും താളബദ്ധവും ആകും. നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം താനേ, നമുക്ക് വേണ്ടതെല്ലാം, ആഗ്രഹിക്കുന്നതെല്ലാമല്ല, വേണ്ടതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് താനേ വന്ന് നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കും. ഇത്രയും നമ്മൾ ഫോർമലായിട്ടുള്ള പരിശീലനമാണ് പറഞ്ഞത്. ഇരുന്ന് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്ന് ശ്രദ്ധയോടുകൂടി ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് ആ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്രദ്ധ വിട്ടുപോയി എന്ന് തിരിച്ചറിയുമ്പം തിരിച്ച് ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരിക. ഇതാണ് നമ്മുടെ ഫോർമൽ പ്രാക്ടീസ്. ഇനി ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാം. പതുക്കെ 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 നമ്മൾ ഈ ഇരുന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ധ്യാന പരിശീലനത്തിലൂടെ പതുക്കെ 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 നമ്മൾ നമ്മുടെ അവെയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങും. അപ്പം നമുക്ക് പിന്നെ ഇനി ആ അവെയർനെസ്സിനെ നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ ഫലങ്ങളിലേക്കും കൊണ്ടുവരാൻ സാധിക്കും. ഏറ്റവും ബോറായിട്ടുള്ള പ്രവർത്തനങ്ങളെ പോലും ധ്യാനമാക്കി രസകരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഏറ്റവും പ്രയാസകരമായിട്ട് ആർക്കും തോന്നുന്ന പണിയാണ് പാത്രം കഴുകുക എന്നുള്ളത്. പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ ഒരു മെനക്കെട്ട പണിയാണ്. അടിച്ചുവാരി വൃത്തിയാക്കുക, പാത്രം കഴുകുക, തുണി അലക്കുക. ഇപ്പം തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വലിയൊരു പരിധി വരെ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ആ ഒരു കാര്യം
ഒതുങ്ങിക്കിട്ടി. പക്ഷെ അടിച്ചുവാരി വൃത്തിയാക്കലും പാത്രം കഴുകലും ഒക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ ആധുനിക ഡിഷ് വാഷേഴ്സ് ഒന്നും നമ്മളുടെ പാത്രങ്ങൾ കഴുകത്തക്ക വിധത്തിൽ ഉള്ളതല്ല. അതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഡിഷ് വാഷേഴ്സ് ഉപയോഗിച്ച് കഴുകാവുന്ന ഒരു തരത്തിലേക്ക് നമ്മളുടെ നിത്യജീവിത ആഹാര ശൈലികളായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാത്രം കഴുകുക തന്നെ വേണം. അത് വലിയ മെനക്കെട്ട പണിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ധ്യാനമാക്കി മാറ്റുക? അപ്പോൾ ഇവിടെ നമ്മൾ പാത്രം കഴുകുന്നതിനെ ധ്യാനമാക്കാൻ ശ്രമിക്കാൻ പോവുകയാണ്. പാത്രം കഴുകുന്നത് പോലെ തന്നെ മറ്റെല്ലാത്തിനെയും ഇതേ രീതിയിൽ തന്നെ ധ്യാനമാക്കി മാറ്റാം. ഇവിടെ നമ്മുടെ ധ്യാന വിഷയം പാത്രമാണ്. രൂപമോ നാമമോ ശ്വാസോച്ഛ്വാസമോ അല്ല. ഇവിടെ നമ്മുടെ ധ്യാന വിഷയം പാത്രമാണ്. അപ്പോൾ ഒരു ജഡമായ പാത്രത്തെ ധ്യാന വിഷയമാക്കാമോ എന്ന ചോദ്യമൊന്നും ഇനി ഇത് കേൾക്കുന്നവർക്കുണ്ടാകാൻ തരമില്ല. കാരണം പരമമായ ബോധമല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളത് നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ എന്തിനെ ധ്യാന വിഷയമാക്കുന്നുവോ അത് പരമമായതിൻ്റെ തന്നെ പരിമിതമായ ആവിഷ്കാരമാണ്. പരമമായതല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് അഴുക്കു പുരണ്ടു ഇരിക്കുന്ന പാത്രം പോലും പരമമായതിൻ്റെ പരിമിതമായ ആവിഷ്കാരമാണ്. അപ്പം നമ്മൾ ആ പാത്രത്തെയാണ് ധ്യാന വിഷയമാക്കുന്നത്. ശ്രദ്ധ പാത്രത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ തിരിച്ച് ആ പാത്രങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. നമ്മൾ പാത്രത്തെ കയ്യിലെടുത്തപ്പോൾ അതിലുണ്ടായിരുന്ന അഴുക്കുകളും ആഹാര പദാർത്ഥങ്ങളും എണ്ണമയവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പതുക്കെ നമ്മളത് സോപ്പിട്ട് കഴുകുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ, അത് വൃത്തിയാവുന്നത്. അപ്പോൾ വൃത്തികേടായിരുന്ന ഒരു സാധനം ശ്രദ്ധാപൂർവം വൃത്തിയാക്കി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കുണ്ടാകും. അഴുക്കു പുരണ്ടതെന്തും വൃത്തിയാക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും. ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ സന്തോഷം നഷ്ടമാകുന്നത്. അപ്പോൾ ജീവിതത്തിലെ ഏത് പ്രവൃത്തിയും ചെയ്യുന്നയാൾക്ക് സന്തോഷകരമാക്കാൻ കഴിയുന്നതാണ്. സന്തോഷകരമല്ലാത്ത ഒരു പ്രവൃത്തിയും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പം ഒരു അഴുക്ക് പുരണ്ട, ഇവിടെ അഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാര പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ, അല്ലാതെ ചെളിയും മറ്റുമല്ല. അത് കഴുകി എണ്ണമയമൊക്കെ കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുമ്പം ഒരു സന്തോഷം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ശ്രദ്ധ ഇവിടെ നിന്ന് വിട്ടുപോകും. സ്വാഭാവികമാണ്. നമുക്ക് പലപ്പോഴും അതിൽ നിന്ന് വിട്ടുപോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. പാത്രം കഴുകുമ്പോൾ ചിലപ്പം ഇനി എത്ര പാത്രങ്ങൾ കഴുകാനുണ്ട്, ഇത് എപ്പോൾ കഴുകി തീരും എന്നുള്ള ചിന്തയൊക്കെ നമുക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ ചിന്തയെയും നമ്മൾ തിരിച്ചറിയുക. ആ ചിന്തയെ ഇല്ലാണ്ടാക്കാനൊന്നും ചെയ്യരുത്. പാത്രം കഴുകലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ചിന്തകളെയും നമ്മൾ സശ്രദ്ധം തിരിച്ചറിയുകയാണ്. ശ്രദ്ധ പാത്രത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് വെള്ളം വീഴുന്ന ശബ്ദം, കഴുകുന്നതിൻ്റെ ശബ്ദങ്ങളുണ്ട്. പാത്രം കഴുകുന്നതിന് പാത്രങ്ങൾ തമ്മിൽ മുട്ടുന്നതിൻ്റെ ശബ്ദം, പാത്രത്തിൽ ഉരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, നമ്മളുടെ ചിന്തകളുടെ ശബ്ദം, പാത്രങ്ങളുടെ രൂപം, അതിന് വരുന്ന മാറ്റങ്ങൾ, അതൊക്കെ ദൃശ്യമായ കാഴ്ചകളാണ്. മറ്റേത് ശ്രാവ്യമായതാണ്. തൊടുന്നതുണ്ട്. വഴുവഴുപ്പുള്ള എണ്ണമയം പുരണ്ടപ്പം വഴുവഴുപ്പുണ്ടായിരുന്ന പാത്രം കഴുകി കഴിയുമ്പം അതിന് വരുന്ന മാറ്റം, അപ്പോൾ തൊലിക്ക് അവിടെ സ്ഥാനമുണ്ട്. അപ്പോൾ കണ്ണ്, കാത്, തൊലി. പിന്നെ ഈ പാത്രങ്ങളിൽ പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളായതുകൊണ്ട് അതിന് മണവുമുണ്ട്. സോപ്പിനൊരു മണമുണ്ട്, ഇത് കഴുകി കളയുമ്പോൾ ഒരു മണമുണ്ട്. അപ്പോൾ അവിടെ മൂക്കും വന്നു. ഇപ്പം ഇന്ദ്രിയങ്ങൾ പലതും അവിടെ ആക്റ്റീവാണ്. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുകയാണ്. അവിടെ നാക്കിന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചൊരു റോളില്ലാത്തത്. നാക്കിൻ്റെ റോള് കഴിഞ്ഞതായിരിക്കുമല്ലോ ഈ പാത്രം. അപ്പോൾ ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും അവിടെ സഹകരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ കൂട്ടായ്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കണ്ണ്, മൂക്ക്, കാത്, ത്വക്ക്, ഈ 4 ഇന്ദ്രിയങ്ങളുടെയും കൂട്ടായ്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ
ആ കൂട്ടുകെട്ടിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളതിനെ ധ്യാനിക്കുകയാണ്. ഇതേപോലെ ഇതാണ് ഏറ്റവും പ്രയാസകരമായ ഒരു ജോലി. ഇതേപോലെ നമ്മൾ മറ്റെല്ലാ ജോലികളും ശ്രദ്ധാപൂർവം ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ സന്ദർഭവും ധ്യാനാത്മകമാക്കി മാറ്റാൻ നമ്മൾ തുടങ്ങുകയാണ്. ഇത് ആദ്യം അല്ല, ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ചെയ്യണം എന്നല്ല. കുറച്ച് കാലം നമ്മൾ ശ്വാസോച്ഛ്വാസമോ നാമമോ രൂപമോ ആയിട്ട് ഇടപഴകി കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ, അവബോധത്തെ, അവയർനെസ്സിനെ നമുക്ക് പരിചയമായി തുടങ്ങും. അങ്ങനെ അവയർനെസ്സുമായിട്ട് കുറച്ച് പരിചയം വന്ന് കഴിയുമ്പോൾ, ഒരു ധ്യാനം തുടങ്ങി ഒരു 2-3 മാസം കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് തലങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാം. പാത്രം കഴുകുന്നതിലാക്കാം, അടിച്ചുവാരി വൃത്തിയാക്കുമ്പോൾ അവിടെയും പല ഇന്ദ്രിയങ്ങളുടെയും മേളനമുണ്ട്. ചില ഇന്ദ്രിയങ്ങൾ അവിടെ പ്രാവർത്തികമല്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ മേളനത്തോടുകൂടി ഉള്ള ആ പ്രവൃത്തിയെ ജാഗ്രതയോടുകൂടി, അവയർനെസ്സോടുകൂടി നമ്മൾ ചെയ്യുമ്പം അത് മെഡിറ്റേഷനായിട്ട് മാറും. മെഡിറ്റേഷൻ അല്ലാത്ത ഒരു ധ്യാനാത്മകമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ശ്രദ്ധ വിട്ടുപോകും. ശ്രദ്ധ വിട്ടുപോകുന്നതിലല്ല, തിരിച്ചറിയുന്നതിലാണ് നമ്മൾ ആനന്ദിക്കേണ്ടത്. വിട്ടുപോകുന്നതിൽ വിഷമിക്കുകയല്ല വേണ്ടത്, തിരിച്ചറിയുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അപ്പം അടിച്ചുവാരി വൃത്തിയാക്കുന്നത് അതേപോലെ ധ്യാനാത്മകം. നടക്കാൻ പോകുമ്പോൾ നടത്തം ധ്യാനാത്മകമാണ്. നടത്തത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. നടക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ കാലടികൾ ഭൂമിയിൽ ചവിട്ടുമ്പോൾ അതിനുണ്ടാകുന്ന പ്രഷർ വ്യത്യാസങ്ങൾ, കാലടിയുടെ വിവിധ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രഷർ വ്യത്യാസങ്ങൾ, ഇത് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിൻ്റെ സ്പർശം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും, അതായത് നമ്മുടെ ജീവിതം മുഴുവനും ഒരു പൂജാമുറിയായി മാറുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ ഒരു കോണിൽ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് നാം ആരംഭിച്ച ആ യാത്ര നമ്മുടെ വീട്ടിലെ ഒരു കോണിൽ കത്തിച്ചു വെച്ച ചന്ദനത്തിരിയുടെ മണം ആ വീടാകെ പടർന്ന് വീട്ടിനെ സുഗന്ധപൂരിതമാക്കുന്നത് പോലെ ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന് തുടങ്ങിയ ശ്രദ്ധാഭ്യാസം നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലേക്ക് നമ്മൾ പടർത്തുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ഒരു ധ്യാനമായി തീരും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുഴുവനും ഒരു ധ്യാനമാക്കി മാറ്റുമ്പോഴാണ് സൗന്ദര്യലഹരിയിലൊക്കെ ശങ്കര ഭഗവത്പാദര് ഭഗവതിയോട് പാടിയ ആ ശ്ലോകം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത്. ജപോ ജൽപ ശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി വിധി പ്രണാമസംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു എന്മേ വിലസിതം. എൻ്റെ എല്ലാ ചേഷ്ടകളും ആരാധനയായി തീരട്ടെ. ആ ഉയർന്ന തലത്തിലേക്ക് നമ്മളെ എത്തിക്കും. ഒരിടത്തു തുടങ്ങിയത് എല്ലായിടത്തേക്കും വ്യാപിക്കും. ജീവിതം സ്വസ്ഥവും ശാന്തവും സമാധാനപൂർണവും ആയി തീരും. ഇനി അടുത്ത ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇതിൻ്റെ നിയമങ്ങൾ? നിയമങ്ങളില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥാജനകമാണ്. കാരണം നിയന്ത്രിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിയന്ത്രിക്കപ്പെടാനും നമ്മൾ താല്പര്യപ്പെടുന്നു. ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം കൊണ്ടുപോകണം എന്നുള്ളത് ജീവിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഞാൻ താല്പര്യപ്പെടുന്നത് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കാനാണ്. മറ്റുള്ളവരുടെ അധികാരികളെന്ന് ഞാൻ കരുതുന്നവരുടെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും താല്പര്യമുള്ളത് എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം മഹർഷീശ്വരന്മാരെല്ലാം നിയമങ്ങളും ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യർക്ക് നിയമം
അനുഷ്ഠിക്കാൻ താല്പര്യമുണ്ട്. അവർക്ക് ആചാരബദ്ധരായി തീരണം. അവരുടെ ആചാരങ്ങൾ സ്വയം കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമില്ല. നടപ്പിലാക്കാൻ പറ്റാത്ത നിയമങ്ങൾ പറയുകയാണെങ്കിൽ വലിയ സന്തോഷമാണ് നമുക്ക്. നടപ്പിലാക്കാൻ പറ്റുന്ന നിയമങ്ങൾ പറഞ്ഞു തരുന്ന ആളോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. സാന്ത്വനിപ്പിക്കുന്ന ആളോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. പേടിപ്പിക്കുന്ന ആളോടായിരിക്കും നമുക്ക് കൂടുതൽ ശ്രദ്ധ, ആധ്യാത്മികതയിലും ഭൗതികതയിലും. അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങളുടെ നിയമം നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് പോരാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് പതഞ്ജലി മഹർഷി യമനിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യമനിയമങ്ങളോടുകൂടി വേണം ഇത് ചെയ്യാൻ. അതായത് നമ്മുടെ നിയമം നമുക്ക് കണ്ടുപിടിക്കാം, നമ്മുടെ യമം നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷെ നമ്മളതിന് തയ്യാറല്ല. നമുക്ക് പറഞ്ഞ് കേൾക്കണം. എന്നിട്ട് കഠിനങ്ങളായിട്ടുള്ള നിയമങ്ങളാണ് എങ്കിൽ സ്വാഭാവികമാണ്, അനുസരിക്കാൻ പറ്റില്ല. അനുസരിക്കാൻ പറ്റാത്തതിൽ കുറ്റബോധം പൂണ്ട് നടക്കുക, അതാണ് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി. നിയമങ്ങൾ ചോദിച്ചു വാങ്ങിക്കും, ആ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാതെ വന്നാൽ അതിൽ ദുഃഖിതരായി തീരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിയമങ്ങൾ വേണം എന്ന ആഗ്രഹം ബഹുഭൂരിപക്ഷം ആൾക്കാർക്കുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് യമനിയമങ്ങൾ പതഞ്ജലി മഹർഷി പറഞ്ഞത്. ഈ ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത്? അപ്പം അദ്ദേഹം നോക്കേണ്ട കാര്യങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആചാരം, എങ്ങനെയാണ് ആചരിക്കേണ്ടത്, എന്തൊക്കെയാണ് ആചരിക്കേണ്ടത്. രണ്ട് നിയന്ത്രണം, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് വരുത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ വരുത്തേണ്ടത്. അപ്പോൾ പെരുമാറ്റം പുറത്തോട്ടുള്ളതും നിയന്ത്രണം അകത്തുള്ളതുമാണ്. അപ്പം യമം എന്ന് പറയുന്നത് ആചാരം, സദാചാരം, എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നിയമം എന്ന് പറഞ്ഞാൽ സംയമനം, റെസ്ട്രെയിൻ, എന്തൊക്കെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഇതാണ് യമനിയമങ്ങൾ. അപ്പം നമ്മുടെ പൊതു സ്വഭാവത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, നമ്മളുടെ ആന്തരിക തലത്തിൽ എന്തൊക്കെയാണ് ചെയ്യാവുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അതാണ് യമനിയമങ്ങൾ. അപ്പം യമം പതഞ്ജലി മഹർഷി 5 എണ്ണമാണ് പറയുന്നത്. എല്ലാത്തിലും ഉണ്ട് ഈ യമനിയമങ്ങൾ. ബുദ്ധമതത്തിലെ ഈ യമനിയമങ്ങൾ എന്നുള്ള പേര് ഉപയോഗിക്കില്ല, പക്ഷെ അവരതിനെ ശീലം എന്നാണ് വിളിക്കുക. ശീലം, സമാധി, പ്രജ്ഞ എന്നാണ് അവരുടെ ഈ ധ്യാന രീതിയെ അവർ വിശേഷിപ്പിക്കുന്നത്. ശീലം എന്ന് പറയുന്നത് യമനിയമങ്ങൾ, സമാധി എന്ന് പറയുന്നത് മനസ്സിനെ നിശ്ചലമാക്കുന്നത്, പ്രജ്ഞ എന്ന് പറയുന്നത് സാഖ്യയോഗത്തിൽ പറയുന്ന വിവേകഖ്യാതി, വിചാര മാർഗമാണ് അത്. അപ്പം ഈ ശീലം, സമാധി, പ്രജ്ഞ, ചിലർ ശീലം, പ്രജ്ഞ, സമാധി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി പറയും. അപ്പം ഇതെല്ലാത്തിലും ഉണ്ട്. എല്ലാ മതങ്ങളിലും അരുതുകളും അരുതാത്തതുമുണ്ട്. കാരണം മതങ്ങൾ പൊതുവേ അതിൻ്റെ അനുയായികളുടെ മുകളിൽ അധികാരം ചെലുത്താൻ ആഗ്രഹിക്കുന്നതാണ്. അധികാരം ചെലുത്താൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എപ്പോഴും നിയമങ്ങളുണ്ടാക്കും. നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് അതിന് പരിഹാരം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കും. ഇതൊക്കെ മതങ്ങളിലുണ്ടാകും. അപ്പോൾ എല്ലാ അറിയപ്പെടുന്ന മതങ്ങളിലും ഇതെല്ലാമുണ്ട്. ഇപ്പം പതഞ്ജലി മഹർഷി എന്താ പറഞ്ഞത്? പതഞ്ജലി മഹർഷി യമം 5 എണ്ണവും നിയമവും 5 എണ്ണമാണ് പറഞ്ഞത്. അത് പിന്നീട് 10 ഒക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 10 യമങ്ങളും 10 നിയമങ്ങളും പിന്നീട് വന്നിട്ടുള്ള ആൾക്കാർ അതിൽ പല മാറ്റങ്ങളും വരുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പതഞ്ജലി മഹർഷി 5 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യമം അതായത് സദാചാരം എന്ന് പറയുന്നത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇതാണ് 5 എണ്ണം. ഇത് 5 എണ്ണമാണ് പൊതുവായിട്ട് ചെയ്യേണ്ടത്. പാലിക്കപ്പെടേണ്ടത് ഇത് 5 അതിൽ ആദ്യത്തേത് അഹിംസയാണ്. ഒന്നിനെയും ആവശ്യമില്ലാതെ ദ്രോഹിക്കാതിരിക്കുക. ആവശ്യമില്ലാതെ ദ്രോഹിക്കാതിരിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ലോകത്തിൽ ഒന്നിനെയും ഹിംസിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. കാരണം ചെടികൾക്ക് ജീവനുണ്ട്. ചെടികളെ മിനിമം ചെടികളെയെങ്കിലും ആഹാരമായിട്ട് നമുക്ക് സ്വീകരിക്കേണ്ടി വരും. കല്ലും മണ്ണും ഒന്നും തിന്ന് ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാകുന്ന വിധത്തിലല്ല പ്രകൃതി ഉരുത്തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് മിനിമം ജീവനുള്ളതിനെ തന്നെ വേണം ആഹരിക്കാൻ. അതിൽ ചെടികളെ ആഹരിക്കണം. ഈ ബുദ്ധമതത്തിൽ
രസകരമായ ഒരു കാര്യമാണ്, ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമുള്ളതല്ല. ബുദ്ധമതത്തിൽ ഈ സെൻഷ്യൻ ബീയിങ്സിനെ, ബോധമുള്ള കോൺഷ്യസ്നെസ് ഉള്ള ജീവനുള്ള ബീയിങ്സിനെ കൊല്ലാൻ പാടില്ല. അഹിംസ എന്ന് പറയുന്നത് ഒരു സെൻഷ്യൻ ബീയിങ്ങിനും ഉപദ്രവമായ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. കൊതുകിനെ പോലും കൊല്ലാൻ പാടില്ല. അവർ ട്രെയിൻഡാണ് അതിന്. ഇപ്പോൾ കൊതുക് വന്ന് കടിച്ചാൽ പോലും അവരതിനെ കൊല്ലാതെ വെറുതെ വിടും. വെറുതെ വിടാൻ ശ്രമിക്കും, ചിലപ്പോൾ കൊന്നും പോകും. പക്ഷേ ഇവർ അതിലും, ഈ ജൈനന്മാർ അതിലും ഒരു പടി കൂടുതലാണ്. അവർ ഒരു പ്രാണിയെയും ശ്വാസത്തിലൂടെ പോലും കൊല്ലാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മുഖം മറച്ച് കെട്ടും. നടക്കുമ്പം അവർ അടിച്ചു വാരിയിട്ടേ നടക്കുകയുള്ളൂ. അതായത് അവരുടെ കാൽപാദങ്ങളിൽപ്പെട്ട് ഒരു ജീവജാലവും അമർന്ന് ഇല്ലാതാകരുത് എന്നാണ്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയം, ഈ അടിച്ചു വാരുമ്പോഴും ചില ജീവൻ ഇല്ലാണ്ടാവാൻ സാധ്യതയില്ലേ? അപ്പം അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ സെൻഷ്യൻ്റായിട്ടുള്ള ബീയിങ്സിനെ ഒന്നും അവർ കൊല്ലില്ല. അപ്പോൾ അവരുടെ സമ്പ്രദായം അനുസരിച്ച് ചെടികൾ സെൻഷ്യൻ ബീയിങ്സ് അല്ല. ബുദ്ധമതത്തിൽ ചെടികൾ സെൻഷ്യൻ ബീയിങ്സ് അല്ല. കാരണം സെൻഷ്യൻ ബീയിങ്സ് ആണെന്ന് പറഞ്ഞാൽ, സെൻഷ്യൻ ബീയിങ്സിനെ ഒന്നും കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ച് ജീവിക്കും? അപ്പോൾ അതുകൊണ്ട് ചെടികൾ അവർക്ക് കഴിക്കാം. അവർ വെജിറ്റേറിയൻസാണ് പൊതുവെ. അവരുടെ പ്രഖ്യാപിത നയം അവർ വെജിറ്റേറിയൻസ് എന്നാണ്. പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടും അത് സാധ്യമാകാതെ പോകുന്നുണ്ടെങ്കിലും അവർ പ്രഖ്യാപിതരായിട്ട് വെജിറ്റേറിയൻസാണ്. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഈ ഹിംസിക്കരുതെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആവശ്യമില്ലാതെ ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല. ഈ ഇല്ലാതാക്കാൻ പാടില്ല എന്നുള്ളത് ജീവനുള്ള തലങ്ങളിൽ മാത്രമാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ജീവനുള്ളതിനെ ഇല്ലാതാക്കാൻ പാടില്ല. പക്ഷേ അതിനെ ഒരു പടി കൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഒന്നും. കൊല്ലുക എന്നുള്ളത് മരണത്തെ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മൾ ഒരു ജീവനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവൻ സ്വാഭാവികമായി മരിക്കുന്നതിന് പകരം അതിൻ്റെ ജീവിതത്തിലേക്ക് മരണത്തെ അടിച്ചേൽപ്പിക്കലാണ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞത്. ഒന്നിനെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നമ്മൾ ഒന്നിനെയും നിർബന്ധപൂർവം ഇല്ലാതാക്കാൻ പാടില്ല. അപ്പോൾ ആശയങ്ങളെ പോലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമുള്ളതാണ് സംവാദം. ഇപ്പം മറ്റൊരാളെ തോൽപ്പിക്കലല്ല സംവാദത്തിൻ്റെ ലക്ഷ്യം. ഇപ്പം അങ്ങനെയായി മാറി. അങ്ങനെയല്ല. അറിയാനും അറിയിക്കാനുമാണ് സംവാദം, തോൽപ്പിക്കാനല്ല. അറിയാനും അറിയിക്കാനുമുള്ളതാണ് സംവാദം. വാദിക്കാനും തോൽപ്പിക്കാനും, വാദിച്ച് ജയിക്കാനൊന്നുമല്ല സംവാദം. അപ്പോൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഒന്നും. എൻ്റെ അഭിപ്രായങ്ങളെ എനിക്ക് ശക്തമായിട്ട് പറയാം. പക്ഷേ അതനുസരിക്കണോ വേണ്ടയോ, അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് കേട്ടു നിൽക്കുന്ന നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതിനെ ഞാൻ മാനിക്കണം. എൻ്റെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ദുഷ്കരമാക്കുന്നത് ഹിംസയാണ്. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഒരു രീതിയിലും ഉപദ്രവിക്കാതിരിക്കുക. അതിനെന്തു വേണം? അതിന് കാരുണ്യമുണ്ടാകണം. അപ്പോൾ കാരുണ്യമുണ്ടായാൽ അഹിംസ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല, താനെ വന്നോളൂ. കാരുണ്യമുണ്ടായാൽ ഒന്നിനെയും നിങ്ങൾ ഹിംസിക്കില്ല. അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് കേട്ടു, ധ്യാനം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളിലുള്ള കാരുണ അതുണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ചിന്തകളെ നമ്മൾ നിഷ്പക്ഷമായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ ഉപേക്ഷ, അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ആസക്തിയോ വിദ്വേഷമോ ഇല്ലാതെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സ്നേഹത്തെ നമ്മൾ ഉദ്ദീപിപ്പിക്കുകയാണ്. അത് മൈത്രി. എല്ലാവരോടും നമുക്ക് സ്നേഹം തോന്നുകയാണ്. നമുക്കങ്ങനെ പക്ഷമൊന്നുമില്ല. ഇന്ന ആളോട് കൂടുതൽ, ഇന്ന ആളോട് കുറവ്, ഇന്നതിനോട് കൂടുതൽ, ഇന്നതിനോട് കുറവ്, അങ്ങനെയൊന്നുമില്ല.
നമുക്ക് സ്നേഹം തോന്നുകയാണ്. നമുക്ക് സ്നേഹം തോന്നുന്നു, സ്നേഹവാത്സല്യങ്ങൾ തോന്നുന്നതിനോട് സ്വാഭാവികമായിട്ടും നമുക്ക് കാരുണ്യമുണ്ടാകും. അപ്പോൾ കാരുണ്യമുണ്ടാകുമ്പോൾ നമ്മൾ ഒന്നിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ധ്യാനം പരിശീലിക്കുന്ന ഒരാൾക്ക് അഹിംസ വേറെ പരിശീലിക്കേണ്ട ആവശ്യമില്ല. അഹിംസ താനേ വന്നുകൊള്ളും. പക്ഷെ നിയമങ്ങൾ വേണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഒന്നിനെയും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഒന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് അഹിംസ. അങ്ങനെ അഹിംസ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പരിശീലിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? നമ്മൾ ലോകത്തിൻ്റെ സുഹൃത്തായിട്ട് മാറും. അതാണ് വിശ്വാമിത്രൻ, ലോകം മുഴുവനും മിത്രമായിട്ടുള്ളയാൾ. വിശ്വാമിത്രാവസ്ഥയിലേക്ക് നമ്മൾ ചേക്കേറും. നമ്മളിപ്പം വിശ്വാമിത്രരല്ല. നമ്മൾ അഹിംസ പരിശീലിച്ച് കഴിയുമ്പോൾ നമ്മൾ വിശ്വാമിത്രന്മാരായി തീരും. നമ്മുടെ ധ്യാന പരിശീലനത്തിലൂടെ സ്വാഭാവികമായിട്ടും ഉണരുന്ന കാരുണ്യം ഹിംസയെ ഇല്ലാതാക്കിക്കൊള്ളും. അങ്ങനെയും പോകാം. അങ്ങനെ പോയി അവിടെ എത്തുന്നതിന് മുമ്പേ നമുക്ക് പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പരിശീലിക്കാം. ഇത് കൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല. അപവാദ പ്രചരണം മറ്റൊരു ഹിംസയാണ്. ഇന്ന് വളരെയധികം നടക്കുന്ന ഹിംസകളിലൊന്ന് അപവാദ പ്രചരണമാണ്. അപവാദ പ്രചരണം ആളെ മാത്രമല്ല, ആ ആളുടെ കൂട്ടുകെട്ടിനെ തന്നെ അതില്ലാണ്ടാക്കും, കുടുംബത്തെ ഇല്ലാണ്ടാക്കും. ഒരു വ്യക്തിക്ക് നേരെ തൊടുത്തുവിടുന്ന അപവാദം അത് ആ വ്യക്തിയെ മാത്രമല്ല ഇല്ലാതാക്കുന്നത്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഇല്ലാതെയാക്കും. അപ്പോൾ അപവാദം ഒരു ഹിംസയാണ്. കൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ അഹിംസ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ തലത്തിലേക്കും പോകും. അതൊരു സദാചാരം. രണ്ടാമത്തേത് സത്യം. ഉള്ളതുപോലെ പറയുകയും ചെയ്യുകയും ചെയ്യുക. ഉള്ളതുപോലെ എപ്പോഴും പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. ദേവി ഭാഗവതം കേട്ട സമയത്ത് നമ്മൾ അതിൽ സത്യകാമൻ്റെ കഥ കേട്ടു. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യകാമൻ്റെ മുന്നിലൂടെ പ്രാണഭയം കൊണ്ട് ഒരു പന്നി ഓടി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനകത്തേക്ക് കയറുകയാണ്. അതിൻ്റെ പുറകെ ഓടി ക്ഷീണിച്ച് വിയർത്തൊലിച്ച് വിശന്ന് വലഞ്ഞ ഒരു വേടനും വന്നെത്തി. അപ്പോൾ വേടൻ ഈ സത്യകാമനോട് ചോദിച്ചു, ഓടിപ്പോയ ഒരു പന്നിയെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യകാമൻ ആകെ കുഴപ്പത്തിലായി. അദ്ദേഹം സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന വ്രതമെടുത്തിരിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹം അഹിംസ എന്നുള്ളത് തെറ്റിക്കും. സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ വേടനും വേടൻ്റെ കുടുംബത്തിനും കിട്ടുന്ന ആഹാരത്തെ അദ്ദേഹം ഇല്ലാണ്ടാക്കി അവരെ പട്ടിണിക്കിടും. അപ്പോഴാണ് അദ്ദേഹത്തിന് ഭഗവതിയുടെ ഈ പന്നി മുമ്പിൽ കൂടെ ഓടിപ്പോയപ്പോൾ അദ്ദേഹം ഭയപ്പെട്ട് അയ്യോ എന്ന് വിളിച്ചു. അതിലെ ആദ്യത്തെ ശബ്ദം ഭഗവതിയുടെ വാഗ്ബീജം ആണ്. ആ വാഗ്ബീജം ഉച്ചരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പ്രചോദിതമായ ബുദ്ധി ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. കാണുന്നത് കണ്ണാണ്, അത് പറയുകയില്ല. പറയുന്നത് നാക്കാണ്, അതൊട്ട് കാണുകയും ഇല്ല. ഇതിനെ രണ്ടിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഞാനാണെങ്കിൽ ഇന്ന് സ്ഥലത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞതല്ല, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതോടുകൂടി അദ്ദേഹം കള്ളം പറഞ്ഞുമില്ല, എന്നാൽ അദ്ദേഹം സത്യം പറഞ്ഞുമില്ല എന്നുള്ള അവസ്ഥയിൽ രക്ഷപ്പെട്ടു. അതൊരു രക്ഷപ്പെടൽ മാത്രമാണ്. കാരണം വാസ്തവത്തിൽ സംഭവിച്ചത് ആ വേടൻ്റെ വീട്ടുകാർ പട്ടിണിയായി എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം കാണുന്നത് കണ്ണാണ്, അത് കാണില്ല, അത് പറയില്ല, പറയുന്നത് നാക്കാണ്, അത് കാണില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊരു മുട്ടാത്തർക്കം മാത്രമാണ്. വാസ്തവത്തിൽ സംഭവിച്ചത് ആ വേടൻ്റെ കുടുംബം പട്ടിണിക്കായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് സത്യം പരിപൂർണമായിട്ടും പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. സത്യകാമൻ്റെ കഥയിലൂടെ ഒരു പക്ഷേ അതും കൂടി ആയിരിക്കാം വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ വാഗ്ബീജത്തിൻ്റെ മാഹാത്മ്യമായിട്ടെടുത്തതിനെ വിശകലനം ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ വ്യാസഭഗവാൻ ഒരു പക്ഷെ നമ്മളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, നിങ്ങൾ എത്ര സത്യസന്ധരായാലും നിങ്ങളുടെ സത്യസന്ധത കൊണ്ട് കുറച്ചൊക്കെ കുഴപ്പങ്ങളുണ്ടാകും.
ആ കുഴപ്പങ്ങളെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്ക് സാധിക്കുകയില്ലാത്ത കാര്യങ്ങളെ, സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യവുമില്ല എന്നായിരിക്കാം വ്യാസഭഗവാൻ ആ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ച മറ്റൊരു സന്ദേശം. അതേ കഥയിൽ തന്നെ കാണുന്നതിൽ കാഴ്ച മാത്രമേ ഉള്ളൂ, പറയുന്നതിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ, കേൾക്കുന്നതിൽ ശബ്ദം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തികളെ നമുക്കറിയാവുന്ന അറിവുകളുടെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുന്നതിന് പകരം കാണുന്നത് കാണുന്നു, കേൾക്കുന്നത് കേൾക്കുന്നു, മണക്കുന്നത് മണക്കുന്നു, രുചിക്കുന്നത് രുചിക്കുന്നു, സ്പർശിക്കുന്നത് സ്പർശിച്ചറിയുന്നു, അതും സത്യാവസ്ഥയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഇപ്പം നമ്മളൊരു സംഗതിയെ കണ്ടാൽ ആ കണ്ടതിൻ്റെ മുകളിൽ നമ്മളുടെ ആർജിതമായ അറിവിനെ നമ്മൾ കുത്തിക്കയറ്റും. നമ്മൾ എന്ത് കണ്ടാലും ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിനെ ഗ്രഹിക്കുന്നത്. അതായത് ഒന്നിനെയും അതിൻ്റെ രൂപത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നില്ല. നമ്മൾ വികല്പങ്ങളിലൂടെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം കാണുന്നത് കണ്ണാണത് പറയില്ല, പറയുന്നത് നാവാണത് കാണില്ല എന്ന് പറഞ്ഞതിലൂടെ കണ്ണ് കണ്ടതിനെ ഗ്രഹിക്കുന്നു, കാത് കേട്ടതിനെ ഗ്രഹിക്കുന്നു. അതിൽ ആർജിതമായ അറിവ് ചേർക്കുമ്പോഴാണ് ആ പോയതൊരു പന്നിയാണെന്നും മറ്റും തിരിച്ചറിയുക. കാഴ്ചയിൽ അറിവ് ചേരുമ്പോഴാണ് അത് ഇന്നതാണ് എന്ന് തിരിച്ചറിയുക. അപ്പം ആ അറിവാകട്ടെ പരിമിതമായ അറിവാണ്. പരിമിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിമിതമായിരിക്കും. അപ്പോൾ ഇവിടെ കാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആർജിതമായ അറിവ് അദ്ദേഹത്തിൻ്റെ തപോബലം കൊണ്ടൊരു പക്ഷെ മുന്നോട്ട് വന്നിട്ടുണ്ടാവുകയില്ല. അപ്പോൾ അദ്ദേഹം കണ്ടു, പക്ഷെ അത് പന്നിയാണെന്നോ അത് പ്രാണഭയം കൊണ്ട് ഓടുകയാണെന്നോ ഒന്നും അദ്ദേഹം അതിലേക്ക് ഇമ്പോസ് ചെയ്തില്ല, അതിലേക്ക് അദ്ദേഹം ആരോപിച്ചില്ല അദ്ദേഹത്തിൻ്റെ അറിവുകൾ. അതുകൊണ്ട് അദ്ദേഹം എന്തോ ഒന്ന് ഇതിലേ പോയി എന്ന് മാത്രം ആണ് കണ്ടത്. അതായത് അത് സവിതർക്ക സമാധിയുടെ അവസ്ഥയാണ്. എന്തോ ഒന്ന് ഇതിലേ പോയി. അതെന്താണെന്നൊന്നും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അറിയില്ല. ഇനിയും പറയേണ്ടത് നാക്കാണ്. അപ്പോൾ ആ നാക്ക് ഒന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല എങ്കിൽ എന്താ പറയുക? അപ്പം അതിനൊന്നും പറയാനും പറ്റില്ല. അപ്പം അത് സത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥിതിയെ വെളിപ്പെടുത്തുന്നതാണ്. സത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ ഒരു കാര്യത്തെ യഥാതഥമായിട്ട് മനസ്സിലാക്കുകയാണ്. അതാണ് സത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥിതി. നമ്മൾ അതിൻ്റെ താഴത്തെ തലങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഉള്ളതിനെ ഉള്ളതുപോലെ അറിയാൻ ശ്രമിക്കുകയാണ് സത്യം. ഉള്ളതിനെ ഉള്ളതുപോലെ പറയുന്നതാണ് സത്യം. അപ്പോൾ സത്യകാമൻ്റെ കഥയിലൂടെ നമ്മൾ ആ തലത്തിലെ കഥയെ കണ്ടാൽ നമ്മൾ എത്ര കൃത്യമായിട്ട് എന്ത് പറയാൻ ശ്രമിച്ചാലും അതിൽ ചില താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പന്നിയെ രക്ഷിച്ചു ഇവിടെ സത്യകാമൻ, പക്ഷെ വേടൻ്റെ കുടുംബത്തെ സത്യകാമൻ പട്ടിണിക്കിട്ടു. അപ്പം അതുകൊണ്ട് ജീവൻ രക്ഷയാണോ പട്ടിണിയാണോ വേണ്ടതെന്ന് ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ജീവനാണ്, പട്ടിണി നാളെ വേണമെങ്കിൽ ഇല്ലാതാക്കാം, കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഇല്ലാതാക്കാം. പക്ഷെ ജീവനെ ഒരിക്കലും ഇല്ലാതാക്കിയാൽ പിന്നെ അതിനെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജീവനാണ് പ്രധാനം, ആഹാരമല്ല. ഈ ഘട്ടത്തിൽ, എല്ലാ ഘട്ടത്തിലും അങ്ങനെയല്ല, ഇവിടെ അതുകൊണ്ട് ജീവന് കൂടുതൽ മുൻതൂക്കം കൊടുത്തു എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉള്ളതുപോലെ പറയുക, അതാണ് സത്യം. അതെല്ലായിടത്തും സാധ്യമല്ല. എല്ലായിടത്തും സാധ്യമല്ലാത്തത് കൊണ്ടാണല്ലോ നമുക്ക് ഒരു സുഭാഷിതം തന്നെ മഹർഷിമാർ അല്ലെങ്കിൽ വിജ്ഞാനികൾ തന്നത്. എന്താ അത്? സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. സത്യം പറയുക, പ്രിയമായതു പറയുക, അപ്രിയമായ സത്യം പറയാതിരിക്കുക. ജീവിതം കുറച്ചും കൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനിവാര്യമായിട്ടുള്ള ഒരു ഉപദേശമാണത്. സത്യം പ്രിയമായതായിരിക്കണം. അപ്രിയമായത് സത്യമാണെങ്കിലും പറയാൻ പാടില്ല. അപ്പം സന്ദർഭമറിഞ്ഞ് പറയണം. തിരുവള്ളുവർ പറഞ്ഞത് ഇവിടെ ഓർക്കേണ്ടതാണ്, സദസ്സറിന്ത് പേശ്. സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ.
കഴിയുന്നതും ഉള്ളത് ഉള്ളതുപോലെ പറയാൻ ശ്രമിക്കണം. അപ്പം നമ്മൾ പലപ്പോഴും ഉള്ളതുപോലെ പറയുന്നവരല്ല. ഉള്ളതുപോലെ അല്ല പറയുന്നതും ചെയ്യുന്നതും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും കപടരാണ്. ഈ കാപട്യം ബാക്കിയുള്ളവരോട് മാത്രമല്ല, ഈ കാപട്യം അവരവരോടും കൂടിയുണ്ട്. കാപട്യം നമ്മളെ നമ്മളിൽ നിന്ന് അകറ്റും. നമ്മൾ വാസ്തവത്തിൽ ആരാണോ അത് നമുക്ക് മനസ്സിലാകാതെ പോകും. നമ്മൾ എന്തൊന്നല്ല അതാണ് എന്ന് നമ്മൾ ധരിക്കും. ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെപ്പറ്റി തന്നെ പല കാഴ്ചപ്പാടുകളുമുണ്ട്. നമ്മളെപ്പറ്റി നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ പലതും യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവും ഉള്ളതാകണം എന്നില്ല. മറ്റുള്ളവരുടെ നമ്മളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് നമ്മളെപ്പറ്റി തന്നെയുള്ള അഭിപ്രായങ്ങളും ചേർത്ത് നമ്മൾ നമ്മുടെ ഒരു ചിത്രം രൂപീകരിച്ചിട്ടുണ്ടാകും. ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ലോകത്തിൽ പ്രതികരിക്കുന്നത്. അതായത് കാപട്യത്തോടു കൂടിയാണ് നമ്മുടെ പ്രതികരണം മുഴുവനും. കപടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നതും കൂടിയാണ്. ഇതൊന്നും ആരും മനഃപൂർവ്വം കപടരാകുന്നതല്ല, അങ്ങനെ ആയിത്തീരുന്നതാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം, നമ്മളെപ്പറ്റി പറയുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കേൾക്കും. അതിൽ ചീത്ത അഭിപ്രായങ്ങൾ കേട്ടാൽ നമുക്ക് ഇഷ്ടാവില്ല, നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടാവും. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കേൾക്കുന്നതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കും. പിന്നെ നമുക്ക് നമ്മളെപ്പറ്റി ചില അഭിപ്രായങ്ങളുണ്ട്, അതും കൂടെ ചേർത്ത് വെച്ച് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ചിത്രം രൂപീകരിക്കും. ആ ചിത്രമാണ് പിന്നീട് ലോകത്തിൽ എല്ലാ സംഗതികളിലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. യഥാർത്ഥത്തിലുള്ള നമ്മളെ തിരിച്ചറിയാതെ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന നമ്മളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാം ജീവിതത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, സത്യസന്ധമായിട്ടല്ല നമ്മുടെ പ്രതികരണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രതികരണങ്ങൾ എപ്പോഴും ആശയക്കുഴപ്പങ്ങളുണ്ടാക്കും. നമ്മളുടെ പ്രതികരണങ്ങൾ എപ്പോഴും സംഘർഷത്തിനിടയാക്കും. കാരണം ഈ ചിത്രത്തിൻ്റെ പുറകിൽ ശരിക്കുമുള്ള ഒരു ഞാൻ മറഞ്ഞ് കിടപ്പുണ്ട്. അതാണ് സത്യം. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളെയും അതിനോടുള്ള നമ്മളുടെ പ്രതികരണങ്ങളെയും വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം. ഇപ്പം നമുക്കങ്ങനെ ഒരു അവയർനെസ്, നിഷ്പക്ഷമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ്സോട് കൂടിയിട്ട്, അവയർനെസ് എപ്പോഴും നിഷ്പക്ഷമായിരിക്കും. അവയർനെസ്സോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഇടപെടലുകളെ, നമ്മുടെ പ്രതികരണങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് അവയർനെസ് ഇല്ല. നമ്മൾ ഈ രൂപീകരിച്ച നമ്മുടെയും മറ്റുള്ളവരുടെയും അഭിപ്രായങ്ങളെ സ്വരുക്കൂട്ടി രൂപീകരിച്ച നമ്മളെക്കുറിച്ച് നമ്മൾ മെനഞ്ഞെടുത്ത ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രതികരണങ്ങളുടെ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകും. അപ്പം അവയർനെസ് വരുമ്പം എന്ത് സംഭവിക്കും? നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോന്ന് ചെയ്യുന്നതും എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളതിൽ മാറ്റം വരുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല, നമ്മളതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളതിൽ ഇടപെടുകയുമില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇന്നതൊക്കെ കൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളിൽ അസൂയയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, നമ്മളിൽ ഈർഷ്യയുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്, നമുക്ക് ചിലതിനോട് വിദ്വേഷമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മാതിരിയൊക്കെ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വിദ്വേഷത്തെ ഇല്ലാതാക്കാൻ, അസൂയയെ ഇല്ലാതാക്കാൻ, ഈർഷ്യയെ ഇല്ലാതാക്കാൻ നമ്മളൊന്നും ചെയ്യണ്ട. ഈ തിരിച്ചറിവ് സ്വാഭാവികമായിട്ടും അതിൽ മാറ്റം വരുത്തും. എന്തിനെയാണോ നാം വീക്ഷിക്കുന്നത്, നമ്മളുടെ വീക്ഷണം അതിൽ മാറ്റം വരുത്തും. അപ്പം അതുകൊണ്ട്
നമുക്ക് നമ്മളുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ സാധിക്കണം. അങ്ങനെ ഈ തിരിച്ചറിയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവയർനെസ് ഉണ്ടാവണം. അപ്പം നമ്മളുടെ മെഡിറ്റേഷനിൽ ക്രമേണ നമുക്ക് നമ്മളുടെ പ്രവൃത്തികളുടെ പിന്നിലുള്ള ചേതോവികാരങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മുടെ മെഡിറ്റേഷൻ ക്രമേണ അത് സഹായിക്കുകയുള്ളൂ. ക്രമേണ നമുക്ക് മനസ്സിലാകും നമ്മൾ ഓരോ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ പെരുമാറുന്നത് പോലെ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് നമ്മൾ കൂടുതൽ 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 സത്യസന്ധരായി തീരും. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ മെഡിറ്റേഷൻ നമ്മളെ ഹിംസ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്, അതേപോലെ നമ്മുടെ മെഡിറ്റേഷൻ നമ്മളെ അസത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും. അഹിംസ, അസത്യം, അസ്തേയം. മറ്റുള്ളവരുടേതൊന്നും തൻ്റേതാക്കാൻ ആഗ്രഹിക്കാതിരിക്കുക, സ്വർണം കക്കാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കുമുള്ളതിൻ്റെ അർത്ഥം. സ്വർണം കക്കുക എന്നുള്ളതിൽ നിന്ന് പിൻവാങ്ങുക. അതായത് മൂല്യമുള്ളത് വേറൊരാളുടേതാണെങ്കിൽ അത് കവർന്നെടുക്കാതിരിക്കുക. കവർന്നെടുക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരും പൊള്ളയാണ് എന്ന ഒരു ധാരണ നമുക്കുണ്ടാകുന്നു. ആ ധാരണയെ ഇല്ലാതാക്കാൻ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ആ ആഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടതിനെയും വേണ്ടാത്തതിനെയും ഒക്കെ സ്വരുക്കൂട്ടുവാൻ, അമാസ് ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മളിലുള്ള വാണ്ട് ആണ്, നമുക്ക് വേണം 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 എന്നുള്ള ആഗ്രഹമാണ്. ഈ വേണം 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 എന്നുള്ള ആഗ്രഹം അതിയായി കഴിഞ്ഞാൽ പിന്നെ അതിന് അതിരുകളൊന്നുമില്ല. നമ്മൾ എന്തു വേണമെങ്കിലും നമ്മുടേതാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ വിചാരം അത് നമ്മുടേതായാൽ നമുക്ക് സ്വസ്ഥത കിട്ടും, ഇത് നമ്മുടേതായാൽ നമുക്ക് സ്വസ്ഥത കിട്ടും, അതും ഇതുമൊക്കെ ആരുടേതാണെന്നുള്ള ചിന്ത പോലും ഇല്ല. അപ്പം ഈ അസ്തേയം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ആഗ്രഹത്തിൽ നിന്നുള്ള വിടുതലാണ് അസ്തേയം. വേണം 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 എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉള്ള വിടുതലാണ്. മറ്റുള്ളവരുടേത് തൻ്റേതാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവരുടേത് തൻ്റേതാക്കാതിരിക്കാൻ വേണമെങ്കിൽ ബോധപൂർവം ഇടപെടലുകൾ നടത്തിയിട്ട് മറ്റുള്ളവരുടേത് വേണം എന്ന നമ്മുടെ ആഗ്രഹത്തെ അടിച്ചമർത്താം, പുറത്തേക്കെടുക്കാതെ അതിനെ ഉള്ളിലൊതുക്കാം. ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് ആർക്കും നമ്മളെപ്പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവുകയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ മറ്റുള്ളവരുടേതെന്ന് നാം കരുതുന്ന മൂല്യമുള്ളത് നമ്മുടേതാക്കി മാറ്റാനുള്ള വെമ്പലുണ്ട്. അതിനെ അടിച്ചമർത്തുമ്പോഴുള്ള സംഘർഷം നമ്മൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ മറ്റുള്ളവരുടേത് മൂല്യമുള്ളത് എൻ്റേതാക്കണം എന്ന തോന്നലുണ്ടാകുന്നത്. അതിൻ്റെ കാരണം എൻ്റെ ഉള്ളിൽ ഒരു പൊള്ളത്തരമുണ്ട്, ഒരു ഹോളോനെസ് ഉണ്ട്, ഒരു ഷാലോനെസ് ഉണ്ട്. ഞാൻ അപൂർണനാണ്, പൂർണ്ണതയില്ലാത്തവനാണ്. അപ്പം എൻ്റെ വിചാരം ഈ മൂല്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നതെല്ലാം സ്വരുക്കൂട്ടി അതിൽ നിറച്ചാൽ ഞാൻ പൂർണ്ണനാകും എന്നാണ്. അതില്ല, അങ്ങനെ പൂർണ്ണതയില്ല. കാരണം നമുക്ക് അത് കിട്ടിയാൽ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ പ്രയത്നിച്ച് അത് കിട്ടിക്കഴിയുമ്പോഴോ കുറച്ച് നേരത്തേക്ക് സമാധാനം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഇത് കിട്ടിയാലാണ് സമാധാനം ഉണ്ടാകുക എന്ന് വിചാരിച്ച് ഇതിൻ്റെ പുറകെ പോകും. അവിടെ പ്രയത്നമൊക്കെ നടത്തി ഇത് നമ്മുടേതാക്കി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടോ? കുറച്ച് ദിവസങ്ങൾ, കുറച്ച് നേരമല്ലേ, കുറച്ച് ദിവസങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയാലാന്ന് പറയും. അങ്ങനെ നമ്മൾ അതും ഇതുമിൻ്റെയും പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അസംതൃപ്തമായ മനസ്സോടുകൂടി ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി നിരന്തരം ഓടി വിയർത്തൊലിച്ച് തളർന്നിരിക്കുന്നതിനിടയിലാണ് ഇപ്പം നമ്മൾ തമ്മിൽ ഈ സംഭാഷണം നടക്കുന്നത്. പക്ഷേ ഈ ആഗ്രഹങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്കങ്ങനെ വിടാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതും ഇതുമൊക്കെ വേണമെന്ന് തോന്നുന്നത് ഈ അപൂർണതയിൽ നിന്ന് ഉദിക്കുന്ന ആഗ്രഹങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ആരുടേതായിട്ടുള്ളതൊന്നും വേണം എന്ന തോന്നൽ ഉണ്ടാവുകയില്ല.
നമ്മുടെ ഉള്ളിൽ ഈ ആഗ്രഹം ഉദിക്കുന്നത് നമ്മുടെ അപൂർണത കാരണമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞാൽ, വാസ്തവത്തിൽ നാം അപൂർണരല്ല എന്ന സത്യം നമുക്ക് മനസ്സിലായാൽ, നമുക്കതും ഇതും വേണം എന്ന തോന്നലുണ്ടാവുകയില്ല. അപ്പം ഈ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് പതുക്കെ നമ്മളുടെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുടെയും വേരുകൾ, അടിവേരുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ മനസ്സിലാകലിൽ, ഇത് ബുദ്ധിപരമായിട്ടുള്ളൊരു മനസ്സിലാകലല്ല, ഹൃദയം കൊണ്ടുള്ളൊരു മനസ്സിലാകലാണ്. ആ മനസ്സിലാകലിൽ മാറ്റമുണ്ടാകും. അസ്തേയം, വേറെ ആരുടേതും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാതിരിക്കുക. അത് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ, പ്രത്യേകിച്ച് ഒന്നും വേണം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവാതിരിക്കും. അതിനെയാണ് ഭഗവത്ഗീതയിലൊക്കെ യദൃച്ഛാലാഭ സന്തോഷം എന്ന് വിളിക്കുന്നത്. യാദൃശ്ചികമായി കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക. എനിക്ക് സന്തോഷിക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല, പക്ഷെ ദൈവഗത്യ എന്നിലേക്ക് എത്തിച്ചേരുന്നത് ഞാൻ ആസ്വദിക്കുന്നു. ഒന്നിൻ്റെയും പുറകെ പോകാൻ എനിക്ക് താല്പര്യമില്ല, കാരണം എന്നിലൊരു ശൂന്യതയില്ല. അത് ഈ മെഡിറ്റേഷൻ കൊണ്ട് പതുക്കെ 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 സാധിച്ചെടുക്കാൻ നമുക്ക് പറ്റും. മറ്റതൊക്കെ നിർബന്ധപൂർവമാണ്. വേറൊരാളുടേത് മൂല്യമുള്ളത് ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ആഗ്രഹമുണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആഗ്രഹങ്ങളെ അടിച്ചമർത്തും. അത് മറ്റൊരു കോൺഫ്ലിക്റ്റിന് കാരണമാകും. അപ്പം നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട് ക്രമേണ 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 നമുക്ക് ആഗ്രഹങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, പരമമായ അറിവിലേക്കുള്ള ചര്യ, അതാണ് ബ്രഹ്മചര്യം. ബ്രഹ്മം എന്നുള്ള വാക്കിന് വേദം എന്നൊരർത്ഥമുണ്ട്. അപ്പം വേദം അഭ്യസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവൃത്തി, അതാണ് ബ്രഹ്മചര്യം. അതിന് പിന്നീടാണ് സെലിബസി എന്നുള്ള അർത്ഥമൊക്കെ വന്നിട്ടുള്ളത്. എല്ലാ മതങ്ങളിലും, ലോകത്തുള്ള എല്ലാ മതങ്ങളിലും രണ്ട് കാര്യങ്ങൾ പ്രശ്നമാണ്. ഒന്ന് ആഹാരം, രണ്ട് സെക്സ്. ഇത് രണ്ടും മതങ്ങൾക്കൊരു പ്രശ്നമാണ്. ഇത് രണ്ടും പ്രകൃതി നിലനിൽപ്പിനായി തന്നിട്ടുള്ളതുമാണ്. ആഹാരം കഴിക്കുന്നത് വ്യക്തിയുടെ നിലനിൽപ്പും മൈഥുനം വംശത്തിൻ്റെ നിലനിൽപ്പിനും അനിവാര്യമായതാണ്. അപ്പം മതങ്ങൾ ഇതിനെ നിയന്ത്രിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നത് വാസ്തവത്തിൽ ഇതിനെ ഇല്ലാതാക്കാനല്ല, അനാവശ്യമായിട്ട് ഇതിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആഹാരം കഴിക്കുക, അതിന് കുഴപ്പമില്ല. തൻ്റെ വംശത്തെ നിലനിർത്തുവാൻ ആവശ്യമായ ബന്ധങ്ങളിൽ ഏർപ്പെടുക, അതിനും കുഴപ്പമില്ല. പക്ഷെ അത് ഈ നിലനിൽപ്പിനപ്പുറം പോകുമ്പോൾ, പരിധി വിട്ടു പോകുമ്പോൾ, അത് ദുഃഖകാരണമായി തീരും. അങ്ങനെ ദുഃഖകാരണമായി തീരാനുള്ള സാധ്യത ഇതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിലൊരു നിയന്ത്രണം വേണം എന്ന് പറയുന്നത്. ബലാത്കാരേണയുള്ള നിയന്ത്രണം നമ്മളിൽ കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കും. അപ്പം എങ്ങനെയാണ് ആ ബലാത്കാരേണയുള്ള നിയന്ത്രണത്തെ ഒഴിവാക്കുക? നമ്മളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോൾ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുമ്പം ഊണും ഉറക്കവും ഏതുപോലെയാണോ സ്വാഭാവികമായിട്ടില്ലാതെയാകുന്നത്. ഊണും ഉറക്കവും ഇല്ലാതാക്കാൻ ഒന്നും ചെയ്യണ്ട. നമുക്കിഷ്ടമുള്ള പ്രവൃത്തിയിൽ ബോധപൂർവം ലയിച്ചു ചേർന്നാൽ ഊണും ഉറക്കവും ഇല്ലാണ്ടാവും. ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ശിവരാത്രി ആകുന്നത്. ശിവം ബോധമുള്ള രാത്രി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ അറിയാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളെ തിരിച്ചറിയുമ്പോൾ, നമ്മളുടെ പ്രതിഫലനം തന്നെയാണ് ഈ പ്രപഞ്ചമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഉണരുമ്പോൾ നമുക്ക് വ്യതിചലനങ്ങൾ കുറയും. ആവശ്യമായത് മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ സാധിക്കും. ബ്രഹ്മചര്യം നാലാമത്തേത്. അഞ്ചാമത്തേത് അപരിഗ്രഹം. അവനാവശ്യമില്ലാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ ഇത് അഞ്ചാമത്തേതായിട്ടാണ് പറയുന്നത്. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്കറിയാം. നമുക്ക് എന്താ വേണ്ടത് വേണ്ടാത്തത് എന്ന് നമുക്കറിയാം. ഇപ്പം നമുക്കറിയില്ല.
ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വേണ്ടതിനും വേണ്ടാത്തതിനും പുറകെ നമ്മൾ ഓടുകയാണ്. ചിലത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ബാഹ്യ സമ്മർദ്ദങ്ങൾ കാരണമാണ്. ചിലത് നേടാൻ നമ്മൾ ശ്രമിക്കുന്നത് ബാഹ്യ സമ്മർദ്ദങ്ങൾ കാരണമാണ്. ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് മനുഷ്യൻ എളുപ്പം വിധേയരാകും എന്ന് മനസ്സിലാക്കിയ മനഃശാസ്ത്രം അറിയാവുന്നവരാണ് പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ പരസ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഓരോന്ന് വേണമെങ്കിലും വേണ്ടെങ്കിലും വാങ്ങിക്കുകയാണ്. അതുപോലെയാണ് ഇന്ന് ആധ്യാത്മികതയും. ആധ്യാത്മികത എന്ന് ഇന്ന് പറയുന്നത് ഭൗതികത തന്നെയാണ്. അതിന് ഭൗതികതയിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല. ഭൗതികതയുടെ പുറകെ ഏതുപോലെയാണോ നാം ഭ്രമിച്ചു പായുന്നത് അതുപോലെ തന്നെ മാത്രമാണ് ആധ്യാത്മികതയുടെ പുറകെയും നാം ഭ്രമിച്ചു മാറുന്നത്. സുന്ദരമായ ഒരു വസ്തു കണ്ടാൽ അതെൻ്റേതാക്കണമെന്നുള്ള ചിന്ത നമുക്കുള്ളതിൻ്റെ മറ്റൊരു ഭാവം മാത്രമാണ് സുന്ദരീ സുന്ദരന്മാരായിട്ടുള്ള ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ കണ്ടാൽ അതിനോട് നമുക്ക് ആകർഷണം തോന്നുക. ആ ദേവീദേവ ദർശനം നമുക്ക് ഉണ്ടാകണം, ആ ദേവീദേവന്മാർ നമുക്ക് സ്വായത്തമാകണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഭൗതികമാണ്. ഇതിലൊന്നും ആധ്യാത്മികതയില്ല. ദേവതമാരുമായിട്ട് ഇടപഴകുന്നത് കൊണ്ടോ മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ടോ ആധ്യാത്മികത ഉണ്ടാവുകയില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവാണ്. സൗന്ദര്യം ഓരോരുത്തർക്കും ഓരോന്നിലാണ് തോന്നുക. എനിക്ക് സുന്ദരമായത് നിങ്ങൾക്ക് വിരൂപമായിരിക്കാം. അതുകൊണ്ടാണ് ഈ വ്യത്യസ്ത ദേവതകൾ. ഇതിനോടെല്ലാം ആൾക്കാർക്കുള്ളതൊരു ഭ്രമമാണ്. ഏതുപോലെയാണോ വസ്തുക്കൾ നമ്മളെ, വിഷയങ്ങൾ നമ്മളെ ആകർഷിച്ച് വലയ്ക്കുന്നത്, അതേപോലെ തന്നെയാണ് ഈ ദേവീദേവന്മാരെല്ലാം. ഇതെല്ലാം ഈ ദേവീദേവന്മാരുടെ ചിത്രങ്ങളെല്ലാം ഏതോ നല്ല നിപുണരായ കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ മാത്രമാണ്. അവരുടെ ഭാവനയാണ് നമ്മളെ ആകർഷിക്കുന്നത്. നമ്മളിതിനെ ഒന്നിനെ പോലും നേരിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഉണ്ടോ എന്നറിയുവാനുള്ള ഒരു താല്പര്യവും നമുക്കില്ല. ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മരീചിക ഉണ്ട് എന്ന് ദാഹാർത്തരായവർ വിശ്വസിക്കുന്നത് പോലെ, മരീചികയല്ല അത് വെള്ളമാണ് എന്ന് ദാഹാർത്തരായവർ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ വിശ്വസിക്കുന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ ഉള്ളതാണോ എന്ന് ആര് പരിശോധിച്ചിരിക്കുന്നു? ഇതൊക്കെ ഉള്ളതാണോ എന്ന് ഞാൻ ചോദിച്ചാൽ തന്നെ ക്ഷുഭിതരായി തീരും ജനം. ഈശ്വരോന്മുഖരായവർ ഇതൊക്കെ കേട്ട് ക്ഷോഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാക്കുകൾ ശ്ലീലങ്ങളല്ല, പലപ്പോഴും അശ്ലീലങ്ങളാണ്. പക്ഷെ അവരൊക്കെ സംസ്കാരചിത്തരാണെന്നാണ് സ്വയം കരുതുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ സ്വന്തം പ്രവർത്തികളെ അവധാനതയോടെ വിലയിരുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ സംസ്കൃത ചിത്തരെന്ന് കരുതുന്ന നമ്മളിലെ അസംസ്കാരികത, സംസ്കാരരാഹിത്യം നമുക്ക് പിടികിട്ടും. അതുകൊണ്ട് ഇതെല്ലാം ഒരുതരം ഭ്രമങ്ങളാണ്. പരസ്യങ്ങൾ കണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന നാം ആധ്യാത്മിക പരസ്യങ്ങൾ കണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോവുകയാണ്. പഴയ ദേവതകൾക്കൊന്നും ഏലില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഇപ്പോൾ പുതിയ പുതിയ ദേവതകളെയാണ് ഓരോരുത്തർ കൊണ്ടുവരുന്നത്. അങ്ങനെ പുതിയ പുതിയ ദേവതകൾ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുമെന്ന് കരുതി പുതിയ പുതിയ മോഡലിലുള്ള റെഫ്രിജറേറ്ററുകളും എയർ കണ്ടീഷണേഴ്സും വാട്ടർ ഹീറ്റേഴ്സും ഒക്കെ നമ്മുടെ ആവശ്യം സാധിക്കും എന്ന് കരുതി നമ്മൾ അതിനെയൊക്കെ വാങ്ങിക്കുന്നത് പോലെ നമ്മൾ ഈ പുതിയ പുതിയ സമ്പ്രദായങ്ങളുടെയും ദേവതകളുടെയും പുറകെ പാഞ്ഞ് ക്ഷീണിക്കുകയാണ്. നമുക്ക് നമ്മളെ അറിയാത്തത് കൊണ്ടാണ്. നമുക്ക് എന്താ വേണ്ടത് വേണ്ടാത്തത് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഒരു കാര്യത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനോടൊപ്പം ഇരിക്കണം. എന്തിനെയാണോ ആരെയാണോ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം സമയം ശ്രദ്ധാപൂർവം ചെലവഴിക്കണം. ഇടപെടലുകൾ നടത്താതെ ചെലവഴിക്കണം. അപ്പം നമ്മുടെ ധ്യാന പരിശീലനത്തിലൂടെ എന്ത് കിട്ടും? നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ മനസ്സിലാകാൻ തുടങ്ങും. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടതെന്താ വേണ്ടാത്തതെന്താണ് എന്ന് മനസ്സിലാകും. അപ്പം അപരിഗ്രഹത. 5 അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. 5 യമമാണ്, സദാചാരം. ഇതാണ് ആചാരം.
ഇത് സാധാരണഗതിയിൽ ബാഹ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അഹിംസ, ഒന്നിനെയും ഹിംസിക്കരുത്, സത്യം അസത്യം പറയരുത്, അസ്തേയം വേറൊരാളുടേതും തൻ്റേതാക്കാൻ ശ്രമിക്കരുത്, ബ്രഹ്മചര്യം ഊർജം മുഴുവൻ ഈ പരമമായതിനെ പ്രാപിക്കുവാൻ വേണ്ടി നിയന്ത്രണ വിധേയമാക്കണം, അപരിഗ്രഹം ആരും തരുന്നതും വേണ്ടാത്തതൊന്നും സ്വീകരിക്കരുത്. ഇതൊക്കെ പുറമേ ഉള്ള നിർദ്ദേശങ്ങളായിട്ടും എടുക്കാം. പക്ഷെ പുറമേ ഉള്ള നിർദ്ദേശങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മളിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചുരുങ്ങിയ വിശകലനം കൊണ്ടൊരു കാര്യം മനസ്സിലാക്കി, ഇത് ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദത്തിന് വിധേയരായിട്ടാണ് നാം ചെയ്യുന്നതെങ്കിൽ ഈ ചെയ്യുന്നത് സമാധാനമല്ല, അസമാധാനമാണ് ഉണ്ടാക്കുക. അപ്പം ഈ യമങ്ങൾ, ഈ 5 ഇനി പറയാൻ പോകുന്ന നിയമങ്ങൾ, ഇത് നമ്മൾ സത്യത്തിൽ പാലിക്കേണ്ടതായിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. നമ്മൾ ഈ ധ്യാനം ശ്രദ്ധാപുരസരം പരിശീലിച്ചാൽ മാത്രം മതി. ഇതൊക്കെ താനേ, ഈ പരിണാമങ്ങളൊക്കെ നമ്മളിൽ താനേ സംഭവിച്ചുകൊള്ളും. ഒരു നിയമവും ആധ്യാത്മികതയിൽ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ ചെയ്യാം എന്നല്ല. തോന്നിയതുപോലെ ചെയ്യുന്നത് അവനവനെ അറിയാത്തവർ മാത്രമാണ്. അവരവരെ അറിയുന്നവർക്ക് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അവർ ചെയ്യുന്നതിന് വേറെ വിലക്കുകളൊന്നും ആവശ്യമില്ല. അവരെപ്പോഴും കൃത്യമായിട്ടുള്ളതായിരിക്കും ചെയ്യുക. അപ്പം ഈ ധ്യാന പരിശീലനം നടത്തി കുറച്ച് കാലം, ഇന്നും നാളെ ഒന്നും ചെയ്താലൊന്നും സാധിക്കില്ല. ചുരുങ്ങിയതൊരു 3 മാസം 6 മാസമെങ്കിലും എടുക്കും. അപ്പം ക്രമേണ നമ്മളിൽ അഹിംസ വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സത്യം പറയുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. നമുക്ക് മൂല്യമുള്ള മറ്റുള്ളവരുടേതൊന്നും സ്വന്തമാക്കാനുള്ള താല്പര്യം ഇല്ലാതെയാകും. നമ്മളുടെ ഊർജം മറ്റു വിഷയങ്ങളിലേക്ക് വ്യതിചലിച്ച് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലായി നമുക്കത് സ്വീകരിക്കാൻ സാധിക്കും. യമം നമ്മുടെ ജീവിതത്തിൽ ധ്യാന പരിശീലനത്തിലൂടെ താനേ സംഭവിച്ചുകൊള്ളും. ഇനി നിയമമാണ്. യമം കഴിഞ്ഞു, ആചാരങ്ങളൊക്കെ കഴിഞ്ഞു. അത് സാധാരണഗതിയിൽ യമങ്ങളെല്ലാം ഇമ്പോസ് ചെയ്യുക. നിങ്ങൾ ഈ ധ്യാനം പരിശീലിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാ പറയുക. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയണ്ട. നിങ്ങൾ ധ്യാനം പരിശീലിച്ചാൽ മതി, ബാക്കിയൊക്കെ താനും വന്നോളൂ. നിങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്താ അതിനൊരു ഉറപ്പ്? ചെയ്തു നോക്കിയാൽ പോരെ. 3-6 മാസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സമയം എത്രയാ വെറുതെ പോവുക? അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയം മുഴുവൻ വളരെ പ്രയോജനപ്രദമായ രീതിയിലാണല്ലോ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല. ഇനി അടുത്ത് വേറൊരു കൂട്ടരുടെ ചോദ്യമുണ്ട്, ഞങ്ങൾ ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ ഇനി എന്താ ചെയ്യുക? നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫലമുണ്ട് എങ്കിൽ, സമാധാനമുണ്ട് എങ്കിൽ തൽക്കാലം ഇത് ചെയ്യേണ്ട. ഇത് കേട്ട് മനസ്സിലാക്കിയൊക്കെ വയ്ക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ, ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കിത് ശീലിക്കാം. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം അതൊക്കെ നിർത്തിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് കേട്ടതിന് ശേഷം ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അതിലെനിക്ക് കയ്യൊന്നുമില്ല. കാരണം ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് രൗരവ നരകമാണെന്നൊന്നും പറയാൻ എനിക്കാവില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് ചെയ്തു നോക്കിയാൽ അനുഭവം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ചെയ്യാതിരിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഗുണമാണ് എന്നുണ്ടെങ്കിൽ അത് തന്നെ തുടരുക. ഏതെങ്കിലും കാലത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് കൊണ്ട് തൃപ്തിയാവുന്നില്ലെങ്കിൽ അത് തൽക്കാലം ഒന്ന് നിർത്തിയിട്ട് ഇത് ചെയ്തു നോക്കുക. അപ്പോൾ അടുത്തൊരു സംശയം വരും, ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തിയാൽ ഇനി ദൈവങ്ങൾ കോപിക്കുമോ? ദൈവങ്ങൾ കോപിക്കുമൊന്നുമില്ല. നമ്മളുടെ മനസ്ഥിതി കാരണമാണ്, നമ്മളുടെ ആശങ്കയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് പരിണമിക്കുന്നത്.
നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ അല്പജ്ഞരായവരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ടാകുന്ന അല്പമായ ധാരണകളിൽ നിന്നാണ് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ജ്യോതിഷപ്രകാരം ദശകളിൽ അപഹാരദശകളിലൊക്കെ ഓരോ ദേവതയെ ഉപാസിക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പം ഒരു ദശ നടന്നുകൊണ്ടിരിക്കുമ്പം പല അപഹാരങ്ങളുണ്ടാവും. അതിൽ ഓരോ അപഹാരത്തിലും ഓരോ ദേവതയെ ഉപാസിക്കാനാണ് പറയുന്നത്. ഇത് പറഞ്ഞിട്ടുള്ളവരെല്ലാം കേമന്മാരായിട്ടുള്ളവരാണ്, സാധാരണക്കാരല്ല, മഹർഷിമാരാണ്. അപ്പം ഈ ഒരു ദേവതയെ കുറച്ചു കാലം ഉപാസിച്ച് കഴിഞ്ഞ് അടുത്ത ദശാപഹാരമാകുമ്പോൾ മറ്റൊരു ദേവതയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ദേവതയ്ക്ക് കോപമുണ്ടാകും എങ്കിൽ അതിനുള്ള പരിഹാരം അവർ പറയണമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല. അങ്ങനെ ദേവതകൾക്ക് കോപമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഒരേ സത്തയുടെ വൈവിധ്യങ്ങൾ മാത്രമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു ഭയമാണ്. ആ ഭയം എവിടുന്നാണ് ഉണ്ടാകുന്നത്? എൻ്റെ അപൂർണതയിൽ നിന്ന്, എൻ്റെ ആഗ്രഹങ്ങളുടെ അമിതമായ തള്ളിച്ചയിൽ നിന്ന് ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഭയമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഈ ദേവതകളൊന്നും നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല. അവർക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട്? നമ്മളെ ഉപദ്രവിക്കലാണോ പണി? അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല. നിർത്തി എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നും അതും ഇപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ പറയുന്നവരുടെ വാക്കുകൾ കേൾക്കാനല്ല ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം പേടിപ്പിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കാനാണ്. ആളെ കൂട്ടാൻ വേണ്ടി അങ്ങനെ പറയാനുള്ള താല്പര്യം എനിക്കില്ലാത്തത് കൊണ്ട് എൻ്റെ അഭിപ്രായം യാതൊരു ഭയവും ഉണ്ടാകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഗുണമുണ്ടാകാത്തത് കൊണ്ടാണ് നിങ്ങൾ ഓരോന്നും നിർത്തുന്നത്. ചില ആഹാരങ്ങൾ കഴിച്ചാൽ വയറിന് കുഴപ്പമുണ്ടാകുമെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ ആ ആഹാരം എത്ര പോഷകദായകമാണെങ്കിലും അത് നമ്മൾ കഴിക്കുകയില്ല. അതേപോലെയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളിത് ചെയ്തു നോക്കിയ അനുഭവം ഉണ്ടാവും. അതല്ല, ഇതൊക്കെ കേട്ട് വയ്ക്കുക, പിന്നെ എപ്പോഴെങ്കിലും ചെയ്തു നോക്കിയാലും മതി. അതൊക്കെ നമ്മളുടെ നിയതി അനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഇനി നിയമം നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള സംയമനം. ഇതുവരെ നമ്മൾ ലോകവുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ലോകവുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വാസ്തവത്തിൽ നമ്മളിൽ തന്നെ സംഭവിക്കേണ്ട മാറ്റങ്ങളാണ് എന്ന് നമ്മൾ കേട്ടു. മറ്റത് സാധാരണ രീതിയിൽ അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഒക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മളത് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് കേട്ടു. ഇനിയുള്ളത് സംയമനമാണ്. അത് നിയമം. അതും 5 എണ്ണമാണ്. പതഞ്ജലി മഹർഷി പറഞ്ഞത് 5 എണ്ണമാണ്. ഇതും 10ആയിട്ട് പല ഗ്രന്ഥങ്ങളിലും നമുക്ക്, മറ്റു പല ഗ്രന്ഥങ്ങളിലും പതഞ്ജലി ശാസ്ത്രത്തിന് ശേഷമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം. ഇത് 5ഉമാണ് സംയമനം. അപ്പം അതിൽ ശൗചം ക്ലെൻലിനെസ് ആണ്, വൃത്തി, ശുചി ഉണ്ടാവണം, വൃത്തി ഉണ്ടാവണം. അപ്പം ഈ വൃത്തി എന്ന് പറയുന്നത് ചുറ്റുപാടുകളെ വൃത്തിയാക്കി വയ്ക്കാൻ ശ്രമിക്കണം. നമ്മൾ എവിടെ ഇരിക്കുന്നുവോ അതിൻ്റെ ചുറ്റുപാടുകളെ വൃത്തിയാക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. ഇത് മറന്നുപോയത് കൊണ്ടാണ് ഇപ്പോൾ ഈ മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എൻ്റെ വീട്ടിലെ അഴുക്കുകളെല്ലാം വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ എൻ്റെ വീട് ശുദ്ധമാകും എന്ന ധാരണയിലാണത് ചെയ്യുന്നത്. അത് നടക്കില്ല. കാരണം എൻ്റെ വീട് എന്ന് ഞാൻ പറയുന്നത് അതിർത്തിയിൽ ഒതുങ്ങുന്നതല്ല എൻ്റെ വീട്. എൻ്റെ വീട് എന്ന് ശരിക്കും ചിന്തിച്ചാൽ ഈ ലോകം മുഴുവനും എൻ്റെ വീടാണ്. ഈ ലോകത്തെ ഒരു താമസക്കാരനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഒരുപാട് മുറികളുണ്ട് എങ്കിലും എനിക്ക് ഒരു സമയത്ത് ഒരു മുറിയിൽ മാത്രമേ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ മുറിയാണ് എൻ്റെ വീട് എന്ന് ഞാൻ പറയാറില്ല. പല മുറികൾ അടങ്ങിയ ഒരു കെട്ടിടമാണ് എൻ്റെ വീട് എന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് ഞാനിരിക്കുന്നിടം മാത്രമല്ല എൻ്റെ വീട്. എൻ്റെ വീട് എന്ന് പറയുന്നത് എൻ്റെ വീടെന്ന് ഞാൻ കരുതുന്ന കെട്ടിടത്തിലുള്ള എല്ലാ മുറികളും കൂടി ചേർന്നതാണ്. അപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ലോകമാണ്. ഈ ലോകം മുഴുവൻ എൻ്റെ വീടാണ്. ഞാനിരിക്കുന്ന മുറിയിൽ നിന്ന് എനിക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റെല്ലാം അപ്പുറത്തെ മുറിയിൽ കൊണ്ടിട്ടാൽ എൻ്റെ വീട് ശുദ്ധമാകും എന്ന് കരുതുന്നത് പോലെ ബാലിശമായ ഒരു കരുതലാണ്
എൻ്റെ വീട്ടിലെ മാലിന്യങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയാൽ എൻ്റെ വീട് ശുദ്ധമാകും എന്നുള്ള ധാരണ. കാരണം ഇതെല്ലാം തിരിഞ്ഞ് 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 നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അതുകൊണ്ട് ശുദ്ധം, ശൗചം, ക്ലെൻലിനെസ്, വൃത്തിയായിട്ടിരിക്കുക, അത് നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ചുറ്റുപാടുകൾ മുഴുവൻ എപ്പോഴും വൃത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ലോകത്ത് ശരിക്കും വൃത്തികേടൊന്നുമില്ല. നമ്മളുടെ അമിതമായ ആസക്തി കാരണമാണ് ഈ ലോകത്ത് വൃത്തികേടുകൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ മറ്റ് ജീവജാലങ്ങൾ ഭക്ഷിച്ച് അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറും. വേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും ഇല്ല. ഒരു ജീവൻ ഭക്ഷിച്ചതിന് ശേഷം ബാക്കി വരുന്നത് മറ്റൊരു ജീവൻ്റെ ആഹാരമാണ്. ഇതൊക്കെ വേസ്റ്റ് ആയത് നമ്മുടെ അമിതമായിട്ടുള്ള ആസക്തി കാരണമാണ്. അപ്പം വൃത്തിയായിട്ടിരിക്കണം. വൃത്തികേടുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ മാത്രമേ വൃത്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വൃത്തികേട് മനസ്സിലായാലാണ് വൃത്തി കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പം വൃത്തികേട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സങ്കുചിത മനോഭാവത്തിൽ നിന്നാണ് വൃത്തികേടുണ്ടാകുന്നത്. അപ്പോൾ സങ്കുചിതത്വമാണ് അശുദ്ധം, അശുചി. ശൗചമുണ്ടാകണം എന്ന് പറഞ്ഞാൽ ബോധം വികസിക്കണം. ഈ ലോകം മുഴുവൻ നമുക്ക് തറവാടായിട്ട് തോന്നണം. ഇവിടെ ഈ ലോകത്ത് എവിടെ എന്ത് കുഴപ്പമുണ്ടായാലും അത് എൻ്റെ വീട്ടിലെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നണം. ഇതൊന്നും ആദ്യം ഉണ്ടാവില്ല. ആദ്യം ഈ ഇടുങ്ങിയ മുറിക്കകത്തെ നമ്മുടെ മുറി എന്ന് നമ്മൾ വിളിക്കുന്ന ഭാഗം മാത്രമാണ് നമ്മളെപ്പോഴും ഓർഡറും വൃത്തിയുമായിട്ട് വയ്ക്കുക. ചിലരുണ്ട് അങ്ങനെ, അവരുടെ വീട്ടിലെ എൻ്റെ മുറി എന്ന് വീട്ടിലെ ഒരു മുറിയോട് ഐഡൻറ്റിഫൈ ചെയ്യുന്നവരുണ്ട്. ആ മുറിയെല്ലാം സ്പിക്ക് ആൻഡ് സ്പാക്ക്, എല്ലാം ക്ലീൻ ആയിരിക്കും, എല്ലാം ഓർഡേർഡ് ആയിരിക്കും, എല്ലാം പൊടിയൊക്കെ തട്ടും. വീട് മുഴുവൻ മാറാല നടന്നതാണെങ്കിലും ശരി, ഡിസോർഡേർഡ് ആണെങ്കിലും ശരി, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എൻ്റെ മുറി. അത് സങ്കുചിതമാണ്. പക്ഷെ അങ്ങനെയാ തുടങ്ങുക. പക്ഷെ നമ്മുടെ ഈ ധ്യാന പരിശീലനത്തിലൂടെ ബോധവികാസമുണ്ടാകുമ്പോൾ, നാം ഉണരാൻ തുടങ്ങുമ്പോൾ, ഉറങ്ങിക്കിടന്ന ഇടുങ്ങിയ സ്ഥലത്ത് മാത്രമല്ല ഞാൻ ഉള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമ്മുടെ ബോധം വികസിക്കും. അങ്ങനെ ക്രമേണ നമുക്ക് എല്ലാ ഭാഗങ്ങളും നമ്മളെവിടെയൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ, എവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ടോ അവിടെയെല്ലാം വൃത്തിയായിട്ട് വയ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പരിസരം മുഴുവൻ എല്ലാവരും അങ്ങനെ ചെയ്താൽ ഇവിടെ വൃത്തികേടുകളില്ല. എല്ലാവരും ഈ ധ്യാനം പരിശീലിക്കാൻ തുടങ്ങിയാൽ വൃത്തികേടുകളില്ല. പതുക്കെ 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 നമുക്ക് മനസ്സിലാകും ഞാൻ എന്നുള്ളത് ഞാൻ മാത്രമല്ല, പലരും കൂടി ചേർന്നാണ്. അപ്പം എല്ലാം ഞാൻ ചുറ്റുപാടുകളും ഒക്കെ വൃത്തിയാക്കാൻ ശ്രമിക്കും. അത് വലിയൊരളവ് വരെ വിജയിക്കുകയും ചെയ്യും. വൃത്തി എന്നുള്ളത് അവിടെ മാത്രമായില്ല. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് വൃത്തിയായിട്ട് ചെയ്യുക. ആഹാരം കഴിക്കുമ്പോൾ വൃത്തിയായിട്ട് കഴിക്കുക. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ജോലി ചെയ്യുക. അടിച്ചു വാരുമ്പോൾ വൃത്തിയായിട്ട് അടിച്ചു വാരുക. തുണി അലക്കുമ്പോൾ വൃത്തിയായിട്ട് അലക്കുക. പാത്രം കഴുകുമ്പോൾ വൃത്തിയായിട്ട് പാത്രം കഴുകുക. നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക എന്നൊരർത്ഥവും അതിനുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വൃത്തി. കൃത്യമായിട്ട് ചെയ്യാത്ത പ്രവൃത്തി വൃത്തികേടാണ്. ഈ വൃത്തികേടുണ്ടായാൽ എന്താ ഉണ്ടാവുക? വൃത്തികേടുണ്ടായാൽ അസ്വസ്ഥത ഉണ്ടാകും. വൃത്തികെട്ട സാഹചര്യങ്ങളിൽ പെട്ടാൽ അസ്വസ്ഥത ഉണ്ടാവില്ലേ? അതേപോലെയാണ് വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നാൽ അസ്വസ്ഥത ഉണ്ടാവും. നമ്മുടെ പ്രവൃത്തിയിലെ വൃത്തികേടുകൾ മറ്റാർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ അസ്വസ്ഥരായി തീരും. പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിൽ നിന്ന് നമുക്ക് വിരമിച്ച് നമ്മൾ നിവൃത്തരാകാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ ഒരു കോണിലേക്ക് ചുരുങ്ങിയാൽ അവിടെ ഇരുന്ന് ചെയ്യുന്നതും പ്രവൃത്തി തന്നെയാണ്. പ്രവൃത്തി ചെയ്യാത്തൊരാൾക്ക് ഈ ലോകത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും, ആധ്യാത്മിക പ്രവൃത്തിയാണെങ്കിലും ഭൗതിക പ്രവൃത്തിയാണെങ്കിലും, അങ്ങനെ രണ്ടില്ല എങ്കിലും അത് വൃത്തിയുള്ളതായിരിക്കണം, കൃത്യമായതായിരിക്കണം. അവിടെയും തീർന്നില്ല വൃത്തി. നമ്മുടെ മനസ്സിലെ ചിന്തകൾ വൃത്തിയുള്ളതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വൃത്തികെട്ട ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ? വൃത്തികെട്ട ചിന്തകൾ എന്ന് പറഞ്ഞാൽ സമാധാനമില്ലാതാക്കുന്ന ചിന്തകൾ. സമാധാനമില്ലാതാക്കുന്ന ചിന്തകളാണ് വൃത്തികെട്ട ചിന്തകൾ.
അങ്ങനെ വൃത്തികെട്ട ചിന്തകൾ നിറഞ്ഞതാണ് നമ്മുടെ മനസ്സെങ്കിൽ നമ്മുടെ മനസ്സിൽ യാതൊരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാവില്ല. അപ്പം എന്ത് വേണം? നമ്മുടെ മനസ്സ് വൃത്തിയാക്കാൻ നാം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. മനസ്സ് വൃത്തിയായി കഴിഞ്ഞാൽ പ്രവർത്തികൾ സ്വാഭാവികമായിട്ടും വൃത്തിയായിക്കൊള്ളും. കാരണം ചിന്തകളുടെ സ്ഥൂലഭാവങ്ങളാണ് പ്രവർത്തികൾ, പ്രവൃത്തിയുടെ സൂക്ഷ്മഭാവമാണ് ചിന്തകൾ. അപ്പോൾ പ്രവർത്തികൾ ചിന്തയായിട്ട് അവശേഷിക്കും, ചിന്തകൾ പ്രവൃത്തിയായിട്ട് മാറും. അപ്പോൾ പുറമേ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വൃത്തിയുള്ളതായിരിക്കണം, അകമേ ചെയ്യുന്ന ചിന്തകളും വൃത്തിയുള്ളതായിരിക്കണം. അപ്പോൾ വൃത്തികെട്ട ചിന്തകളെ കണ്ട് അടിച്ചമർത്തുകയാണോ വേണ്ടത്? അല്ല, അടിച്ചമർത്തുകയല്ല വേണ്ടത്, തിരിച്ചറിയുകയാണ് വേണ്ടത്. അപ്പം തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അവയർനെസ് വേണം. അപ്പോൾ ആ അവയർനെസ് പരിശീലിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിലെ ചിന്തകളെ നമുക്ക് കാണാൻ സാധിക്കും. ചിന്തകളുടെ ചൊൽപ്പടിയിൽ പെടാതെ നമുക്ക് നിൽക്കാൻ സാധിക്കും. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ധ്യാന പരിശീലനത്തിലൂടെ ചിന്തകൾ കുറഞ്ഞു വരും എന്ന്. ഇപ്പം നമ്മൾ ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് അതിനെ വിശകലനം ചെയ്താൽ ചിന്തകൾ വാസ്തവത്തിൽ കുറയുകയല്ല ചെയ്യുന്നത്. ചിന്തകൾ നമ്മുടെ ബോധത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കുറഞ്ഞാണ് വരുന്നത്. നമ്മളുടെ അവയർനെസ് ഇല്ലാതെയാകുന്നത് കുറഞ്ഞാണ് വരുന്നത്. ചിന്തകളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല. നമ്മളെപ്പോഴാണ് അൺഅവെയർ ആകുക? ഏതെങ്കിലും ഒരു ചിന്തയുമായിട്ട് നാം അറിയാതെ താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നമ്മൾ അൺഅവെയർ ആവുന്നത്. അപ്പം ഈ ചിന്തകളുമായിട്ട് നമ്മളുടെ അവയർനെസ്സിനെ ഇല്ലാതാക്കുന്ന ചിന്തകളുമായിട്ടുള്ള താതാത്മ്യഭാവമാണ് ധ്യാന പരിശീലനത്തിലൂടെ കുറഞ്ഞു വരിക. ചിന്തകൾ അവിടെ ഉണ്ടാവും. ഏതുപോലെയാണോ തിക്കും തിരക്കുമുള്ള ഒരു മാർക്കറ്റിൽ അതിലൊന്നും പെടാതെ നടന്ന് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ നമുക്ക് കഴിയുന്നത്, അതുപോലെയാണ് ഈ ധ്യാന പരിശീലനത്തിലൂടെ നമുക്ക് സാധിക്കുക. ചിന്തകൾ ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനാണത്. ടു തിങ്ക് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനാണ്. അതില്ലാതെയാവുകയൊന്നുമില്ല. പക്ഷേ ഈ ചിന്തകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത് കുറഞ്ഞു വരും. നമ്മൾ അറിയാതെയാണ് ഈ താതാത്മ്യം പ്രാപിക്കുന്നത്. അപ്പോൾ നമ്മളിലെ അറിവ്, അവയർനെസ്, ബോധം അത് ഉണർന്നിരുന്നാൽ താതാത്മ്യം പ്രാപിക്കില്ല. അപ്പം നമ്മൾ ഈ ചിന്തകളുടെ പുറകെ പോവുകയില്ല. നമ്മുടെ ചിന്തകളിലെ വൃത്തികേടുകളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം ഈ ചിന്തകളിൽ നിന്ന് പതുക്കെ വൃത്തികെട്ട ചിന്തകളിൽ നിന്ന് ആദ്യം വിടുതൽ കിട്ടും, പിന്നെ വൃത്തിയുള്ള ചിന്തകളിൽ നിന്നും വിടുതൽ കിട്ടും. അങ്ങനെ ചിന്തകളുടെ പിടിയിൽ നിന്ന് വിട്ട് അവയർനെസ്, ചിന്തകൾ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്തുകൊള്ളേ, അവയർനെസ് മാത്രമായിട്ട് നിൽക്കും. ആ അവയർനെസ് മാത്രമായിട്ട് നിൽക്കുന്നതാണ് പരമമായ ശുദ്ധി. അതാണ് ശുചിത്വം. ബോധത്തിൽ കലർപ്പൊന്നുമില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് പരമമായ ശുദ്ധി. അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. കലർന്നാൽ തോട്ട്സാണ് അശുദ്ധി. ചിത്തശുദ്ധി വരണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചിത്തത്തെ അശുദ്ധമാക്കുന്നത് എന്താ? ചിന്തകളാണ്. ചിന്തകളല്ല പേഴ്സേ, ചിന്തകളുടെ പുറകെ നമ്മൾ പോയി താതാത്മ്യം പ്രാപിക്കുന്നതാണ്. ചിന്തകൾ അവിടെ ഉണ്ടായിക്കോട്ടെ, അത് എന്താ? ആൾക്കാർ മാർക്കറ്റിൽ ഒരുപാടുണ്ട്. ആ ആൾക്കാരുടെ പുറകെ നമ്മൾ പോയാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ മാർക്കറ്റിൽ പോയത് ആ ഉദ്ദേശം നടക്കില്ല. അപ്പം ഈ ആൾക്കാരവിടെ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്തോട്ടെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ മാർക്കറ്റിൽ പോയത് ആ ആവശ്യകത മറക്കാതിരുന്നാൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ശൗചം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സെൻസിൽ ഈ അവയർനെസ് നിലനിൽക്കുക എന്നാണ്. അവയർനെസ്സിൽ കലർപ്പ് വരുന്നതാണ് അശുദ്ധി. ആ കലർപ്പ് വരുന്നതാണ് ജീവിതത്തിലെല്ലാം പ്രതിഫലിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ടുള്ള ഒരാളുടെ ജീവിതം ടോട്ടലി കൺഫ്യൂഷൻ നിറഞ്ഞതായിരിക്കും. അപ്പം അതുകൊണ്ട് ചുറ്റുപാടുകളെ വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണം, ശരീരത്തെ വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണം, മനസ്സ് വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. പരമമായ വൃത്തിയിലേക്ക് നമുക്ക് ചേക്കേറാൻ സാധിക്കണം. അതിന് ക്രമേണ നിർബന്ധിതമായിട്ടല്ലാതെ ചെയ്യാൻ ധ്യാന പരിശീലനം കൊണ്ട് സാധിക്കും. ശൗചം, സന്തോഷം. വൃത്തിയുള്ള സ്ഥലത്തിരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ശൗചം കഴിഞ്ഞിട്ടാണ് ഈ സന്തോഷം വരുന്നത്. കുളിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവും. അഴുക്കായിട്ടുള്ള വസ്ത്രങ്ങൾ മാറ്റി അഴുക്കില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ ഒരു സന്തോഷം ഉണ്ടാവും.
അഴുക്കില്ലാത്തൊരു പ്രവൃത്തി ചെയ്താൽ സന്തോഷമുണ്ടാകും. വൃത്തിയായിട്ട് പാത്രം കഴുകിയാലൊരു സന്തോഷമുണ്ടാകും. നേരത്തെയും കേട്ടു നമ്മൾ, വൃത്തിയായിട്ട് എന്ത് ചെയ്താലും സന്തോഷമുണ്ടാകും. വൃത്തികേടായി കിടക്കുന്ന ഒരു സ്ഥലത്തെ വൃത്തിയാക്കി വെച്ചാൽ സന്തോഷമുണ്ടാകും. അപ്പം വൃത്തിയുടെ പരിണത ഫലമായിട്ടാണ് ഈ സന്തോഷം വരുന്നത്. വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ സന്തോഷം ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അന്തരീക്ഷം മലിനം, കുടിക്കാനുള്ള വെള്ളം മലിനം, ഇരിക്കാനുള്ള ഭൂമി മലിനം, ചുറ്റുപാടുകളും മാലിന്യം, എന്ത് സന്തോഷം ഉണ്ടാവുക? അവധൂതന്മാർക്കൊക്കെ സന്തോഷമുണ്ടാകാം. കാരണം അവർ ഇതിനെ മുഴുവൻ അതിക്രമിച്ചവർ. അവരുടെ കാര്യം നമുക്ക് എന്താ പറയുക, ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സന്തോഷമുണ്ടാവുക, ഈ സന്തോഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സന്തോഷത്തോടു കൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ. സന്തോഷത്തോടു കൂടി നമ്മളിരിക്കുമ്പം പോസിറ്റീവായിട്ട് നമ്മളിരിക്കുകയാണ്. സന്തോഷം കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞിരുന്നാലൊന്നും സന്തോഷം ഉണ്ടാവില്ല. സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് വരിക വൃത്തിയുള്ളപ്പോഴാണ്. എല്ലാ കാര്യങ്ങളിലും വൃത്തിയായിട്ട്, എല്ലാം ഓർഡേർഡായിട്ട് ഇരിക്കുമ്പോഴാണ്. വൃത്തികേട് ഡിസോർഡർ ആണെങ്കിൽ എല്ലാം ഓർഡേർഡായിട്ടിരിക്കുന്നതാണ് സന്തോഷത്തിന് കാരണമാവുക. ഈ സന്തോഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശ്വരോന്മുഖമായിട്ടുള്ള ചര്യയിൽ അനിവാര്യമായതാണ് സന്തോഷം. ഈശ്വരനെ സന്തോഷത്തോടു കൂടിയാണ് വിളിക്കേണ്ടത്. ഈശ്വരനെ കാണുമ്പം നമ്മുടെ സന്തോഷം, നമുക്ക് സന്തോഷങ്ങളുണ്ട്, നമുക്ക് ദുഃഖങ്ങൾ മാത്രമൊന്നുമല്ല ഉള്ളത്. നമ്മുടെ സന്തോഷങ്ങളെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇല്ലായ്മകളുടെ പുറമേ എപ്പോഴും പായുന്നതാണ് നമ്മുടെ വല്ലായ്മയ്ക്ക് കാരണം. ഇല്ലായ്മകളുണ്ട്, പക്ഷേ സന്തോഷത്തിനുള്ള വകകളുമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഏറ്റവും വലിയ വല്ലായ്മകളോട് കൂടിയവരുടെ ഉള്ളിൽ പോലും സന്തോഷത്തിനുള്ള വകകളുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതൊരു സ്കില്ലാണ്. അപ്പം നമ്മളിലുള്ള സന്തോഷത്തെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക. ആ സന്തോഷത്തെ നമ്മൾ കണ്ടെത്തിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തിനെയാണോ ഒബ്സേർവ് ചെയ്യുന്നത് അവയർനെസ്സോടുകൂടി അത് വികസിക്കും, വളരും. അവയർനെസ് പുഷ്ടമാക്കും. ദുഃഖം അതുപോലെ തന്നെയാണ്. നമ്മൾ ദുഃഖത്തെക്കുറിച്ച് കൂടുതൽ അവെയർ ആയാൽ എന്ത് പറ്റും? കൂടുതൽ ദുഃഖിതരായി തീരും. വേദനയെപ്പറ്റി കൂടുതൽ അവെയർ ആയാൽ, വേദനയെ നിഷ്പക്ഷമായിട്ടാണ് അവെയർ ആവുന്നതെങ്കിൽ കുഴപ്പമില്ല. പലപ്പോഴും നമ്മൾ വേദനയുമായിട്ട് ഇടപഴകുമ്പം, സാധാരണഗതിയിൽ വേദനയുമായിട്ട് ഇടപഴകുമ്പം അതുമായിട്ട് ഒരുപാട് കോൺസെപ്റ്റുവൽ വികല്പങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇടപഴകും. അപ്പോൾ വേദന കൂടും. അപ്പം വിട്ടു നിന്നുകൊണ്ടാണ് നമ്മൾ അവെയർ ആവുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? വിട്ടു നിന്നുകൊണ്ടാണ് നമ്മൾ അവെയർ ആവുന്നതെങ്കിൽ ഇതില്ലാണ്ടാവും. പക്ഷെ അതല്ല എങ്കിൽ അത് വർദ്ധിക്കും. നമ്മളുടെ അവെയർനെസ്സിന് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മളിലെ സന്തോഷത്തെ നമ്മൾ കണ്ടെത്തിയാൽ അത് വികസിക്കാൻ തുടങ്ങും. ഇപ്പോൾ സന്തോഷം നമ്മളിൽ ധാരാളം ഉണ്ടാകാൻ തുടങ്ങും. സന്തോഷത്തോടു കൂടിയാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിലോ നമുക്ക് ബോറടിക്കില്ല. ബോറടിച്ചില്ലെങ്കിൽ നമ്മൾ കൂടുതൽ നേരം അത് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ക്ഷീണമുണ്ടാവുകയില്ല. സന്തോഷത്തോടു കൂടി, സന്തോഷം സ്ഥിരോത്സാഹത്തെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് സന്തോഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നിയമത്തിലെ അവസാനത്തെ 3 തപസ്വാധ്യായ ഈശ്വരപ്രണിധാനം. യോഗസൂത്രത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തപസ്വാധ്യായ ഈശ്വരപ്രണിധാനം. ഇത് നിയമം പറയുന്നത് 2ാമത്തെ അധ്യായത്തിലാണ് യോഗസൂത്രത്തിൽ. ആദ്യത്തെ അധ്യായത്തിൽ തപസ്വാധ്യായേശ്വര പ്രണിധാനാനി ക്രിയായോഗ എന്ന് പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. ക്രിയായോഗ, പ്രവൃത്തിയുടെ വഴി. നമ്മൾ എന്ത് പ്രവർത്തിക്കണമെങ്കിലും അതിൽ തപസ്വാധ്യായ ഈശ്വര പ്രണിധാനം ഉണ്ടാകണം. ഇപ്പം തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. തപസ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുക എന്നുള്ളതാണ് തപസ്. വ്യതിചലിച്ചാൽ അതിൽ നിന്ന് തിരിച്ചു വരിക, വ്യതിചലിക്കാനുള്ള സാധ്യതകളെ ഒഴിവാക്കുക, വ്യതിചലിക്കാതെ ഏറ്റെടുത്ത കാര്യത്തിൽ സ്ഥിരോത്സാഹത്തോടു കൂടി നിൽക്കാൻ സഹായിക്കുന്നതിനെ സ്വീകരിക്കുക. അതാണ് തപസ്. ഇവിടെ ഏറ്റെടുത്ത കാര്യം എന്ന് പറയുന്നത് അവയർനെസ്സാണ്. ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അവയർനെസ്സാണ്. മാർഗവും ലക്ഷ്യവും ഇവിടെ ഒന്ന് തന്നെയാണ്. മാർഗം അവയർനെസ്സാണ്,
ലക്ഷ്യവും അവയർനെസ്സാണ്. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, വേറെ മാർഗവുമില്ല. അപ്പോൾ അതുകൊണ്ട് അവയർനെസ്സിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുക. വ്യതിചലിച്ചു എന്ന് തിരിച്ചറിയുമ്പം, വ്യതിചലിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ചിന്തകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ. അപ്പോൾ ചിന്തകളുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് വ്യതിചലിച്ചാൽ ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ തിരിച്ച് ഈ അവയർനെസ്സിലേക്ക് വരിക. അവയർനെസ് ദൃഢപ്പെടുത്തുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അത് തപസ് ചെയ്യുന്നതിന് അനിവാര്യമാണ് സ്വാധ്യായം കൂടാതെ തപസ് സാധ്യമല്ല. നമ്മൾ എന്തൊന്നാണോ ലക്ഷ്യമാക്കി എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിന് സഹായകരമായിട്ടുള്ള അറിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് സ്വാധ്യായത്തിലൂടെ നടക്കുന്നത്. സ്വാധ്യായത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് അവരവരെ അറിയുക എന്ന ഒരു തലം. നമ്മൾ ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധാപുരസരം ചെയ്തുകൊണ്ടിരിക്കുമ്പം, ശ്രദ്ധയോടുകൂടി ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുമ്പം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ആദ്യമൊക്കെ നമ്മൾ ചില ചിന്തകളുമായിട്ട് താതാത്മ്യപ്പെട്ട് ശ്രദ്ധ വ്യതിചലിച്ചു പോകും. പക്ഷെ ക്രമേണ ചിന്തകളിൽ പെട്ടുപോകാതിരിക്കാൻ നമുക്ക് സാധിക്കും. താതാത്മ്യം പ്രാപിക്കൽ കുറഞ്ഞു വരും. അപ്പം നമ്മുടെ അബോധത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള ചിന്തകൾ, ആശയങ്ങൾ ഇതൊക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ അബോധത്തിൻ്റെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് നാം ബോധമുള്ളവരായി തീരും. അപ്പം നമ്മുടെ ഓരോ പ്രവൃത്തിയുടെ കാരണം നമുക്ക് മനസ്സിലാകും. നമ്മളെ ഓരോ സന്ദർഭത്തിലും ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ്, എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായാൽ അതിനെ തിരുത്താനോ പരിപോഷിപ്പിക്കാനോ ഇടപെടാനല്ല, ആ മനസ്സിലാക്കലിൽ, ആ തിരിച്ചറിവിൽ മാറ്റമുണ്ടാകും. അപ്പം സ്വാധ്യായം എന്ന് പറഞ്ഞാൽ അവരവരെ അറിയുക എന്നുള്ളതാണ്. അത് ഈ ധ്യാന പരിശീലനത്തിൽ താനേ സംഭവിക്കുന്നത്. നമ്മൾ ശ്രദ്ധാപുരസരാണ് കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പുറത്തേക്ക് വരുന്ന ചിന്തകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാലുക്കളാണ്. ആ ചിന്തകൾ നമുക്ക് ചില തിരിച്ചറിവുകളെ തരും. ആ തിരിച്ചറിവുകൾ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് പിന്നീട് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ സ്വാധ്യായം അനിവാര്യമായതാണ്. സ്വാധ്യായത്തിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത് ശാസ്ത്ര പഠനമാണ്, പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തെ ആധ്യാത്മികതയിൽ പുസ്തകം വായന ഒരു 2ാം കട ഏർപ്പാടായിട്ടാണ് പലരും പറയുന്നത്. ഇൻറ്റ്യൂഷനാണ് വളരെ പ്രധാനപ്പെട്ടത്. പുസ്തകം വായിച്ചിട്ടുള്ള അറിവേ അല്ല എന്നാണ് ചിലരുടെ നിഗമനം. അത് പുസ്തകം വായിച്ചാൽ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം അവരങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ പുസ്തകം വായിക്കാനുള്ള മടി കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു കാലത്ത് പുസ്തകം അത്ര ലഭ്യമല്ലായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിറക്കിയ പുസ്തകങ്ങളും വായിക്കാൻ സാധിക്കും. ഏത് പുസ്തകവും നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പുസ്തകം വായന 2ാം കടയാണ് എന്ന് ധരിക്കുന്നത് തെറ്റായ ഒരു ധാരണയാണ്. ഗവേഷണത്തിൽ, അന്വേഷണത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കിട്ടുവാനുള്ള അന്വേഷണത്തിനെയാണ് ഗവേഷണം എന്ന് പറയുന്നത്. ആ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കിട്ടുവാനുള്ള അന്വേഷണത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അതുവരെ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞവർ എന്താ പറഞ്ഞത് എന്ന് അറിയേണ്ടത് ഒരാവശ്യം തന്നെയാണ്. നമ്മൾ സയൻസിൽ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ഗവേഷണം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലാണോ നാം ഗവേഷണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് അന്ന് വരെ നിലവിലുള്ള വ്യത്യസ്തരായിട്ടുള്ളവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയണം. ലിറ്ററേച്ചർ സർവേ എന്നാണ് അതിന് റിസർച്ച് മെത്തഡോളജിയിൽ പറയുക. അന്ന് വരെയുള്ള ലിറ്ററേച്ചറുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പുതുതായി അതിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ ലഭിക്കാൻ എളുപ്പമാവുകയുള്ളൂ. അതുകൊണ്ട് പഠനം അനിവാര്യമായതാണ്. പുസ്തകം വായിക്കാത്ത ഗുരുക്കന്മാർ, പുസ്തകം വായിച്ചാൽ ഒരുപക്ഷെ മനസ്സിലാകാത്ത ഗുരുക്കന്മാരുടെ ജൽപ്പനങ്ങളാണ് അവ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളിക്കളയേണ്ടതാണ്.
ഭാരതീയ സംസ്കൃതി സ്വാധ്യായത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തൈത്തിരീയ ഉപനിഷത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. തൈത്തിരീയോപനിഷത്തിൽ ഉപനിഷത്തുക്കൾ അപൗരുഷയങ്ങളാണെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തൈത്തിരീയോപനിഷത്തിൽ സ്വാധ്യായം കൊണ്ട് മാത്രം പരമമായതിനെ ലഭിക്കും എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാധ്യായത്തിൻ്റെ വില കുറച്ചു കാണാൻ പാടുള്ളതല്ല. ഇത് തന്നെയാണ് മറ്റൊരു രീതിയിൽ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം ഗുരു എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ബ്രഹ്മനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുന്നയാൾ. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ ശ്രുതിയെക്കുറിച്ച് അറിയാവുന്നയാൾ, അതായത് സ്വാധ്യായം ചെയ്തയാൾ. സ്വാധ്യായം എന്ന് പറയുന്നത് ജപമാണ് എന്ന് അഭിപ്രായമുണ്ട്. അതും ശരിയാണ്. ജപിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളെ നാം ആവർത്തിക്കുമ്പോൾ, അതാണ് ഇഷ്ടമന്ത്രം, അത് ആവർത്തിക്കുമ്പോൾ മനസ്സ് സ്വാഭാവികമായിട്ടും ഏകാഗ്രമാവുകയും, മനസ്സങ്ങനെ സ്വാഭാവികമായിട്ട് ഏകാഗ്രമാകുമ്പോൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് പതുക്കെ പതുക്കെ വെളിപ്പെട്ട് തുടങ്ങും. ആ വെളിപ്പെടലിൽ നമ്മളിൽ മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് സ്വാധ്യായം മാറ്റും മനുഷ്യനെ. വായന മനുഷ്യനെ മാറ്റും. വിവിധ തരത്തിലുള്ള ആശയങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് വ്യത്യസ്തരായിട്ടുള്ള മഹാമനീഷികളുമായിട്ടുള്ള സംവാദം കൂടിയാണ് പുസ്തകം. ഇന്നത്തെ കാലത്തെ ഗ്രന്ഥരചയിതാക്കളുടെ ചില പുസ്തകങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മഹാമനീഷികളുടെ ഗ്രന്ഥങ്ങൾ. അവ നിരന്തരം പാരായണം ചെയ്യണം തപസ്സനുഷ്ഠിക്കുന്നതിനോടൊപ്പം. അങ്ങനെ തപസ്വാധ്യായ നിരതരായി മുന്നോട്ട് പോകുമ്പോൾ ഇട്ടാവട്ട ബോധത്തിനകത്ത്, ഞാൻ എന്ന നമ്മുടെ ഓരോരുത്തരുടെയും ബോധത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നതിനപ്പുറം ഒരു പ്രവൃത്തി തലമുണ്ട് എന്ന് നാം തിരിച്ചറിയും. ഞാനും നമ്മുടെ ഓരോരുത്തരുടെ ഞാൻ, എൻ്റെ ലോകത്തിലടങ്ങിയതുമെല്ലാം ഒരതീത ബോധതലത്തിൻ്റെ പ്രവർത്തികളാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ അറിയാതെ നമ്മളിൽ സംഭവിക്കുന്നതാണ് ഈശ്വര പ്രണിധാനം, ഈശ്വരനോടുള്ള സമ്പൂർണ്ണ സമർപ്പണം. അത് ഗത്യന്തരമില്ലാതെ നിസ്സഹായതയോടുകൂടി നിരാശയോടുകൂടി ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല. സന്തോഷം രണ്ടാമത്തെ നിയമത്തിലൊന്നാണ്. രണ്ടാമത്തെ നിയമമാണ് സന്തോഷം. സന്തോഷത്തോടു കൂടിയാണ് സമർപ്പണം ചെയ്യുന്നത്. ഈ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാക്കുക അസംതൃപ്തിയോ നിരാശയോ ഗത്യന്തരമില്ലായ്മയോ അല്ല, മറിച്ചൊരു സന്തോഷമാണ്. ആ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ സമർപ്പണം ചെയ്യുക. അതുകൊണ്ട് ഈ സമർപ്പണം താനെ സംഭവിക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ തൃപ്പാദപത്മങ്ങളിൽ, അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സമർപ്പണമാവില്ല. കാരണം അവിടെ ഞാനുണ്ട്. ഞാൻ ഇല്ലാതെയാകുമ്പോഴാണ് സമർപ്പണം ഉണ്ടാവുക. ഞാൻ ഈ ധ്യാന പരിശീലനത്തിൽ സ്വാഭാവികമായിട്ടും ഇല്ലാതെയാകും എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധം ആവശ്യമില്ലാതെയാകും എന്നല്ല, അതിൻ്റെ യഥാർത്ഥ സ്ഥാനം നമുക്ക് മനസ്സിലാകും, അതിൻ്റെ അല്പത്വം നമുക്ക് മനസ്സിലാകും. ഞാൻ എന്നുള്ള ബോധം നമ്മളുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ തലച്ചോറ് സൃഷ്ടിക്കുന്ന ഒരു ഇട്ടാവട്ട ബോധമാണ്. അതിൻ്റേതായിട്ടുള്ള പ്രക്രിയയുണ്ട്. അത് എവല്യൂഷനിൽ, പരിണാമത്തിൽ സിദ്ധിച്ച ഒരു സാധനമാണ്. അതിന് ആവശ്യകതയുണ്ട്, അതിന് പരിമിതികളുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പം മഹാബോധതലത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അപ്പം ഇതൊക്കെ താനെ സംഭവിക്കുന്ന, ഇതൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ഈ ധ്യാനം പരിശീലിച്ചു കഴിഞ്ഞാൽ ഇവ താനെ സംഭവിച്ചുകൊള്ളും. ഈ യമനിയമങ്ങൾക്ക് സാമൂഹിക ജീവിതത്തിലൊരു പ്രസക്തിയുണ്ട്. ഭാരതീയ സംസ്കൃതി അനുസരിച്ചിട്ട് ആധ്യാത്മികതയും ഭൗതികതയും രണ്ടല്ല. ആധ്യാത്മികമായിട്ടു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭൗതിക സമൃദ്ധിക്കും സന്തോഷത്തിനും സമാധാനത്തിനും കാരണമായി തീരും. ഇതിനെ രണ്ടായിട്ട് കാണുന്നില്ല. ആധ്യാത്മിക പരിശീലനം എന്ന് പറഞ്ഞാൽ ഒരാൾ ആധ്യാത്മികനാവുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് പിൻവലിയുക എന്നുള്ള അർത്ഥം. ഏതോ ഒരു മലയിലെ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഇരുന്ന് ഒറ്റപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല ഈ അഭ്യാസം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ തുടങ്ങിയവയൊന്നും പ്രതിപാദിക്കുകയില്ലായിരുന്നു മഹർഷി. ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾക്ക് ആരോട് മിത്രത തോന്നാനാണ്? ആരോട് കാരുണ്യം തോന്നാനാണ്? ആരുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനാണ്?
ആരെയൊക്കെയാണ് തുല്യരായിട്ട് കാണാൻ സാധിക്കുക? അപ്പോൾ ഇത് ഒറ്റപ്പെടലിൻ്റെ ഒരു അഭ്യാസമല്ല. ഈ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഇതിനപ്പുറമുള്ള ഒരു ബോധതലത്തിലേക്ക് ഉത്ക്രമിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഈ അഭ്യാസം. അതുകൊണ്ട് ഇത് ജീവിതഗന്ധിയായ അഭ്യാസമാണ്, ജീവിതത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അഭ്യാസമല്ല. അതുകൊണ്ട് ഈ യമനിയമങ്ങൾ താനേ സംഭവിക്കുന്നവയാണെങ്കിലും അവ നിത്യജീവിതത്തിൽ പരിശീലിച്ചാൽ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ജീവിതത്തിലുള്ള ബന്ധങ്ങളെ അത് ഊഷ്മളമാക്കും. ജീവിതം പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബന്ധങ്ങളുടെ താളം അവതാളമാകും. ബന്ധങ്ങളുടെ താളം അവതാളമാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകും. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിത ബന്ധങ്ങളുടെ താളം അവതാളമാവുകയും ചെയ്യും. അപ്പോൾ ഇവ പരിശീലിച്ചാൽ ലോക ജീവിതത്തിൽ അത് മാറ്റുകൂട്ടും. അതുകൊണ്ട് നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് എങ്ങനെയാണ് പരിശീലിക്കുകയാണ് എങ്കിൽ താനെ സംഭവിക്കുകയാണ്. താനെ സംഭവിക്കുമ്പോഴും ഇതൊക്കെ സംഭവിച്ചോളൂ. പക്ഷേ താനെ സംഭവിക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ടതായിട്ടില്ല. വേണമെങ്കിൽ അവ പരിശീലിക്കാം. നമ്മൾ പലതും പരിശീലിക്കുന്നില്ലേ അക്കൂട്ടത്തിൽ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റ് കൂട്ടുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. യമത്തിലെ ഹിംസ 5 ഭാഗങ്ങളാണ് യമത്തിനുള്ളത്. അഹിംസ, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, കഴിയുന്നതും ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ബാഹ്യമായിട്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ആന്തരികമായിട്ട് ആരെയും ഉപദ്രവിക്കണം എന്നുള്ള തോന്നലുണ്ടാകരുത്. അപ്പം ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ഈ അഹിംസയാവുമ്പോൾ നമുക്ക് ക്രമേണ പരിശീലിച്ചു കഴിഞ്ഞാൽ ക്രമേണ നമ്മളിൽ ഈ ദ്രോഹിക്കാനുള്ള ചിന്ത ഇല്ലാതെയായി തുടങ്ങും. മനുഷ്യരോട് മാത്രമല്ല, മറ്റു ജീവജാലങ്ങളോടും. അഹിംസ വർദ്ധിക്കുമ്പോൾ മറ്റുള്ളവരെ ഹിംസിക്കാൻ, ദ്രോഹിക്കാൻ ഉള്ള വാഞ്ച കുറഞ്ഞു വരുമ്പം നമ്മളിൽ മിത്രതാഭാവം, കാരുണ്യം ഇവയൊക്കെ കൂടി വരും. ഹിംസ കുറഞ്ഞു വരുമ്പോൾ കാരുണ്യം കൂടി വരും. അപ്പോൾ കാരുണ്യം നമ്മളിലുണ്ടാകുമ്പോൾ, മിത്രതാഭാവം നമ്മളിലുണ്ടാകുമ്പോൾ എല്ലാവർക്കും നമ്മളോട് താല്പര്യം തോന്നും. എല്ലാവരും നമ്മളോട് കൂടുതൽ അടുക്കും. നമ്മുടെ ജീവിതം കൂടുതൽ ഊഷ്മളമായി തീരും. നമ്മളെല്ലായിടത്തും സ്വീകാര്യരായിത്തീരും. മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളുടെ ഇടയിലും. കാരണം ആരെയും ദ്രോഹിക്കണമെന്നുള്ള ചിന്ത നമ്മളിൽ ഇല്ലാതെയാകും. അങ്ങനെ ഇല്ലാതെയാകുമ്പോൾ ശത്രുത ഉണ്ടാവില്ല. നിസർഗദത്ത് മഹാരാജിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ആധ്യാത്മിക ജീവിതത്തിൽ ആധ്യാത്മിക ചര്യ അനുഷ്ഠിക്കുമ്പോൾ എന്ത് നിയമമാണ് പാലിക്കേണ്ടത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് ഹേർട്ട്, ആരെയും ഉപദ്രവിക്കരുത്. ആരെയും ഒന്നിനെയും ഉപദ്രവിക്കുവാനുള്ള ചിന്ത ഉള്ളിലുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവയർനെസ് കൊണ്ടത് സാധിക്കും. അപ്പോൾ അഹിംസ നമ്മളിൽ കാരുണ്യമുണ്ടാകും, മിത്രതാഭാവം ഉണ്ടാകും. മിത്രതാഭാവവും കാരുണ്യവും ഉണ്ടാകുമ്പോൾ മുദിത, മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. അവരുടെ ദുഃഖങ്ങളിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കും. അപ്പോൾ ഉപേക്ഷ, എല്ലാത്തിനെയും നമുക്ക് തുല്യമായിട്ട് കാണാൻ സാധിക്കും അഹിംസാ പരിശീലനം കൊണ്ട്. അടുത്തത് സത്യം ആണ്. കഴിയുന്നിടത്തോളം സത്യം പറയുക. പലപ്പോഴും ഈ അസത്യം പറയേണ്ടി വരുന്നത് എപ്പോഴാണ്? അവരവരുടെ നേട്ടങ്ങൾ ഉദ്ദേശിച്ച് ജീവിക്കുമ്പോഴാണ് ഈ അസത്യം പറയേണ്ടി വരുന്നത്. എല്ലാവർക്കും ഹിതകരമായി ജീവിക്കാൻ നമ്മൾ താല്പര്യപ്പെടുമ്പോൾ, അതായത് ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ സോപ്പിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുമ്പോൾ സത്യം ഇല്ലാതെയാകും. കാരണം സത്യസന്ധമായിട്ട് നിലകൊള്ളുമ്പോൾ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിച്ചു എന്ന് വരില്ല, എല്ലാത്തിനെയും അംഗീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ സത്യസന്ധരായിട്ടുള്ളവരോട് ബാക്കിയുള്ളവർക്ക് അറിയാതെ ഒരു ബഹുമാനം തോന്നും. ഈ സോപ്പിട്ട് നിൽക്കുന്നവരെ എല്ലാവരും ഉപയോഗിക്കും. വളഞ്ഞും പൊളഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നിൽക്കുന്നവരെ എല്ലാവരും ഉപയോഗിക്കും. പക്ഷേ ആർക്കും അവരോട് ബഹുമാനമുണ്ടാവില്ല. സത്യസന്ധമായി നിലനിൽക്കുന്നവർക്ക് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. ആ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉപദ്രവിക്കുവാനുള്ള താല്പര്യത്തോടു കൂടിയുള്ളതല്ല. അഹിംസ നേരത്തെ പറഞ്ഞു,
അതുകൊണ്ട് ഉപദ്രവിക്കാനുള്ള താല്പര്യമില്ലാതെ തൻ്റെ അഭിപ്രായം ഉച്ചത്തിൽ പറയാൻ സാധിക്കും. തൻ്റെ ശരികളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കും. ആൾക്കാർക്ക് അഭിപ്രായങ്ങളോട് വിയോജിപ്പുണ്ടാകാം, പക്ഷെ ബഹുമാനമുണ്ടാകും. ബഹുമാനമുണ്ടാകുമ്പോഴും ജീവിതം നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളവർക്ക് ബഹുമാനം തോന്നുന്ന രീതിയിൽ ജീവിക്കാൻ സാധിച്ചാൽ അത് ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം തന്നെയാണ്. നമുക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങളുമായിട്ട് യോജിച്ചു പോകാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ കഴിയുന്നതും, എപ്പോഴും ഇത് സാധ്യമല്ല, കഴിയുന്നതും സത്യസന്ധരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതം കുറച്ചും കൂടി ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സ്വാർത്ഥതയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ സത്യവാദികളാകാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ വളരെ സങ്കുചിതമായ ബോധതലമാണ്. അപ്പോൾ സത്യം നമ്മൾ അനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബോധതലത്തിൽ വികാസമുണ്ടാകും. അതുകൊണ്ട് സത്യം ജീവിതത്തെ കുറച്ചും കൂടി കടുംപിടുത്തം പിടിക്കരുത്. സത്യത്തിൽ ഒന്നിലും കടുംപിടുത്തം പിടിക്കരുത്. കടുംപിടുത്തം പിടിച്ചാൽ അത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒരു സ്പിരിച്വൽ സീക്കർ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആധ്യാത്മിക വ്യക്തി മാനസികമായിട്ട് എല്ലാത്തിനെയും സ്വീകരിക്കുവാൻ സന്നദ്ധമായ മനസ്സോടു കൂടിയവരായിരിക്കും. അതുകൊണ്ട് സത്യം, അസ്തേയം, വേറെ ആരുടേതും തൻ്റേതാക്കാൻ ശ്രമിക്കാതിരിക്കുക. അപ്പം തന്നെ എന്തോരം പ്രശ്നങ്ങൾ ഈ ലോകത്ത് തീർന്നു. ഇവിടുത്തെ കോടതിയിലെ പല കേസുകെട്ടുകളും ഈ മറ്റുള്ളവരുടേത് തൻ്റേതാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരുടേതാണ് എന്ന് തിരിച്ചറിയുന്നത് നമ്മൾ നമ്മുടേതാക്കാൻ ശ്രമിക്കാതിരിക്കുക. അപ്പം നമ്മുടെ അടുത്ത ആൾക്കാർക്ക് തുറന്ന് എന്തും പറയാൻ സാധിക്കും. കാരണം ഇയാൾ നമ്മുടേത് അടിച്ചു മാറ്റാൻ ശ്രമിക്കില്ല എന്ന് ബോധ്യം വരും അവർക്ക്. ആ ബോധ്യം വീണ്ടും ജീവിത ബന്ധങ്ങളെ ഊഷ്മളം ആക്കി തീർക്കും. അസ്തേയം, മറ്റുള്ളവരുടേതൊന്നും മൂല്യമായതൊന്നും തൻ്റേതാക്കുവാൻ അനാവശ്യമായി പ്രവർത്തിക്കാതിരിക്കുക. ബ്രഹ്മചര്യം, ബ്രഹ്മം എന്നുള്ള വാക്കിന് വേദം, അറിവ് എന്ന് ഒരർത്ഥമുണ്ട്. അറിയുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള ചര്യ എപ്പോഴും അനുഷ്ഠിക്കുക. ബാഹ്യമായ അറിവും ആന്തരികമായ അറിവും അനിവാര്യമാണ് ജീവിതത്തിന്. അവരവരെ അറിയണം. എങ്കിൽ മാത്രമേ ഓരോ സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പെരുമാറ്റം ചില സന്ദർഭങ്ങളിൽ മോശമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ സന്ദർഭങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അവരവരെ കുറിച്ചിട്ടുള്ള അറിവ്, അതിനാവശ്യമായ ചര്യ. ബാഹ്യമായ അറിവുകൾ അതും ആവശ്യമാണ് ജീവിതത്തിൽ. പുറമേ ഉള്ള അറിവുകൾ വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ആ അറിവ് ആർജിക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് ബ്രഹ്മചര്യം. അപ്പോൾ അതേ പുസ്തകം വായിക്കണം. പുസ്തകം വായിച്ചാലേ നമുക്ക് ബാഹ്യമായ അറിവ് കിട്ടുള്ളൂ. ശാസ്ത്ര പഠനം, നമ്മൾ മോഡേൺ സയൻസിനെ കുറിച്ച് എങ്ങനെയാണ് അറിയണത്? പലരും എഴുതിയ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് അറിവുണ്ടാകുന്നത്. നമുക്ക് ഇവരെ ഓരോരുത്തരായിട്ട് പോയി കണ്ട് സംസാരിക്കാൻ പറ്റുമോ? ഒരാൾ അമേരിക്കയിലായിരിക്കും, മറ്റൊരാൾ ഫ്രാൻസിലായിരിക്കും, ഇനി ഒരാൾ ഓസ്ട്രേലിയയിലായിരിക്കും, വേറൊരാൾ ഡൽഹിയിലായിരിക്കും. നമുക്ക് ഇവരെ ഓരോരുത്തരെയും പോയി കാണാൻ പറ്റുമോ? അപ്പോൾ അവർ എഴുതിയ പുസ്തകങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവരുടെ അറിവുകൾ നമ്മുടെ അറിവുകളായിട്ട് മാറും. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ബ്രഹ്മചര്യം. അപരിഗ്രഹം, ആവശ്യമില്ലാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക. ആവശ്യമായിട്ടുള്ളത് മാത്രം എടുക്കുക. ഇത് അപരിഗ്രഹം നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ബുഫേക്ക് പോവുകയാണെന്നിരിക്കട്ടെ, അവരവർക്ക് ആവശ്യമുള്ള ആഹാര പദാർത്ഥം എടുത്ത് കഴിക്കാവുന്ന സംവിധാനത്തിനെയാണ് ബുഫേ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു ബുഫേക്ക് പോവുകയാണെങ്കിൽ അവിടെ കാണുന്ന ആഹാര പദാർത്ഥങ്ങൾ മുഴുവനും നമ്മൾ നമ്മുടെ വയറ്റിലേക്കാക്കുമോ? ഇല്ല. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്വീകരിക്കാൻ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ സ്വീകരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് നമ്മളെ അറിയാതെ പോകുമ്പോൾ. നമുക്ക് നമ്മളെപ്പറ്റി അറിയാത്ത ഇരുണ്ട ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളാണ് ഈ എല്ലാം നമ്മുടേതാക്കാനുള്ള വ്യഗ്രത നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു ചെറിയ അറിവ് നമ്മുടെ ധ്യാന അഭ്യാസത്തിലൂടെ അത് സാധിക്കും. നമ്മുടെ അവയർനെസ് മെഡിറ്റേഷനിലൂടെ അത് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയാൻ സാധിക്കും. അപ്പം നമ്മൾ ഗ്രീഡ് ഇല്ലാത്തവരായിത്തീരും.
നമ്മൾ ഈ അത്യാഗ്രഹികളല്ലാതായി തീരും. അത്യാഗ്രഹം കൊണ്ട് എന്താ കുഴപ്പം? അത്യാഗ്രഹം കൊണ്ട് ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവുകയില്ല. അപ്പം ഈ 5 എണ്ണം, അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇത് പതുക്കെ പതുക്കെ ശീലിച്ചു തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ഇപ്പം ഉള്ളതിനേക്കാൾ എന്തായാലും മാറ്റുള്ളതായി തീരും. യമം അനുഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഇപ്പോഴുള്ളതിലും കുറച്ചും കൂടി നന്നാവുക എന്ന് നമ്മൾ കണ്ടു. ഇനി നിയമം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം നിയമത്തിൽ ആദ്യം ശൗചം, ക്ലെൻലിനെസ് ആണ്. എന്ത് പ്രവൃത്തിയും വൃത്തിയായിട്ട് ചെയ്യുക. നമ്മൾ ജീവിക്കുന്നിടം വൃത്തിയായിട്ട് വയ്ക്കുക, നമ്മുടെ തൊഴിലിടം വൃത്തിയായിട്ട് വയ്ക്കുക, നമ്മൾ സഞ്ചരിക്കുന്ന പാതകൾ വൃത്തിയായിട്ട് വയ്ക്കുക. അപ്പം നമ്മളും നമ്മുടെ ചുറ്റുപാടുകളും എപ്പോഴും വൃത്തി ഉള്ളതായിരിക്കുക. വൃത്തി ഇല്ലാത്ത ആൾക്കാരോട് ഇടപഴകാൻ പൊതുവേ എല്ലാവർക്കും വൈമനസ്യം ഉണ്ടാകും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ശരീരശുദ്ധി, മനഃശുദ്ധിയും ആവശ്യമാണ്. കാരണം മനസ്സ് ശുദ്ധമല്ലെങ്കിൽ പ്രവൃത്തികൾ ശുദ്ധമല്ലാതായി തീരും. ശുദ്ധമല്ലാത്ത പ്രവൃത്തികളോട് കൂടിയവരെ ജനം അകറ്റും. വൃത്തികെട്ട പ്രവൃത്തികളുള്ളവരെ ജനം അകറ്റും. ഈ വൃത്തികെട്ട പ്രവൃത്തിയിലാണ് നേരത്തെ പറഞ്ഞ യമം വരുന്നത്. ഹിംസ, ഉപദ്രവിക്കുന്നവരെ ജനം അകറ്റും. എപ്പോഴും കള്ളം പറയുന്നവരെ ജനം അകറ്റും. മറ്റുള്ളവരുടേത് തൻ്റേതാക്കാനുള്ള വഴികൾ എപ്പോഴും തേടി നടക്കുന്നവരെ ജനം അകറ്റും. ഒരു കാര്യവും ചെയ്യുവാൻ നിഷ്ഠയില്ല, ഒന്നും അറിയുവാൻ താല്പര്യമില്ല, ഒന്നും ചെയ്യാനും താല്പര്യമില്ല, അങ്ങനെയുള്ളവരെ ജനം അകറ്റും. അവരവർക്ക് വേണ്ടാത്തതെല്ലാം കൂട്ടിക്കെട്ടുന്നവരെ, വല്ലാണ്ട് അമാസ് ചെയ്യുന്നവരെ ജനം അകറ്റും. അപ്പോൾ വൃത്തി എന്നുള്ളതിൽ ഇതെല്ലാം വന്നു. അപ്പോൾ വൃത്തിയോടുകൂടി ജീവിക്കുക, അത് ജനങ്ങൾക്ക് നമ്മളോട് താല്പര്യം കൂടുതലുണ്ടാക്കും, നമ്മുടെ ജീവിതം കൂടുതൽ നന്നാവും. നമുക്കൊരു അംഗീകാരം ജീവിതത്തിൽ കിട്ടും. നമ്മളൊരു പ്രവൃത്തി ഏൽപ്പിച്ചാൽ അത് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കേണ്ട സമയത്തിൽ ചെയ്ത് തീരും എന്ന ഉത്തമ വിശ്വാസം ആൾക്കാർക്കുണ്ടാവുമ്പോൾ നമ്മളിലേക്ക് ആൾക്കാർ കൂടുതൽ 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 അടുക്കും, നമ്മുടെ സഹായം തേടി വരും. അപ്പോൾ അതുകൊണ്ട് വൃത്തി, ശൗചം ജീവിതത്തിന് മാറ്റുകൂട്ടും. സന്തോഷം, നമുക്ക് പലപ്പോഴും സമയം ചെലവഴിക്കാൻ ഇഷ്ടം സന്തോഷമുള്ളവരുടെ കൂടെയാണ്. ദുഃഖമുള്ളവരുടെ കൂടെ ആരെങ്കിലും സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുമോ? നിവൃത്തിയില്ലാതെ വരുമ്പം ദുഃഖം ഉള്ളവരുടെ കൂടെ ഇരുന്നേക്കാം, അവർക്കൊരാശ്വാസം കൊടുക്കാൻ. അല്ലാതെ ദുഃഖം എപ്പോഴും ദുഃഖിതരായിട്ടുള്ളവർക്ക് സുഹൃത്തുക്കൾ കുറയും, സൗഹൃദങ്ങൾ കുറയും. ഇപ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കണം. സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവരെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ സന്തോഷത്തോടു കൂടിയിരിക്കാൻ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയിരിക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ശ്രദ്ധ ഒന്ന് അതിലേക്ക് വ്യതിചലിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ഇല്ലായ്മകളിലാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾക്ക് ആരൊക്കെയോ തെറ്റായ ധാരണ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളതിനെക്കുറിച്ച് പറഞ്ഞാൽ അതില്ലാണ്ടാവുമെന്ന്. അങ്ങനെ ഉള്ളതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് ഇല്ലാണ്ടാവുമൊന്നുമില്ല. നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും നമ്മൾ പൊക്കിപ്പറയാതെ യഥാർത്ഥ അവബോധത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അതില്ലാണ്ടാവുമൊന്നുമില്ല. പൊക്കി പറയുമ്പോൾ അത് കള്ളാ പറയണത്. അവരവരെ പൊക്കുമ്പം ഈ സ്വയം പൊക്കികളെ കണ്ടിട്ടില്ലേ, അവരെ ജനങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്താ കാരണം? അവരെപ്പോഴും സ്വയം പൊക്കുന്നതിൽ സന്തോഷമുള്ളവരാണ്. പക്ഷെ ആ സന്തോഷമുള്ളവരോട് ജനത്തിന് താല്പര്യം ഉണ്ടാവില്ല. എന്താ കാര്യം? അവർ സത്യമല്ല പറയണത്. ഇപ്പം യമത്തിൽ രണ്ടാമത്തതല്ല, സത്യമല്ല പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവരോട് ജനങ്ങൾക്ക് താല്പര്യം ഇല്ലാതെ പോകുന്നത്. അപ്പം അവരവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവരവരുടെ നേട്ടങ്ങളെ മനസ്സിലാക്കി അവരവർക്കുള്ളതിനെ അംഗീകരിച്ച് സംതൃപ്തിയോടുകൂടി ഇരിക്കുക. സംതൃപ്തിയാണ് സന്തോഷത്തിന് കാരണം. ഇപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുക. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും, ബുദ്ധിമുട്ടാണ്, പക്ഷെ സന്തോഷത്തോടു കൂടി നേരിടാൻ ശ്രമിക്കുക. അപ്പം നമ്മളോട് ആൾക്കാർക്ക് കൂടുതൽ അടുപ്പം തോന്നും. തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ ജീവിതത്തിലും. ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കുന്നതിന് ശ്രദ്ധാപൂർവമുള്ള പരിശ്രമം, അതാണ് തപസ്. നമ്മളെ മേലുദ്യോഗസ്ഥരേൽപ്പിച്ച ജോലി അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ
അത് ശുഷ്കാന്തിയോടുകൂടി നിർവഹിക്കാൻ സദാ ബദ്ധശ്രദ്ധരായിരിക്കുക. ആ ശ്രദ്ധ വ്യതിചലിച്ചു പോകാൻ കാരണമായതിനെ ഒഴിവാക്കുക. ശ്രദ്ധ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നതിനെ സ്വീകരിക്കുക. അത് തപസ്. തപസ് കൃത്യമായി ചെയ്യണമെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നാം തപസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് നമുക്കുണ്ടാകണം. നമ്മളൊരു കാർ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ കാർ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധയുണ്ടായാൽ മാത്രം പോരാ, കാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. എന്നാൽ നമുക്കറിയാൻ സാധിക്കണം. അതൊരു തിരിച്ചറിവല്ല, ഒരു അറിവാണ്. അറിയാൻ നമുക്ക് സാധിക്കണം. കാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാൻ സാധിക്കണം. ചപ്പാത്തി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ വെറുതെ ശ്രദ്ധ ചെലുത്തിയിട്ട് കാര്യമില്ല. ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയണം. ഏത് മാവാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്നറിയാതെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ അതിശ്രദ്ധയോടുകൂടി ദോശമാവ് ഉപയോഗിച്ചാൽ ചപ്പാത്തി ഉണ്ടാവില്ല. അപ്പം തപസ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ സ്വാധ്യായവും കൂടി ചേർന്നാലേ സാധിക്കുകയുള്ളൂ. സ്വാധ്യായം ഇല്ലാതെ പറ്റില്ല. അപ്പം തപസ്സും സ്വാധ്യായവും ഇത് രണ്ടും കൂടി ചേരുമ്പോഴും കുറച്ച് കാലം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ പോകുന്നത്. വട്ടത്തിൽ പരത്തണമെന്ന് വിചാരിച്ച് പരത്തി തുടങ്ങുമ്പം അത് വട്ടത്തിലായിക്കൊള്ളണം എന്നില്ല ചപ്പാത്തിക്ക് പരത്തുമ്പോൾ. അതേപോലെ മറ്റു കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളണം എന്നില്ല. നമ്മുടെ ബോധത്തിനപ്പുറമുള്ള ഒരു ബോധതലത്തിൻ്റെ ചെയ്തികളാണ് ഇതെല്ലാം എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മളിലൊരു വിനയം ഉണ്ടാകും. ആ വിനയം നമ്മളെ സമർപ്പിതരാക്കി തീർക്കും. ആ സമർപ്പണമാണ് ജീവിതത്തെ സമ്പുഷ്ടമാക്കുക. അപ്പം ഈ ഈശ്വര പ്രണിധാനമാണ് ഇതിൻ്റെ എല്ലാം മകുടം. ഈ യമനിയമങ്ങളുടെ മകുടം എന്ന് പറയാവുന്നത് ഈശ്വര പ്രണിധാനമാണ്. സമർപ്പണം ടു ദി ഹയർ കോൺഷ്യസ്നസ്. അപ്പോൾ ഹയർ കോൺഷ്യസ്നസ്സിനെ എങ്ങനെയാണ് നമ്മൾ അറിയുക? കുറച്ച് കാലം ശ്രദ്ധാപുരസരം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മഹാബോധതലത്തിൻ്റെ കരസ്പർശം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും ജീവിതത്തിൽ ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ മഹാബോധത്തിൻ്റെ കരസ്പർശത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മളിൽ വിനയമുണ്ടാക്കും. ഇത് കൃത്രിമമായതല്ല, സ്വാഭാവികമായിട്ടൊരു വിനയമുണ്ടാകും. ആ വിനയം നമ്മളെ സമർപ്പണത്തിലേക്ക് നയിക്കും. നമ്മുടെ ജീവിതം മുഴുവനും സമർപ്പിതമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. സമർപ്പിതരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. കഴിവുകളോട് കൂടിയ ആളാണ് അർജുനൻ. സവ്യസാചിൻ, 2 കൈകൾ കൊണ്ടും അമ്പും വില്ലും എയ്യാൻ, വില്ലു കുലയ്ക്കാൻ പറ്റുന്ന ആളാണ്, അമ്പെയ്യാൻ പറ്റുന്ന ആളാണ് അർജുനൻ. അപ്പോൾ കഴിവുകളോടുകൂടിയ അല്ലയോ അർജുന, നീ എൻ്റെ ഉപരിബോധത്തിൻ്റെ മഹാബോധത്തിൻ്റെ ഒരു നിമിത്തമായി തീർന്നാലും. അപ്പം നമ്മൾ ഓരോരുത്തരും ആ മഹാബോധത്തിൻ്റെ ചാനലുകളായി മാറും. നമ്മളിലൂടെ ആ മഹാബോധം നമ്മുടെ ജീവിതമാകുന്ന കഥ രചിക്കും. അത് മനോഹരമായിരിക്കും. അപ്പോൾ ഈ യമനിയമങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ ആധ്യാത്മികതയിൽ നിർബന്ധമൊന്നുമില്ല, പക്ഷെ പരിശീലിച്ചാൽ അത് ജീവിതത്തിൻ്റെ മാറ്റം എന്തായാലും കൂട്ടും. ഇനി ഒരു നിയമവും നമ്മൾ അനുസരിക്കാൻ താല്പര്യമില്ല, ഒരു നിയമവും അനുസരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം എങ്ങനെയാണ് ഇതൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പലർക്കും ആധ്യാത്മിക ചര്യയിലൂടെ കടന്നു പോകുമ്പോൾ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അപ്പം അങ്ങനെ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് തോന്നുന്നവർക്ക് പതഞ്ജലി മഹർഷി പറഞ്ഞ നിയന്ത്രണങ്ങളൊന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. നിയന്ത്രണങ്ങളൊന്നും വേണമെന്നില്ല. ഈ അഭ്യാസം പരിശീലിച്ചു വന്നാൽ, ഈ അവയർനെസ് മെഡിറ്റേഷൻ പരിശീലിച്ചു വന്നാൽ ഇതൊക്കെ താനെ സംഭവിച്ചു കൊള്ളും. അതുകൊണ്ട് ആധ്യാത്മികതയിൽ ഒരു നിയമവും ആവശ്യമല്ല. നിങ്ങളിപ്പം എങ്ങനെയാണോ ഉള്ളത് അതിൽ ഒരു മാറ്റവും വരുത്താതെ
നിങ്ങൾ ഈ അവയർനെസ് മെഡിറ്റേഷൻ പരിശീലിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം ഗുണകരമാകുന്നതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ, ഭൗതികവും വ്യക്തിപരവുമായിട്ടുള്ള മാറ്റങ്ങൾ താനേ സംഭവിച്ചുകൊള്ളും. എന്താണ് ഉറപ്പ്? ചെയ്തു നോക്കിയാൽ മതിയല്ലോ. ഇത് ചെയ്തത് കൊണ്ട് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് ചെയ്താൽ പ്രാണൻ ഊർധ്വനായി പോകുമോ, മറ്റ് പല കാര്യങ്ങളും നടക്കാതെ പോകുമോ, അങ്ങനെയൊന്നുമില്ല. ഭഗവത്ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട്, നേഹാതിക്രമ നാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. നേഹാതിക്രമ നാശോസ്തി, ഇഹ അതിക്രമ നാശോസ്തി, കൂടുതൽ ചെയ്തു പോയി എന്നുള്ളത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. പ്രത്യവായോ ന വിദ്യത്തെ, അധപ്പതനവും ഉണ്ടാവുകയില്ല. കൂടുതൽ ചെയ്തത് പോയത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അധികമായാൽ അമൃതും വിഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെ അതില്ല. ഇനി ഇടയ്ക്കൊന്ന് മുടങ്ങിപ്പോയി, ചെയ്തില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് അധപതനവും ഉണ്ടാവുകയില്ല. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇത് ഒരല്പം നമ്മൾ അഭ്യസിച്ചാൽ നമ്മളെ വലുതായിട്ടുള്ള ഭയത്തിൽ നിന്ന് ഇത് രക്ഷിക്കും. ഓരോരുത്തർക്കും വലുതായിട്ടുള്ള ഭയങ്ങൾ ഓരോന്നാണ്. ശരിക്കും യഥാർത്ഥത്തിലുള്ള മഹാഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. അതിൽ നിന്നെല്ലാം ഇത് രക്ഷിക്കും. അതുകൊണ്ട് ഇതിന് കുഴപ്പങ്ങളുണ്ടാകുമോ എന്ന് ശങ്കിച്ചിത് ചെയ്യാൻ മടിക്കണ്ട. ചെയ്തു തുടങ്ങിക്കോളൂ. കുറേശ്ശെയായിട്ട് ചെയ്തു തുടങ്ങണം. പിന്നെ അത് പതുക്കെ കൂട്ടാം. ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി പലത് ചെയ്യുന്നവരുണ്ടാവാം ഈ കേൾക്കുന്നവരിൽ. അങ്ങനെ പലത് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ആ ചെയ്യുന്നത് കൊണ്ടൊക്കെ സംതൃപ്തിയും സമാധാനവും ഉണ്ടെങ്കിൽ അത് തന്നെ തുടരുക. ഇത്രയും കാലം അതൊക്കെ ചെയ്തിട്ടും ഒരു ഗുണവും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ ഭയം കൊണ്ടാണ് നിർത്താത്തതെങ്കിൽ ഭയം വേണ്ട, നിർത്താം, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്കിത് ചെയ്യാം. അതല്ല, സമയമുണ്ട്, അതും ഇതും കൂടി ചെയ്താലോ, അങ്ങനെയും ചെയ്യാം. ഇത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ചെയ്യുന്നത് കൊണ്ട് സംതൃപ്തിയുള്ളവർ ഇത് കേട്ട് മനസ്സിലാക്കി വെക്കുക. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് പ്രയോജനപ്പെടും. ഇനി മറ്റ് ചിലരുണ്ട്, ഞങ്ങൾക്ക് ഇരിക്കാൻ താല്പര്യം, ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കണം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഞങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കാൻ പറ്റില്ല, താല്പര്യമില്ല, ശ്രമിച്ചാലൊട്ട് പറ്റുമില്ല. ചിലരുണ്ട്, കുട്ടികളാണ് പ്രത്യേകിച്ചും, അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് ധ്യാനിക്കാൻ പറ്റില്ലേ? പറ്റും. അടങ്ങി ഒതുങ്ങി ഒരിടത്തിറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, എങ്ങനെയാണോ ചെയ്യുന്നത്, അതിനെ പതുക്കെ അവയറായി തുടങ്ങുക, ശ്രദ്ധിച്ചു തുടങ്ങുക, ശ്രദ്ധയോടുകൂടി ചെയ്യാൻ തുടങ്ങുക. എപ്പോഴും ശ്രദ്ധ നിലനിൽക്കുമോ? ഇല്ല, നിലനിർത്താൻ പറ്റില്ല. 24 മണിക്കൂറും നമുക്ക് ശ്രദ്ധ നിലനിർത്താൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ ശ്രദ്ധിക്കാൻ ഓർമ്മിക്കുന്നത് അപ്പോഴെല്ലാം ശ്രദ്ധിക്കുക. എപ്പോഴൊക്കെയാണോ അവെയറാകാൻ നമുക്ക് ഓർമ്മ വരുന്നത് അപ്പോഴൊക്കെ അവെയറാവുക. ഇന്ന സ്ഥലത്ത് വെച്ച് അവെയറാകാൻ പാടുള്ളൂ എന്ന നിയമമില്ല. എവിടെ വെച്ച് വേണമെങ്കിലും അവെയറാവാം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവെയറാകാം, ബസ്സിൽ കയറി നിൽക്കുമ്പോൾ അവെയറാകാം, ഇരിക്കുമ്പോൾ അവെയറാകാം, റെസ്റ്റോറൻറ്റിൽ ആഹാരം ഓർഡർ ചെയ്യുമ്പോൾ അവെയറാകാം, ഓർഡർ ചെയ്ത ആഹാരം കിട്ടുന്നത് വരെ കാത്തിരിക്കുമ്പോൾ അവെയറാകാം. എപ്പോഴൊക്കെയാണോ ആഹാരം കഴിക്കുമ്പോൾ അവെയറാകാം, ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് അവെയറാകാം, ഉറങ്ങുന്നതിന് മുമ്പ് അവെയറാകാം, ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ അവെയറാകാം. എപ്പോഴാണോ അവെയറാകണമെന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം അവെയറാവുക. അങ്ങനെ അവെയറായാൽ ക്രമേണ അവെയർനെസ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ വ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവെയർനെസ് ഒരു മഹാത്ഭുതമാണ്, വലിയൊരു കാര്യമാണ് ഈ അവെയർനെസ്. അത് നമുക്ക് പരിചിതമാകുന്നതോടുകൂടി അതിനെ നമ്മൾ എത്ര കണ്ട് പരിചിതമാകുന്നു അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഇതിന് ആർക്കും നമ്മൾ കപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് വേറൊരാളുടെ അഭിപ്രായം കേൾക്കേണ്ടതായിട്ടുമില്ല. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ നമുക്കോരോരുത്തർക്കും അവകാശവും അധികാരവും ഉണ്ട്. അതിൽ വേറൊരാളുടെ അഭിപ്രായം നമ്മൾ ചെവി കൊള്ളേണ്ടതായിട്ടില്ല. അപ്പോൾ എപ്പോഴൊക്കെയാണോ അവെയറാകാൻ തോന്നുന്നത്, ഇതിന് ശുദ്ധാശുദ്ധങ്ങൾ ഒരു പ്രശ്നമല്ല. എപ്പം വേണമെങ്കിലും അവെയർ, എപ്പോഴാണോ ഇത് ഓർമ്മ വരുന്നത് അപ്പോഴെല്ലാം അവെയറാകാം.
ഇനി അടുത്തൊരു കാര്യം, അവെയറായ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. കാരണം ഈ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് പാസ്റ്റാണ്, ഭൂതകാലമാണ് ഓർമ്മ. അവയർനെസ് എന്ന് പറയുന്നത് വർത്തമാനകാലമാണ്. അപ്പോൾ വർത്തമാനകാലത്തിൽ തന്നെ നിൽക്കുമ്പോൾ ആ സംഭവങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടില്ല. ചിലത് ഓർത്തേക്കാം, ചിലത് മറന്നുപോയേക്കാം. ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം നമുക്ക് ഓർമ്മ ആവശ്യമായിട്ട് വരും. അപ്പോൾ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ഭൂതകാലത്തിലേക്ക് നമ്മൾ പോകുന്നതും ഭൂതകാലത്തിൻ്റെ അറിവുകളെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുന്നതും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവെയർ ആവുക. ഓർക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഓർക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്ന് അവെയർ ആവുക. ഓർത്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർത്തിട്ട് കിട്ടുന്നില്ല എന്നുള്ളതിനെ അവെയർ ആവുക. ഓർക്കുമ്പോൾ കിട്ടിയാൽ കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് അവെയർ ആവുക. അവെയർനെസ് എപ്പോഴും വർത്തമാനത്തിൽ ഉള്ളതാണ്, അത് ഭാവിയിലോ ഭൂതത്തിലോ ഉള്ളതല്ല. അതുകൊണ്ട് ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയും ഇല്ല. ഇത് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് സാധിക്കുമോ ഇല്ലയോ, എത്ര കണ്ട് സാധിക്കും എന്നൊക്കെ തീരുമാനിക്കുക നമ്മുടെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ തോതാണ്. ശക്തിപാതത്തിൻ്റെ തോതനുസരിച്ചിട്ടാണ് നമ്മുടെ സാധനയുടെ ദാർഢ്യം ഉണ്ടാവുക. അപ്പം ഇത് ആർക്കും ചെയ്യാവുന്ന, ഇതിനെപ്പറ്റി ഒരു സംശയവും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം വെച്ചുകൊണ്ട് ഇത് ചെയ്തു തുടങ്ങാം. സംശയത്തിനുള്ള ഉത്തരം കിട്ടും. വേറൊരാളിൽ നിന്ന് സംശയ നിവൃത്തി വന്നതിന് ശേഷം തുടങ്ങാം എന്ന് കരുതി മടിക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ഈ ധ്യാനത്തെ നമ്മളൊന്ന് സംക്ഷിപ്തമായി പറഞ്ഞാൽ എങ്ങനെയാ? അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് ശ്രദ്ധാപൂർവം ശ്വാസോച്ഛ്വാസം ചെയ്യുക. ശ്രദ്ധ വ്യതിചലിച്ചു പോയാൽ വ്യതിചലിച്ചു എന്ന് തിരിച്ചറിയുന്ന നിമിഷം തിരിച്ചു വരിക. ഇനി അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ, അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് ശ്രദ്ധാപൂർവം ശ്വാസോച്ഛ്വാസം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണോ ചെയ്യുന്നത് അതിൽ ശ്രദ്ധ വരിക. അവയർനെസ്സോടുകൂടി ജീവിതത്തെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ അവയർനെസ്സാണ് പരമമായത്. അത് ക്രമേണ ബോധ്യം വരും. അത് ഓരോരുത്തർക്കും ബോധ്യം വരട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് തത്കാലത്തേക്ക് ധ്യാനത്തെക്കുറിച്ചിട്ടുള്ള ഈ ഏകദേശം ദീർഘമായ ഒരു വിശദീകരണം നമ്മൾ നൽകിക്കഴിഞ്ഞു. ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാകാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഭാഗവത കഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ സമയത്ത് നമുക്കത് കേൾക്കാം.